അതിൻ്റെ നെറ്റ്വർക്കിലെ ഭാഗമായ അംഗങ്ങളാണ്. ഏതാണ്ട് 50 NGOസിനെയാണ് ഈ നെറ്റ്വർക്കിലൂടെ ഞങ്ങൾ മൊബിലൈസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് ഞാൻ ഉൾപ്പെടെയുള്ള നിങ്ങളെല്ലാവരും തന്നെ. നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഈ ട്രെക്ക് സ്റ്റെപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. ഞാൻ എന്നാലും ബ്രീഫായിട്ടൊന്ന് പറയാം. ട്രെക്ക് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൃച്ചിനാപ്പള്ളി അല്ലെങ്കിൽ തൃച്ചി റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് സയൻസ് ആൻഡ് ടെക്നോളജി ഓണ്ടർപ്രണർഷിപ്പ് പാർക്ക് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഈ സ്റ്റെപ്പ്, അതായത് സയൻസ് ആൻഡ് ടെക്നോളജി പാർക്ക് ഇന്ത്യയിലെ മിക്കവാറും എല്ലാ IITയിലും ഉണ്ട്. നമ്മുടെ തൃച്ചിയിലെ റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലാണ് ഈ വൺ ഓഫ് ദ ഫസ്റ്റ് ആദ്യത്തെ സ്റ്റെപ്പിൽ സയൻസ് ആൻഡ് ടെക്നോളജി പാർക്കിലൊന്ന് തുടങ്ങി. അതിൻ്റെ പ്രധാനപ്പെട്ട ഫൗണ്ടറിൽ ഒരാളാണ് നമ്മുടെ ജവഹർ സാറ്. ഇതൊരു സെമി ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. കാരണം അവരുടെ ബോർഡിൽ ഗവൺമെൻറ് സെക്രട്ടറീസ്, തമിഴ്നാട്ടിലെ ഗവൺമെൻറ് സെക്രട്ടറീസും എല്ലാവരും തന്നെ മെമ്പേഴ്സായിട്ടുണ്ട്. അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്ത സ്മോൾ ബിസിനസ്സസ് പ്രൊമോട്ട് ചെയ്യുകയാണ്. ഒരുപാട് സ്മോൾ ഇൻഡസ്ട്രീസ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് 400-ൽ പരം സ്മോൾ ഇൻഡസ്ട്രീസ് തമിഴ്നാട്ടിലും ഇന്ത്യയുടെ പല ഭാഗത്തും പ്രൊമോട്ട് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളൊരു ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ അവർ കഴിഞ്ഞ 30 വർഷമായിട്ട് നിരവധി ഇൻ്റർനാഷണൽ പ്രോജക്ട്സ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ കേരളത്തിൽ ചെയ്യുന്ന കണക്കുള്ള പ്രോജക്ട്സ് അല്ല, ഒരു നാഷണൽ ലെവലിലുള്ള യൂറോപ്യൻ യൂണിയൻ, അതുപോലെ UNDP, വേൾഡ് ബാങ്ക്, അവരുടെയൊക്കെ പ്രോജക്ട്സാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു പ്രോജക്റ്റിൽ പങ്കാളിയായിട്ടുള്ളത്. അവരുടെ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ജെൻഡർ എനേബിളിംഗ് നെറ്റ്വർക്ക് പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ആ പ്രോജക്റ്റ് അവർ 8 സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് 8 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. കേരളത്തിലെ 50 NGOസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നെറ്റ്വർക്ക് പ്രോജക്റ്റാണ്. അതിൻ്റെ ഭാഗമാണ് നമ്മളെല്ലാവരും തന്നെ. ഈ പ്രോജക്റ്റിൽ ഒരുപാട് ഈ വലിയ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ബ്രീഫായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ഇടയിൽ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ് ചെയ്ത് ഇന്നൊവേറ്റീവായിട്ടുള്ള എൻ്റർപ്രൈസസ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൽ ഇന്ത്യയിലുള്ള 400 സന്നദ്ധ സംഘടനകളെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ 400 സംഘടനകളെയും ഓരോ സംസ്ഥാനത്തിലെ ഓരോ ഓർഗനൈസേഷനാണ് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നത്. ഭാഗ്യവശാൽ എനിക്ക് അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ടൊരു അവസരം ഉണ്ടായി. അപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു കേരളത്തിലെ NGOസിൻ്റെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെയാണ് ഞാൻ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തതും. കാരണം എനിക്ക് ഒരുപാട് നാളായി കേരളത്തിലെ NGOസിൻ്റെ ഒരു നെറ്റ്വർക്ക്, ഒരു മീറ്റിങ്ങും ഒക്കെ കൂടിയിട്ട് പലരെയും പല മീറ്റിങ്ങിലായിട്ട് കാണാറുണ്ടെങ്കിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂടിയിട്ടുള്ളത്. ചുരുക്കത്തിൽ ബ്രീഫായിട്ട് ഇത് ഉദ്ദേശിക്കുന്ന ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വുമൺ ഓണ്ടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല, അവരെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. സോറി ഫോർ ബ്രീഫിംഗ് ദം. സോ വി ഹാവ് വിത്ത് us ശ്രീ RMP Jawahar. His name is Jawahar briefly. Initially is RMP. I still don't know the expansion of it. Today he is available with us for another 1 hour. He will interact with us so we can clarify about, he will enlighten us about this project and its potential. Jawahar has actually, he is the executive director of this Trek Step. So he is one of the leading figures in India in promoting small industries. I have an opportunity to visit Chennai and I have seen the small industries which has promoted its demonstration unit in Chennai. And I do believe that he has more than 30 years of experience in the development field, specifically on promoting small industries. So far I understood he has promoted 400 small enterprises in Tamil Nadu and other parts of India. Some of them have gone big, some of them are working outside India and giving employment to more than 1,000 people. That's what I heard. And he was telling if somebody has some good ideas, then he can enrich that idea into a business. He was also telling that there are colleges for medical students, there are colleges for agriculture students, but he is running a school for small entrepreneurs or rural innovators, the innovators in the rural areas who can bring or develop their ideas into small business. He is a man who is running such an school for rural innovators. And of course his CV is very high, but briefly he is serving as a member in many advisory committees of the Government of India, especially with the Science and Technology Department. And he, as well as his institution, has got a large number of awards. Some of them are Smart Incubator Award, I do believe. Then National Entrepreneurs Award in 2016.
Best Science and Technology Park Award in 2001, Best Innovation Award in 2002. So he has lots of experience and he is a very friendly man. He is very helpful always. So we are actually lucky to have him here today. He has to go all these 8 states to interact with the CSOs. So I am quite happy and I am welcoming you, sir, to this function. നമ്മളോടൊപ്പം ട്രെക്ക് സ്റ്റെപ്പിൻ്റെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജർ ബിന്ദു ബാലകൃഷ്ണനുണ്ട്. ഞാൻ മലയാളത്തിൽ പറയുന്നത് അവർ ചേർത്തലക്കാരിയാണ്. അവർ തമിഴ്നാട്ടിലാണ് മദ്രാസിലാണ് ജനിച്ചതും വളർന്നതും പഠിച്ചതുമൊക്കെ, എന്നാലും മലയാളമൊക്കെ അറിയാം, കുഴപ്പമൊന്നുമില്ല. ബിന്ദുവും കഴിഞ്ഞ 22 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്. അവരുടെ പല പ്രോജക്ട്സിലും പ്രത്യേകിച്ച് വുമൺ റിലേറ്റഡ് ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സൊക്കെ അവരാണ് ഡീൽ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഞാൻ മനസ്സിലാക്കിയത് യൂറോപ്യൻ യൂണിയൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും 2 മേജർ പ്രോജക്ട്സ് അവർ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രോജക്റ്റിൻ്റെ നമ്മുടെ ഈ ജെൻഡർ എനേബിളിംഗ് നെറ്റ്വർക്ക് വുമൺ ഓണ്ടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഈ പ്രോജക്റ്റിൻ്റെയും CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടാണ് ബിന്ദു വർക്ക് ചെയ്യുന്നത്. ഞങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ഗൈഡൻസൊക്കെ തരുന്നതും ബിന്ദുവാണ്. ഐ ടേക്ക് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വെൽക്കം യു ഓൾസോ ബിന്ദു. യു ആർ പാർട്ട് ഓഫ് എസ്. നിങ്ങൾക്ക് എല്ലാവർക്കും സജു രവീന്ദ്രനെ അറിയാമല്ലോ അല്ലേ? സജു രവീന്ദ്രൻ എൻ്റെ സ്റ്റാഫല്ല, ട്രെക്ക് സ്റ്റെപ്പിൻ്റെ സ്റ്റാഫാണ്. ഹീ ഈസ് ഓൾസോ വർക്കിംഗ് ഇൻ മിത്രനികേതൻ ഹിയർ. ഇത് മിത്രനികേതൻ്റെ സിറ്റി ഓഫീസാണ്. ഈ ഓഫീസിലെ ഇതിൻ്റെ ചാർജും സജുവിനാണ്. അതുപോലെ ട്രെക്ക് സ്റ്റെപ്പിൻ്റെ ചാർജും സജുവിനാണ്. ഇവിടുത്തെ NGOസിൻ്റെ കോർഡിനേഷനും കാര്യങ്ങളുമൊക്കെ. ഇന്നലെയൊക്കെ രാത്രി ഫുൾ ടൈം ഇവിടെ നിന്ന് വർക്ക് ചെയ്യായിരുന്നു. പലരും വെളുപ്പാങ്കാലത്തൊക്കെ ട്രെയിനിലേക്ക് വന്നപ്പം സജു എല്ലാവരെയും സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ ആക്റ്റീവ് വർക്കറാണ്. ബേസിക്കലി ഒരു അഡ്വക്കേറ്റാണ് കേട്ടോ, എന്നാലും സോഷ്യൽ വർക്കിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അത് പ്രത്യേകിച്ച് IT മേഖലയിൽ ഹി ഹാസ് ട്രെയിൻഡ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് പ്രൊമോട്ടഡ് എംപ്ലോയ്മെൻ്റ് ആൻഡ് ഓൾ. സോ സജുവിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇനി എൻ്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട NGOയിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തുക്കളാണ്. എന്നെപ്പോലെയാണ് നിങ്ങളെല്ലാവരും. നമ്മളെല്ലാവരും ഒരേപോലെ സന്നദ്ധ സംഘടനയിൽ വർക്ക് ചെയ്യുന്നതാണ്. ഈ സന്നദ്ധ സംഘടനയുടെ നെറ്റ്വർക്കിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ വളരെ മുമ്പ് ഈ കപ്പാട് എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ. അവർ കൊച്ചു കൊച്ചു പ്രോജക്ട്സൊക്കെ ധാരാളമായിട്ട് ഫണ്ട് ചെയ്യുമായിരുന്നു. അന്ന് കാലത്ത് മിത്രനികേതൻ്റെ ഡയറക്ടർ ഫൗണ്ടറായിരുന്നു അതിൻ്റെ സൗത്ത് സോണിൻ്റെ ചെയർമാൻ. ആ സമയത്തൊക്കെ ഒരുപാട് നെറ്റ്വർക്ക് മീറ്റിങ്ങൊക്കെ നമ്മൾ കൂടുമായിരുന്നു. അന്നുള്ള കുറച്ച് NGOs ഉണ്ട്. ഇപ്പം കുറേ പുതിയ ഓർഗനൈസേഷൻ്റെ ആൾക്കാരുണ്ട്. എന്നാലും പല പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് നെറ്റ്വർക്ക് കേരളത്തിലുണ്ട്. കാവൽ എന്ന് പറഞ്ഞൊരു സംഘടന വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ആ പേര് വളരെ ഫെമിലിയർ ആണെങ്കിലും കാവലിലെ ആക്ടിവിറ്റീസ് എന്നൊക്കെ വളരെ കുറവാണ്. എന്നിരുന്നാലും നമ്മൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഈ തിരുവനന്തപുരത്ത് പ്രത്യേകിച്ച് മിത്രനികേതനിൽ ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് മീറ്റിംഗ് കൂടുന്നത്. നിങ്ങളെല്ലാവരും വന്നതിൽ സന്തോഷമുണ്ട്. ഒരു പക്ഷേ ഈ പ്രോജക്റ്റ് കഴിഞ്ഞാലും നമ്മൾ ഈ നെറ്റ്വർക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകണം. നമുക്കെല്ലാവർക്കും അറിയാം NGOs ഇന്ന് ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഫണ്ടിങ് റിലേറ്റ് ചെയ്ത പ്രോഗ്രാം, മറ്റ് ഇൻപുട്സ് സപ്പോർട്ട് കിട്ടുന്നതിലും ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. നമ്മളുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യം നമുക്ക് തന്നെ അറിയാം. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ വളരെ മോശമാണ് സ്റ്റേറ്റിൽ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തലത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ തലത്തിലാണെങ്കിൽ വളരെ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള പ്രോജക്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ സപ്പോർട്ട് കിട്ടത്തുള്ളൂ. അതിന് നമ്മുടെ കോമ്പീറ്റൻസിയും കപ്പാസിറ്റിയും ഒരുപാട് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഇവിടെ വന്നതിൽ സന്തോഷം. വളരെ സ്നേഹപൂർവ്വം ഇവിടെ വന്നിട്ടുള്ള ഓരോ പാർട്ടിസിപ്പൻറ്റിനെയും ഞാൻ ട്രെക്ക് സ്റ്റെപ്പിലോട്ടും മിത്രനികേതനിലോട്ടും സ്വാഗതം ചെയ്യുന്നു. ഈ 2 ദിവസവും നിങ്ങൾക്കുള്ളതാണ്, എനിക്കുള്ളതാണ്, നമുക്കെല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾക്കുള്ള സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ തമ്മിൽ പരിചയപ്പെടുന്നതിനും കൂടുതൽ ഇൻറ്ററാക്ട് ചെയ്യുന്നതിനും കൊളാബറേറ്റ് ചെയ്യുന്നതിനുള്ള അവസരമായിട്ട് ഉപയോഗിക്കണം. പല മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്. ഇതിൻ്റെ അകത്ത് എൻജിനീയേഴ്സ് ഉണ്ട്, സോളാർ എനർജി ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, റൂറൽ ഡെവലപ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്, അഗ്രികൾച്ചർ ആനിമൽ ഹസ്ബൻഡറി ഏരിയയിൽ വർക്ക് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ നമ്മളിവിടെ ഈ പ്രോഗ്രാം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ ഈ വുമൺ എൻ്റർപ്രൈസസ് ഡെവലപ്പ് ചെയ്യുന്ന റിലേറ്റ് ചെയ്ത പ്രോഗ്രാംസാണ് അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഷെഡ്യൂൾ കിട്ടിയിട്ടുണ്ടാവും. നമ്മൾ ഉദാഹരണം ഞാൻ വിളിച്ചിട്ടുള്ള ഒരാൾ കുടുംബശ്രീയുടെ NRO അല്ലേ, നാഷണൽ റിസോഴ്സ് ഏജൻസി,
അതായത് കുടുംബശ്രീയുടെ പ്രോഗ്രാംസ് എല്ലാം ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിന് ഒരു പ്രത്യേക ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് ഇവിടെ ഒരു സെഷൻ വുമൺ ഓണ്ടർപ്രണർഷിപ്പിനെ കുറിച്ചുള്ള സെഷൻ എടുക്കാനായിട്ട് വരുന്നത്. കാരണം നമ്മൾക്ക് കുടുംബശ്രീ അറിയാമെങ്കിലും നമുക്ക് അതിനെക്കുറിച്ച് അത്ര ഡീപ്പായിട്ട് അറിയില്ല. അവരൊരുപാട് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് കേരളത്തിനകത്തും അതുപോലെ കേരളത്തിൻ്റെ പുറത്തും. അത് ഇവിടെ വെച്ചിട്ടാണ് പല പ്രോഗ്രാംസും ചെയ്യുന്നത്. നാഷണൽ ലെവലിലുള്ള വുമൺ ഓണ്ടർപ്രണേഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ട്രെയിനിങ് പ്രോഗ്രാംസ്. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് അദ്ദേഹം ഈ നാഷണൽ ലെവൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഏജൻസി, ഗവൺമെൻറ് ഏജൻസി കേരളത്തിലുള്ളപ്പോൾ നമ്മൾ അവരെ യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ അതുപോലെ ഫണ്ട് റേസിങ്ങിനെ കുറിച്ചുള്ള ഒരു സെഷൻ വെച്ചിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഒരാൾ ഡോക്ടർ ജോൺ തന്നെയാണ് ആ സെഷൻ എടുക്കുന്നത്. അതുപോലെ ഫിനാൻസ് മാനേജ്മെൻറ്റ്, അത് NGOസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടാണ്. ഞാനും ഫിനാൻസ് മാനേജ്മെൻറ്റ് വർക്ക്ഷോപ്സൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഫിനാൻസ് മാനേജ്മെൻറ്റിനും വെച്ചിട്ടുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ വേറൊരു പ്രധാനപ്പെട്ട ഏരിയ ഇതിൻ്റെ അത് കവർ ചെയ്തിട്ടില്ല, പ്രോജക്റ്റ് ഫോർമുലേഷൻ. അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട്, പക്ഷേ പുതിയ സാങ്കേതികവിദ്യ ഉപയോഗിച്ചിട്ടുള്ള പ്രോജക്ട്സ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള വർക്ക്ഷോപ്പ് നമുക്ക് സംഘടിപ്പിക്കണം. അത് പ്രത്യേകം ഒരു പ്രോഗ്രാമായിട്ട് തന്നെ ഒരു 2 day പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടതാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. നമുക്കതുപോലെ തന്നെ ഈ നമ്മളുടെ സെഷനും യൂട്യൂബിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മറ്റു സംസ്ഥാനങ്ങളിൽ നടന്ന വർക്ക്ഷോപ്സിൻ്റെ സെഷൻസിൻ്റെ ലിങ്ക് നമ്മൾക്ക് അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ വാട്സപ്പിലും തന്നെ ഉണ്ട്. അത് നമുക്ക് കൂടുതൽ കാണുകയും സെഷൻസ് പഠിക്കുന്നതിനും കൂടുതൽ നമ്മുടെ സ്കിൽസ് അപ്ഗ്രേഡ് ചെയ്യുന്നതിനുള്ള അവസരമായിരിക്കും. അത് യൂട്ടിലൈസ് ചെയ്യണമെന്നും ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നു. So now I invite our Sri Javahar sir to, you are going to start first, okay, but I thought he should inaugurate first, but it's okay. So Bindu, you can enlighten all of us about this particular project. Thank you very much. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും ഉത്സാഹത്തോടെയുള്ള പാർട്ടിസിപ്പേഷന് ട്രെക്സ്റ്റെപ്പിൻ്റെയും യൂറോപ്യൻ യൂണിയൻ ജീനി പ്രോജക്റ്റിൻ്റെയും നന്ദി ഇവിടെ രേഖപ്പെടുത്തുന്നു. സർ ട്രെക്സ്റ്റെപ്പിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ വന്ന് പറഞ്ഞായിരുന്നു. അതിനെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്, ട്രെക്സ്റ്റെപ്പ് എന്ന് പറയുന്ന ഈ ആശയം, ഈ ഓർഗനൈസേഷൻ പുതിയ സയൻസ് ആൻഡ് ടെക്നോളജി ബേസ്ഡ് യുവാക്കളുടെ പുതിയ ഒരു ഐഡിയ മാത്രമുള്ള ഒരു യുവാവ് ട്രെക്സ്റ്റെപ്പിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ഫണ്ടിങ്ങിലിരുന്ന് ടെക്നോളജി ഇവാലുവേഷൻ, അതിനെ കുറച്ചുകൂടെ വളർത്താനുള്ള സഹായം, മാനേജ്മെൻറ്റ് ഇൻപുട്ട്, ആ ഐഡിയയിലിരുന്ന് ഒരു കമ്പനിയായി അതിനെ രൂപീകരിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ട്രെക്സ്റ്റെപ്പ് കൊടുത്ത് അവരെ ഞങ്ങൾ ഒരു 3 വർഷം ഞങ്ങളുടെ ആ കമ്പനിയുടെ കൂടെ ഞങ്ങൾ ട്രാവൽ ചെയ്യും. അപ്പം ഒരു ആശയം അല്ലെങ്കിൽ ഒരു ഐഡിയ കൊണ്ട് മാത്രം വന്ന ഒരു യുവാവ് ട്രെക്സ്റ്റെപ്പിൽ നിന്ന് പുറത്തു പോകുമ്പം ഒരു 3 കോടി രൂപ 4 കോടി രൂപ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയായിട്ട്, ഒരു വലിയ കമ്പനിയായിട്ട് ഞങ്ങളുടെ അടുക്കൽ നിന്ന് ഗ്രാജുവേറ്റായി പോകും. അങ്ങനെ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് കഴിഞ്ഞ 33 വർഷമായിട്ട് ട്രെക്സ്റ്റെപ്പിൽ ട്രിച്ചിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ലാതെ സ്കിൽ ട്രെയിനിങ്ങിൽ നിറയെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസിൻ്റെയും UNDP, യൂറോപ്യൻ യൂണിയൻ, അവരുടെയൊക്കെ സഹായം കൊണ്ട് സ്കൂൾ ഡ്രോപ്പ് ഔട്ട്സിന് ടെക്നോളജി ബേസ്ഡ് ട്രെയിനിങ്, അത് അവർക്ക് എംപ്ലോയ്മെൻറ്റ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇൻഡസ്ട്രിയുടെ പാർട്ടിസിപ്പേഷൻ കൊണ്ട്, ഇപ്പം നമ്മൾ ഇലക്ട്രോണിക്സോ ഹോം അപ്ലയൻസിലോ സ്കിൽ ട്രെയിനിങ് നൽകുകയാണെങ്കിൽ വേൾപൂൾ, സാംസങ്, LG ഇതുപോലെ കമ്പനികളുടെ പാർട്ടിസിപ്പേഷനോടെ, എന്ന് വെച്ചാൽ അവർക്ക് ഇന്നുള്ള ട്രെൻഡി ആയിട്ടുള്ള സ്കില്ല് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നിറയെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതിലൊരു 30,000 സ്റ്റുഡൻസിനെ ഞങ്ങൾ ട്രെയിൻ ചെയ്ത് പ്ലേസ് ചെയ്ത് വെഞ്ചേഴ്സായിട്ടും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റിൽ അതിൽ മാനുഫാക്ചറിങ് ബേസ്ഡ് ഇൻഡസ്ട്രിക്ക് യുണിഡോയുടെ സപ്പോർട്ടിൻ്റെ കൂടെ നമ്മളൊരു 2500 MSME ഓർഗനൈസേഷൻസിൻ്റെ കൂടെ
വർക്ക് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ആക്ടിവിറ്റീസ്. അതല്ലാതെ ഞങ്ങളുടെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെ കൂടെ തുടർന്ന് പ്രോജക്റ്റുകൾ രൂപീകരിച്ച് മിത്രാനികേതൻ പോലെ നിറയെ ഓർഗനൈസേഷൻസിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലൊരു പ്രോജക്റ്റാണ് നമ്മളിപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ജീനി എന്ന പ്രോജക്റ്റ്. ഇപ്പോൾ ഈ ജീനി എന്ന പ്രോജക്റ്റ് ജെൻഡർ എനേബിളിംഗ് നെറ്റ്വർക്ക് ഓഫ് ഇന്നൊവേഷൻ ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് ഫോർ ക്ലൈമറ്റ് വെഞ്ചേഴ്സ് എന്ന പ്രോജക്റ്റിൻ്റെ അതെന്താണ്, കഴിഞ്ഞ 1.5 വർഷങ്ങളായിട്ട് നമ്മൾ എന്തൊക്കെയായിരുന്നു അതിൻ്റെ ആക്ടിവിറ്റീസ് എന്ന് നമ്മളിവിടെ പറയേണ്ടതുണ്ട്. ജീനി പ്രോജക്റ്റിൻ്റെ ആശയം എന്നത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ്, നിങ്ങളെ പോലെയുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് ഗ്രാസ് റൂട്ട് ലെവലിൽ വേരിയസ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നവരാണ്. നിങ്ങൾക്ക് ആ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഇഷ്യൂസും പ്രോബ്ലംസും ഒക്കെ ഡെയിലി നിങ്ങൾ അഡ്രസ്സ് ചെയ്യുന്ന ഓർഗനൈസേഷൻസാണ്. അപ്പം നിങ്ങൾക്ക് നിറയെ വെൽത്ത് ഓഫ് നോളജ് ഉണ്ട്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആ വെൽത്ത് ഓഫ് നോളജ് ഉള്ള ഓർഗനൈസേഷൻസിന് പ്രൊഫഷണലായിട്ടുള്ള മാനേജ്മെൻറ്റ് ട്രെയിനിങ് കൊടുത്ത്, ICT കണക്റ്റ് കൊടുത്ത്, സാങ്കേതിക കണക്റ്റുകളും കൊടുത്ത്, സ്ത്രീകളുടെ ഓൺട്രപ്രണർഷിപ്പ് ഇനിഷ്യേറ്റീവ്സ്, അതിലും ക്ലൈമറ്റ് ചേഞ്ച് ഏരിയാസിൽ ഈക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതിലും എൻവയൺമെൻറ്റ് ഫ്രണ്ട്ലി പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്യുന്നതിലും ശക്തിപ്പെടുത്തുന്ന ഒരു പ്രോജക്റ്റാണിത്. ഞങ്ങളുടെ പ്രൈം ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നിറയെ സ്ത്രീകളുടെ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ പ്രോജക്റ്റ് ഇൻ 2024 ഒരു 1000 വിമൻ സോഷ്യൽ വെഞ്ചേഴ്സ്, അതും ക്ലൈമറ്റ് ചേഞ്ച് ഏരിയാസിൽ, എൻവയൺമെൻറ്റ് ഏരിയാസിൽ, ഈക്കോ ഫ്രണ്ട്ലി പ്രോഡക്ട്സിൽ വർക്ക് ചെയ്യുന്ന വിമനെ നമ്മൾ നിങ്ങളെപ്പോലുള്ള NGOകൾ മൂലം പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഈ പ്രോജക്റ്റ്. ഇപ്പോൾ കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഇപ്പം നമുക്ക് 430 NGOകളുടെ കൂടെ നമ്മൾ MOU സൈൻ ചെയ്തിട്ടുണ്ട്. അവർ നമ്മുടെ മെമ്പറാണിപ്പം. ഇതല്ലാതെ 670ഓളം CSO സ്റ്റാഫ്സിന് വേരിയസ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് അത് ഡയറക്റ്റായിട്ടും ഓൺലൈനിലായിട്ടും നമ്മൾ ഇതുവരെ നൽകിയിട്ടുണ്ട്. ഒരു ICT പ്ലാറ്റ്ഫോം ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നു. നമ്മളിപ്പം ലൈവായിട്ട് കവർ ചെയ്യുന്ന ഈ പ്രോഗ്രാമിൻ്റെ 8 സംസ്ഥാനങ്ങളിൽ നമ്മൾ രാജസ്ഥാൻ, കേരള, കർണാടക, ഗുജറാത്ത്, UP, വെസ്റ്റ് ബംഗാൾ, ഇവിടെ എല്ലായിടത്തും മിത്രാനികേതൻ പോലെ ഒவ்வொരു കോർഡിനേറ്റിംഗ് ഏജൻസി ഉണ്ട്. അവരിതുപോലെ സ്ഥിരമായിട്ട് ട്രെയിനിങ് പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. അതിൻ്റെ ഒക്കെ വീഡിയോകൾ ഈ ട്രെയിനിങ് പ്രോഗ്രാം എല്ലാം മാനേജ്മെൻറ്റിലായിരിക്കും, വിമൻ ഓൺട്രപ്രണർഷിപ്പിൻ്റെ വേരിയസ് ആസ്പെക്ട്സിലായിരിക്കും. സ്റ്റാർട്ടിങ് ഫ്രം ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഇതുപോലെ ആസ്പെക്ട്സിലായിരിക്കും. അതെല്ലാം നമ്മൾ ജീനി എന്ന് പറഞ്ഞ ഒരു നോളജ് ഷെയർ പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരികയാണ്. ഇതിപ്പം നമ്മൾ എല്ലാ ലൈവും അതിലേക്ക് പോകും. ഈ നിങ്ങൾക്ക് തരുന്ന എല്ലാ റീഡിംഗ് മെറ്റീരിയൽസും വേരിയസ് ലാംഗ്വേജസിലും ഇംഗ്ലീഷിലും അതവിടെ ഉണ്ടാകും. അത് നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റാഫിനും യൂസ് ചെയ്യുന്ന പോലെ ഒരു റെഡി റെക്കനർ പോലെ, ഒരു റീഡിംഗ് പോലെ അത് ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും. ഇതല്ലാതെ നമ്മൾ ഈ പ്രോജക്റ്റ് തുടങ്ങിയപ്പം 3 സ്റ്റഡീസ് ചെയ്തായിരുന്നു. ചാലഞ്ചസ് ഓഫ് CSOs, കപ്പാസിറ്റി നീഡ്സ് എന്തെന്നാണ്, ഹാൻഡ് ബുക്ക് ഓൺ വിമൻ റൈറ്റ്സ് ഒന്ന് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഈ മാസം നമ്മൾ ലോഞ്ച് ചെയ്യും. ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതല്ലാതെ ഈ പ്രോജക്റ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ നമ്മൾ ഇപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ടെക്നോളജി ആങ്കർ വെഞ്ചേഴ്സ് മൂലം എന്ന് വെച്ചാൽ സാങ്കേതിക ആങ്കർ എന്ന് വെച്ചാൽ ആങ്കർ നങ്കൂലം പോലത്തെ ഒരു ആങ്കർ വെഞ്ചേഴ്സിൻ്റെ മൂലം നിറയെ സ്ത്രീകളുടെ വെഞ്ചേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരു ഉദാഹരണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രാമേശ്വരം, തൂത്തുക്കുടിയിൽ ഒരു NGOയുടെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ 164 വില്ലേജസിൽ, കോസ്റ്റൽ ഏരിയാസിലുള്ള വില്ലേജസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ അവർ വർക്ക് ചെയ്യുന്ന ഫാമേഴ്സ്, സ്മോൾ ഫാമേഴ്സിൻ്റെ പ്രോബ്ലം എന്ന് വെച്ചാൽ റെഡ് ചില്ലീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വിമൻ ഫാമേഴ്സാണ്. അവരുടെ ലാൻഡ് ഹോൾഡിങ് എന്ന് പറയുന്നത് ഒരു ഏക്കറിലിരുന്ന് 1.5 ഏക്കർ അത്രയേ കാണുള്ളൂ. അപ്പോൾ അവരുടെ പ്രൊഡ്യൂസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഒരു വലിയ കോൾഡ് സ്റ്റോറേജസിൽ കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്ത് വയ്ക്കാനുള്ള ആക്സസ് ഇല്ല.
അതുകൊണ്ട് അവർ അത് പറിച്ച് ഉണക്കുമ്പോൾ തന്നെ അത് ഒരു വിക്കിയാണ്. അപ്പോൾ അതിൻ്റെ വില അവർ ഒരു 1/3 വില തന്നെ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അതിന് ഞങ്ങൾ ഇതുവരെ ആ 400 വെഞ്ചർ ഞങ്ങൾ ഇതിനു മുമ്പ് പ്രൊമോട്ട് ചെയ്തതിലൊരു വെഞ്ചർ സോളാർ ബേസ്ഡ് കോൾഡ് സ്റ്റോറേജസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ കോൾഡ് സ്റ്റോറേജസ് ആണ് ചെയ്യുന്നത്. അത് ഈ വിമൻ ബേസ്ഡ് സ്മോൾ ഫാമേഴ്സിന് എത്ര ദൂരം സ്റ്റോറേജിന് ആവശ്യമുണ്ട്, അത് ഒരു കോസ്റ്റ് എഫക്റ്റീവായിട്ട് എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്ന് അത് പ്രൊമോട്ട് ചെയ്യുക മാത്രമല്ല, അതിനെ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് റൺ ചെയ്യാനോ ഈ വിമന് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അവർ തന്നെ അത് റൺ ചെയ്ത് അവർ തന്നെ അതിൻ്റെ ചെറിയ വാടക ചെയ്ത് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ ആ റെഡ് ചില്ലിയുടെ കളറും അതിൻ്റെ ക്വാളിറ്റിയും നഷ്ടപ്പെടുന്നില്ല. ഇത് ഞാൻ റെഡ് ചില്ലിക്ക് മാത്രമല്ല, മില്ലറ്റ് ബേസ്ഡ് ഫുഡ്, ധനിയ, ഇതുപോലെ എല്ലാ പ്രോഡക്ട്സും സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ അവരുടെ ആ ബാർഗെയിനബിലിറ്റി, മാർക്കറ്റബിലിറ്റി കൂടുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ മസാല പ്രോഡക്ട്സിന് ആ കളർ മങ്ങാത്ത ചില്ലി അവർക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഈ വിമൻ തന്നെ ഗ്രൂപ്പ് ചെയ്യുന്നത് പ്രൊമോട്ട് ചെയ്ത് അത് വലുതാക്കി കൊണ്ടുപോകാനുള്ള പറ്റുന്നുണ്ട്. ഇത് ഞാനൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. അതല്ലാതെ ഡീസൽ ബോട്ടുകളെ ബാറ്ററി ഓപ്പറേറ്റഡ് ബോട്ടുകളായിട്ട് മാറ്റി അതൊരു പ്രോജക്റ്റാണ്. അതല്ലാതെ ഈ പന കൊണ്ടുള്ള നമ്മുടെ ഇപ്പം നമ്മൾ ചെയ്യുന്നത് കട്ടിയായിട്ടുള്ള പന ഇതല്ല, ശർക്കരയല്ലേ കിട്ടുന്ന, അതിനെ പൗഡേർഡായിട്ട് ക്രിസ്റ്റലായിട്ട് മാറ്റി അതിനെ അന്താരാഷ്ട്ര മാർക്കറ്റുകൾക്ക്, യൂറോപ്യൻ മാർക്കറ്റിന് എക്സ്പോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി. ഇതൊക്കെ ഓരോ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞതാണ്. ഇതല്ലാതെ വിമൻ ആങ്കർ വെഞ്ചേഴ്സ് എന്ന് വെച്ചാൽ വലിയ വിമൻ ഇതുപോലെ നങ്കൂരം ആങ്കോർ വെഞ്ചേഴ്സിനെ കൊണ്ട് നിറയെ വിമനെ വന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഒരു വിമൻ മറ്റ് ഒരു 50 വിമൻ 100 വിമനോട് ഞാനിതൊക്കെ ചെയ്തു, ഞാൻ ഇങ്ങനെ വളർന്നു എന്ന് പറയുമ്പം അതൊരു കോൺഫിഡൻസ് ആണ്. എസ്പെഷ്യലി ദ വിമൻ ഫ്രം ദ റൂറൽ കമ്മ്യൂണിറ്റി, വെൻ ദേ ഹിയർ അബൌട്ട് ദ സക്സസ് ഓഫ് ദോസ് വിമൻ ഹു ഹവ് ഡൺ റിയലി ബിഗ്. അതും ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണ്. അതിലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് മൗഷ്മി തകൃത എന്ന് പറയുന്ന ഒരു ലേഡി ബ്യൂട്ടി പ്രോഡക്ട്സിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഓർഗാനിക് ബേസ്ഡ് ആയുർവേദിക് ബ്യൂട്ടി പ്രോഡക്ട്സ് അവർ നല്ല സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ദ പ്രോബ്ലം ഇസ്, നമ്മൾ ഓർഗാനിക് ആയുർവേദിക് എന്ന് പറയുമ്പോൾ അതിന് കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് മാർക്കറ്റിലേക്ക് പോകണമെങ്കിൽ നമ്മളതിനെ അഫോർഡബിലിറ്റി പ്രൈസിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അതിനെ പാക്കേജിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽസിൽ നല്ല പാക്കേജിങ്ങിൽ ചെറിയ ചെറിയ സാഷേസുകളായിട്ട് അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇത് വലുതായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ട് കൊടുത്ത് ഈ വിമന് ഹേർബ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും ഓർഗാനിക്കായിട്ട് ഹേർബ്സ് അവർക്ക് സപ്ലൈ ചെയ്യാനും ഗ്രൂപ്പ് ഓഫ് വിമനെ നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ അത് മാർക്കറ്റ് ചെയ്യാനും ഓൾ കൈൻഡ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിങ്സിലും നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ തൗസൻഡ്സ് വിമൻ, ഈ ഒരു വിമനെ കൊണ്ട് അവർക്ക് റെഗുലറായിട്ട് നമ്മുടെ വിമന് വന്ന് റെഗുലർ ട്രെയിനിങ് വേണം. ഒരു ആണിനെ നമ്മൾ അവർക്ക് ഒരു എന്താ പറയുക, ഒരു തടയുമില്ല, ഒരു എന്താ പറയുക, ദർ ഇസ് നോ ചാലഞ്ചസ് ഫോർ മെൻ ഫോർ സ്റ്റാർട്ടിങ് എ വെഞ്ചർ. But for a woman, for every stage, she feels that if I'm doing it right, am I doing it right? നിറയെ ചോദ്യങ്ങൾ വരും. അത് ഇൻ ഓൾ വേസ്, ലൈക്ക് ടെക്നോളജി, ബിസിനസ് ആയാലും ഓർ സോഷ്യൽ ആയാലും. ഒരു വിമൻ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുമ്പം, തുടർന്ന് ചെയ്യുമ്പം അവിടെ ഒരു മെൻറ്റർ, ഒരു സോഷ്യൽ മെൻറ്റർ നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്ന് പറയാനും കൂടെ നിൽക്കാനും ഇതുപോലെ ഒരു വേരിയസ് കൈൻഡ്സ് ഓഫ് മെൻറ്റർ നെറ്റ്വർക്കും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് ടെക്നോളജി മെൻറ്റേഴ്സ്, ബിസിനസ് മെൻറ്റേഴ്സ് ആൻഡ് ഓൾസോ സോഷ്യൽ മെൻറ്റേഴ്സ്. ഇതൊരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞതാണ്. ഇതല്ലാതെ നമ്മുടെ ഇപ്പോൾ ഇതിലായിരിക്കും, കപ്പയിലായിരിക്കാം, മില്ലറ്റ്സിലായിരിക്കാം പാസ്താസ് ചെയ്യാൻ പറ്റും. Those pastas, noodles, ready to eat materials, these have a larger market in many of the international markets, so that they get really good price for whatever the ventures. Ipo nammal promote cheyna ella womenum, it is really sad to know that everyone is talking about pickles, and what is the earning she can get from this pickles, and we are also not very sure to promote these women in a bigger way. So we have to really make this women work in a sector where they have considerable income.
സോ അതാണ് ഈ പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ അനദർ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഇസ് ട്രെക്ക് സ്റ്റെപ്പ് കഴിഞ്ഞ 33 വർഷമായിട്ട് ഈ ബിസിനസ് ഇൻക്യുബേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം നിയർലി 80 സയൻസ് പാർക്സ് ആൻഡ് ബിസിനസ് ഇൻക്യുബേറ്റേഴ്സ് യൂറോപ്പിലുള്ള നിറയെ ഇൻക്യുബേറ്റേഴ്സിൻ്റെ കൂടെ നല്ല ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജസിൻ്റെ മൂലം നമ്മുടെ സ്ത്രീകൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രോഡക്ട്സിനെ ഈ മാർക്കറ്റുകളിൽ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, അതിന് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, അതിന് എന്തൊക്കെ നമ്മൾ ചെയ്യണം, എന്തൊക്കെ തയ്യാറെടുപ്പുകൾ നമ്മൾ ചെയ്യണം. അതൊരു NGO, ഒരു വിമനെ സപ്പോർട്ട് ചെയ്യുന്ന NGOയ്ക്കും അതിന് നിറയെ കപ്പാസിറ്റീസ് വേണം, അതുപോലെ ആ വിമനും വേണം. അതിന് എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഈ ഒരു ഇമ്പോർട്ടൻറ്റ്. നമ്മളിപ്പോൾ ഒരു 1000 വിമനെയാണ് ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിലൊരു 50% വിമൻ ആ യൂറോപ്യൻ മാർക്കറ്റ്സിലേക്ക് ആക്സസ് ചെയ്യാൻ പറ്റുമോ? ദോസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് പ്രോജക്റ്റ്. ഞാനിവിടെ നിർത്തുകയാണ്. വിഷിംഗ് യു ഓൾ എ ഗുഡ് ലേണിംഗ് and a very good networking among yourself, partnership building among yourself in the next 2 days. So on behalf of Trek Step, I thank Dr. Raghuram Das and Mitra Niketan, all the staff members of Mitra Niketan for all their works for the past at least 15 days. And my wholehearted thanks to Mr. Saju Ravindran for all his support. Thank you very much. And a big applause to all of you. You are all our members. You will be our members all through this project till 2024, and we will involve you in various activities we do for this project. Welcome you all. Please enjoy for the next 2 days for yourself. Thank you very much. Thank you, sir. Now I invite Jawahar sir to inaugurate this workshop. Not only to inaugurate this workshop, but also further enlighten about this particular project and what we should do after the training program. How do we connect each other? And immediately after that, you can have your questions to clarify the doubts about the project, how we go about. Thank you. Please. Good morning, everyone. My respected friend, Dr. Raghuram Das, my colleague, Shaji Ravindran, Ms. Bindu Balakrishnan, my colleague for last 2.5 decades. I'm very, and dear participants. I'm sorry I cannot talk in Malayalam. Even though I belong to this place, this region, I came yesterday afternoon. I'm leaving today afternoon. I still remember my grandfather is from here. I have a lot of relatives from Trivandrum. I still remember my grandfather passed away in 1982. He is his maternal grandfather. He's like a god to me. Even now, after 40 years, I still remember him every day. And for the last 2 days, I was just remembering him. His name is Badanaban, by the way, the name of this place. So I still remember that he used to take me in hands as a child to the zoo. And that was excitement. Now I have traveled almost all the latitudes. I have lived in many places, seen many places, but still that, as maybe I for 4 or 5 years visiting this Trivandrum Zoo, as maybe I for 4 or 5 years visiting this Trivandrum Zoo is one of the most memorable days. Now I am nearing 55, 57. Still I remember that as a very cherished moment. So Trivandrum is a very, very, it's in my DNA. I have a lot of relatives here. In fact, when my mother wanted to come here, but she's old, she cannot travel. I stopped her from coming because there are so many relatives that we cannot miss anyone. So I am, in fact, this is a very, very nice place. That makes me very happy. In fact, more than for Bindu, I think this is my hometown, right? Another thing I'm very proud of is to meet you all. I'm very proud to meet you all because meeting the civil society organizations. By civil society organizations, we mean generally the NGOs, non-governmental organizations, the service-oriented organization, the not-for-profit organizations who intend to serve people, who are trying to serve people. In Tamil, there used to be a saying, the service to people is a service to God.
I don't know whether, I don't believe much in servicing to God, but I believe servicing to people. And you are the people who serve people. So connecting to you is a very, very special occasion for me. I'm so proud to stand before you because you work with so many people, you serve so many people. It is for me a divine moment. So therefore I think what we are as Trexter engaged in this is empowering you, empowering the divinity itself. So I think if you empower you, then we can do better service to the people. We can change the society to a better society. We can remove the illness in the society. We can remove poverty, discrimination, and so many illnesses which are in the society, and make people live a better life. Therefore, I think what we are doing is a divine job. There is no more divine than working for the people. So with these few words, let me explain the basic objective of the people, of the project. Bindu has explained it. When Bindu was speaking, I felt how difficult it is to explain a project. It is very difficult. She is living day and night in this project. So she is trying to bring all the information to you about the project, which is very difficult, makes the communication very difficult for you. So let me start through this thing. First of all, let us talk about civil society organization. Why are we talking about civil society organizations? From my perspective, I feel that you are working with the people. Therefore, if people have to be enabled, people have to be supported, people have to be scaled up in their livelihoods, in their earning potential, in fighting against this, then you need to be enabled. You are the change champions for the society. You change the society. So therefore, it is very, very important to strengthen people like you. That is my objective. But what European Union proposal call for is a very simple principle. In society today, we have two big organizations. There are a number of organizations, but two big sets of organization. One is the government. The government regulates society. That brings in laws to society. It protects people. So the government, you can find the central government, the state government, the local government, and many government organizations. Dr. Raghu said that I am a semi-government organization. Yes, we are a semi-government organization. Many of us may be semi-government organizations here. So the government is one type of organization which is meant for regulation, protection, and they print money, all that. So without governments, human society cannot exist. We cannot grow. Without government, it will be a total anarchy. Then we have another set of organizations called industries. Industries enable, in Kerala it is very difficult to talk about industry. Industry enables people to exchange value between one another. I produce something which is useful to you. I produce food, I produce computers, I produce aeroplanes, which is useful to you. Therefore, you pay for that with your labor, with your money. So this value exchange is very, very important. So industries is another set of organization. So unless otherwise these two organizations are very efficient, we cannot maintain the society very well. If you want to create jobs, we need to create a lot of industries. If you want more taxes, you need to promote industries, because industry, even when they make loss, even when they do not earn profit, they pay taxes for the government. If an industry today is doing a turnover of 10 crores and it earns a loss of 1 crore, but the government gets 25%, 2.5 crores as taxes. So even if the industry fails, the tax collection is going on. GST is going on. That tax collection is used for running the education institutions, running our hospitals, putting our roads, paying our taxes. Therefore, industry is very, very important. Therefore, we need to promote more industries. So that is the basic thing, the importance of industry. But there is third set of organizations which are called civil society organizations, which are neither government, they do not have the regulatory power, they are neither industry, they do not have the motive of promoting products, promoting profits for themselves. So these organizations are very, very important, because the government cannot reach the last mile, the unreachable, the people who cannot be reached.
the needs of the people which are not addressed. These things the government by itself cannot reach. It needs special organization like you, like us, to reach out the unreachable. Therefore, it is very important. Civil society organizations are very important. Similarly, the industry may not, they are just addressing their customers. They are not addressing the needs of the people. They may address the needs of the people, but they are not addressing the needs of the people as their main objective. Therefore, civil society organizations are very important to bring benefits to the people in all spheres and to build a better society. Therefore, with that objective in mind, European Union has been promoting civil society organizations across the world, in many, especially in many developing countries. So how do we develop civil society organizations? I know what the answer would be. Give us more money, then we will develop ourselves. Sometimes that's not the correct answer maybe. Because as Dr. Raghu said yesterday, which I have been saying always, if tomorrow somebody gives me 10,000 crores of rupees, it will be a damage to me. I do not know how to, I do not have the wherewithal to spend 10,000 crores of money, maybe 100 crores, 200 crores, maybe that I can manage. So if resources have to come into your hands, before giving the resources, before acquiring resources, we need to improve our capacities to use those resources. So unless otherwise you improve the capacities, if we give resources, then it will do more damage than doing good, both for the society and for the person who's owning it. So the resource generation precedes capacity, capacity development precedes resource generation. So we need to improve our capacities and then acquire resources, then we will be able to put the resources to the better use. Therefore, European Union across the world has been looking at civil society organizations with more interest so that we can serve societies much better. That was the first idea. That is one of the noblest causes. I think nobody is looking at civil society organizations so kindly. Today, as you know, because of FCRA and other things, civil society organizations are not looked at very kindly. Nobody cares about civil society organizations. At least here is a project which cares about NGOs, which cares about civil society organizations. I am very proud to be associated with that, and therefore we are coming to you with this project in order to improve the capacities. And another thing, as you know, is regarding the gender. I think I'm missing you because my I'm a little fast. We can make it as a Q&A session also. Another thing is very important is gender enabling network. As you know, women, 50% of the society we have not been using fully traditionally. Today the women are more educated. We have been talking about agriculture only. Agriculture is basically about using land. But now we have electromagnetic waves. We have microbial world. We have chemical world. We have physical forces. So when people get educated, they don't have to depend only on the land. They can depend on electromagnetic spectrum for creating electronic products. And those who have created electronic products have become richer and richer. For example, you know the stories of Asian tigers, Korea, Taiwan, and they have much developed. Biotechnology is another area. Those who have studied biotechnology, they are able to produce so much this thing. Those who have studied chemical engineering there. So you need education has been given to our people in the last 20-25 years. Now with the education, it is now possible to create their own ventures. Whatever they want to do, they can do. So women are the people who have been traditionally not allowed. There are a lot of restrictions for women. You know, I don't have to tell most of the women here that what are the restrictions of women. Women are even restricted from being born in some society. Let us talk about women after being born. You are not allowed to go, you are not allowed to sit, you are not allowed to participate, you are not allowed to educate, you are not, so many restrictions, you know much better. But this is the caste discrimination, other discrimination, every discrimination start after your birth. But in certain communities, women are not even allowed to be born.
That's a kind of discrimination that is against women. So now if we can utilize this 50% of the resources we have, that will bring a transformative change. If we do not utilize the full potential of women, then we will not be able to bring the transformative change that we need to do for the society. We need to do for our future generations. So enabling women becomes very, very important. Today, with the help of ICT, information and communication technologies, with computers, women have access. Women have access to more resources. Women have access to markets. Women have access to knowledge. Women have access to business. Women have access. IT is a tool which is very friendly towards women. Biotechnology is very friendly to women. So today, at least, after generations, now the women have certain kind of power, the knowledge power within their hand. If we can enable women, then we can bring in transformative change. And the third thing is, which is very difficult here, I find it very difficult yesterday also, the power of innovation and entrepreneurship. If we enable one person as an entrepreneur, he creates a lot of jobs for other people. He empowers a lot of people with skills. You don't have to train them in skills. If a person knows that for his industries he needs a lot of skilled people, he will train people. He will make people who are problems for society, unemployed youth, as people who are very productive for society. If you do not provide jobs for people, if you are not utilizing one thing properly, it will be improperly utilized. So in order to create jobs for the society, we need entrepreneurs. I would resist calling them as small entrepreneurs. They are not small entrepreneurs. They are big entrepreneurs who happen to be small now. They will grow as big entrepreneurs. We don't do, I find with Bindu and Dr. Raghu also, they talk about small industries. We are not talking about small industries. We are talking about large industries which happen to be small. Now, that is why all big people are born small. When they are small, you need to take care of them. It may be Swami Vivekananda, it may be anybody. It may be Mahatma Gandhi, it may be Jawaharlal Nehru. All of them were born small. During that time, they were cared much better, and therefore they become great people. Like that, industries are also born small, but they don't stay small. If you properly take care of them, if you educate them, if you nurture them, if you enable them, like people, they'll also become very big. So when they become very big, they are going to pay a lot of taxes, they are going to create a lot of jobs, they are going to bring beautiful products to society. If they bring a lot of green products, they will prevent destruction of the environment. Now we are using a lot of soaps. Bindu was talking about Maushmi. We promote Maushmi because she is a woman. 87% of our water is spoiled today, drinking water. 80% of this 87% of the water is spoiled because our personal healthcare products, the soaps, the makeup items, they're all unfriendly to environment. Maushmi is starting a venture which will promote only healthy and environmentally friendly soaps, makeup, and those kind of items. So if she becomes successful, then the destruction to environment will be prevented. A lot of jobs will be created. So we need to promote green entrepreneurs. We need to promote green products. We need to promote healthy products. So if we do that, it is not only that we provide a lot of employment opportunities, lot of tax returns, we make people rich, we also make our society, our environment greener and richer. So therefore it's an all win. Women win, CSOs win, society wins, government earns, environment earns. That is why we call this as a gender enabling network for innovation entrepreneurship. Entrepreneurship is not, if another fellow is running an industry, promoting the same type of industry is not entrepreneurship. You can only destroy entrepreneurship in the same way. If one person, Bindu talked about pickle. What we do in CSO community is,
If there is a need for 10 tailors, we first train 10 tailors and then train 20 tailors and then train 50 tailors, and eventually we'll spoil every one of them. If you produce one fellow makes pickle, we will train hundreds of people to make pickles, and there are not adequate pickle eaters, so everybody will be spoiled. So we need innovation. What others are not doing, this fellow has to do. Then only there is a demand for his product. So it is about promoting innovation, it is about promoting entrepreneurship, it is about promoting CSOs, and the last thing is it is about promoting climate ventures. I have informed you, climate ventures want the products, the green products which does not spoil the environment. They need to be promoted. Another big dimension of the climate venture is climate does not affect everyone in the same way. We know climate change is affecting. World is, yesterday Dr. Raghu beautifully explained, the greenhouse gases increase the temperature. Therefore, there are a lot of changes. The weather patterns are changing. The sea levels are increasing. There are droughts in certain area. At the same time, there are also flooding in certain areas. Like Kerala has been flooded so many times in the last 2 years. Our hearts were with you, but there are a lot of people who are affected. But one thing is, when these climate changes happen, it does not affect the poor and the rich in the same degree. The poor's livelihood is wiped out. For the rich, there are some inconveniences. For some people whom we can consider definitely as rich, our lives are a little bit affected. We are not allowed to go out. Maybe we have some infections. We'll have to eat little medicine. But for the poor, his house is flooded, his job is gone, he incurred loss, his habitats are lost. To recover from that is very, very difficult. So climate change adversely affects the poor because they do not have adequate protection. Therefore, any venture at the bottom of the pyramid, for the poor people venture, which increases their income level, gives them the capacity to withstand the climate change. Therefore, it can be called as a climate venture. So pro-poor ventures, ventures promoted by poor people, ventures that enable poor people can be considered as climate ventures as far as this project is concerned. So the ventures which promote green products, the ventures which promote poor people to become more resilient towards climate change by increasing their livelihood, both of them are called as climate ventures. That is the idea. So let me not talk much. With last one thing I talked about what is the wish of Truckstep and what is the wish of European Union, and how under this project we need to promote capacities, and when we promote capacities, we will be ready for acquiring more resources, and we will go for more resources, and we will go for more activities. That is the idea of this project. My personal ambition is to develop a national network of CSOs. I know that CSOs are a very challenging community, and to work with them is a difficult, it is not an easy this thing, because they address a variety of problems in the society. They address a lot of issues. Sometimes one of the problem may overlap with another problem also. They may be contradicting. So when you talk to them, it is very difficult to address their problems. And they vociferously talk for the clients. Therefore, working with CSOs is a challenge. But then if you can manage that challenge, you can bring a transformative society. If things go well, if things go as per plan, our ambition is to look at civil society organization network, which will be enabled, which will get more resources, which will get more project on a continuous manner, and enable CSOs to go further. That is the idea with which we have started here. We have come for the capacity development program, in which we are trying to bring in from the society the best resources which are available, the best talents which are available, the important talents which are available to your access. Because we believe that idea is more important. We need to form a lot of ideas. We need to develop our capacities. Then we can look for jointly raising the resources for various plans we have. We have a lot of connects. We will jointly work together. You have a lot of connects.
we will jointly work together and try to develop projects which will go miles further. With these very few words, once again I thank Mitra Niketan for providing us an opportunity to meet you all, for number one. Second, for providing us another opportunity to serve you by developing your capacities. Third, providing us an opportunity maybe to work with you in the future in many future initiatives. So I thank Dr. Raghuraman Das. He took the initiative to come to us. We accessed with him, but he took the pain. We are not very familiar before that. But now he is one of us. He is our good friend here. And I'm sure I'm meeting another 50 friends also here. And together we will disprove the theory that Indians are not people who can work together. Indians are people, at least we are modern Indians. We are not the old Indians. We can come together. We can create excellence. We will do that. Thank you very much. Now the session is open. നമുക്ക് അടുത്തൊരു ഒരു മണിക്കൂറും കൂടെ ഉണ്ടാവുള്ളൂ. ഒരു ഓപ്പൺ ഡിസ്കഷനായിട്ട് കണ്ടിന്യൂ ചെയ്യുക അടുത്ത 15 മിനിറ്റ്സ്. നമ്മളുടെ പ്രോജക്ട്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഡോക്യുമെൻ്റായിട്ടും സോഫ്റ്റ് കോപ്പീസായിട്ടും ഇപ്പം നേരിട്ടും എക്സ്പ്ലെയിൻ ചെയ്തു. ഇതിൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, നമുക്ക് ഏതൊക്കെ തരത്തിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ നമുക്കിപ്പം ചെയ്യാം. സോ it's open, you can ask any questions, clarifications and all. മലയാളത്തിൽ ചോദിക്കാം. Good morning, sir. My name is Unni from Women's Welfare Association, one of the NGO in Wayanad district. So I think before 3 months ago, so you have collected some data for creating website for us. So what is the current situation or current Actually, we have run, I think, 4 training programs, but we didn't have much takers. If you are interested, we are really want to take it further. നമ്മൾ അത് 4 ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ പാർട്ടിസിപ്പൻസ് ഇല്ലായിരുന്നു. ഈവൻ ദോ വി കോൾഡ് ഫോർ പാർട്ടിസിപ്പൻസ് ആൻഡ് ഫോർ ഡേറ്റ, അതായത് ഈ വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങളുടെ അടുക്കൽ നിന്ന് ഡേറ്റ വന്നാലേ അത് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ ലിസ്റ്റ് അയച്ചു, അതിൻ്റെ ഡേറ്റ ഞങ്ങൾക്ക് വന്നില്ല. അതുകൊണ്ടാണ് ഇൻ കേസ് ഈ ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും ഐ ക്യാൻ ടേക്ക് ഇറ്റ് ഫർദർ, വി ക്യാൻ ഡു ഇറ്റ് ക്വിക്ക്ലി. ഇപ്പം ഇന്നലെ അതെ ഒരു നിറയെ പേർക്ക്, ഐ ഡോണ്ട് നോ എത്ര പേര് വെബ്സൈറ്റ് ഫ്രീ വെബ്സൈറ്റ് ഹോസ്റ്റ് ചെയ്തു എന്ന് ഈ ഗ്രൂപ്പിൽ. മിനിഞ്ഞാത് പോലും മഹാരാഷ്ട്ര സ്റ്റേറ്റിന് ഈ NGO വെബ്സൈറ്റിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഡേറ്റ കളക്ട് ചെയ്ത് ആ വർക്ക് ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആർക്കൊക്കെ ഫ്രീ വെബ്സൈറ്റ് വേണോ കണക്ട് ചെയ്യുക. വിൽ ഹാവ് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ടാവും. നിങ്ങൾ ഡേറ്റ തരണം. ആ ഡേറ്റ ഞങ്ങൾ വെബ്സൈറ്റിൽ ഇട്ടിട്ട് അതിങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ചെയ്തതെന്ന് ഒരു ട്രെയിനിങ് പ്രോഗ്രാം കൂടെ ഉണ്ടാകും. എന്ന് വെച്ചാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I think you have already given the data, is it? That is the point. What he is saying is already given that. Before that, I think you have raised, we will discuss that. We will sort it out. There is some miscommunication somewhere. We will find out. We are Indians. We know how to make things right. The thing is, the most important thing here is the point he raised. The ICT presence is very, very important for all the CSOs, and many of you might have the website also. Because I cannot eat half of my food if I don't have Zomato and Swiggy.
So today, if you want to eat, then you need to have a mobile and the internet connection. I do not know what is reality and what is virtuality. When I was studying, there was no computers. I was so happy. There was no internet. Now, as I move into this real world, I thought maybe the real world is here and the virtual world is in the computer, in the mobile. Now I know that this is not the real world. What I see in the computer is the real world. What I see so the virtual world today has become the reality and the real world has become a virtuality. We cannot, I think, exist without internet today, most of us. So I think the ICT presence is very, 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 very essential for civil society organizations. It is equally very important for women also, because women in this society cannot move freely. They cannot go out nights. They cannot move anywhere. It's not like a European society or an American society where women can go at any time, come at any time without, even though there are problems, but the problems faced by the developed countries women and the developing country women are entirely different. So the participation of women, the reach of women will be enhanced with ICT. Therefore, I would humbly request you to look at ICT with more. I was very adverse to it because I am a mechanical engineer, I am a management guy, I am not a Bindu's computer guy. I don't like computer guys, because we engineers, we do all the hell a lot of work, and they come here, they just put a wire here and then it blinks, and they are considered as engineers and we are considered as mechanics. So I don't like the idea of this, but then that has changed now. Now I think I am more and more compelled that we cannot exist without ICT. Even though tomorrow if somebody wants to give you money, government wants to see you, the first thing they are not going to look at you. They are going to look at your organization, the computer first. I am very satisfied about Trextep, very dissatisfied about my organization on one count. Even though Bindu says, my team says, our web presence is very good, I do not consider them as enough. We need to have more web presence, because even if somebody wants to give a money, the first thing they are going to check is the computers. Even if your user is going to do, they are going to first check you in the computers. So web presence today is very, very important. You may not have an office. You can work from your home. You don't have to be awake also. But then your computer has to be awake all the time for you. So I think the question is very valid. And one of the CSOs like you, one of the CSOs like Dr. Raghu from Maharashtra, his name is Datpuje, Dr. Deepak Datpuje. He's a very good friend of mine for past so many years. He said that he will develop free websites for civil society organizations. So we said, okay, you can develop free website, because today developing a website is not a very difficult thing, because Google and many other platforms offer you so many frames you can easily develop. So he has offered this with very, very less cost. So we said we will foot the cost, and he is taking most of his time also. So they have developed a lot of people in this thing. But one thing is about that this thing is, the CSO organization should also know how to use it. And we should customize the CSO organization. We cannot develop something without your participation. So a training program and interaction is required. They have already been doing it. They have done it for 30 organizations. And then because of COVID and other things, little bit, CSOs have gone through a very tough terrain. During COVID, there were a lot of issues, and it has got little downward swing, both from the CSOs end. And now we will scale it up, right? We will find out what best can be done. It is very important. Thank you for the good question. Sir, since you are from Trivandrum, I think you can understand Malayalam. Can't? No, I can't talk any language properly. I speak very good broken English. My Tamil is not that good. And Malayalam is sir, don't take that risk. Okay. Because for others, I thought of talking to Malayalam. But okay. One thing with regard to this, we were the first ones who took up this web. We were helped to have a free website. But you see, we already had a website.
we already had a website, and as a first activity that was proposed from TrekStep, we thought of. But in fact, sorry to tell, we are more user-friendly with our own website more than this one, because the materials are the same. Because that was very recently updated. Immediately this opportunity came, and the same material was edited and sent to ma'am or to TrekStep. So another duplicated. So my suggestion is to our partners, if you are having a website, if that is a good one, please continue with that. If we are not able to have our own website, this support can be availed. That is one suggestion. Secondly, sir, I think as Dr. Ramdas told, we are around 50 NGOs networked here in Kerala, and I hope you have already made an analysis of these NGOs, their age in the sense 10 years, 20 years, 30 years, 40 years. That is one analysis which I think you must have done. And the capacities of the NGOs. Because before taking up any type of training programs, this is an inaugural introductory thing, but in future, when you take up trainings for this group, if one single module training may not be of much use to all of us. There are veterans here with 40 years of experience. In all, there are veterans. But of course, there are smaller NGOs, newer NGOs. The needs are too different. So my suggestion and request is that if you plan programs in future, kindly tailor make. That is one thing. And I must not end without giving a wonderful comment regarding the concept of the project. We are all very much motivated by the concept of the project. And there is no doubt about it. The initiative taken is the best that we can take. And the organization which is leading the network and the program is the best in the country. Even 20 years back, I attended a program in Chennai organized by yours. Then forgot. Then actually, Mitra Nigedan has given another opportunity for us to associate with you. As you suggested here, after the end of the 3 years, at least 50% of the organizations, at least 50% of the organizations must have something to take off, continue, sustain. And we are very sure that with your experience and capacities and caliber and resources, most of us will be motivated to go ahead. The older people are actually tired in Kerala. Older people means older, not only persons, older organizations. They have spent their entire life for this. And there is no way to go ahead. There is no secondary leadership. There is nothing sustaining. Because everything was spent. That was the situation. And I think you will get more inputs from the interactions further during these 3 years. The situation in Kerala is much worse than NGOs in other states of the country. So make programs and think about this group of, and very good NGOs are there in Kerala with all our weaknesses and negative things. Very good, comparatively very good NGOs with rich experiences and very high motivation are there in this group we have. So that is one first feedback. Thank you so much. താങ്ക് യു ജോൺ. ഞാനന്ന് കമൻറ്റ് ചെയ്ത 2-3 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ഒന്ന് അബൌട്ട് വെബ്സൈറ്റിനെ കുറിച്ചിട്ടാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഫ്രീ ആയിട്ട് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക്, വെബ്സൈറ്റ് ഇപ്പോൾ ഉള്ളവർക്കും നമ്മൾക്ക് നല്ല വെബ്സൈറ്റ് ഉണ്ട്, അത് അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് ഒരു ഗൂഗിൾ ഫോം വഴി പുതിയൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഡിഫിക്കൽട്ടീസാണ് ജോൺ പറഞ്ഞത്. എന്നിരുന്നാലും നമുക്ക് അവരുടെ സഹായത്തോടു കൂടി വെബ്സൈറ്റ് ഇല്ലാത്തവർക്ക് പുതിയൊരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാം ബി ഓൺലൈൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം നമുക്ക് വയ്ക്കാൻ താല്പര്യമുള്ളവർക്ക്, സോ ദാറ്റ് ഡേറ്റയും ഇൻഫർമേഷനും കൊടുത്താൽ പുതിയൊരു വെബ്സൈറ്റ് ഉണ്ടാകും. അതൊരു കാര്യം. രണ്ടാമത് ജോൺ ഒരു കാര്യം പറഞ്ഞത്, ഈ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന NGOs 2 തരത്തിലുള്ള NGOs ഉണ്ട്. കുറേ സീനിയർ NGOs ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാവുന്നത്, പുതിയ NGOs ഉണ്ട്. അത് ശരിയാണെങ്കിൽ പോലും എൻ്റെ ഒരു
അനുഭവം വെച്ച് പറയും, ഇപ്പം നമ്മളുടെ പുതിയ ഏരിയാസിലൊക്കെയാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഈ ക്ലൈമറ്റ് ചേഞ്ച്, ഇപ്പം തന്നെ സോഷ്യൽ വെഞ്ചേഴ്സ്, ക്ലൈമറ്റ് സ്പേസ്, ഇങ്ങനെയുള്ള ഒരുപാട് കൺസെപ്റ്റ്സ് ഒക്കെ പുതുതായിട്ട് വരുന്നുണ്ട്. ഇത് നമുക്കും കൂടെ ഒരു റിഫ്രഷ് ചെയ്യാനുള്ളൊരു അവസരമാണ്, വെതർ നമ്മൾ സീനിയർ ആണെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. ഓഫ് കോഴ്സ് വി ക്യാൻ മേക്ക് ടൈലർ മെയ്ഡ് പ്രോഗ്രാംസ്. പക്ഷേ മൊത്തത്തിൽ ഈ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കാണാനും ഇൻ്ററാക്ട് ചെയ്യാനുള്ളൊരു അവസരമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമുക്ക് സ്പെസിഫിക് ഇതും ചെയ്യാം. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മളുടെ ഇൻഫർമേഷനും നോളജും ഡെവലപ്പ് ചെയ്യാനുള്ളൊരു അവസരമായിട്ട് ഇതിനെ കണക്കാക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് അത് ഷെയർ ചെയ്യാനുള്ളൊരു അവസരം കൂടിയല്ലേ. മൂന്നാമത്തെ കാര്യം ജോൺ പറഞ്ഞത്, ഇന്ന് NGOs ഫേസ് ചെയ്യുന്ന വലിയ പ്രശ്നമാണ്. നമുക്കെല്ലാവർക്കും NGOs ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തു. അദ്ദേഹം പറഞ്ഞ മാതിരി NGOs അവരുടെ ജീവിതം മൊത്തം ഇതിനായിട്ട് ഒഴിഞ്ഞു വെച്ചവരുണ്ട്. ഇപ്പോൾ അവർക്ക് സെക്കൻഡ് ലൈൻ ലീഡേഴ്സ് ഇല്ല. പ്രവർത്തനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒക്കുന്നില്ല എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട ചലഞ്ചാണ് കേരളത്തിലെ NGOസിനും പുറത്തുള്ള NGOസിനും. പുറത്തുള്ള NGOസിന് പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് എന്ന നിലയിൽ ഫണ്ടിങ്ങിന് വളരെ ബുദ്ധിമുട്ടാണ്. മറ്റ് സ്റ്റേറ്റിൽ അതുപോലെയല്ല, ബീഹാറിലും ആന്ധ്രാപ്രദേശിലും ഒക്കെ ആകുമ്പോൾ. പക്ഷേ അതൊരു കൺസേൺ ആണ്. ആ ചലഞ്ച് നമ്മൾ ഒന്നിച്ച് എങ്ങനെ ഫേസ് ചെയ്യാനൊക്കും, എങ്ങനെ നമ്മളുടെ കപ്പാസിറ്റി തന്നെ ബിൽഡപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്യാനൊക്കെ ഒന്ന് നോക്കണം. സർവൈവ് ചെയ്തേ പറ്റത്തുള്ളൂ. ബിക്കോസ് വി ആർ സർവിങ് ആൻഡ് വർക്കിംഗ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഇതൊരു കോമൺ കൺസേൺ ആണ്. വി ക്യാൻ ഡിസ്കസ് ദാറ്റ്. എനി അതർ ക്വസ്റ്റ്യൻസ് ഓർ കമൻറ്റ്സ്? വൺ മോർ പ്ലീസ്. സമയമാകുന്നുണ്ട്. Sir, thank you very much. In fact, some of the points you raised are very, very pertinent. Number one, I would like to say is, we deeply appreciate the level of expertise the CSOs have. In fact, it's a learning exercise, not only for organizations like us who have been in this field for many years, but even for experts. It is very, very important to learn from you, because if I bring a professor from IIT, IIMs and IIMs, for example, especially the management, they will learn a lot of things from you, because they will know, because I've been working in technology for so many years. So we work with the labs, we work with scientists, we work with students who have brilliant ideas. We never take the common people very seriously. We work only with people with brilliant ideas. So if we want to bring a transformative change, we need to understand the people also. There is no better people than you to learn from you. That we fully understand. And that is why I want to bring the best professors to your access. It is not that they are going to provide you solutions. They will definitely provide you a lot of thinking material, lot of knowledge. And I am sure that you will also provide them a lot of knowledge, which will flow to students. It's a two-way learning process. For me, I always consider TrekStep as an organization which learns from the entrepreneurs, the NGOs, the peers, and passes this knowledge from one set of clients to another set of clients. It's just a reservoir. Water comes in and water flows. That is the main this thing. I consider that as very, very important dimension. And another point you said is about the difference in CSOs and how do we address that. There are many, even within the CSOs, you have very senior people who have a lot of knowledge. There are young people who need a lot of training. And CSOs also differ in their nature. There are CSOs working in very challenging terrains. There are CSOs who are very sophisticated environments like Trivandrum. People work there also. So I cherish that diversity. It's like a bouquet of flowers. You come from all colors, all shades, all fragrances. So CSO is a very diverse community, and therefore we need to understand that. In fact, we are looking at very many forms of, it's not just training program also. For example, when I was in Vembar, which is a very, very isolated place in Tamil Nadu, nobody goes there. It's not even in the properly known to rest of Tamil Nadu. When I went there, it's a coastal town. When I went there, I felt we need to place a professor there 24/7 for at least a week. He has to live here. Then only he will talk to these people better during the dinner, during the tea, during the evenings, during the night or the drinks. So they'll have to discuss many things with these people. Then only the knowledge will be transferred. The knowledge is not just going to be transferred by classroom sessions alone. There need to be a lot of interactions. We have arranged one professor to go and stay there for at least 5 full days to work with the CSO community youth.
Youth in the sense both with the entrepreneurs as well as the CSO staff also. So that better knowledge will flow in very many forms. So we are looking at very many options by which we can this thing. One good option is interacting. It's not a solution, but then it is something which is good today. Thanks to COVID, we all know that Zoom meetings are very effective. We can talk to each other. We can frequently come on Zoom, discuss things, and that way we can interact better. The idea is to get lot of ideas from you, your own ideas, that the beauty of the European Union project is, this project was not like Indian government project in other project. This project was not given by the European Union to me. We wrote the proposal. We said that we want to do this, and they selected us based on the idea, the innovation of the project, and they funded us. The innovation comes from the government of India. There is a lot of schemes. You sit here, you turn like this, look it up, and all that restrictions are there. There is no restriction like this here. So we want to get your ideas on board. Whatever you need, we want to discuss with you. We want to get your ideas on board, develop them into good project, to eliminate, not a big project, to an elementary. Then go to various agencies and say that this is what the champions of change, the CSOs, want to do. Would you like to look at it? Would you like to see what best can be done? Therefore, tomorrow, sir, if there is something goes wrong, you are responsible, because it's your idea. I am responsible for this because it's my idea. I cannot say that you said something, therefore it went wrong. That is not possible. So the ownership of the project is built in the concept itself. That is one of the reasons we want to network with you. So we will see how it works. Even if you are not able to meet our targets, it will be a noble failure. Thank you. Sir, one more question. Sir, M. Sabji, Seed, Alapura. Sir, modern India passing through electronic era, an electronic era. It is a good for nature. How will apply this, the sustainable power like gas, tide, wind, to the gender enabling project, like on climate changing scenario? Gender enabling plus sustainable energy. How will face it? How can win? A very, very good question, sir. The energy is a very, very important area. Energy means it's not energy. It is about our energy, our capacity to do things. I know in my young days, people used to, if you know, dosa mav and this thing, people used to do like this for hours together. I seen my grandmother breaking grains using a big this thing. So now when we give energy to them, we are enabling them to do a lot of tasks which cannot be done before. So therefore, energy and poverty have very close links. So if you bring energy cheap to people, we are enabling them to do a lot of work which they cannot. We are shifting them from drudgery to efficiency. They will have more opportunities. They will not compel their children to work for them. Now things will be much better. When I see the old Tamil films and Malayalam films, the hero and heroines will sing while pulling water. They will go in, if you look at the old black and white movies, there are beautiful songs in both, but the pulling water, during that they will sing, because pulling water is such a difficult task that you have to sing, then only you can pull water, otherwise it will be a drudgery. So now I was wondering, say, what the hell is this? A human person walking like this and there and pulling water. When is he going to water all the plants? When I am going to eat that food? So we created energy sources, new appliances, which will pull water from the soil very easily. We created submersible motors. We created so many things. Therefore, now no hero is singing like going up and down the ladder and pulling water. So, see, science and technology can do miracles. Bindu told you a very beautiful example. She didn't have the time to say it. See, we have farmers who create variety of products, which will, when we keep in our temperature, which will become shrunk the second day,
Then third day it will shrunk much. Let us take tomatoes or whatever it is. It will shrunk even for the fourth day it will decay and everything will be lost. The first day it will be selling for, if it sells for 100 rupees, second day it sells for 60 rupees, third day it sells for 30 rupees, and fourth day it goes to dogs. So if we have huge cold storage facilities which are meant for big farmers. And then we have, in our own homes, we have refrigerators where we can keep little things. But our average land holding is around 2 acres, 1.5 acres. We produce, say, 100 kgs, 200 kgs. In order to keep those items, there is nothing. There is no cold storage unit. So we created a cold storage unit, which won the World Bank, this thing, a small place like this. Government of Tamil Nadu replicated it in everywhere, and it is now replicated else throughout the world. So these cold storage units can be kept in farmers market, where farmers can keep their things and they can sell. So 100 rupees will be reduced to maybe 90 rupees or 80 rupees second day. Third day it will go to 60 rupees. So the farmers get a slight edge, 30-40%. If that can be, but the power, power situations here is a big question. But it can be solar-based power. There are many, see, the thing is, let me tell you, people on the field are more innovative than us. We have technology, but they have the innovation. If we talk to them, they'll come out with brilliant idea. The idea is to interact with them constantly. If you can't, and if you are ready to learn from their problems, we cannot say that I am a doctorate in, let us say, management. Therefore, I am a doctorate in mechanical engineering. So you'll have to listen whatever I say. That's not going to work. You do not know how to. I am a very good mechanical engineer. But if something goes wrong in my fridge, I will not touch it. I am afraid of touching it. So I need a mechanic. So we need people who work with the hands. So we'll have to respect people who work. So if you are trying to learn from them, I do not want to tell you this thing, but I'll tell you, people will come out brilliant solutions, very brilliant solutions in terms of energy. For example, yesterday we were talking while we are coming on the road. Bindu talked about it. So we went to Rameshwaram. We saw women there going inside the water, collecting seaweeds. They stand in the water for 7 to 8 hours every day, collecting seaweeds. Standing every day, swimming every day for 7 to 8 hours. They are not women, they are fishes. They have become fishes. 7 to 8 hours to collect seaweeds. So they use boats. We do not know what we are going to do. There are a lot of issues there, but we will find out some solutions. We are determined to find out some solutions if we can. But one solution we have found out was, we can bring in lithium battery operated boats, e-boats, which will save their present consumption of electricity from 1,500 rupees per day to less than 90 rupees per day. 1,400 rupees is the net gain for one fishing boat. And there is an entrepreneur who works in this tech. So there are many solutions. Solar lanterns, places which, especially in a city in a place like Kerala, there are many solutions which are possible. Technology is constantly moving forward. Therefore, I think the idea between innovation, technology, and people need to be strengthened. If you see, for example, when the mobile phone came first, I think in 93, 94, I was a little scared to touch the mobile phone. I don't know I didn't know. It is also very expensive. Those days it used to be like a brick. We used to carry it. It used to be 15 rupees per call. And we thought it is meant for rich people. Today my mobile phone is hardly used. People are afraid to call me. But then look at the street vendors. They are using technology much better than I do not know. I do not use ePay and all that because I'm not ready to pay 1.5%. I'm afraid that somebody will steal my money. But I see that tomorrow beggars will be getting money only from Google Pay, it seems. So the technology and people are not diverse. Where there is a need, there is a pull for the technology. Therefore, I think the question you asked me, let us not be, the one thing I have learned in my life is, what engineering has taught me is not technology. I am not afraid of technology. That is the only thing I have learned from being a technologist. You don't have to be afraid of things. If you are ready to face technology, from any technology. I'll tell you another beautiful story. There's a girl who studied in New Zealand. Her name is Nikita, Bindu's best friend.
She has come here, she's starting Avengers. She cannot talk any language except English. She's a very young girl. She looked like very common girl here. She is working in Metaverse. Metaverse is the next technology which brings in, as many of you might know, which brings the user, instead of looking at the screen, you just wear the goggles, you just wear a headset, you will go into that world. You will go into, it is not, from this universe, you go into the meta universe. And you feel that. You can know what is, I don't have to talk to you. You can go into inside the sea and see how the seabed is getting affected. You can make your customer come here and see how you are producing it. Metaverse is going to create a new universe where we can visit whenever we want. Half an hour you can be there. You can learn. So that girl is working. So technology, sir, today is peanuts. Anybody can use it and we can use it. You will be empowered. And women and technology are the best match. Today, information technology, and I cannot live without my Netflix and Prime Video. I am not prepared to live in this world. Evening I want to go there, and I have a strict rule in Trextep that everybody should watch Netflix for 2 hours to 3 hours every day. Because this world is not real. By being in computer, I can learn so many new world. Sir, this thing is going to Harvard, Yale's, and at Stanford, studying from all the places. I can do it from here. I wanted to go to Harvard, but that was not possible for me. Today, the Harvard is in my hands. Yale is in my hands. All the Ivy League colleges, the best colleges in the world are here in this. If you can learn. So that is the power of technology. So there are many solutions which are available, not only in energy, but on all forms of technologies. Those are accessible today. And as CSOs, if you enable them, if you master them, then we will enable our people also to technology. Therefore, I think this is a wonderful project. It's given us a wonderful opportunity for us to come together. Let us see how best we can use this opportunity. Thank you very much. ഇപ്പോൾ തന്നെ അരമണിക്കൂർ ലേറ്റായിരിക്കുന്നു. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ ജവഹർ സാറിനും ബിന്ദു മാഡത്തിനും നമ്മുടെ പ്രിയപ്പെട്ട രഘുരാം ദാസ് സാറിനും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമ്മൾ ചായ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചായ വേഗം കുടിക്കുക. അടുത്ത സെഷനിലുള്ള അജയ്കുമാർ സാറ് വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത സെഷൻ ആരംഭിക്കണം. താങ്ക് യു. Of course, there are limitations. We will interact through internet. You can get my mobile and this number, my email number. If you can send email, I am decent in email. I normally answer all my emails. Mobile I can't say. If I am in a meeting, I can't attend. But you can send the WhatsApp messages also. I will drop my card there. And Mr. Raghu, thank you very much. Thank you. It's an honor to meet you. So we'll continue to interact. Thank you.
ചായ കഴിച്ച എല്ലാവരും അകത്തേക്ക് വരണം. നമുക്ക് ഈ ഹാളിൻ്റെ തൊട്ട് താഴെ ലേഡീസിൻ്റെ റെസ്റ്റ് റൂമുണ്ട്. ഇതിൻ്റെ തൊട്ട് താഴെയാണ്, അവിടെ ബാത്റൂമുണ്ട്. ആ സ്പേസ് ലേഡീസിന് ഉപയോഗിക്കാം. തൊട്ടടുത്ത റൂം ജെൻസിന് ഉപയോഗിക്കാം. ഓക്കെ. നമുക്ക് ക്ലൈമറ്റ് ചേഞ്ച്, ഗ്രീൻ മാനേജ്മെൻറ്റ്, ഗ്രീൻ എൻ്റർപ്രൈസസ് എന്നതാണ് അടുത്ത സെഷൻ. അത് അവതരിപ്പിക്കുന്നത് ഡോക്ടർ അജയ്കുമാർ വർമ്മ സാറാണ്. വർമ്മ സാറിനെ വളരെ സുപരിചിതമായ ഒത്തിരി പേരിവിടെയുണ്ട്. ദീർഘകാലം ശാസ്ത്ര മേഖലയിൽ, കേരളത്തിലെ ശാസ്ത്ര മേഖലയുടെ ഒരു മുഖം തന്നെയായിരുന്നു സാറ്. പഴയ ശാസ്ത്ര സാങ്കേതിക വകുപ്പിൻ്റെ സ്റ്റെക്കിൽ ഉണ്ടായിരുന്നു. പ്രിൻസിപ്പൽ സയൻറ്റിഫിക് ഓഫീസറായിട്ട് മെമ്പർ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. സാറ് അടിസ്ഥാനപരമായി ഭൗമ ശാസ്ത്രജ്ഞനായിരുന്നു. സെക്കിലെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഇപ്പോഴും പല ഉന്നത തല ശാസ്ത്ര ഉപദേശക സമിതികളിൽ സാറിൻ്റെ സാന്നിധ്യമുണ്ട്. പല കമ്മിറ്റികളുടെയും ചെയർമാനും മെമ്പറുമൊക്കെയാണ്. അദ്ദേഹത്തെ ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കുവാൻ ഈ കേരളത്തിൻ്റെ ഏറ്റവും അനുയോജ്യനായ വ്യക്തി തന്നെയാണ്. സാറിനെ വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അജയ്കുമാർ സാറിനെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഈ പറഞ്ഞതൊരു പകുതി കള്ളാണ്. എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? എല്ലാവരും മലയാളം. ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന പ്രവർത്തിക്കുന്ന ഒരാളല്ല ഞാൻ. ഇന്നലെ ഇതിങ്ങനെ ഈ മേഖലകളിലൊക്കെ വായിച്ചുള്ള അറിവ് വെച്ചിട്ടാണ് ഒരു പ്രസൻറ്റേഷൻ ഞാനിവിടെ നടത്തുന്നത്. അപ്പോൾ ഈ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് അതിനെ കാണാൻ ഞാൻ ശ്രമിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ക്ലൈമറ്റ് ചേഞ്ച് ഒരു പുതിയ വെല്ലുവിളിയാണ് ഉയർത്തിയിരിക്കുന്നത്. അത് വളരെ വലിയ വെല്ലുവിളിയായിട്ട് മാറിക്കഴിഞ്ഞു. ഇതിനകം നമ്മൾ ഒരുപാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 60 വർഷം മുമ്പ് നമ്മൾക്കിത് ബോധ്യമായ മുതൽ പലതരത്തിലുള്ള മുന്നറിയിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും നമ്മൾ കാര്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി ആ താതാത്മ്യം പ്രാപിക്കൽ അങ്ങനെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എവിടെ വരെ പോകാനൊക്കുന്നു നമുക്കറിയില്ല. ശാസ്ത്രജ്ഞന്മാരെ സംബന്ധിച്ചോളം അവർ വളരെ വലിയ മുന്നറിയിപ്പ്, വളരെ വലിയ പ്രശ്നങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരുപക്ഷെ സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. എന്തായിരുന്നാലും വലിയൊരു പ്രശ്നമായിട്ടാണ് നമ്മളിതിനെ കാണേണ്ടതായിട്ടുള്ളത്. ഈ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിച്ച് നമ്മൾ മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പരിഹരിക്കുന്നതിന് പലതരത്തിലുള്ള ഇടപെടലുകൾ വേണം. സ്ഥാപനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു പരിപാലന സംവിധാനം ഉണ്ട്. അത് ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട്, ക്ലൈമറ്റുമായി ബന്ധപ്പെട്ട്, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടതൊക്കെ ആയതുകൊണ്ട് തന്നെ പരിസ്ഥിതിക്ക് ആഘാതം ഉണ്ടാക്കാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളായിരിക്കണം അതിൽ വേണ്ടത്. അതുകൊണ്ട് തന്നെ അതൊരു ഹരിത പരിപാലന രീതിയായിരിക്കണം അവലംബിക്കേണ്ടതായിട്ടുള്ളത്. അങ്ങനെ ഹരിത പരിപാലന രീതി അവലംബിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിരവധിയായിട്ടുള്ള സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകൾക്ക് തൊഴിൽ കണ്ടെത്തുന്നതിനും പ്രവർത്തിക്കുന്നതിനൊക്കെ മേഖല, അതുവഴി ഒരു ഹരിത പരിപാലന രീതിയിലേക്ക് പോകുക, അങ്ങനെ ഒരു സുസ്ഥിര വികസനം നമ്മുടെ നാട്ടിൽ നടപ്പിലാകുക, അങ്ങനെ ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, അത്തരത്തിലുള്ള ഒരു ജീവിത മാർഗം അല്ലെങ്കിൽ ജീവിത രീതി പടുത്തുയർത്തുക, ഇതൊക്കെയാണ് ശരിക്കും ഗ്രീൻ മാനേജ്മെൻറ്റ് മുതലായ കാര്യങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. എന്നിരുന്നാലും നമുക്കതിൽ കൂടെ പോവാം. നമുക്കൊക്കെ അറിയാം, ഈ ഭൂമിയുടെ അന്തരീക്ഷമാണ് നമ്മുടെയൊക്കെ ജീവൻ നിലനിർത്തുന്നത്. ഓക്സിജൻ എന്ന് പറയുന്ന ഒരു ഘടകം ഇല്ലായിരുന്നുവെങ്കിൽ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഭൂമിയുടെ അന്തരീക്ഷം നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ ഗ്യാസാണ് 70%. 10-20% ഓക്സിജൻ ഉണ്ട്, 21%. കാർബൺ ഡൈ ഓക്സൈഡ് 0.31%. ഈ 0.03%
കാർബൺ ഡൈ ഓക്സൈഡിനെ ചൊല്ലിയാണ് ഈ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും എല്ലാം നടക്കുന്നത്. നിരവധിയായിട്ടുള്ള പലതരത്തിലുള്ള വാതകങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അതൊക്കെ വളരെ ചെറിയ തോതിലാണ്. പക്ഷേ കാർബൺ ഡൈ ഓക്സൈഡ് 0.03% അതോടൊപ്പം നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയ വാതകങ്ങളും ക്ലൈമറ്റ് ചേഞ്ചുമായിട്ട് വളരെ പ്രധാനപ്പെട്ട് പരിഗണിക്കേണ്ടതായിട്ടുള്ള വാതകങ്ങളാണ്. നമുക്കതിലേക്ക് നമ്മൾ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ കാണും നെക്സ്റ്റ്. അപ്പോൾ പിന്നെ അങ്ങനെ ഉള്ള ഒരു ഭൂമിയിൽ, അങ്ങനെയുള്ള അന്തരീക്ഷമുള്ള ഒരു ഭൂമിയിൽ എന്ത് മാറ്റങ്ങളാണ് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാവുക? ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നതനുസരിച്ച് ഏതാണ്ട് 4500 ദശലക്ഷം വർഷങ്ങൾ പഴക്കമുള്ള ഭൂമിയിൽ പല പ്രാവശ്യം തണുത്തുറഞ്ഞ ഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്, വളരെ ചൂട് കൂടിയ ഭൂമിയായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഒരു ചാക്രികമായിട്ട് ഭൂമിയിൽ ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടുള്ള പരിണാമങ്ങൾ. ഒരു ഘട്ടത്തിൽ തണുത്തുറയുന്നു, പിന്നീട് പതുക്കെ ചൂട് വർദ്ധിച്ച് പോകുന്നു, അങ്ങനെ മഞ്ഞുപാളികൾ ഉരുകുന്നു, വീണ്ടും തണുത്തുറയുന്ന തരത്തിലുള്ള ചാക്രികമായിട്ടുള്ള സ്ഥിതിയാണ് ഭൂമിയെ സംബന്ധിച്ചുള്ള ഉള്ളത്. അങ്ങനെ ഉള്ള ഈ ചാക്രിക സ്ഥിതി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഗ്ലേസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിമസംഹിതി എന്ന് പറയുന്നത്, മഞ്ഞായി മാറുന്ന രീതികൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഭൂമിയിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇടവേള നമുക്ക് പറയാനായിട്ടാവില്ല. ആ ഇടവേള വർദ്ധിച്ചും കുറഞ്ഞും കൂടിയുമൊക്കെ നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. എന്നിരുന്നാലും ഏറ്റവും വലിയ ഹിമസംഹിതി അല്ലെങ്കിൽ ഏറ്റവും വലിയ ഗ്ലേസിയേഷൻ, ഏറ്റവും വലിയ പിന്നെ ഒരു തണുത്തുറഞ്ഞ സ്ഥിതി എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് ഏതാണ്ട് 850 ദശലക്ഷം വർഷം മുതൽ 635 ദശലക്ഷം വർഷം വരെയാണ്. ആ സമയത്ത് ഭൂമിയിൽ ജീവജാലങ്ങൾക്ക് ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ആ സമയത്ത് വളരെ വലിയ തോതിലുള്ളൊരു ഹിമസംഹിതി അല്ലെങ്കിൽ ഗ്ലേസിയേഷൻ ഉണ്ടായി. ഏറ്റവും അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ള ഹിമസംഹിതിയായിട്ട് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത് 10,000 മുതൽ 15,000 വർഷം വരെ മുൻപിലാണ്. അതും ഭൂമിയെ വളരെയധികം തുറഞ്ഞ ഒരു ഗ്രഹമാക്കി മാറ്റി. അതിൽ നിന്ന് നമ്മൾ ചൂട് കൂടി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതിൽ പിന്നെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതാണ്ട് സ്വാഭാവിക പ്രക്രിയയിൽ അടുത്ത ഒരു ഹിമസംഹിതി അല്ലെങ്കിൽ അടുത്തൊരു ഗ്ലേസിയേഷന് ശാസ്ത്രജ്ഞന്മാർ പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു 50,000 വർഷം കൂടെ കഴിയുമ്പോഴാണ്. അപ്പോൾ ഈ ചൂട് വർദ്ധിച്ച് അടുത്ത ഒരു 50,000 വർഷം കഴിയുമ്പോൾ ഭൂമി വീണ്ടും തണുത്തുറയും എന്നുള്ള സ്വാഭാവിക ഭൂമിയുടെ ശാസ്ത്രം അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ നമ്മുടെ വ്യാവസായിക വിപ്ലവം വളരെ വലിയ മാറ്റമാണ് ഭൂമിയിൽ ഉണ്ടാക്കിയത്. വലിയ രീതിയിലുള്ള പിന്നെ മൂലധനം മുടക്കി വലിയ വ്യാവസായിക രീതികൾ ഉണ്ടായി. പുതിയ വിഭവങ്ങളെ നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ള വസ്തുക്കളാക്കി മാറ്റുന്ന രീതികളിലേക്ക് നമ്മൾ മാറി. വലിയ ശാസ്ത്ര സാങ്കേതിക വികസനം വളരെ വലിയ തോതിലുണ്ടായി. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് ജീവിത നിലവാരം നമ്മളുടെ വളരെ വർദ്ധിച്ചു. പുതിയ ശാസ്ത്രങ്ങൾ നമ്മളെ കൂടുതൽ സുഖപ്രദമായിട്ട് ജീവിക്കുന്നതിന് നമ്മളെ പര്യാപ്തരാക്കി. പലതരത്തിലുള്ള അതിലേക്കുള്ള വിശദാംശങ്ങളിലേക്ക് പോകേണ്ടതില്ല. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്ന പോലെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഉപയോഗപ്പെടുത്തുന്ന മിക്കവാറും എല്ലാ പിന്നെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളും ഈ വ്യാവസായിക വിപ്ലവത്തിന് ശേഷം ഏതാണ്ട് 1880 ശേഷം ഉണ്ടായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ വലിയ മാറ്റങ്ങൾ ഭൂമിയിലുണ്ടായി. ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ധാരാളമായിട്ടുള്ള പിന്നെ എനർജി അല്ലെങ്കിൽ ഊർജ്ജം ആവശ്യമുണ്ട്. ഊർജ്ജത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആദ്യം കണ്ടെത്തിയത് കൽക്കരിയാണ്, പിന്നീട് എണ്ണ കണ്ടെത്തി. അപ്പോൾ ഇതൊക്കെ കത്തിച്ചുകൊണ്ട് ധാരാളം ഊർജ്ജം ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ പുതിയ വ്യവസായങ്ങളും അതുപോലെ തന്നെ വ്യാവസായികവുമായി ബന്ധപ്പെട്ടുള്ള സൗകര്യങ്ങളൊക്കെ പടുത്തുയർത്തത്. അതുപോലെ ധാരാളം ഭൂപ്രകൃതിയിൽ ഉള്ള ഉൽപ്പന്നങ്ങൾ, അത് മണ്ണായാലും കല്ലായാലും ധാതുക്കളായാലും ഒക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾ വലിയ തോതിലുള്ള വാതക ബഹിർഗമനത്തിന് കാരണമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വശത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, വലിയ തോതിൽ നടക്കുന്നു. അത് കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന ഒരു സ്ഥിതിയുമുണ്ട്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ആയിട്ടില്ല അങ്ങനെ ഉള്ള ഒരു മാറ്റത്തിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെ നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. കാലാവസ്ഥ എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ ദൈനംദിനമുള്ള പിന്നെ നമ്മുടെ അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ
അത് പിന്നെ ഋതുക്കളായിട്ട് അല്ലെങ്കിൽ സീസണായിട്ടുള്ള അതിൽ വരുന്ന മാറ്റങ്ങൾ, ഇതിൻ്റെ എല്ലാം ചേർന്നുള്ള ഒരു ആകത്തുകയാണ് നമ്മൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ എന്ന് വിളിക്കുന്നത്. ആ കാലാവസ്ഥ ദീർഘകാലത്തെ ഒരു ശരാശരിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ സാധാരണ കാലാവസ്ഥയെ കാണാറുള്ളത്. അവിടെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. മാറ്റങ്ങൾ എപ്പോഴും സ്വാഭാവിക മാറ്റങ്ങൾ കാലാവസ്ഥയ്ക്ക് വന്നുകൊണ്ടിരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദശലക്ഷക്കണക്കിന് വർഷങ്ങളെടുത്ത് ഭൂമി ഉറയുകയും ഭൂമി ചൂടാകുകയും ചെയ്യുന്ന പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ട് കാലാവസ്ഥ മാറും. പക്ഷേ ഈ 1800-കൾക്ക് ശേഷം വളരെ വലിയ തോതിൽ ചൂട് വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമുക്കൊക്കെ തന്നെ അനുഭവത്തിൽ തന്നെ കഴിഞ്ഞ ഒരു 50 വർഷത്തിനകം തന്നെ വലിയ മാറ്റങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ധാരാളമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും അതുപോലെ തന്നെ മീഥൈൻ്റെയും നൈട്രസ് ഓക്സൈഡ് പോലെയുള്ള വസ്തുക്കളുടെയൊക്കെ വാതകങ്ങൾ കൂടുതലായിട്ട് ബഹിർഗമിക്കുന്നതുകൊണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അതിന് കാരണം ഇങ്ങനെ സ്വാഭാവിക പ്രക്രിയയിൽ എന്താ പറ്റുന്നത് വെച്ചാൽ ഭൂമിയുടെ സൂര്യനാണ് നമുക്ക് പ്രധാനമായിട്ട് ആത്യന്തികമായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായിട്ടുള്ള ഊർജം നൽകുന്നത് സൂര്യനാണ്. സൂര്യനിൽ നിന്ന് വരുന്ന സൂര്യരശ്മികളാണ് നമ്മളുടെ ഊർജത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള സ്രോതസ് എന്ന് പറയുന്നത്. അങ്ങനെ സൂര്യരശ്മികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഏതാണ്ട് 30% മേഘങ്ങളിലൊക്കെ തട്ടി തിരിച്ചു പോകും. ബാക്കിയൊരു 70% ഭൂമിയിലേക്ക് വരുന്നത്. അങ്ങനെ ഭൂമിയിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു 70% ഭൂമിയുടെ ഉപരിതലം, അതായത് കടൽ വെള്ളവും അതുപോലെ പിന്നെ മറ്റ് വെള്ളത്താൽ മൂടപ്പെട്ട സ്ഥലങ്ങളും നമ്മുടെ മണ്ണും ഒക്കെ അത് ആഗിരണം ചെയ്യും. ആ ഭൂമിയുടെ ചൂട് എന്ന് പറയുന്നത് 30% വീണ്ടും അത് റിഫ്ലക്റ്റ് ചെയ്ത് പിന്നെ വെളിയിലേക്ക് പോകും. അത് നമ്മളുടെ മേഘങ്ങളിൽ പോയി തടഞ്ഞു നിന്ന് അല്ലെങ്കിൽ നമ്മളുടെ 10-12 കിലോമീറ്റർ ഉയരത്തിലുള്ള അന്തരീക്ഷത്തിൽ തടഞ്ഞു നിന്ന് നമ്മുടെ ഭൂമിയെ ചൂടായിട്ട് നിലനിർത്തും. അങ്ങനെ ഉള്ള ആ 30% അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തിയിരുന്നില്ല എങ്കിൽ ഭൂമിയുടെ താപനില എന്ന് പറയുന്നത് വളരെ ചെറുതാകുമായിരുന്നു. അല്ലെങ്കിൽ ഏതാണ്ട് ശരാശരി നോക്കിയാൽ എല്ലായിടത്തും ഒരുപോലെയല്ല, വലിയ വ്യത്യാസങ്ങൾ പിന്നെ നമ്മുടെ പോളാർ റീജിയണും ഇക്വറ്റോറിയൽ റീജിയണൊക്കെ ഉണ്ട്. അപ്പോൾ -16 ഡിഗ്രി വരെ ശരാശരി ഉണ്ടാകുമായിരുന്നു എന്നാണ് കണക്ക്. അത് പിന്നെ ഇപ്പോൾ ഭൂമിയുടെ ശരാശരി താപനില ഇപ്പോഴെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് മാറ്റം വരുന്ന താപനില എന്ന് പറഞ്ഞാൽ +16 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ്. അപ്പോൾ -16 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ഉണ്ടാകുന്നത് ഇപ്പോൾ 14 ഡിഗ്രി സെൻറ്റിഗ്രേഡായിട്ട് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഈ 30% ഭൂമിയിലേക്ക് വരുന്ന പിന്നെ ചൂടിനെ മേഘങ്ങളൊക്കെ തടഞ്ഞു നിർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വാഭാവിക രീതി ഭൂമിയുടെ നമ്മുടെ ജീവിതയോഗ്യമാക്കി ഭൂമിയെ നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. അതില്ലാതാകുന്ന അല്ലെങ്കിൽ അത് ആ തരത്തിലുള്ള ഒരു പ്രതിഭാസത്തിനെ മാറ്റം വരുന്നത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് ചൂടിൻ്റെ വർധന ഉണ്ടാകുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യം. ഇത് ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ, അന്തരീക്ഷമില്ലാത്ത ചന്ദ്രനിലാണെങ്കിൽ രാത്രികാല ചൂടെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-110 ഡിഗ്രി മൈനസ്, പിന്നെ പകല് അത് +110. വലിയ മാറ്റം ചൂടുമായിട്ട് ബന്ധപ്പെട്ടെന്താണ് പറയുന്ന സ്ഥിതിയൊക്കെ ഉണ്ട്. അറ്റ്മോസ്ഫിയർ ഉള്ളതുകൊണ്ടാണ് ഭൂമിക്ക് അത്തരത്തിൽ ഉള്ള നമുക്ക് ജീവിക്കാൻ സഹായപ്രദമായ രീതിയിലെങ്കിലും ആ ചൂടിനെ നിലനിർത്താനായിട്ട് സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ഒരു ഘടകം എന്ന് പറയുന്നത് ഹരിതവാതകങ്ങളാണ്. ഹരിതവാതക അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്, ഹരിതവാതക പ്രതിഭാസമാണ് അത്തരത്തിൽ ഭൂമിയുടെ ചൂടിനെ നമുക്ക് പറ്റിയ രീതിയിൽ അനുയോജ്യമായി നിലനിർത്താനായിട്ട് സഹായിക്കുന്നത്. ആ ഹരിതവാതകങ്ങൾ ഏറ്റവും പ്രധാനം കാർബൺ ഡൈ ഓക്സൈഡാണ്, നൈട്രസ് ഓക്സൈഡുണ്ട്, മീഥൈനുണ്ട്, അതുപോലെ തന്നെ മറ്റ് വാട്ടർ വേപ്പർ, മറ്റ് നിരവധിയായിട്ടുള്ള ഇപ്പോൾ നമ്മൾ പിന്നെ നിരവധിയായിട്ടുള്ള ചെറിയ ചെറിയ വാതക ഘടകങ്ങളും അതുമായി ബന്ധപ്പെട്ട്. നെക്സ്റ്റ്, ഇങ്ങനെയുള്ള തരത്തിൽ ഭൂമിയിൽ കഴിഞ്ഞ 1880-ന് ശേഷം നമ്മൾ ടെമ്പറേച്ചറിൻ്റെ ഒരു മോണിറ്ററിങ് അല്ലെങ്കിൽ ഒരു നിരീക്ഷണം നടത്തിയാൽ വർദ്ധിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ഗ്രാഫാണ് ഇവിടെയുള്ളത്. അത് വർദ്ധിക്കാനുള്ള കാരണം ആഗോളതാപനം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം കാരണമാണ്. ആഗോളതാപനം ഉണ്ടാകുന്നത് നമ്മുടെ പിന്നെ അന്തരീക്ഷത്തിൽ കൂടുതലായിട്ട് ഹരിതവാതകങ്ങൾ അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്നതുകൊണ്ടാണ്. ആ ഗ്രീൻ ഹൗസ് ഗ്യാസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥൈൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ഓസോണുണ്ട്, വാട്ടർ വേപ്പറുണ്ട്, പിന്നെ നിരവധിയായിട്ടുള്ള മറ്റ് ചെറിയ ചെറിയ വാതക ശേഖരങ്ങളുമുണ്ട്. അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, നമ്മൾ സാധാരണ കത്തിക്കുമ്പോൾ
അല്ലെങ്കിൽ അത് പിന്നെ നമ്മുടെ ഇന്ധനം, അത് കൽക്കരി ആയാലും ഓയിലായാലും മറ്റേതൊരു വസ്തുവായാലും തടിയായാലും ഒക്കെ കത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിട്ട് അന്തരീക്ഷത്തിലേക്ക് ചെയ്യുന്നത്. നൈട്രസ് ഓക്സൈഡ് സാധാരണ നമ്മൾ ധാരാളമായിട്ടുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അതിൽ നൈട്രസ് ഓക്സൈഡ് കൂടുതലായിട്ട് മണ്ണിൽ വരികയും അത് വാതകമായിട്ട് മാറുന്ന സ്ഥിതിയുണ്ട്. മീഥെയിൻ പോലെയുള്ള വസ്തുക്കൾ സാധാരണ നമ്മൾ അഴുകുന്ന വസ്തുക്കൾ അഴുകുമ്പോൾ ആണ് മീഥെയിൻ ഉണ്ടാകുക. ഇപ്പോൾ നമ്മൾ ബയോഗ്യാസ് പ്ലാന്റുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ബഹിർഗമിക്കുന്ന വാതകം അല്ലെങ്കിൽ കത്തിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്ന വാതകം മീഥെയിനാണ്. അപ്പോൾ അത്തരത്തിൽ ഇവയൊക്കെ കൂടുതലായിട്ട് അന്തരീക്ഷത്തിൽ അടിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചൂട് വർദ്ധിക്കാനുള്ള കാരണവും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ 1800 ശേഷം വലിയ തോതിലുള്ള വർധന ഈ ഈ ഇന്ധനം കത്തിക്കുന്നതിലും മറ്റ് പല പ്രവർത്തനങ്ങളിലും ഉണ്ടായത് മൂലം ഈ വാതകങ്ങളുടെ ബഹിർഗമനം വളരെ വർദ്ധിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് ചൂട് വർദ്ധിക്കുന്ന സ്ഥിതിയുണ്ട്. നെക്സ്റ്റ്, നമ്മളിത് നോക്കിക്കഴിഞ്ഞാൽ ഇത് പിന്നെ ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ ക്ലൈമറ്റ് ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള പഠനം നടത്തുന്ന ആഗോള സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് നമുക്ക് സംസാരിക്കാനാകുക ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച്. 2005 കണക്ക്, പുതിയ കണക്ക് 2021 സമയക്കുറവുകൊണ്ട് ഞാനതെടുത്ത് വെച്ചില്ല എന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിലാണ്. അപ്പോൾ ആ റെഡ് കളറിലുള്ളതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് 1500 ഏതാണ്ട് 1800 ശേഷം നോക്കൂ, ഇവിടെ ഇത് 1900, ഇത് 2000, 1800 ശേഷം എത്ര വേഗത്തിലാണ് ഈ വാതകത്തിൻ്റെ വർധന ഉണ്ടായതെന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഈ കാലാവസ്ഥാ മാറ്റത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള പിന്നെ സ്വാധീനം അല്ലെങ്കിൽ ആഘാതം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. നെക്സ്റ്റ്, ഇവിടെ നമുക്കറിയാം ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മാറ്റം. ഇത് ഞാൻ 2016 റിപ്പോർട്ടാണ് ഞാൻ എടുത്തത്. 2021 പുതിയ റിപ്പോർട്ടും ഡേറ്റയൊക്കെ ഉണ്ട്. ഇതുപോലെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിയാണ്, കൂടുതലായിട്ട് വർദ്ധിക്കുന്ന സ്ഥിതിയാണ്. അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഏതാണ്ട് 404 ppm അല്ലെങ്കിൽ പാർട്സ് പെർ ബില്യൺ ഒരു ദശലക്ഷത്തിൽ ഒരു ഭാഗം ആയിട്ട് വർദ്ധിച്ച് വന്നിരുന്നതാണ്. എവിടുന്ന് ഏതാണ്ട് 377 നിന്ന് 4004 അത് 2021 കണക്ക് വരുമ്പോൾ അത് 421 ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വർധന ഈ കാർബൺ ഡൈ ഓക്സൈഡിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അനുസരിച്ച് നമ്മുടെ ഈ ചരിത്രപരമായിട്ട് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമുക്ക് അടുത്ത ഗ്രാഫിനകത്ത് കാണാൻ സാധിക്കും. ഇതിൽ 1950 ശേഷം നേരെ വർദ്ധിക്കുന്നൊരു സ്ഥിതിയാണ്. വളരെ വെർട്ടിക്കലായിട്ട് അല്ലെങ്കിൽ വളരെ വേഗത്തിൽ വളരെ പെട്ടെന്ന് 50 വർഷം കൊണ്ട് തന്നെ ഏതാണ്ട് 280 നിന്ന് 400ഓളം അല്ലെങ്കിൽ 400ഓളം ആയിട്ട് വർദ്ധിക്കുന്ന ഒരു സ്ഥിതി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ 50കൾക്ക് ശേഷം നമ്മൾ എത്രമാത്രം ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനത്തിന് കാരണക്കാരായി എന്നുള്ളത് നമ്മൾ ഈ ഗ്രാഫിൽ നോക്കിയാൽ മനസ്സിലാകും. നെക്സ്റ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് എന്താണ് സംഭവിക്കുക? ചൂട് വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മുടെ പോളാർ റീജിയൻ, പോളാറിന് മലയാളം എന്താ പറയും? ധ്രുവപ്രദേശങ്ങളിൽ ഉള്ള മഞ്ഞുരുകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ മഞ്ഞുരുകുന്നത് കൂടുതൽ വെള്ളം ഭൂമിയിലേക്ക് എത്തിക്കും. കടലിൽ ജലത്തിൻ്റെ വർധന ഉണ്ടാകും. അതുപോലെ തന്നെ കടലിലെ താപനില വർദ്ധിക്കും. അപ്പോൾ ജലത്തിൻ്റെ ജലത്തിൻ്റെ വോളിയവും വർദ്ധിക്കുന്നതിന് കാരണമാകും, വ്യാപ്തിയും വർദ്ധിക്കുന്നതിന് കാരണമാകും. അങ്ങനെ ഒരു സീ ലെവൽ റൈസ് നമ്മളുടെ ഭൂമിയിൽ ഇന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പല സ്ഥലങ്ങളിലും വെള്ളത്തിൻ്റെ വർധന അല്ലെങ്കിൽ സമുദ്രനിലയിൽ വലിയ വർധന ഇന്ന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ 2016 കണക്ക് വെച്ചാണെങ്കിൽ 3.4 മില്ലിമീറ്റർ ഓരോ വർഷവും വർദ്ധിക്കുന്നതായിട്ടാണ് കണ്ടത്. അതിൽ നിന്ന് ലേശം കുറഞ്ഞിട്ടുണ്ട്. ഒരു 3.2 2021 ആയപ്പോഴത്തേക്ക് പ്രഡിക്റ്റ് ചെയ്തത്. കാരണം കൂടുതൽ ഡേറ്റ, കൂടുതൽ ഇൻഫർമേഷനൊക്കെ വെച്ചിട്ടാകുമ്പോൾ കുറച്ചുകൂടെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും മോഡലിംഗ് നടത്തുമ്പോൾ. അപ്പോൾ അത്തരത്തിലുള്ള വർധന നമുക്കറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരു വർഷം കൊണ്ട് 3 അല്ലെങ്കിൽ 3 മില്ലിമീറ്റർ വർദ്ധിക്കുമ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്കാണ്ട് 3 സെൻറ്റിമീറ്റർ വർധനയാണ് വരുന്നത്. 3 സെൻറ്റിമീറ്റർ വർധന കടൽ ജലത്തിലുണ്ടാകുമ്പോൾ അത് നമ്മളുടെ ഗ്രൗണ്ട് വാട്ടറിനെ വർദ്ധിക്കും,
തീരപ്രദേശത്തുള്ള സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടും, പുതിയ സ്ഥലങ്ങളിലേക്ക് വെള്ളം കയറി നിൽക്കാനുള്ള സാധ്യത വരും. അങ്ങനെ ജനജീവിതം ദുസ്സഹമാക്കുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വികാസം നടന്നിട്ടുള്ളത് നമ്മുടെ തീരപ്രദേശങ്ങളിലാണെന്ന് നമുക്ക് കാണാൻ പറ്റും. കേരളം എടുത്താലും ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റി ഉള്ളത് കേരളത്തിൻ്റെ തീരപ്രദേശങ്ങളിലാണ്. അപ്പോൾ അത്തരത്തിൽ ഈ ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ പട്ടണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് തീരപ്രദേശങ്ങളിലാണ്. സ്വാഭാവികമായിട്ടും അത്തരം പട്ടണങ്ങളിലുള്ള വികസന പ്രവർത്തനങ്ങളെല്ലാം തടസ്സപ്പെടുത്താൻ ഇത്തരത്തിലുള്ള ഈ സമുദ്രജല വർധന കാരണമായേക്കാം. അങ്ങനെയുള്ള സാധ്യതകളുണ്ട്. നെക്സ്റ്റ്. അതുപോലെ തന്നെ മഞ്ഞുരുകുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ അന്റാർട്ടിക്കയിലെ മഞ്ഞിൻ്റെ വ്യതിയാനം, ഗ്രീൻലാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിൽ മഞ്ഞില്ലാതാകുന്നതിൻ്റെ ആയിട്ടുള്ള മാറ്റങ്ങൾ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. അതിലൊക്കെ തന്നെയും വലിയ തോതിലുള്ള ആഘാതം മനുഷ്യ സമൂഹത്തിന് അതുണ്ടാക്കും എന്നുള്ളതിൽ തർക്കമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ആഗോളതലത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ വരുന്ന നമ്മുടെ വലിയ ഇടപെടലുകളും വലിയ വികസന പ്രവർത്തനങ്ങളും വലിയ തോതിലുള്ള ഇന്ധന ഉപയോഗവും പരിസ്ഥിതിയെ പരിരക്ഷിക്കാതെയുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ആഗോള താപനം വർദ്ധിക്കാനുള്ള കാരണമാകും. അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മളിതിനൊരു നിയന്ത്രണം കൽപ്പിച്ചില്ലെങ്കിൽ അത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, നമ്മുടെ മത്സ്യ മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും, മഴയുടെ രീതിയിൽ വലിയ മാറ്റങ്ങൾ, ഇതൊക്കെ നമുക്കിപ്പോൾ തന്നെ അനുഭവം ഉണ്ടായി വരുന്നതാണ്. കൃഷിയിൽ നമുക്ക് നേരിട്ട് അനുഭവങ്ങളുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് നമുക്ക് വലിയ അനുഭവങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ്. അപ്പോൾ നമ്മളിപ്പോൾ 2022 കണക്ക് നോക്കിക്കഴിഞ്ഞാൽ എത്രമാത്രം വർധന വന്നു എന്ന് നോക്കൂ. 2020 413.3 ppm ആയിരുന്നു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിലെ. അത് IPCCയുടെ കണക്കനുസരിച്ച് ജനുവരി 21 415.15 ആയിട്ട് വർദ്ധിച്ചു. 22 417 വർദ്ധിച്ചു. ഇനി അടുത്ത ഒരു കണക്കിലേക്ക് പോകും. വെറും ഒരു വർഷം കൊണ്ട്, അല്ലെങ്കിൽ വെറും 3 മാസം കൊണ്ട് 421 പാർട്സ് പെർ മില്യണിലേക്ക് വർദ്ധിച്ച ഒരു സ്ഥിതിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ വലിയ മാറ്റം 2025 2031 കാലമാകുമ്പോഴത്തേക്ക് കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പ് നമ്മളുടെ നിലവിലെ അനുഭവം വെച്ച് ഒട്ടും അതിശയോക്തിപരമല്ല. ഇത് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സ്ഥിതിയുണ്ട്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാലന രീതി, അല്ലെങ്കിൽ പരിപാലന ജീവിത രീതി നമ്മൾ സ്വായത്തമാക്കണം എന്നുള്ളത് കൂടുതൽ ശക്തമായിട്ട് ചിന്തിപ്പിക്കുന്നതിന് ഈ കണക്ക് നമ്മളെ നിർബന്ധിക്കുന്നുണ്ട്. കഴിഞ്ഞ 60 വർഷമായിട്ട് നമ്മൾ കാലാവസ്ഥാ വ്യതിയാനമായിട്ടുള്ള കൂടുതൽ ചർച്ചകളും അറിവുകളൊക്കെ നേടിയത് കഴിഞ്ഞ ഒരു 60 വർഷമായിട്ടാണ്. ആ 60 വർഷമായിട്ടുള്ള നമുക്ക് പല അവസരങ്ങളുണ്ടായിരുന്നു. ഈ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പല അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷേ ആ അവസരങ്ങളിലൊന്നും തന്നെ ആരാണ് വലുത്, രാജ്യങ്ങൾ തമ്മിൽ ആരാണ് വലുത് എന്നുള്ള ചോദ്യങ്ങൾ, പണക്കാരൻ പാവപ്പെട്ടവനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരു നിരവധിയായിട്ടുള്ള ആഗോള പ്രശ്നങ്ങളിലൊക്കെ പെട്ടുകൊണ്ട് ഈ മേഖലയിലൊന്നും തന്നെ ഇടപെടുന്നതിനായിട്ടോ വേണ്ടത്ര ഒരു പരിഹാരത്തിലേക്ക് പോകുന്നതിനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. നെക്സ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാണേണ്ടതായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഇന്ധനത്തിൻ്റെ വർദ്ധിച്ച ഉപയോഗം, അത് കൽക്കരി ആയാലും ഓയിൽ ആൻഡ് ഗ്യാസ് ആയാലും ഒക്കെ തന്നെ വർദ്ധിച്ച ഉപയോഗം സ്വാഭാവികമായിട്ടും ധാരാളമായിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം സാധ്യമാകും. അതുപോലെ തന്നെ മാലിന്യം കൂട്ടിയിട്ടുകൊണ്ട് വേണ്ട രീതിയിൽ സംസ്കരിക്കാതെ വന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള മീഥെയ്ൻ ബഹിർഗമനം ഉണ്ടാകും. രാസവസ്തുക്കൾ വലിയ തോതിൽ ഉപയോഗിച്ചുകൊണ്ട് കൃഷി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നൈട്രസ് ഓക്സൈഡിൻ്റെ വർധനമുണ്ടാകും. ഇങ്ങനെ ഉള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ടും ഒരു നല്ല രീതിയിൽ നമ്മൾ പരിശോധിക്കുകയും അത് ഫലപ്രദമായ രീതിയിൽ പരിപാലനം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തില്ലെങ്കിൽ വലിയ തോതിലുള്ള വർധന ഈ ഫോസിൽ ഫ്യൂവൽ ഉപയോഗത്തിൽ, ഫോസിൽ ഫ്യൂവൽ എന്ന് പറയുന്നത് കൽക്കരിയും ഓയിലും ഒക്കെയാണ്, അതിൻ്റെ ഉപയോഗത്തിൽ ഒരു 75% വർധന ഈ 2025 വരുമെന്നും, അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള കാർബൺ ബഹിർഗമനം ഉണ്ടാകുകയും അത് അന്തരീക്ഷത്തിൽ അടിഞ്ഞുകൂടി
വലിയ തോതിലുള്ള കാലാവസ്ഥ വ്യതിയാനത്തിന് കാരണമാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും 2025 ആകുമ്പോഴത്തേക്ക് 75% ഇന്ധന ഉപയോഗം കുറയ്ക്കണം എന്നുള്ളതാണ് ശാസ്ത്രജ്ഞരുടെ ഒരു അഭിപ്രായം. പക്ഷേ IPCC അത്തരത്തിൽ ഉള്ള ഒരു പ്രവചനം നടത്തിയിട്ടില്ല. പക്ഷേ ലോകത്തിലുള്ള പല പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരും ഇത് വളരെ വലിയ ഒരു പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് 75% വാതകം കുറയ്ക്കുക, 75% ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം 2025 കുറയ്ക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു അജണ്ടയായിട്ട് കണക്കാക്കി വരുന്നുണ്ട്. സാധിക്കുമോ എന്ന് നമുക്കറിയില്ല. വലിയ വലിയ ബുദ്ധിമുട്ടാണ് സാധിക്കാനായി. പക്ഷേ അങ്ങനെ ഒരു പ്രഡിക്ഷൻ വന്നിരിക്കുന്നു. അങ്ങനെ ഇല്ല എങ്കിൽ വലിയ ഒരു മാറ്റം ആണ് ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നതാണ്. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന 4 കാര്യങ്ങളാണ് അതിനുശേഷം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ 425-450 പാർട്സ് പെർ മില്യൺ എന്ന് പറയുന്ന ഒരു ടിപ്പിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ മുകളിലേക്ക് കാർബൺ പോയി കഴിഞ്ഞാൽ ഗ്ലോബൽ ടെമ്പറേച്ചർ നമ്മളുടെ പരിധിയിൽ, നമ്മളുടെ കൺട്രോളിൽ നിൽക്കില്ലായെന്നും വളരെ വലിയ തോതിൽ അത് വർദ്ധിക്കുമെന്നും നമുക്ക് എത്രയാണെന്ന് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിൽ വർദ്ധിക്കുമെന്നും, അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് വലിയ തോതിലുള്ള ജനസഞ്ചയം ഇല്ലാതാകുന്നതിന് കാരണം ആകുന്നുള്ളതാണ് അവരുടെ പ്രഡിക്ഷൻ പറയുന്നത്. അപ്പോൾ ഈ ഇത് 425-450 നിർത്തിയില്ലെങ്കിൽ ഏതാണ്ട് പകുതിയോളം ആളുകളുടെ ജീവൻ ഇല്ലാതാകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഭൂമി മാറും. അത് പലതരത്തിലാണ്. വെള്ളമില്ലാതെ വരാം, ഭക്ഷണമില്ലാതെ വരാം, അന്തരീക്ഷ താപനം കൂടിയിട്ട് ജീവിക്കാൻ പറ്റാത്ത വരാം. അങ്ങനെ അതുപോലെ വലിയ തോതിലുള്ള മറ്റേ പ്രകൃതി സ്തോഭങ്ങൾ, ഇപ്പോൾ വലിയ കാറ്റ്, മഴ, വെള്ളപ്പൊക്കം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മരിക്കുന്ന ആൾ, അങ്ങനെ അത്തരത്തിൽ ഉള്ള ഒരു മാറ്റം വരുന്ന ഈ 5-6 വർഷം കൊണ്ട് നമ്മൾ നിയന്ത്രിച്ചില്ല എങ്കിൽ ഏതാണ്ട് പകുതിയോളം ജനങ്ങളുടെ ജീവൻ ഈ ഭൂമിയിൽ ഇല്ലാതാകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വലിയ ഷോക്ക് നമ്മളുടെ മുമ്പിൽ നിൽക്കുന്നു. രണ്ടാമതായിട്ടുള്ളത്, ഇനി 500 ppm മുകളിലേക്കാണ് പോകുന്നതെങ്കിലോ, 500 ppm മുകളിലേക്ക് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ദശകത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിനകം 3 മീറ്റർ വരെ ഈ ഭൂമിയുടെ സമുദ്രനില ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോൾ 3 മീറ്റർ വരെ ഉയർന്നാൽ എന്താ സ്ഥിതി? നമ്മുടെ കൊച്ചി പോലെയുള്ള സ്ഥലങ്ങളുണ്ടാവില്ല, തിരുവനന്തപുരത്തിൻ്റെ പല പ്രദേശങ്ങളും ഉണ്ടാവില്ല. അതുപോലെയുള്ള തീരപ്രദേശങ്ങളിലെ പല വലിയ പട്ടണങ്ങളും വെള്ളം പൊങ്ങിയിട്ട് ഇതും. അതുപോലെ തന്നെ വെള്ളപ്പൊക്കം മാത്രമല്ല, വെള്ളത്തിൻ്റെ ലഭ്യതയിൽ, മാലിന്യത്തിൻ്റെ വർധനയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വരും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 1-2 ശതാബ്ദം കഴിയുമ്പോഴത്തേക്ക് 10-70 മീറ്റർ വരെ അത് ഈ സീ ലെവൽ വരാം. അങ്ങനെ 10-70 മീറ്റർ വരെ സീ ലെവൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ കോട്ടയം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഭൂമിക്ക് വെള്ളത്തിനടിയിലാകും. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വരാം. അതും വളരെ വലിയൊരു ഷോക്കിംഗ് ഇതാണ്. ഇനി 600-ന് മുകളിലേക്ക് പോയാൽ സ്വാഭാവികമായിട്ടും വലിയ തോതിലുള്ള മീഥെയ്ൻ ബഹിർഗമനം കാരണമാകുകയും വീണ്ടും ടെമ്പറേച്ചർ കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഈ മനുഷ്യരുടെ പൂർണ്ണമായിട്ടുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഇല്ലായ്മയിലേക്ക് അത് പോകാമെന്നും, 750 മുകളിലേക്കാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള ജീവികൾക്ക് വസിക്കാനാകാത്ത വിധം ഭൂമി മാറുമെന്നുള്ള പ്രഡിക്ഷനാണ് ഈ ശാസ്ത്ര സമൂഹം നൽകിയിട്ടുള്ളത്. ഇത് അവിശ്വസിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ മാറ്റങ്ങളും വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളും ഒക്കെ വെച്ച് നമ്മളൊരു മോഡലിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിസൾട്ടുകളൊക്കെ കിട്ടാം. അപ്പോൾ വലിയ മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാകാൻ പോകുന്നു. നമ്മൾ സ്വയം നിയന്ത്രിച്ചില്ലെങ്കിൽ, നമ്മളുടെ സമൂഹം കാര്യമായിട്ട് കാര്യങ്ങളെ കണ്ടില്ല എങ്കിൽ, നിയന്ത്രിച്ചില്ല എങ്കിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് വ്യക്തികളുടെ സ്വഭാവമായിട്ട് മാറ്റേണ്ടതുണ്ട്. ഒരു പരിധിവരെ ഈ ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് ജീവിക്കാനായിട്ട് അവർ സ്വയം തയ്യാറാകേണ്ടതുണ്ട്. ഗവൺമെൻറ്റുകൾ ഇതറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. രാജ്യാന്തര സമൂഹം അത്തരത്തിലുള്ള തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഭരണവർഗം, ലോകത്തെ ഭരണവർഗം തീരുമാനമെടുക്കും. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഘടകങ്ങൾ. പക്ഷേ ഈ സത്യാവസ്ഥ ഓരോ വ്യക്തിയും അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ്. ഇപ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഇപ്പോൾ ഇതിനകത്ത് ഒരുപാട് ലിസ്റ്റുണ്ട്. ഒന്ന് സ്വാഭാവികമായിട്ടും
പ്രകൃതി വിഭവങ്ങളുടെ കുറവ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് നയിക്കും. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ പിന്നെ നീരാവിയുടെ വർധന അന്തരീക്ഷത്തിലുണ്ടാകും. അത് വീണ്ടും പിന്നെ ചൂട് കൂട്ടും. സമുദ്രനില വർധന ഉണ്ടാകും. അതുപോലെ തന്നെ മീഥേൻ്റെ അംശം വളരെ പെട്ടെന്ന് വർദ്ധിക്കും. പെട്ടെന്ന് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെ ഈ ഓക്സിജൻ്റെ അളവിനെയാണ് ഇല്ലാതാക്കുന്നത്. അപ്പോൾ ഓക്സിജൻ്റെ അളവിനെ ഇല്ലാതാക്കുമ്പോൾ ചെറിയ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോലും, ഇപ്പോൾ നമുക്ക് ഹിമാലയം പോലെയുള്ള സ്ഥലങ്ങളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ആവശ്യത്തിനുള്ള എയർ, നമ്മളുടെ ശാരീരിക സ്ഥിതിക്ക് അനുസരിച്ചുള്ള ഓക്സിജൻ അബ്സോർബ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ മീഥേൻ കൂടുതലായിട്ട് വരുമ്പോഴത്തേക്ക് ഓക്സിജൻ്റെ ലഭ്യത വളരെ കുറയുകയും സ്വാഭാവികമായിട്ടും വലിയ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പിന്നെ സാമ്പത്തിക നഷ്ടങ്ങൾ, അതുപോലെ മൃഗങ്ങളുടെ പിന്നെ അറ്റാക്ക്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കാര്യം ഇത് തയ്യാറാക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പുലിയുടെയും കടുവയുടെയും അതുപോലെ പന്നിയുടെ ആക്രമണം, പട്ടിയുടെ ആക്രമണമൊക്കെ ഇത് ഉണ്ടാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതിൻ്റെയൊക്കെ ഒരു എഫക്റ്റ് അതിനകത്തും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെ ആനിമൽ അറ്റാക്സ് വർദ്ധിക്കും, സുനാമീസ് വർദ്ധിക്കും, വോൾക്കാനിക് ആക്ടിവിറ്റി വർദ്ധിക്കും, എയർ പൊല്യൂഷൻ വളരെ വലിയ വർദ്ധിതമായിട്ടുള്ള തോതിലുണ്ടാകും, ചൂട് വർദ്ധിക്കും, അതുപോലെ തന്നെ വരൾച്ച വളരെ വർദ്ധിക്കും, പിന്നെ ഭക്ഷണ സാധനങ്ങളുടെ ലഭ്യത വളരെ കുറയും, അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ ലഭ്യത ഗണ്യമായിട്ട് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മരുവൽക്കരണം വളരെ വേഗത്തിൽ നടക്കും. അപ്പോൾ കൃഷി തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ബുദ്ധിമുട്ടിലാകും. അതുപോലെ വലിയ പിന്നെ കാട്ടുതീ പോലെയുള്ള സംവിധാനങ്ങളുണ്ടാകും. ഓഷ്യൻ അസിഡിഫിക്കേഷൻ വർദ്ധിക്കും. അപ്പോൾ അതിന് സ്വാഭാവിക പ്രക്രിയ എന്ന് പറയുന്നത്, ഇപ്പോൾ സമുദ്രത്തിലെ ഈ പിന്നെ ഒരു സമുദ്രജലത്തിൻ്റെ ഒരു pH മൂല്യം എന്ന് പറയുന്നത് 8.1. അത് ക്ഷാര സ്വഭാവമാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ കൂടുതലായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ലയിക്കുമ്പോൾ, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് സമുദ്രത്തിലൊരു പരിധി വരെ ലയിക്കും. അപ്പോൾ അത് ലയിക്കുന്നത് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഓക്സിജൻ പിന്നെ കടൽ ജലം കൂടുതൽ അസിഡിക്കായിട്ട് മാറും. അങ്ങനെ അസിഡിക്കായിട്ട് മാറുമ്പോൾ കടലിലെ മിക്കവാറും എല്ലാ ഇക്കോളജിക്കൽ സംവിധാനങ്ങളും കാർബോഹൈഡ്രേറ്റുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ നമ്മൾ കോറൽ റീഫ്സ് അങ്ങനെയൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന നമുക്കറിയാം കാർബോഹൈഡ്രേറ്റ് അല്ല കാർബൺ ഡൈ ഓക്സൈഡ് കാൽഷ്യം കാർബണേറ്റൊക്കെ അതിലേക്ക് ആസിഡ് കൂടുതലായിട്ട് ചെല്ലുമ്പം അതൊക്കെ ബ്ലീച്ച് ചെയ്യപ്പെടും. അപ്പോൾ കോറലിൻ്റെ ജീവിക്കുന്ന കോറൽസ് ഇല്ലാതാകും. അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യത്തിൻ്റെ മാറ്റങ്ങൾ നമുക്കിപ്പോൾ തന്നെ അറിയാം. വലിയ വർദ്ധിതമായിട്ടുള്ള ജൈവ വൈവിധ്യ ശോഷണം ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നടക്കുന്നു, മറ്റ് എല്ലാ സ്ഥലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എയറിൻ്റെ കുറവ്, ഇപ്പോൾ ഫൈറ്റോ പ്ലാങ്ക്ടൺ പോലെയുള്ള അല്ലെങ്കിൽ ഏകകോശ ജീവികളുടെയൊക്കെ പ്രവർത്തനങ്ങൾ കുറയുന്ന സ്ഥിതി ഉണ്ടാകും. അങ്ങനെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ ഭൂമിയിൽ ഉണ്ടാകും. വലിയ തോതിൽ ജനങ്ങളുടെ മൈഗ്രേഷൻ, ജനങ്ങളുടെ പ്രയാണം ഉണ്ടാകും. വെള്ളമില്ലാത്ത സ്ഥലത്ത് നിന്ന് വെള്ളമുള്ള സ്ഥലങ്ങളിലേക്ക്, കൃഷിയില്ലാത്ത സ്ഥലങ്ങളിൽ കൃഷിയുള്ള സ്ഥലങ്ങളിലേക്ക്, ഇത്തരത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ധാരാളമായിട്ടുള്ള ജനങ്ങൾക്ക് ജീവിതം നഷ്ടപ്പെടാനുള്ള സാഹചര്യം. ഇങ്ങനെ വളരെ വലിയ നമ്മൾ സ്വപ്നം കാണാത്ത മാറ്റങ്ങളാണ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഒരു പക്ഷേ നമ്മൾ നേരിടേണ്ടതായിട്ട് വരിക. അപ്പോൾ അപ്പോൾ ചൂടിനെ നിയന്ത്രിച്ച് നിർത്തുക, അതിന് പിന്നെ വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഉത്തരവാദിത്വമായിട്ട് മനുഷ്യ സമൂഹത്തിൻ്റെ അനിവാര്യ ഉത്തരവാദിത്വമായിട്ട് മാറുന്നു. അതോടൊപ്പം നിലവിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ നേരിട്ടുകൊണ്ട് മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. നെക്സ്റ്റ് ചില കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില കാര്യങ്ങളാണ്. ഐസ് മെൽറ്റ് ചെയ്യുന്നത്, മീഥേൻ റിലീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഇവിടെ അപ്പോൾ വലിയ മാറ്റങ്ങൾ നമ്മളുടെ ഭൂമിയിൽ വരും. അതിൽ ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റൈസിങ് ഗ്ലോബൽ ടെമ്പറേച്ചർ ആൻഡ് ഇൻക്രീസിങ് ഡിസ്കംഫർട്ട് എന്ന് പറയുമ്പോൾ ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് നമ്മൾ മാറുക. ചൂട് വർധനയാകാം, വെള്ളത്തിൻ്റെ ലഭ്യത കുറവാകാം, അല്ലെങ്കിൽ അസുഖങ്ങൾ വർദ്ധിക്കുന്നതാകാം. അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ രോഗത്തിനെ നിയന്ത്രിക്കാനുള്ള നമ്മളുടെ ശേഷി, ഇപ്പോൾ പുതിയ വൈറസുകളുടെ ജനനമാകാം. ഇങ്ങനെ പൊതുവിലുണ്ടാക്കുന്ന നിരവധിയായിട്ടുള്ള ഡിസ്കംഫർട്ട്സ് സ്വാഭാവികമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ക്രോപ്പ് ഫെയിലുവേഴ്സും, ക്രോപ്പ് ഇല്ലാതെ വരുന്ന അല്ലെങ്കിൽ ക്രോപ്പ് ഈൽഡ്സ് കുറയുന്ന സ്ഥിതി ഉണ്ടാകും. നിരവധിയായിട്ടുള്ള റീജിയണൽ, നാഷണൽ, ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാകും. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം തന്നെ വളരെ വർദ്ധിക്കും പല സ്ഥലങ്ങളിലും. അപ്പോൾ അത്തരത്തിൽ ഉള്ള പ്രശ്നങ്ങൾ.
അതുപോലെ തന്നെ ഈ കൃഷിയിൽ ചെയ്യുന്ന രീതിയിൽ വേണ്ടി വരുന്നതായിട്ടുള്ള മാറ്റങ്ങൾ നമ്മൾ വളരെ കാലങ്ങളെടുത്ത് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള മാർഗങ്ങളിൽ നിന്ന് വേഗത്തിൽ നമുക്കൊരു മാറ്റം സാധിക്കില്ല. പക്ഷേ സാധിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സ്ഥിതിയിൽ നമ്മൾ എങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അഡോപ്റ്റ് ചെയ്യുന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വലിയ മാറ്റങ്ങൾ വരും എന്ന് നമ്മൾ തീർച്ചയായിട്ടും കണ്ടേ മതിയാകും. ആ മാറ്റങ്ങൾക്ക് ഒഴിവാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വലിയ തോതിലുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡ് ബഹിർഗമനം കുറവാക്കണം. കത്തിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ ഇന്ധനങ്ങൾ കത്തിക്കുന്നതെല്ലാം ഗണ്യമായിട്ട് കുറയ്ക്കേണ്ടതായിട്ടുള്ള സ്ഥിതിയുണ്ട്. അടുത്ത് നെക്സ്റ്റ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ചില ഘടകങ്ങളൊക്കെ തന്നെയാണ്. നെക്സ്റ്റ്, അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ 451 ടിപ്പിംഗ് പോയിൻ്റ്, 500 എന്ന് പറഞ്ഞ ടിപ്പിംഗ് പോയിൻ്റ്, 650 എന്ന് പറഞ്ഞത്, 700 എന്ന് പറഞ്ഞ ടിപ്പിംഗ് പോയിൻറ്റ്സൊക്കെ ക്രോസ് ചെയ്യുമ്പം ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതിനകത്തൊന്ന് വലിയ തോതിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുണ്ടാകുന്നു, സാമ്പത്തിക നഷ്ടങ്ങളും അതിൻ്റെ പിന്നെ സാമ്പത്തിക സംവിധാനങ്ങളുടെ ക്ഷയവും തകർച്ചയും ഉണ്ടാകുന്നു. അതുപോലെ യുദ്ധങ്ങളും അതുപോലെ കോൺഫ്ലിക്റ്റുകളും വലുതായിട്ടുണ്ടാകുന്നു. ദേശീയമായിട്ടുള്ള ഇൻസ്റ്റബിലിറ്റി എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സാമൂഹിക ഇൻസ്റ്റബിലിറ്റിയും വരും. ഇതൊക്കെ നമ്മളുടെ ഇതിൽ ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ സൂക്ഷ്മമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഒരു കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടും പരിസ്ഥിതി ശോഷണവുമായി ബന്ധപ്പെട്ടും നമുക്കതിനെയൊക്കെ കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ഇത് പിന്നെ ഇത്തരത്തിൽ ഇപ്പോൾ നിലവിലുള്ള പിന്നെ അന്തരീക്ഷ താപനത്തിൻ്റെ തോതെടുത്താൽ തന്നെ ഏതാണ്ട് ഒരു ദശാബ്ദം കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കേരളത്തിലെ സ്ഥിതി ഇങ്ങനെയാകും. ഈ റെഡ് കളർ കാണുന്നതെല്ലാം വെള്ളക്കെട്ടുണ്ടാകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഏറ്റവും താഴെ നോക്കിയാൽ നമ്മുടെ വേമ്പനാട് കായലിൻ്റെ അല്ലെങ്കിൽ കുട്ടനാടിൻ്റെ പിന്നെ അപ്പർ കുട്ടനാട് റീജിയണൊക്കെ തന്നെയും വെള്ളത്തിൻ്റെ അടിയിലാകും. അതുപോലെ കൊച്ചി ഭാഗം, കൊച്ചിയുടെ കിഴക്കോട്ടുള്ള ഭാഗങ്ങൾ, ഈ വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടുള്ള പ്രദേശങ്ങളിലൊക്കെ വളരെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. 1 മീറ്റർ സീ ലെവൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംഭവിക്കും. അപ്പോൾ നമ്മളൊരു 10 വർഷം കൊണ്ട് 3 ഡിഗ്രി വരെ 3 മീറ്റർ വരെ സീ ലെവൽ ഉയരാം. വലിയ തോതിലുള്ള താപമാറ്റം ഉണ്ടായാൽ നമ്മൾ നേരത്തെ കണ്ടു. അങ്ങനെയാണെങ്കിൽ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വേഗത്തിൽ സംഭവിച്ചുകൂടായില്ല. അങ്ങനെ സംഭവിച്ചാൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന മാറ്റമാണിത്. ഇത് കേരളത്തിൽ മാറ്റമില്ല, ലോകത്തെല്ലാം ഉണ്ടാകും. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മൈഗ്രേഷൻ ഉണ്ടാകും, ഭൂവിഭവങ്ങളുടെ ലഭ്യതക്കുറവുണ്ടാകും, ജലത്തിൻ്റെ ശോഷണം ഉണ്ടാകും, ജീവിതം പൊതുവിൽ ദുർഘടമായിട്ട് മാറും, വെള്ളപ്പൊക്കം ഉണ്ടാകും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് ഇത് കൊണ്ടുപോകും. നെക്സ്റ്റ്, അപ്പോൾ ഇത് പക്ഷേ ഇത് പരിഹരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രം പറ്റുകയില്ല. നമ്മളുടെ മുകളിലുള്ള എല്ലാ സർക്കാർ തലങ്ങളും വിചാരിച്ചെങ്കിലേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ആഗോളതലത്തിലുള്ള ഭരണവർഗവും ഇത് പറ്റും. അപ്പോൾ എല്ലാ വികസിത രാജ്യങ്ങളും ഇപ്പോൾ പ്രശ്നം വികസിത രാജ്യങ്ങളിൽ ഒരു പരിധിവരെ ആളുകൾക്ക് ജീവിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ പിന്നെ ഭക്ഷണ വസ്തുക്കളായാലും ജലത്തിൻ്റെ ലഭ്യതയായാലും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള വികസിത രാജ്യങ്ങളെല്ലാം തന്നെ ഗണ്യമായിട്ടുള്ള ഈ പിന്നെ ഈ ഇന്ധനത്തിൻ്റെ ഉപയോഗം കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. അവികസിത രാജ്യങ്ങൾക്ക് അത് പറ്റില്ല. കാരണം അവികസിത രാജ്യങ്ങൾ ഇപ്പോഴും ജനങ്ങൾ പട്ടിണിയിലാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും കൂടുതലായിട്ടുള്ള ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൽ അല്ലെങ്കിൽ ആളുകൾക്ക് അഫോർഡ് ചെയ്യാവുന്ന ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിൽ കൂടെ മാത്രമേ അവരുടെ ഭക്ഷണവും മറ്റു വസ്തുക്കളും ജീവിക്കാനുള്ള സംവിധാനങ്ങൾ ഇനി ഒരുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെ സ്വാഭാവികമായിട്ടും അവരുടെ ഫ്യൂവൽ ഉപയോഗ വർധന പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രയാസമായിരിക്കും. പക്ഷേ വികസിത രാജ്യങ്ങൾ തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 75% ഇന്ധന ഉപയോഗം 2025 ആകുമ്പോഴത്തേക്ക് ഈ രാജ്യങ്ങൾ കുറയ്ക്കാനായിട്ട് തയ്യാറായെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനാവൂ എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇപ്പോഴും സംശയമാണ്. ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇപ്പോഴും വലിയ കിടമത്സരത്തിലാണ്. ഒരു രാജ്യം കുറയ്ക്കാമെന്ന് പറയുമ്പോൾ മറ്റേ രാജ്യം പറയും ഞങ്ങൾ കുറയ്ക്കില്ല. അപ്പോൾ അത്തരത്തിലുള്ള വലിയ ആഗോളതലത്തിലുള്ള പിന്നെ ഒരു തീരുമാനത്തിലേക്ക് ഇനിയും നമ്മളുടെ ആഗോള സമൂഹം എത്തിയിട്ടില്ല എന്നുള്ളൊരു വസ്തുതയുണ്ട്. നമ്മളെ വലിയ ആകാംക്ഷാഭരിതരാക്കുകയും അതുപോലെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ ചിന്തിക്കാനും പ്രേരിപ്പിക്കുകയാണ്. നെക്സ്റ്റ്,
അപ്പോൾ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് 1960-കളിൽ തന്നെ ആലോചനകൾ തുടങ്ങി. പിന്നെ പലതരത്തിലുള്ള കൺവെൻഷൻസ് രാജ്യങ്ങളുടെ ഉണ്ടായി. ആദ്യമായിട്ട് മെറ്റിയോളജിക്കൽ കാലാവസ്ഥ കോൺഫറൻസ് ആഗോളതലത്തിൽ നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തുന്നതിനും പല രാജ്യങ്ങളുടെ പിന്നെ കൂട്ടായ്മ രൂപപ്പെടുത്തുന്നതിനൊക്കെ അത് സഹായിച്ചു. അതുപോലെ തന്നെ പിന്നെ ഈ ക്ലൈമറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഇൻ്റർ ഗവൺമെൻറ്റൽ പാനൽ രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പിന്നെ നമ്മുടെ ഐക്യരാഷ്ട്ര സമിതി ആലോചിക്കാൻ തുടങ്ങി. കൊയോട്ടോ പ്രോട്ടോകോൾ, കോപ്പൻഹേഗൻ അക്കോർഡ്, പാരീസ് അഗ്രിമെൻറ്റ്, ഇങ്ങനെ നിരവധിയായിട്ടുള്ള ഇത് വന്നു. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം ഒരു പരിധിവരെയൊക്കെ ഉണ്ടായെങ്കിൽ പോലും പ്രവർത്തനങ്ങളൊരു രാജ്യവും നിർത്താനായിട്ട് തയ്യാറായില്ല. എല്ലാ രാജ്യങ്ങളും വികസനത്തിൽ യാതൊരു കുറവും വരുത്തിയില്ല. പരമ്പരാഗതമായിട്ടുള്ള ഇന്ധനങ്ങൾ തന്നെ അവർ ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെ ജൂലൈ 2021 കാർബൺ ബഹിർഗമനം 415 kPa ഇന്നിപ്പോൾ 2022 മാർച്ചിൽ അല്ലെങ്കിൽ 2022 അത് 421 നിൽക്കുന്നു. അപ്പോൾ 33 വർഷമായിട്ടുള്ള ഈ കാലാവസ്ഥ മേഖലകളിലുള്ള പിന്നെ അന്താരാഷ്ട്ര സമൂഹത്തിൻ്റെ ചർച്ചകളും തീരുമാനങ്ങളും ഒന്നും ഫലപ്രദമായ രീതിയിലേക്ക് അല്ലെങ്കിൽ വേണ്ടത്ര ഫലപ്രദമായ രീതിയിലേക്ക് ഇനിയും പോകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നത്. നെക്സ്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇങ്ങനെ കാലാവസ്ഥ വളരെ വെർട്ടിക്കലായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ അത് ഒരു ദിവസം നമ്മൾ പറഞ്ഞാൽ പെട്ടെന്നൊരു ടെക്നോളജിക്ക് അത് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ല. അതൊരു ഭൂമിയുടെ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയെ ഏത് സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചാലും വളരെ വേഗത്തിൽ നിയന്ത്രിക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് അത് പെട്ടെന്ന് നിയന്ത്രിക്കാം എന്ന് വിചാരിച്ചുള്ള ചിന്തകൾ ഫലപ്രദമാവില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ദീർഘനാളത്തെ ഇടപെടലുകളും അതുപോലെ തന്നെ പിന്നെ ഉള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് അല്പമെങ്കിലും പിടിച്ചു നിർത്താനായിട്ട് പറ്റൂ. അതുകൊണ്ട് വേഗത്തിൽ ചെയ്യുന്നതിന് പകരം വളരെ ചിന്തിതമായിട്ട് എല്ലാ ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ വേഗത്തിൽ ഒരു തീരുമാനത്തിലേക്ക് പോവുകയും അത്തരത്തിൽ ഒരു തീരുമാനം പോയില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഗ്രേറ്റ് ഗ്ലോബൽ ഡൈ ഓഫ് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കൂടായികയില്ല. അപ്പോൾ അങ്ങനെ പോകുന്നത് വരെ നമ്മൾ കാത്തിരിക്കണം എന്നുള്ളത് ഓരോ വ്യക്തിയും ചിന്തിപ്പിക്കുമ്പോഴാണ് അവരുടെ സംസ്ഥാനവും അവരുടെ രാജ്യവും മറ്റ് ആഗോള തലത്തിലുള്ള എല്ലാ രാജ്യങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ ഇക്കാര്യത്തിൽ വലിയ ബോധവാന്മാരാക്കണം. നമ്മൾ അഭിപ്രായം പറയണം. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ നമ്മൾ ഓരോ വ്യക്തികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും വേണം. നെക്സ്റ്റ്. അപ്പോൾ ഇത് അന്താരാഷ്ട്ര സമൂഹം ഇത് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിച്ച് നിർത്തുന്നതിന് വേണ്ടി ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവന്നു. അത് ഏതാണ്ട് 17 ഗോളുകൾ, 17 ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനുള്ള പ്രവർത്തനത്തിലേക്ക് എല്ലാ രാജ്യങ്ങളും പോകണം എന്നുള്ളൊരു തീരുമാനമാണ് ഐക്യരാഷ്ട്രസഭ എടുത്തത്. അത് ജനങ്ങളുടെ പിന്നെ പവർട്ടി അല്ലെങ്കിൽ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ഭക്ഷണം അല്ലെങ്കിൽ വിശപ്പ് ഇല്ലാതാക്കാനുള്ള ശ്രമം, അതുപോലെ തന്നെ ഈ പിന്നെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ 17 ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹം ഒരു തീരുമാനമെടുത്തു. 2030 ആകുമ്പോഴത്തേക്ക് ഈ ലക്ഷ്യം ഈ ലോകത്തെ എല്ലാ രാജ്യങ്ങളും നേടണം എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. അങ്ങനെ വരുമ്പോൾ ഈ ലക്ഷ്യങ്ങൾ നേടാനായാൽ സാധാരണ ഇപ്പോൾ പുറകിൽ നിൽക്കുന്ന അവികസിത രാജ്യങ്ങളെ പോലും നമുക്ക് മുമ്പോട്ട് കൊണ്ടുവരാനായിട്ടും അവരുടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങൾ ഈ ലക്ഷ്യങ്ങൾ നമ്മൾ നേടണമെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒരുപാട് സന്നദ്ധ സേവനം ആവശ്യമായിട്ടുണ്ട്. സംവിധാനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ബിസിനസ് മോഡൽസ് നമ്മൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ മാത്രമേ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളും നമുക്ക് നേടിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിലേക്ക് പോകാനുള്ള ശ്രമങ്ങൾ എല്ലാ രാജ്യങ്ങളും എടുത്തിട്ടുണ്ട്. ഇന്ത്യയും എടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ പഞ്ചായത്തുകളിൽ വരെ ഈ ചർച്ചകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഫലപ്രദമായ രീതിയിൽ മുമ്പോട്ട് പോയിട്ടില്ല. കാരണം സംഘടനാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത, അത്തരത്തിലുള്ള ആളുകളുടെ പിന്നെ കൂട്ടായ്മയുടെ കുറവ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. നെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ ഈ പരിഗണിക്കേണ്ടതായിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മളുടെ മുമ്പിലുള്ള എക്സ്പീരിയൻസിങ് ഹൈലി അൺഇവൻ സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻറ്റൻസിറ്റി ഓഫ് റെയിൻഫോൾ നമ്മളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. വലിയ പിന്നെ
താപനില വർധന, പിന്നെ വെള്ളപ്പൊക്കം, അതുപോലെ വലിയ പിന്നെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന ഇടിമിന്നൽ പോലെയുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള വർദ്ധിച്ചു വരുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനായിട്ട് പറ്റും. കടലുമായി ബന്ധപ്പെട്ടുള്ള സീ ഇറോഷൻ, അല്ലെങ്കിൽ വലിയ സീ സർജസ്, സുനാമി പോലെയുള്ള കാര്യങ്ങൾ, മണ്ണ് ഒലിപ്പ് വർദ്ധിക്കുന്നതിൻ്റെ, അങ്ങനെ പരിസ്ഥിതിയിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇതിനെ നമ്മൾ എങ്ങനെ നേരിടണം, എങ്ങനെ കാണണം, എങ്ങനെ നേരിടണം എന്നുള്ളൊരു ചിന്ത അടിയന്തരമായിട്ടുണ്ടാകണം. രണ്ട്, ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഈ കഴിഞ്ഞ ഒരു 50 വർഷമായിട്ട് ഒരു ശാസ്ത്ര സമൂഹത്തിൻ്റെ ഒരു പഠന പ്രക്രിയയായിരുന്നു ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം പേർ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംവിധാനം ഒരു സ്വാഭാവിക സംവിധാനമാണ്, അതുകൊണ്ട് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് പോലെയുള്ള വലിയ പിന്നെ ആഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല, അത് സ്വാഭാവികമായിട്ട് പ്രക്രിയയാണ്, അതിനോട് മനുഷ്യനും മറ്റ് ജീവജാലങ്ങളും അഡാപ്റ്റ് ചെയ്യും, അങ്ങനെ അങ്ങ് നമ്മൾ മുമ്പോട്ട് പോകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളായിരുന്നു ആദ്യകാലത്തുണ്ടായിരുന്നത്. ഒരുപാട് നാളായി ഭൂരിപക്ഷമായിട്ടുള്ള ആളുകളും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയിൽ അധികമായിട്ട് വളരെ വേഗത്തിൽ നമുക്ക് ആഘാതം ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇന്നിപ്പോൾ വന്ന് നിൽക്കുമ്പോൾ കഴിഞ്ഞ 50 വർഷം ശാസ്ത്ര സമൂഹത്തിൻ്റെ പഠനങ്ങളും പ്രഡിക്ഷൻസും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ സാധാരണ ജനങ്ങളുടെ പ്രശ്നമായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിന്നൊരു ശാസ്ത്ര സമൂഹത്തിൻ്റെ പ്രശ്നം മാത്രമല്ല, അത് പിന്നെ നമ്മുടെ സാമ്പത്തിക നിലയെ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സാമൂഹ്യ സ്ഥിതിയെ ബാധിക്കുന്നുണ്ട്, രാജ്യങ്ങൾ പരസ്പരമുള്ള രാഷ്ട്രീയ സ്ഥിതിയെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ പിന്നെ പലതരത്തിൽ ഉണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയുടെയും ലൈഫ് സ്റ്റൈലുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഈ കാലാവസ്ഥാ വ്യതിയാനം, വലിയ തോതിലുള്ള കാലാവസ്ഥാ വ്യതിയാനം ഇന്ന് സ്വാധീനിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ പിന്നെ വലിയ മാറ്റങ്ങൾ പരിസ്ഥിതിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ, കൃഷിയിൽ വന്നിട്ടുണ്ട്, ഫിഷറീസിൽ വരുന്നുണ്ട്. ഞാൻ വിശദമായിട്ട് പോകുന്നില്ല. കൃഷിയിൽ നമുക്കറിയാം, കാർഷിക മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ കാർഷിക രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പിന്നെ കാർഷിക ഉൽപ്പന്നങ്ങൾ കുറയുന്നത് മൂലമുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പിന്നെ മത്സ്യബന്ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, മറ്റ് മറൈൻ റിസോഴ്സ്, ആനിമൽ ഹസ്ബൻഡറിയിൽ വരുന്ന മാറ്റങ്ങൾ, ഫോറസ്റ്റ് റിസോഴ്സ് ഇല്ലാതാകുന്നതോട് ജൈവ വൈവിധ്യത്തിൻ്റെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പ്രശ്നങ്ങൾ, വൈറസ് പോലെയുള്ള പുതിയ രാജ്യാന്തര തലത്തിൽ തന്നെ നമ്മളെ ബാധിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ഭൂമിയും ജലവുമായി ബന്ധപ്പെട്ടുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ പെട്ടെന്നുള്ള പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ കാരണം ഉണ്ടാകുന്നുണ്ട്. ഇതിനെയൊക്കെ നമ്മൾ നേരിട്ടെങ്കിലേ പറ്റുള്ളൂ. ആ നേരിടാനുള്ള വഴികൾ നമ്മൾ അടിയന്തരമായിട്ട് ആലോചിക്കണം. അതൊരു ഒരു 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 രാജ്യത്തിൻ്റെ മാത്രമല്ല, ഒരു വ്യക്തിയുടെ പോലും ഉത്തരവാദിത്തമായിട്ട് മാറുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് വളരെ യോജ്യമായിട്ടുള്ള, വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പിന്നെ ഒരു മാനേജ്മെൻറ്റ്, ഒരു പരിപാലന സ്ഥിതിയിലേക്ക് നമ്മൾ മാറണം എന്നാണ് ഇത്തരത്തിലുള്ള ഈ കാലാവസ്ഥാ മാറ്റത്തിൻ്റെ വ്യതിയാനവും അതുമായി ബന്ധപ്പെട്ടുള്ള ആഘാതവും അതുമായി ബന്ധപ്പെട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള റെവലേഷൻസും ഒക്കെ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. നെക്സ്റ്റ്, അവിടെയാണ് നമ്മൾ ഗ്രീൻ മാനേജ്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കുന്നത്. ഗ്രീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഈ മാറിയിട്ടുള്ള അല്ലെങ്കിൽ മാറിയ പരിസ്ഥിതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ ഇല്ലാതാക്കാൻ അല്ലെങ്കിൽ മിറ്റിഗേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനൽ ചെയ്യാനായിട്ടുള്ള പ്രവർത്തനം, അതുപോലെ തന്നെ ഇനി ഉണ്ടാകാൻ പോകുന്ന അങ്ങനെ മാറ്റങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള പ്രവൃത്തി. അപ്പോൾ ഇത്തരത്തിൽ പരിസ്ഥിതിയെ സുസ്ഥിരമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഗ്രീൻ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പിന്നെ ലക്ഷ്യമായിട്ട് എടുക്കാറുള്ളത്. അപ്പോൾ അതിന് വേണ്ടി വരുന്നതായിട്ടുള്ള പഠനങ്ങളും അതിന് വേണ്ടി വരുന്നതായിട്ടുള്ള രീതികൾ കണ്ടെത്തുക, അതെങ്ങനെയാണ് നടപ്പിലാക്കുക, അതിൻ്റെ ചലഞ്ചസ് ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുക, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ഇടപെടാം. പക്ഷെ പ്രധാനമായിട്ട് അത് ലക്ഷ്യമിടുന്നത് ഈ വേസ്റ്റേജസ് കുറയ്ക്കുക. ഇപ്പോൾ വെള്ളത്തിൻ്റെ ഉപയോഗത്തിലായാലും ഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗത്തിലായാലും ഭൂമിയുടെ ഉപയോഗത്തിലായാലും ഇന്ധനത്തിൻ്റെ ഉപയോഗത്തിലായാലും എന്തിൻ്റെ ഉപയോഗത്തിലും നമ്മൾ വേസ്റ്റേജ് കുറയ്ക്കുക, ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ട് ആവശ്യമുള്ളത് മാത്രം ഉപയോഗിക്കുന്ന ഒരു ജീവിതക്രമത്തിലേക്ക് ഓരോ വ്യക്തിയും മാറേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനമാണ്. അത് നമ്മളുടെ ശീലത്തിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. രണ്ടാമതായിട്ട് ഈ റീയൂസ് ഹാബിറ്റ്, എത്രമാത്രം വസ്തുക്കൾ നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ
വീട് വയ്ക്കുമ്പോൾ പുതിയതായിട്ട് ഒരുപാട് വസ്തുക്കൾ നമ്മൾ ഭൂമിയിൽ നിന്ന് എടുക്കുകയാണ്. ഇതെല്ലാം എനർജിയാണ്. കല്ലെടുക്കുന്നു എന്ന് പറയുമ്പോൾ കല്ലെടുക്കുന്നതിന് വലിയ തോതിലുള്ള എനർജിയുടെ ഉപയോഗം ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഭൂമിയുടെ പിന്നെ അന്തരീക്ഷത്തിലെ താപനില മാറ്റാനായിട്ട് നിരവധി പുതിയ ബിൽഡിങ്ങുകളുടെ വർധന കാരണമാകുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം നമുക്ക് റീയൂസ് ചെയ്യാനാകും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്ത നമ്മളുടെ മനസ്സിൽ എപ്പോഴും വേണം. അങ്ങനെ ആ റീയൂസ് ചിന്തയോട് കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ പ്രധാനമാണ്. അതുപോലെ പിന്നെ റീസൈക്കിൾ ചെയ്യാനുള്ള സാധ്യതകൾ നമ്മളെപ്പോഴും ആലോചിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ വസ്തു എത്രമാത്രം റീസൈക്കിൾ ചെയ്യാനായിട്ട് സാധിക്കും, അങ്ങനെ എനർജി അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഉപയോഗം എത്രമാത്രം വർദ്ധിപ്പിക്കാനാകുമോ അത്തരത്തിൽ. ഊർജ്ജത്തിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഊർജ്ജമല്ല, മറിച്ച് വീണ്ടും ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതായിട്ടുള്ള സോളാർ എനർജി പോലെയോ അല്ലെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഊർജ്ജത്തിൻ്റെ വർധന ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ മുമ്പോട്ട് പോകാനാകും, അങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ടും പിന്നെ ഈ ഗ്രീൻ മാനേജ്മെൻറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട പരിസ്ഥിതി പ്രശ്നങ്ങൾ കണ്ടെത്തുക, അത് നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക, അത് പരിഹരിക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നുള്ള അത് നിലവിലെ പിന്നെ തത്വങ്ങളും അതുപോലെ തന്നെ നിലവിലെ നയങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് ആലോചിക്കുകയും അതിനുള്ള പ്ലാനുകൾ ഉണ്ടാക്കുകയും ആ പ്ലാനുകൾ നടപ്പിലാക്കുകയും ചെയ്യുക വഴി പൊതുവിൽ ഒരു ഹരിത പരിപാലന സ്ഥിതിയിലേക്ക് പിന്നെ ഭൂമിയെ കൊണ്ടെത്തി എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് പല രാജ്യങ്ങളും ഇന്ന് വളരെ പ്രധാനപ്പെട്ട മേഖലയായിട്ട് കണക്കാക്കുന്നുണ്ട്. ഇപ്പോൾ കേരളവും അത്തരത്തിൽ ചില നടപടികൾ ഇതുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഹരിത ബഡ്ജറ്റ് വന്നു, ഹരിത കേരളം മിഷൻ പോലെയുള്ള മിഷനുകൾ വന്നു. പക്ഷെ ഇവരുടെയൊക്കെ പ്രവർത്തനം ആ നിലയിൽ മതിയോ, അതിനേക്കാൾ വളരെ കൂടുതലായിട്ട് വർദ്ധിതമായ തോതിൽ വേണ്ടേ, കൂടുതൽ ആളുകളെ അതിനകത്തൊക്കെ പങ്കെടുപ്പിക്കേണ്ടതില്ലേ എന്നൊക്കെയുള്ള ചോദ്യവും അതുമായി ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടുള്ള ഹരിതമായിട്ട് മാറുന്ന അല്ലെങ്കിൽ ഹരിതമായിട്ട് മാറുന്ന നമ്മുടെ ജീവിത രീതി, ഹരിതമായിട്ട് മാറുന്ന നമ്മുടെ ശീലങ്ങൾ, ഹരിതമായിട്ട് മാറുന്ന നമ്മുടെ സ്വഭാവങ്ങൾ വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേ നമുക്ക് ഈ ഇത്തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെ വളരെ വേഗത്തിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഉള്ള ഒരു ഗ്രീൻ മാനേജ്മെൻറ്റ് രീതിയിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് നമുക്കങ്ങനെ ഗ്രീൻ മാനേജ്മെൻറ്റ് രീതിയിലേക്ക് പോകാനായിട്ടാവുക, അതിന് എന്തൊക്കെ മാർഗങ്ങളാണ് നമുക്ക് അവലംബിക്കാനാവുക? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇനി ആലോചിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഗ്രീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ കാർബൺ എമിഷൻ കുറയ്ക്കാനുള്ള ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുന്ന ഒരു പ്രവർത്തനമാണ് ഗ്രീൻ മാനേജ്മെൻറ്റിൽ ആത്യന്തികമായിട്ട് ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സമൂഹത്തിനെ എങ്ങനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും, എങ്ങനെ ആ സാഹചര്യങ്ങളെ നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും? അപ്പോൾ അവിടെ ഈ ഗ്രീൻ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഹരിത എൻ്റർപ്രൈസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ എന്ന് പറയും സംരംഭങ്ങൾ. അപ്പോൾ ഹരിത സംരംഭങ്ങളെ നമുക്ക് എങ്ങനെ കണ്ടെത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ എൻ്റെ ചില നിർദ്ദേശങ്ങളാണ് ഞാൻ വയ്ക്കുന്നത്. ഇതൊന്നും പ്രായോഗികമായിട്ട് ഞാൻ പരിശീലിച്ചിട്ടുള്ള കാര്യമില്ല. നമ്മൾ കൂട്ടായിട്ട് ആലോചിച്ച് ഈ മേഖലകളിൽ നമുക്ക് എത്രയൊക്കെ സാധ്യതയുണ്ട്, സാമൂഹികപരമായിട്ട്, പരിസ്ഥിതിപരമായിട്ട്, സാമ്പത്തികപരമായിട്ട് എത്ര സാധ്യതകളുണ്ട് എന്നാലോചിച്ചുകൊണ്ട് വരുന്ന കാലത്തിനെ, വരുന്ന ബുദ്ധിമുട്ടുകളെ, വരുന്ന പാരിസ്ഥിതിക മേഖലകളെ കണ്ടുകൊണ്ട് നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താനാകും എന്നുള്ള ഒരു ചിന്തയിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ട് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്. അപ്പോൾ ഇവിടെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, ഈ ഗ്രീൻ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി വേസ് ടു അഡ്രസ് സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇസ് ത്രൂ ബിസിനസ് എൻ്റർപ്രൈസസ് ബൈ പ്രൊമോട്ടിംഗ് എൻ്റർപ്രണർഷിപ്പ് ത്രൂ ഇമ്പാക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ്. അപ്പോൾ നമുക്ക് വെറുതെ ഇപ്പോൾ ഒരു പരിധിവരെയൊക്കെ നമുക്ക് ബോധവൽക്കരണം, ആളുകളെ ബോധവൽക്കരിക്കുക, സന്നദ്ധ സേവനം, ഇങ്ങനെയൊക്കെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് പറ്റും. പക്ഷെ അതോടൊപ്പം മാറുന്ന പരിസ്ഥിതിയിൽ, മാറുന്ന സാമ്പത്തിക സ്ഥിതിയിൽ വലിയ തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. സാമ്പത്തിക സ്ഥിതിയിലും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വ്യക്തികളുടെ മാത്രമല്ല, ഒരു സംവിധാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ ഈ സംരംഭങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ സംരംഭങ്ങളുടെ സാധ്യതകൾ നമ്മൾ ഒരുപാടുണ്ടാകും. ആ സാധ്യതകൾ നമ്മൾ പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ട മേഖലകളിലാണ് ആ സംരംഭ സാധ്യതയുള്ളത്? കൃഷി വലിയ സാധ്യതകളാണ്. കാരണം കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഈൽഡ് അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യതയിൽ കുറവ് വരുന്നു, കാർഷിക രീതിയിൽ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ അങ്ങനെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ ലഭ്യത, കാർഷിക രീതിയിലുള്ള മാറ്റങ്ങൾ
ഇവ ഇല്ലാതെ നമുക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനാവും? ഇൻഡിവിജ്വലായിട്ട് കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കളക്റ്റീവായിട്ട് ഒരു എൻ്റർപ്രൈസായിട്ട് നമുക്ക് കൃഷിയിലേക്ക് പോകാൻ പറ്റുമോ? അങ്ങനെ എൻ്റർപ്രൈസായിട്ട് പോകുമ്പോൾ എത്രമാത്രം ഇതുണ്ട്? അങ്ങനെയുള്ള മാറ്റങ്ങൾ നമ്മൾ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ പാലക്കാടും തൃശ്ശൂരൊക്കെ പോയി കഴിഞ്ഞാൽ പല കൂട്ടായ്മകളും ഇത്തരത്തിൽ വർദ്ധിച്ച് വരുന്നുണ്ട് ഇപ്പോൾ. അതുപോലെ ഫിഷറീസിലാണെങ്കിലും ആനിമൽ ഹസ്ബൻഡറിയിലാണെങ്കിലും ഫോറസ്റ്റിലും ലാൻഡ് ആൻഡ് വാട്ടർ റിസോഴ്സ് ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ സംരംഭങ്ങൾ എത്രമാത്രം സാധ്യമാകും? സംരംഭം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തൊഴിൽ വർദ്ധിക്കും, അതോടൊപ്പം സാമ്പത്തിക വരുമാനം ആളുകളുടെ ജീവിത നിലവാരം നിലനിർത്താനും അത് സഹായിക്കുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗ്രീൻ എൻ്റർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഇക്കോളജിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമൂഹത്തിനെ വാർത്തെടുക്കാനുള്ള ഒരു മാർഗമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഒരുപാട് ചിന്തകളും ഒരുപാട് പ്രവർത്തനങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. സർക്കാർ തലത്തിലുള്ള നയങ്ങൾ രൂപപ്പെടുത്താനായിട്ട് നമ്മൾ നിർബന്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സഹായം പല സ്ഥലങ്ങളിൽ നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു നയപരമായിട്ടും താത്വികമായിട്ടുള്ള മാറ്റങ്ങൾ, അതുപോലെ പ്രവർത്തനപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രമിക്കാതെ ഇതൊന്നും വരികയില്ല. അപ്പോൾ അങ്ങനെയുള്ള ശ്രമത്തിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പോകുമ്പോൾ നെക്സ്റ്റ് ആലോചിക്കാവുന്ന ചില ആശയങ്ങളാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൊന്നെന്ന് പറയുന്നത് ഈ ഓൾട്ടർനേറ്റ് എനർജിയുടെ ഉപയോഗമാണ്. സോളാർ, ഇതൊക്കെ തന്നെ നിങ്ങൾ പലരും ഈ മേഖലകളിലൊക്കെ കൂടെ ചിന്തിക്കുന്നവരായിരിക്കാം. അപ്പോൾ സോളാർ, ബയോമാസ്, ബയോഗ്യാസ്, പമ്പ്ഡ് സ്റ്റോറേജസ് തുടങ്ങിയ മേഖലകളിൽ എങ്ങനെ ഒരു എൻ്റർപ്രണർഷിപ്പ് ഉണ്ടാക്കാം, അത് എത്രമാത്രം പ്രയോജനപ്രദമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അപ്പോൾ ഇതിനകത്ത് സഹായിക്കാൻ ആർക്ക് സാധിക്കും, ആർക്ക് പണം മുടക്കാനായിട്ടാവും. ഇപ്പോൾ പുതിയ തരത്തിലിപ്പോൾ ഈ ഫൈനാൻഷ്യൽ സ്ഥാപനങ്ങളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ പലരും ഇന്ന് ഇമ്പാക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ താല്പര്യപൂർവ്വം ഇറങ്ങുന്നുണ്ട്. ഇപ്പോൾ വലിയ തരത്തിലുള്ള കാർഷിക മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ വളരെ പ്രൈവറ്റ് ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും അത്തരത്തിൽ ഉള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട്. കാരണം ഭാവിയിൽ നിലനിൽക്കാൻ പറ്റുന്ന സാധ്യതകളായിട്ടാണ് അവരത് കാണുന്നത്. അപ്പോൾ ആ സാധ്യതകൾ ഇവിടെ എങ്ങനെ ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും, എത്രമാത്രം ഓപ്റ്റിമൈസ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് ഈ സാധ്യതകളൊക്കെ, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായിട്ട് ക്ലൈമറ്റ് അഡാപ്റ്റീവ് ക്രോപ്സ്, ക്രോപ്പിംഗ് പാറ്റേൺസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ, അത് കളക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ഇടപെടാൻ പറ്റും, ഒരു എൻ്റർപ്രൈസ് സാധ്യത അവിടെയുണ്ടോ, അങ്ങനെ എൻ്റർപ്രൈസ് സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് പരീക്ഷിക്കേണ്ടത്, എന്തൊക്കെയാണ് പരീക്ഷിക്കേണ്ടത്, എങ്ങനെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാം, അതിനുവേണ്ടി വരുന്ന സാമ്പത്തികമായിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് എങ്ങനെ മൊബിലൈസ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമതായിട്ടുള്ളത്, ഞാനിതിൻ്റെ ഒരു നോട്ട് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. മൂന്നാമതായിട്ട് ഈ പ്രൊമോഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഓർഗാനിക് കൾട്ടിവേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ധാരാളമായിട്ടുള്ള കെമിക്കലിൻ്റെ ഉപയോഗം നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല, ആ ഉപയോഗത്തിലൂടെ നമുക്ക് ഭൂമിയെ നിലനിർത്താനായിട്ട് പറ്റില്ല. അപ്പോൾ കാലക്രമേണ പെട്ടെന്ന് എന്നാൽ ഓർഗാനിക്കിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമുക്ക് ക്രോപ്പിൻ്റെ അല്ലെങ്കിൽ നമുക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത വളരെ കൂടുതലായിട്ട് ആവശ്യമാണ്. അപ്പോൾ വളരെ വേഗം ഇപ്പോൾ കെമിക്കൽ അഗ്രികൾച്ചറിൽ നിന്ന് ഓർഗാനിക്കിലേക്ക് മാറിക്കഴിയുമ്പോൾ വരുന്ന പെട്ടെന്നുള്ള ഇടിവ്, ഭക്ഷ്യവസ്തുക്കളുടെ ഇടിവ് സ്വാഭാവികമായിട്ട് നമുക്ക് കൊടുക്കും. അപ്പോൾ കാലക്രമേണ പക്ഷേ അത് കുറച്ചുകൊണ്ട് വന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥിതിയിലേക്ക് സമൂഹത്തെ എങ്ങനെ കൊണ്ടുവരുന്നത്, അതൊരു എൻ്റർപ്രൈസായിട്ട് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പെട്ടെന്നുള്ള ക്രോപ്പുകൾ, ഇപ്പോൾ 3 മാസമോ 6 മാസമോ എടുക്കുന്ന വെജിറ്റബിൾ ക്രോപ്സ് പോലെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായിട്ടും ഓർഗാനിക്കിലേക്ക് മാറുക. ദീർഘനാളെടുക്കുന്ന ക്രോപ്പുകളിലേക്ക് അതല്ല, അല്പമെങ്കിലും കെമിക്കൽസ് ഉപയോഗിക്കേണ്ടതായിട്ട് വരിക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആലോചിക്കണം. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ആലോചനകളിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. സാനിറ്റേഷൻ ആൻഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വളരെ വലുതായിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട്. അവിടെ നമുക്ക് നിലവിലെ കാര്യങ്ങൾ അറിയാം. ഇപ്പോൾ ഗവൺമെൻറ് ഒരു മിഷൻ ഉണ്ടാക്കും, പഞ്ചായത്തുകൾക്ക് സഹായം കൊടുക്കും, മുനിസിപ്പാലിറ്റികൾക്ക് സഹായം കൊടുക്കും. ആ സഹായങ്ങൾ അവർ സ്വീകരിക്കണമെന്നില്ല, അവർ ചിലപ്പോൾ തുടക്കമിടും, അത് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. അവിടെയൊക്കെ ഒരു സപ്പോർട്ടിങ് ഹാൻഡ്സിൻ്റെ കുറവുണ്ട്. നമ്മളിപ്പോൾ എത്ര നോക്കിയാലും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കാൻ പറ്റുന്ന ഒരു എൻ്റർപ്രൈസിൻ്റെ അഭാവം നമ്മൾ ഈ സർക്കാരിൻ്റെ ഇടപെടലുകൾ, പ്രത്യേകിച്ച് വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ധാരാളമായിട്ട് കാണാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരു തോട് ശുചീകരിച്ച് വൃത്തിയാക്കി, ആ തോട് ശുചീകരിച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ആ തോടിൻ്റെ മെയിൻ്റനൻസ് ഒരു എൻ്റർപ്രണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് മാറുകയാണ്. അല്ലെങ്കിൽ അവിടുത്തെ പൊതു സംവിധാനങ്ങളെല്ലാം നോക്കി നടത്താനായിട്ടുള്ള ഒരു എൻ്റർപ്രണർഷിപ്പ് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഫണ്ട് അങ്ങനെ ചാനലൈസ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് പേർക്ക് ജോലിക്കാനും അതെല്ലാം നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റർപ്രൈസിലേക്ക് പോകാനുള്ള സാധ്യത വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാർഷിക മേഖലയിലും അതുപോലെ കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ മേഖലകൾ നമ്മൾ ആലോചിക്കേണ്ടതായിട്ടും. ക്ലൈമറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ പ്രാക്ടീസസ്, റീസൈക്ലിംഗ്. ഇപ്പോൾ
പിന്നെ പല മെറ്റീരിയൽസും റീസൈക്കിൾ ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യത്തിന് മാത്രമുള്ള കൺസ്ട്രക്ഷനിലേക്ക് പോവുക, ആളുകൾക്ക് മിനിമം എത്ര ആവശ്യമുണ്ട് അതനുസരിച്ച് പോവുക. അപ്പോൾ അത്തരത്തിലുള്ള കൺസ്ട്രക്ഷൻ പ്രാക്ടീസിൽ ഇങ്ങനെ പോവുക. ഇതൊക്കെ നമ്മൾ ചർച്ചകളിൽ ഇതിനകം തന്നെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മളിതൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രാക്ടിക്കലായിട്ട് ഇത് പോകുന്നില്ല. കാരണം ഇതിപ്പോഴും നയപരമായിട്ടോ താത്വികമായിട്ടോ ഒക്കെ പറയുന്നു എന്നുള്ളതല്ലാതെ പ്രോജക്റ്റുകളായിട്ടൊക്കെ പറയുന്നു എന്നുള്ളത് ഫലത്തിൽ ഉണ്ടാകുന്നില്ല. ആ ഫലത്തിലുണ്ടാകുന്ന കാര്യം ഒരു ഇൻ്റർഫേസിൻ്റെ കുറവാണ്. നമ്മളിവിടെ കാണേണ്ടത് ചില ഉദാഹരണങ്ങൾ. ഇപ്പോൾ ഊബർ എന്ന് പറയുന്ന ഒരു ടാക്സി കമ്പനി, അതെങ്ങനെയാണ് ഉണ്ടായത്? ധാരാളം ആളുകൾക്ക് ടാക്സിയുടെ ആവശ്യമുണ്ട്, ടാക്സിക്കാരെവിടെയെങ്കിലും ഒക്കെ ഉണ്ട് താനും, ധാരാളം ടാക്സികളുണ്ട്, ടാക്സിക്ക് ആവശ്യക്കാരുണ്ട്. ഇവരെ ബന്ധിപ്പിക്കാനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കണ്ടെത്തിയതാണ് ഊബറിന് വന്നത്. അതുകൊണ്ട് വലിയ പട്ടണങ്ങളിലൊക്കെ ഈ ഒരു സംവിധാനം വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് അത് പോയി. അപ്പോൾ ആ സാധ്യത കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട പ്രക്രിയയുണ്ട്. ഊബർ അത്ര കാലാവസ്ഥാപരമായിട്ട് അത്ര മെച്ചപ്പെട്ട ഒരു ഉദാഹരണമായിട്ടല്ല ഞാൻ പറയുന്നത്, പക്ഷേ സാധ്യത കണ്ടെത്തുന്ന ഒരു ഉദാഹരണമായിട്ടാണ് ഞാൻ ഇതിന് പറഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ അതുപോലെ ഈ നാച്ചുറൽ എക്കോ സിസ്റ്റത്തിൻ്റെ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ തന്നെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റിൻ്റെ വർക്കിംഗ് പ്ലാൻ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള സാധ്യതകളുണ്ട്. അവിടുത്തെ സമൂഹത്തിനെ തന്നെ അത്തരത്തിൽ എൻ്റർപ്രണർഷിപ്പ് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാനായിട്ട് സാധിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മൾ ചെലവഴിക്കുന്ന പണം കൊണ്ട് തന്നെ കുറച്ചധികം പേർക്ക് കൃത്യമായിട്ട് ചെയ്യാനും അവരെ മോണിറ്റർ ചെയ്യാനും ഒക്കെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതുപോലെ ഫിഷറീസിൻ്റെ മേഖലയിൽ, കോറൽ റീഫ്സിൻ്റെ മേഖലയിൽ ഈ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റെഗുലേഷൻ വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ക്ലൈമറ്റ് ടാക്സ്, ഗ്രീൻ ടാക്സസ് വരാം. നമ്മൾ ചെയ്യുന്ന പല പ്രവർത്തനങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ ഒരു കാർ ഉപയോഗിക്കുന്നു, അത് പെട്രോൾ കത്തിക്കുന്ന കാറാണെങ്കിൽ ഞാനുണ്ടാക്കുന്ന ഒരു വാതക ബഹിർഗമനത്തിന് തുല്യമായിട്ടുള്ള ഒരു ഗ്രീൻ ടാക്സ് കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെങ്കിൽ സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം കാർ ഉപയോഗിക്കാൻ അവൻ ശേഷിയില്ല, അവൻ ഉപയോഗിക്കുന്നില്ല, അവൻ അത്രയും ബഹിർഗമനം കുറയ്ക്കുന്നു. ഞാൻ പിന്നെ ഒരു കാർ ഉപയോഗിക്കാനുള്ള പ്രാപ്തിയുണ്ട്, ഞാൻ കാർ ഉപയോഗിക്കുന്നു. അപ്പോൾ ആ പ്രാപ്തിയുള്ള ആൾക്ക് ഒരു ഭാഗമെങ്കിലും ഒരു ഗ്രീൻ ടാക്സ് ആയിട്ട് കൊടുക്കാനുള്ള ഒരു നയത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നയം നടപ്പിലാക്കാനായിട്ടുള്ള ഒരു എൻ്റർപ്രൈസിൻ്റെ ആവശ്യകത വരും. അപ്പോൾ അത്തരത്തിലുള്ള എൻ്റർപ്രൈസിനെ കുറിച്ച് ആലോചിക്കാനായിട്ട് സാധിക്കുമോ? ഇതൊക്കെ പോസിബിലിറ്റീസാണ്. അതുപോലെ തന്നെ ധാരാളമായിട്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജി ആപ്ലിക്കേഷൻ്റെ ആവശ്യമുണ്ട്. ഇപ്പോൾ ഞാൻ സയൻസ് ആൻഡ് ടെക്നോളജി മെമ്പർ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അന്നൊരു ചർച്ച നടന്നു. അത് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് ഉള്ള ഒരു ഇൻ്റർഫേസിനെ കുറിച്ചാണ് ചർച്ച നടന്നത്. കാരണം രാജ്യത്തെ ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ശാസ്ത്ര സാങ്കേതിക സംവിധാനം കേരളത്തിലാണെന്നാണ് വെയ്പ്പ്. അപ്പോൾ ബാക്കി സംസ്ഥാനങ്ങളിലെ സാധ്യത നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കേരളത്തിനെ സഹായിക്കുക, അല്ലെ കേരളത്തിലൊരു മാതൃകയായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക സെക്രട്ടറി അന്നൊരു നിർദ്ദേശം പോട്ടു. അപ്പോൾ അത് ഞങ്ങൾ പിന്നെ കേന്ദ്രത്തിലും സംസ്ഥാനത്തുള്ള പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ വിളിച്ചുകൂട്ടി ധാരാളമായിട്ട് ചർച്ച നടത്തുകയും അതിന് പ്രധാനപ്പെട്ട കാര്യം സയൻസ് ആൻഡ് ടെക്നോളജി ഇൻപുട്സ് ഫോർ ദി ഡെവലപ്മെൻറ്റ് ഓഫ് കേരള. അപ്പോൾ നിരവധി സ്ഥാപനങ്ങൾ നിരവധിയായിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പല പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും പരിഹാരം ആ ടെക്നോളജി എന്നുണ്ട്. പക്ഷേ ആ ടെക്നോളജി എങ്ങനെ ഫലപ്രദമായിട്ട് ഗ്രാസ് റൂട്ടിൽ ഉപയോഗിക്കാം, അതൊരു എൻ്റർപ്രൈസായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുമോ, കുറച്ചധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനായിട്ട് ആ ടെക്നോളജി എങ്ങനെ ഉപയോഗപ്പെടുത്താനുണ്ടോ, അതിൽ നിന്ന് എത്രമാത്രം പ്രോഫിറ്റ് ഉണ്ടാക്കാം, എത്രമാത്രം എഫിഷ്യൻ്റായിട്ട് ഇതിനെ പ്രവർത്തിക്കുക, ഇങ്ങനെയുള്ള ആലോചനകളൊന്നും രാജ്യത്ത് നടക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ ധാരാളമായിട്ടുള്ള ഗവേഷണങ്ങൾ നടത്തുന്നു. ആ ഗവേഷണങ്ങളൊന്നും തന്നെ ഉപയോഗപ്രദമായി എല്ലാമല്ല, കുറച്ചധികം കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ പല മേഖലകളിലും ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള പല മേഖലകളിലും അത് നടക്കുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഈ ശാസ്ത്ര സാങ്കേതിക സാധ്യതകൾ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷനും മിറ്റിഗേഷനുമായിട്ട് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രി വന്നാൽ അവർ എനർജി അവരുടെ സീറോ ഡിസ്ചാർജ് ആയിട്ട്, ഇപ്പോൾ അവരുപയോഗിക്കുന്ന വെള്ളം അവർ തന്നെ ക്ലീൻ ചെയ്ത് വീണ്ടും ഉപയോഗപ്പെടുത്തുന്ന സ്ഥിതിയിലേക്ക്, അവർ എനർജി കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നില്ല, അതിന് വേണ്ടി വരുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് പോകും. അങ്ങനെ ക്ലീൻ ഡെവലപ്മെൻറ്റ് മെക്കാനിസം ഏതൊക്കെ സ്ഥലങ്ങളിൽ സാധ്യമാണോ അവിടെയൊക്കെ ഉപയോഗപ്പെടുത്തുന്ന രീതി. അതുപോലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള സാധ്യതകൾ. ഈ ഇലക്ട്രിസിറ്റി ഡിമാൻഡ് മാനേജ്മെൻറ്റ് വളരെ പ്രധാനമാണ്. ഇപ്പോൾ നമ്മളുടെയൊക്കെ വീടുകളിൽ 10, 30, 35 വർഷമായിട്ടുള്ള ഫാനുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ലൈറ്റ് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ പുതിയ രീതിയിലുള്ള ഈ എനർജി സേവിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കണം, നമുക്കറിയില്ല, നമ്മളങ്ങനെ പോവാണ്. പക്ഷേ എനർജി ഓഡിറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്കറിയാം എത്രമാത്രം കറണ്ട് നമ്മുടെ ഓരോ ഇൻസ്ട്രുമെൻറ്റും ഉപയോഗിക്കുന്നുണ്ട്. അത് പുതിയ രീതിയിലുള്ള ടെക്നോളജിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിന് എത്രമാത്രം ഫലപ്രദമാകും, എത്രമാത്രം കറണ്ട് നമ്മൾ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ.
അങ്ങനെ ഒരു ഓഡിറ്റ് സമ്പ്രദായത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനും എനർജി സേവ് ചെയ്യാനായിട്ട് സാധിക്കും. അവിടെ ഗവൺമെൻറ്റിന് സാധ്യതയുണ്ട്. കാരണം ഗവൺമെൻറ്റിന് ഇന്നത്തെ പിന്നെ എനർജി ഉൽപ്പാദനം കുറവാണ്. സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള ഒരു എൻ്റർപ്രൈസ് മോഡലിൽ എല്ലാ വീടുകളിലും എത്തി ഇത് പരിശോധിക്കാനും അതിൽ ചെറിയൊരു ഫീസ് വീടുകളിൽ നിന്ന് ശേഖരിക്കാനും അതിന് എത്രയോ വീടുകളുണ്ട്. അതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് 10-15 വർഷം എടുക്കും. അപ്പോൾ ഈ വീടുകളിലൊക്കെ ഉള്ള എനർജി ഉപയോഗം ഗണ്യമായിട്ട് കുറയ്ക്കാനും ഒക്കെ അത് കാരണമാകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതുപോലെ ഒരു ഗ്രീൻ ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ എൻ്റർപ്രൈസുകളെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകൾ. പിന്നെ ഗ്രീൻ ടെക്നോളജി സെൻറ്റേഴ്സ്. ഇപ്പോൾ നമ്മുടെയൊക്കെ നാട്ടിൽ, ഇപ്പോൾ അത് നഗരത്തിലായാലും ഗ്രാമത്തിലായാലും ആളുകൾ പ്രായം വർദ്ധിച്ചു വരികയാണ്. ഒരുപാട് സാധ്യതകൾ, ഒരുപാട് ആവശ്യങ്ങൾ ആളുകൾക്കുണ്ട്. ഇപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഭൂമിയുണ്ട്, ആ ഭൂമിയിൽ കൃഷി ചെയ്യാനായിട്ടുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ അത് കൃഷി ചെയ്യാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടെങ്കിൽ അവർ വന്ന് കൃഷി ചെയ്യുന്നു, ഒരു ഭാഗം നടത്തുന്നു, ബാക്കി ഭാഗത്തിൻ്റെ ലാഭം അവരെടുക്കുന്നു. അപ്പോൾ അത്തരത്തിൽ അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു സോളാർ ഇൻസ്റ്റലേഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള സാധ്യതകൾ ഉണ്ടാകാം. അപ്പോൾ അതെല്ലാം ഒരു ടെക്നോളജി ബേസ്ഡ് ആണ്. ആ ടെക്നോളജി ബേസ്ഡ് സൊല്യൂഷൻസ് കൊടുക്കാനായിട്ട് പറ്റുന്ന തരത്തിലുള്ള എൻ്റർപ്രൈസസിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാൻ സാധിക്കും. ഇങ്ങനെ ഒരു ആലോചന നടന്നിട്ടുണ്ട്. ഇപ്പോൾ 2010 കേരളത്തിലെ പല പഞ്ചായത്തുകളിലായിട്ട് ഗ്രീൻ ടെക്നോളജി സെൻറ്റേഴ്സ് ഉണ്ടാക്കാനും അവർക്ക് ട്രെയിനിങ് കൊടുക്കാനും അവരെ സ്വന്തം ഈ അക്ഷയ സെൻറ്റേഴ്സിൻ്റെ മാതൃകയിൽ പ്രവർത്തിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടന്നു. പക്ഷേ ആ ശ്രമമൊന്നും വിജയത്തിലേക്ക് എത്തിയില്ല. അപ്പോൾ അത്തരത്തിലുണ്ട്. അപ്പോൾ ഒരു പ്രോഫിറ്റ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ള എൻ്റർപ്രൈസസിലേക്ക് അത് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ആളുകൾക്കും പ്രയോജനപ്രദമായിരിക്കും. കുറച്ച് അനവധി പേർക്ക് അതൊരു ജീവിതമാർഗമായി മാറ്റാനായിട്ട് സാധിക്കും. അതിനുള്ള സാങ്കേതിക, ഇപ്പോൾ ട്രെയിനിങ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ധാരാളം അവസരങ്ങൾ ഗവൺമെൻറ്റുണ്ട്. ഇപ്പോൾ ഇതൊക്കെ ലിങ്ക് ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കുമ്പോൾ പുതിയ ആശയങ്ങൾ വരും, പുതിയ എൻ്റർപ്രൈസസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമുക്ക് മുമ്പോട്ട് വരും. ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് ഇതിൻ്റെയൊക്കെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ വലിയ തോതിലുള്ള എനർജി മിസ്യൂസ് കുറയ്ക്കാനും ഈ ക്ലൈമറ്റ് ചേഞ്ചിനെ വേഗത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ നേരിടാനുള്ള ഒരു ശീലത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ആ തോന്നലാണ് ഞാനിവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ഇവിടെ ഞാൻ നിർത്തുകയാണ്. നന്ദി. എന്തെങ്കിലും ചെറിയ സംശയങ്ങൾക്കൊക്കെ ഞാൻ ഉത്തരം പറയാം. അതായത് ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗമാണ് കാർബൺ എമിഷൻ കൂട്ടുന്നത്. അതുകൊണ്ട് ഇത് കുറയ്ക്കേണ്ടതുണ്ട് എന്നതിനെ സംബന്ധിച്ച് സാർ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 2025 കൂടി ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വ്യാപനം ഉണ്ടാകണമെന്നുള്ള കേന്ദ്ര ഗവൺമെൻറ് തീരുമാനമൊക്കെ ഉണ്ട്. സാറ് ഒരു ശാസ്ത്രജ്ഞൻ എന്നുള്ള നിലയിൽ സാറിൻ്റെ ഒരു മറുപടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ ബാറ്ററിയാണ്. കുറച്ച് കാലം കഴിഞ്ഞാൽ, ബാറ്ററി ലൈഫ് തീർന്നു കഴിഞ്ഞാൽ, നമ്മൾ ബാറ്ററിയുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്രോട്ടോകോൾസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അത്തരം എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതലുള്ള പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളിലേക്ക് അത് പോകും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. കാർബൺ എമിഷൻ കൂടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ സാറ് പറഞ്ഞു വളരെ ചെറിയ അതുപോലെ തന്നെ ഓർഗാനിക് ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഓൾ ഓൺ എ സഡൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് സാർ പറഞ്ഞു. പക്ഷേ ഒരു ഓർഗാനിക് ഫാമർ എന്നുള്ള രീതിയിൽ ഞാൻ കൃഷി ചെയ്യുകയും ഉൽപ്പന്നം ഉണ്ടാക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ പെട്ടെന്ന് തന്നെ രാസകൃഷി ചെയ്തുകൊണ്ടിരുന്ന അതേ സ്ഥലത്ത് ഓർഗാനിക് ഫാമിംഗ് ചെയ്യാൻ സാധിക്കും, ആ പ്രൊഡക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഹാർഡ് കോർ ആയിട്ടുള്ള ഓർഗാനിക് ഫാമേഴ്സ് എല്ലാം തന്നെ അത് സർട്ടിഫൈ ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ICAR അടക്കം ഇപ്പോൾ സുഭാഷ് പലേക്കറുടെ കൃഷി രീതികൾ രാജ്യത്തെമ്പാടും വ്യാപിക്കുന്നതിനെതിരെ ആദ്യം ശബ്ദിച്ചത് ICAR സയൻറ്റിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു, ഈ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളതും കൂടെ ഞങ്ങളെപ്പോലുള്ള എൻവയോൺമെൻറ്റൽ ആക്ടിവിസ്റ്റുകൾക്ക് വലിയ സംശയമുണ്ട്. ഇപ്പോൾ കൃഷി ചെയ്യുമ്പോൾ പെട്ടെന്ന് ഓർഗാനിക് ഫാമിങ്ങിലേക്ക് പോകുമ്പോഴത്തേനും ഒരു ക്രോപ്പ്
ലോസ് ഉണ്ടാവും, ക്രോപ്പിൽ ഒരു പ്രൊഡക്ഷനിൽ ലോസ് ഉണ്ടാവും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ ഇത് പറയുന്നത്. പക്ഷേ ഓൾട്ടർനേറ്റീവായിട്ട് ഫുള്ളി ഓർഗാനിക് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻപുട്സ് എന്തൊക്കെ ലഭ്യമാണെന്നും അതിൻ്റെ ഉപയോഗം എങ്ങനെ ചെയ്യണമെന്നുള്ളതും ഒന്നും നമ്മുടെ ICAR സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ ICAR തന്നെ പറയുന്നില്ല. കർഷകരുടെ ഇനീഷ്യേറ്റീവിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. കാർബൺ എമിഷൻ ഒട്ടുമില്ലാത്ത ഓർഗാനിക്കലി സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ ധാരാളമുണ്ട്. അതോടൊപ്പം തന്നെ ഓർഗാനിക് ഇൻപുട്സ്, ഒരു കൃഷിയിടത്തിൽ ആവശ്യമായിട്ടുള്ള ഓർഗാനിക് ഇൻപുട്സ് അവിടെ തന്നെ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഗൈഡ് ലൈൻസ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ കോമൺ പ്രോട്ടോകോൾ, ഈ ഗൈഡ് ലൈൻസിൽ ഒന്നും തന്നെ ഇത്തരം കാര്യങ്ങളൊന്നും പരാമർശിക്കുന്നേ ഇല്ല. ഓർഗാനിക് ഫാമിംഗ് ചെയ്യണം എന്നുള്ളത് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് സാറിന് ഒരു മറുപടി എന്താ? പിന്നെ 2 കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും മറുപടി പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. എന്നിരുന്നാലും ഒന്നാമത്തെ പറഞ്ഞത് ബാറ്ററിയുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഇമ്പാക്റ്റാണ്. അതിനെക്കുറിച്ച് തന്നെ ഒരുപാട് പഠനങ്ങൾ വന്നിട്ടുണ്ട്, ധാരാളമായിട്ട് ഇമ്പാക്റ്റ്. പക്ഷേ ബാറ്ററി ഉപയോഗിക്കുക എന്നുള്ളതല്ല അതിനകത്തെ പ്രയോറിറ്റി. അത് ഗവൺമെൻറ് പറഞ്ഞു എന്നുണ്ടെങ്കിൽ പോലും അത് അല്ല അതിനകത്ത് പ്രയോറിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ വാഹനങ്ങളുടെ ഉപയോഗം തന്നെ കുറച്ചു കൊണ്ടുവരാനാകുക എന്നുള്ളതാണ്. ഇപ്പോൾ ട്രാഫിക് ഒഴിവാക്കുക, പൊതു വാഹനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അത്തരത്തിലൊക്കെ പോകുന്നതിലേക്കുള്ള റെഗുലേഷൻസ് കൊണ്ടുവരിക, ആ റെഗുലേഷൻ നടപ്പിലാക്കുക എന്നുള്ളതാണ് പ്രാഥമിക പരിഗണന. രണ്ടാമത്തെ പരിഗണന എങ്ങനെയാകണം എനർജി എന്നുള്ളതാണ്. ഇപ്പോൾ ബാറ്ററി എന്ന് പറയുന്നത് ഒരു സൊല്യൂഷനാണ്, പുതിയ സൊല്യൂഷൻസ് വേറെയുണ്ട്. ഇപ്പോൾ മറ്റേ ഈ ഹൈഡ്രജൻ വെഹിക്കിളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗവേഷണങ്ങൾ നടക്കുന്നു. അത് ഓൾമോസ്റ്റ് ഡെവലപ്പ് ചെയ്ത് ചില രാജ്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അത്തരത്തിലുള്ള സൊല്യൂഷൻസ് ഉണ്ട്. അതുകൊണ്ട് ശാസ്ത്ര സാങ്കേതിക പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകുന്നുണ്ട്. നിലവിൽ ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ സോളാർ ആണെങ്കിൽ പോലും, സോളാർ എന്ന് പറഞ്ഞാൽ ബാറ്ററി ആണെങ്കിൽ പോലും ആ ബാറ്ററി ആകണമെന്നില്ല ആത്യന്തിക സൊല്യൂഷൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക് അതുമായി ബന്ധപ്പെട്ടുള്ളത്. മറ്റേത് സോളാറിൻ്റെ മറ്റേത് ഞാൻ ഓർഗാനിക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇന്ത്യ മുഴുവൻ ഓർഗാനിക് കൃഷിയിലേക്ക് പെട്ടെന്ന് പോകരുത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അത് എനിക്ക് അറിവിന് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും പരിമിതികളുണ്ട്. കാരണം ഞാനിത് അഗ്രികൾച്ചറൽ ശാസ്ത്രജ്ഞന്മാരും ഓർഗാനിക് ആൾക്കാരുമായിട്ട് നിരന്തരമായിട്ട് ചർച്ച ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ കണ്ടെത്തിയ ഒരു സൊല്യൂഷനാണിത്. കാരണം ഓർഗാനിക് ആൾക്കാർ പറയുന്നത് അങ്ങനെ സാധിക്കും എന്ന് പറയുന്നു. പക്ഷേ സാധിക്കും പറയുമ്പോഴും അവരുടെ സൊല്യൂഷനകത്ത് കൺവിൻസിങ് അല്ല. കാരണം അവർക്ക് മൊത്തത്തിലുള്ള ഒരു ധാരണ അവർ പറയുന്നില്ല. അത് ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ ഉത്തരത്തിലേക്ക് എത്തുമ്പോൾ എനിക്ക് പിന്നെയും അവരെ സംശയമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഓർഗാനിക്കിലേക്ക് പോവുക എന്നുള്ളത് ഭൂമിയെ സംബന്ധിച്ച്, മണ്ണിനെ സംബന്ധിച്ച് വളരെ പരമപ്രധാനമാണ്. അപ്പോൾ നമ്മളുടെ ഭക്ഷ്യസുരക്ഷയെ ബാധിക്കാതെ, അല്ലെങ്കിൽ വളരെ പെട്ടെന്ന് ബാധിക്കാത്ത തരത്തിൽ കൂടുതൽ സ്ഥലങ്ങൾ കൃഷി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മേഖലകളിൽ ഓർഗാനിക്കിലേക്ക് വളരെ വേഗം പോവുക എന്നാണ് ഞാൻ പറഞ്ഞത്. പച്ചക്കറി കൃഷി പോലെയുള്ള കാര്യങ്ങളിൽ, അല്ലെങ്കിൽ കുറഞ്ഞ നാൾ കൃഷി ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഓർഗാനിക്കിലേക്ക് പോവുക, ബാക്കിയുള്ളത് കാലക്രമേണ ഓർഗാനിക്കിലേക്ക് പോവുക എന്നുള്ളൊരു സ്ട്രാറ്റജി എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഓർഗാനിക് വേണ്ട എന്നുള്ളതല്ല പറഞ്ഞത്. അപ്പോൾ ഓർഗാനിക്കുമായി ബന്ധപ്പെട്ടുള്ള ഗൈഡ് ലൈൻസ് ധാരാളമായിട്ടുണ്ടല്ലോ. ഇപ്പോൾ പല സംസ്ഥാനങ്ങളും വളരെ വലിയ പ്രാധാന്യത്തോടു കൂടി അതെടുക്കും. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് വൺ ഓഫ് ദി ലീഡിങ് സ്റ്റേറ്റ് ഇൻ ഓർഗാനിക് കൾട്ടിവേഷൻ. വളരെ 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 വലിയ കർഷകരുടെ നെറ്റ്വർക്ക് ഉണ്ടാക്കി അവർ ഓർഗാനിക് കൃഷിയിലേക്ക് പോകുന്നത് ധാരാളമായിട്ടുള്ള വീഡിയോ തന്നെ അതുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനമുണ്ട്. ഇപ്പോൾ കാർ ഉപയോഗിക്കുന്ന പോലെ അത്ര കംഫർട്ടായിരിക്കില്ല ബസ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാറിൽ നിന്ന് ബസ്സിലേക്ക് കയറാൻ എൻ്റെ ഒരു വിമുഖത ഞാൻ ഒഴിവാക്കണമെങ്കിൽ എനിക്ക് ചില കാരണങ്ങളുണ്ടാകണം. അതുപോലെ ഈ രാസവളം ഉപയോഗിക്കുന്ന പോലെ അത്ര കംഫർട്ടബിൾ ആയിരിക്കില്ല ഓർഗാനിക് ഉപയോഗിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും രാസവളത്തിൽ നിന്ന് ഓർഗാനിക്ക് പോകാനായിട്ടുള്ള ഒരു ത്വര അല്ലെങ്കിൽ ഒരു ഫോഴ്സ് എന്നിൽ ഉണ്ടാകണം. അപ്പോൾ ആ ഉണ്ടാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വേണം. അതുകൊണ്ടൊക്കെയാണ് താമസം വരുന്നതെന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതി. അതുകൊണ്ട് ഞാൻ ഓർഗാനിക്കിന് എതിരായിട്ട് പറഞ്ഞതല്ല, പെട്ടെന്ന് ഓർഗാനിക്കിലേക്ക് പോകാനുള്ള സാധ്യതകൾ എനിക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ 2 കാര്യങ്ങളിലേ അങ്ങനെ പറഞ്ഞത്. ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, എൻ്റെ പേര് മാത്യൂസ്. ഞാൻ വരുന്നത് വെൽഫെയർ സർവീസസ് എറണാകുളം എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയിൽ നിന്നാണ്. എൻ്റെ ചോദ്യം ഇതാണ്. സാറിൻ്റെ ക്ലാസ്സിലൂടെ എനിക്ക് മനസ്സിലാക്കിയത്, എനിക്ക് ലഭിച്ച അറിവെന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് ഈസ് ഓൺ ഇൻക്രീസ്. 1. 2, അത് കഴിഞ്ഞ 30 വർഷമായിട്ട് അതിനകത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല.
പിന്നെ നമ്മുടെ ഇവിടെയുള്ള നിയമങ്ങളൊന്നും അത്ര ശക്തമായിട്ട് തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, കേരളത്തിൽ നമുക്ക് ഈ പറയുന്ന ഗ്ലോബൽ വാർമിംഗ് വലിയ അന്തരീക്ഷ താപമൊക്കെ കുറയ്ക്കാനുള്ള വ്യക്തമായ പോളിസികളുണ്ടോ? കാരണം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അനുദിനം AC ഫിറ്റ് ചെയ്യുന്നതിൻ്റെ എണ്ണം നോക്കിയിട്ടുണ്ടെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ വീടുകളിലെയും മുകളിൽ ട്രസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നയിക്കുന്നത് അന്തരീക്ഷ താപം കൂട്ടാൻ മാത്രമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന AC, ഇപ്പോൾ നമുക്കറിയാം ഇവിടെ തിരുവനന്തപുരത്ത് പുതുതായിട്ട് വന്ന സാധനമാണ് ലുലു മാൾ. എത്ര ലക്ഷം സ്ക്വയർ ഫീറ്റാണ് അത് AC പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എമിഷൻ എന്ന് പറഞ്ഞാൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ എന്ന് പറയുന്ന ആ വാതകം, ഇതൊക്കെ ഈ പറയുന്നതിനെ കൂട്ടുകയല്ലാതെ കുറയ്ക്കുന്ന പ്രവർത്തനമുള്ളൂ. അങ്ങനെ ഇരിക്കെ എൻ്റെ ചോദ്യം അതാണ്, നമ്മൾ ഈ പറയുന്നതിനകത്തൊരു നമ്മുടെ ഈ മുഖ്യ വിഷയം എന്ന് പറയുന്നത് ഗ്രീൻ എൻ്റർപ്രണർഷിപ്പ് ബൈ CSOs അതാണല്ലോ. അതായത് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് പ്രൊമോട്ട് ചെയ്യേണ്ട സംരംഭങ്ങൾ അത് ഗ്രീൻ ആയിരിക്കണം, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളും ഇതും എങ്ങനെയാണ് ഇതിൻ്റെ റെലവൻസിനെ, അതിൻ്റെ സാങ്കത്യത്തെ സാധൂകരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. കേരളം ഇപ്പോൾ അങ്ങ് ചൂണ്ടിക്കാണിച്ചതിനോട് പൂർണ്ണമായിട്ട് ഞാൻ എഗ്രി ചെയ്യുന്നു. പക്ഷേ നമുക്ക് കാണാതിരിക്കാനാകുന്ന ചില കാര്യങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അത് ഒന്ന്, പിന്നെ കേരളത്തിലെ ഡീസെൻട്രലൈസേഷനുമായി ബന്ധപ്പെട്ട്, അപ്പോൾ അതായത് പ്രാദേശികമായിട്ടുള്ളൊരു ഭരണ സമൂഹം വരികയും പ്രാദേശികമായിട്ട് ആളുകൾക്ക് അഭിപ്രായം പറയാനും പിന്നെ ഭരണത്തിൽ ഇടപെടാനുമുള്ള സൗകര്യം വരുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ അവർക്ക് പറയാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നടക്കുന്നില്ല എന്നുള്ളത് വേറെ കാര്യം. ഉദാഹരണത്തിന് ഇപ്പോൾ ലുലു മാൾ വേണോ വേണ്ടയോ എന്ന് കോർപ്പറേഷന് നിർബന്ധപ്പെടുത്താൻ ഈ സമൂഹത്തിന് സാധിക്കും. കോർപ്പറേഷന് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ കോർപ്പറേഷന് തീരുമാനമെടുത്തേ പറ്റൂ അങ്ങനെ വേണോ വേണ്ടോ എന്നുള്ളത്. ഇപ്പോൾ പക്ഷെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മളുടെ ഒരു സമൂഹം മാറിയിട്ടില്ല എന്നുള്ളതാണ് ഒരു സ്ഥിതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡീസെൻട്രലൈസേഷൻ പറയുന്നത് ഒരു ഗ്രീൻനെസ്സിലേക്കുള്ളൊരു മൂവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതോടൊപ്പം ഇവിടുത്തെ സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ NGOs അങ്ങനെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെയൊക്കെ ഒരു അറിവിൻ്റെയും അവരുടെ താല്പര്യത്തിൻ്റെയൊക്കെ പുറത്ത് ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ ബഡ്ജറ്റുമായിട്ട് വന്നു, ഹരിത കേരള മിഷനുമായിട്ട് വന്നു. പക്ഷേ ഇതൊന്നും നമ്മളുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്കോ അല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്കോ വളരുന്നില്ല. വളർന്നു കഴിഞ്ഞാൽ അത് നിലനിൽക്കുന്നില്ല. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട്. അതോടൊപ്പം വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ള നിരവധിയായിട്ടുള്ള നയവുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ബിൽഡിങ്ങേ ആളുകൾക്ക് പാടുള്ളൂ, അല്ലെങ്കിൽ അതിനൊക്കെ കൂടുതലുണ്ടെങ്കിൽ വളരെ വലിയ ടാക്സ് കൊടുക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു നിയമത്തിലേക്കോ അല്ലെങ്കിൽ റെഗുലേഷനിലേക്കോ ഒന്നും ഗവൺമെൻറ്റിന് പോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള പോരായ്മകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങോട്ട് യോജിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പറഞ്ഞു വന്നപ്പോൾ നമുക്ക് മനസ്സിലായത്, സർക്കാരും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളും നമ്മളീ പറയുന്ന പോലുള്ള ഗ്രീൻ എൻ്റർപ്രൈസസിന് വേണ്ടിയോ ഗ്രീൻ മാനേജ്മെൻറ്റിന് വേണ്ടിയോ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാവും. എനിക്ക് തോന്നുന്നു നമ്മളിവിടെ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ അവരുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലായിട്ടില്ല. നിരവധി ഗവേഷണ സ്ഥാപനങ്ങളും വലിയ സൗകര്യങ്ങളും ഒക്കെയുള്ള സർക്കാരുകൾ ഇങ്ങനെ ഈ കാര്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എതിർദിശയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നൊരു സമയത്ത്, നമ്മളെപ്പോലുള്ള സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന് എന്താണ് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക? ഇപ്പോൾ ഗ്രീൻ എൻ്റർപ്രൈസസ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഗ്രീൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമുക്ക് എന്താണ് ചെയ്യാം? എനിക്കൊന്നു ആ തരത്തിൽ ഒരു ഡിസ്കഷൻ വരികയും അപ്പോഴേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ആശയം പറഞ്ഞു പോവുകയും, ഇപ്പോൾ കേരളത്തിൽ ജൈവകൃഷി പറയാൻ തുടങ്ങിയിട്ട് കാലം കുറേ, പക്ഷേ ഇപ്പോഴും ഒരു കൃഷി ശാസ്ത്രജ്ഞനോ വലിയ കൃഷി ഓഫീസറോ കർഷകരുടെ മുമ്പിൽ വന്ന് സംസാരിക്കുമ്പോൾ ഇത് സമ്പൂർണ്ണ പരാജയമാണെന്ന് പറഞ്ഞിട്ടേ അവർ തുടങ്ങാറുണ്ട്. അത്രയ്ക്ക് ഒരു ജൈവകൃഷി വിരുദ്ധരാണ് ഈ പറയുന്ന ആ മേഖലയിൽ നിൽക്കുന്ന സർക്കാരിൻ്റെ ശമ്പളം വാങ്ങിക്കുന്ന ആളുകൾ. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കിയിട്ട് കാര്യമില്ല, വെറുതെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തു. നമുക്ക് എന്താണ് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുക, അതിൻ്റെ സാധ്യതകൾ? എനിക്കൊന്ന് അത്തരം ചർച്ചകൾ വന്നിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് സാർ ആ ഒരു ഭാഗം ഒന്ന് പറയാൻ ശ്രമിച്ചാൽ നന്നായിരിക്കും എന്ന് വിചാരിക്കും. എനിക്ക് പ്രത്യേകിച്ച് വാദം, ഞാൻ അതിനോട് യോജിക്കുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ
ഒരു രാഷ്ട്രീയ നേതാവ് പരിസ്ഥിതിപരമായിട്ടുള്ള ചില ഇടപെടലുകൾ നടത്താനായിട്ട് മുൻപിൽ വന്നപ്പോൾ ജനസമൂഹം എത്ര വലുതായിട്ട് അദ്ദേഹത്തിനെ ഉൾക്കൊണ്ടു, അദ്ദേഹത്തിനെ പുകഴ്ത്തി, അദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ഒപ്പം നിന്നു എന്നുള്ളത് നമ്മളുടെ മുമ്പിലുള്ള ചരിത്രമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻസ് പോലെയുള്ള സംവിധാനങ്ങൾക്ക് അദ്ദേഹത്തിനെ അത്തരത്തിൽ വളർത്തിയെടുക്കുന്നതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ അത്തരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതിലേക്കുള്ള സ്വാധീനം ചെലുത്താനായിട്ട് സാധിച്ചു. ഈ സ്വാധീനം കൂടുതലായിട്ടുള്ള മാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമുക്ക് കഴിയണം. അതിന് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനെ സാധിക്കൂ എന്നുള്ളതാണ് ഞാൻ നിൽക്കുന്നത്. സാർ, ഒരു കാര്യം എന്തായാലും കോൺട്രഡിക്ഷൻ ഉണ്ട് ഇവിടെ. ആദ്യം ചോദ്യം ചോദിച്ച ആൾ പറഞ്ഞ ഒരു വളരെ റെലവൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഈ ICR സയൻറ്റിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ സയൻറ്റിഫിക് അഗ്രികൾച്ചറിനെ കുറിച്ചേ പറയത്തുള്ളൂ, നമ്മളുടെ ട്രഡീഷണൽ പ്രാക്ടീസസിനെ കുറിച്ച് പറയില്ല, അത് പ്രൊമോട്ട് ചെയ്യാനും ശ്രമിക്കില്ല. അഗ്രികൾച്ചർ എന്ന് പറയുന്നത് പുരയുടെ കൃഷിയാണ്. നമ്മൾ ഒരു 30 വർഷം മുമ്പുള്ള കാര്യം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീട്ടിലും കൃഷി ഉണ്ടായിരുന്നു, വീട്ടിൽ ആവശ്യത്തിനാണ്, സെയിൽസിനല്ല. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഫുഡ് സെക്യൂരിറ്റിയിലും ന്യൂട്രീഷൻ സെക്യൂരിറ്റിയിലും സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നതേ ഉള്ളൂ, അത് പോളിസി ലെവലിൽ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഓരോ അഗ്രികൾച്ചർ മിനിസ്റ്റർ വരുമ്പോൾ അവിടെ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും. ഉദാഹരണം ടെറസ് ഗാർഡനെ കുറിച്ച് പറഞ്ഞ് കുറേ നാൾ ചെയ്ത് നിന്നു. പോളിസിയിലൊരു പ്രശ്നമുണ്ട്, ഒരു തരത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യേണ്ട സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. അതൊരു പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് സാറ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ്. എനിക്കിപ്പോൾ അറിയാവുന്ന ഒരു സൊല്യൂഷൻ, ഈ ഡെൻമാർക്കിൽ കുറേ സ്കൂളുകളിൽ അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു പ്രോജക്റ്റ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ ഇടയിൽ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് പ്രൊമോട്ട് ചെയ്യുക. സാറ് നേരത്തെ പറഞ്ഞ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഇമ്പാക്റ്റ് വരുന്നതിന് മിറ്റിഗേഷൻ അഡാപ്റ്റേഷൻ ആക്ടിവിറ്റീസ് ഏതാണെന്ന് പറഞ്ഞില്ലേ, അത് സ്കൂളുകളിലൂടെ പ്രൊമോട്ട് ചെയ്യുകയാണ്. അതിന് അവർ പറയുന്നത് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് ഇൻ റിലേഷൻ ടു പ്ലാസ്റ്റിക്കിൻ്റെ യൂസ്, വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത്, വേസ്റ്റ് എങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർഡനിങ്, വെള്ളത്തിൻ്റെ ഉപയോഗം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസസ് നമുക്ക് ചെയ്യാൻ പറ്റും. അത് നമ്മളുടെ സ്കൂളുകളിലൂടെയും ഈ സിവിൽ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിലൂടെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിലുള്ള പോളിസിയും പ്രോഗ്രാംസും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ നന്നായിരിക്കും എന്നുള്ളതാണ് ഒരു കാര്യം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സാർ. എനിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്തൊരു കാര്യം എന്താണ്, ഞങ്ങളുടെ വെള്ളനാട് പഞ്ചായത്തിൽ ഈ പഞ്ചായത്ത് ഇതാണെങ്കിൽ ഭയങ്കര ഇനിഷ്യേറ്റീവ് എടുത്തു ഈ പറഞ്ഞ പ്ലാസ്റ്റിക്കിനെതിരെ. എന്നിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ എല്ലായിടത്തും പ്ലാസ്റ്റിക് കളക്ട് ചെയ്തു. അവസാനം ഈ പ്ലാസ്റ്റിക് എല്ലാം കളക്ട് ചെയ്ത് പഞ്ചായത്ത് ഓഫീസിൻ്റെ തൊട്ടടുത്ത് ഒരു സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട്. അവിടെ അത് ഡംപ് ചെയ്ത് പിന്നെ അവർക്കത് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാരെല്ലാം കൂടെ നമ്മുടെ വിളപ്പിൽശാല കണക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കി. അവസാനം എന്താ ഹോൾ പ്രോജക്റ്റ് അങ്ങ് നിന്നുപോയി. അപ്പോൾ നമ്മളുടെ ഇനിഷ്യേറ്റീവ്സ് പലതും ഫെയിൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഉണ്ടാകുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ കുടുംബശ്രീ പോലെയുള്ള നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. പോരായ്മകൾ ഉണ്ടാകാം, പക്ഷേ പോരായ്മകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ വേസ്റ്റ് മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ തിരുവനന്തപുരം നഗരം വളരെ വലിയ വേസ്റ്റ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഈ വിളപ്പിൽശാല പൂട്ടിയതുകൊണ്ടായി. പക്ഷെ എങ്ങനെയാണ് പരിഹരിച്ചത്? ആളുകൾ അവരുടെ ജൈവമാലിന്യങ്ങൾ കൈകാര്യം ചെയ്യണം. വളരെ വലിയ തോതിൽ ആളുകൾക്ക് ഇപ്പം 156 ഒരു മാസം കൊണ്ടാണ് 156 വലിയ ഫ്ലാറ്റുകൾ അവരുടെ സ്വന്തമായിട്ടുള്ള ഈ കമ്പോസ്റ്റിംഗ് പ്ലാന്റുകൾ വന്നത്. പോരായ്മകൾ ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല, ചില സ്ഥലങ്ങളിൽ ഇന്നില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് റീസൈക്ലിങ്ങിന് പോകുന്നുണ്ട്, പ്ലാസ്റ്റിക് ശേഖരിച്ച് മുഴുവനായിട്ടുണ്ടോ എന്ന് വെച്ചില്ല, പക്ഷേ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള തീരുമാനങ്ങളിലേക്ക് പോകാനായിട്ട് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് സാധിക്കുന്നുണ്ട്, പല സ്ഥലങ്ങളിലും അത് സാധിക്കുന്നുണ്ട്. പക്ഷെ അത് വളരെ ശക്തമായിട്ടുള്ള ഒരു സമ്മർദ്ദം ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അവിടെ വന്ന സമ്മർദ്ദം പെട്ടെന്നൊരു ദിവസം വെളുപ്പിൽശാല കൂട്ടുന്നു, മാലിന്യം കുന്നുകൂടുന്നു, 3-4 ദിവസമായപ്പോഴത്തേക്ക് പുഴുക്കളും അങ്ങനെയുള്ള വരുന്നു. ആ വലിയൊരു സമ്മർദ്ദത്തെ നേരിടാനായിട്ടുള്ള മാർഗം ശാസ്ത്രജ്ഞരുടെ സഹായത്തോടെ തേടിയപ്പോഴാണ് അവർക്ക് ഇത് ബോധ്യമാകുകയും അത് അവിടെയും ഇപ്പോൾ പൈപ്പ് കമ്പോസ്റ്റിംഗ് എന്ന് പറഞ്ഞത് ഒരു വീട്ടിൽ ഒരു ആൾ കണ്ടെത്തി ചെയ്തതാണ്. അതിന് വലിയ ശാസ്ത്രവും റോക്കറ്റ് ടെക്നോളജി ഒന്നും അതിനകത്തില്ല. അത് കണ്ടു, അത് അവിടുത്തെ ജനപ്രതിനിധി കണ്ടു, അത് അദ്ദേഹം മേയറോട് പറഞ്ഞു. മേയർ കുറച്ച് പേരെ പോയി കൂട്ടി അവിടെ പോയി കണ്ടു. അത് പ്രയോഗിക്കാമെന്ന് പറഞ്ഞ് വളരെ ഫലപ്രദമായിട്ട് അത് ഉപയോഗപ്പെടുത്തുക ചെയ്തത്. അതിൽ പ്രശ്നങ്ങളില്ല എന്നല്ല, പക്ഷേ അത് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് ദിവസങ്ങൾക്കുള്ളിൽ പല വീടുകളിലും അത് എത്തിക്കാനായിട്ട് സാധിക്കും.
അപ്പോൾ അങ്ങനെ പിന്നെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിക്കും, മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വേഗത കുറച്ചുകൂടെ വർദ്ധിക്കാമായിരുന്നു. അതിന് ഗവൺമെൻറ്റിന് പോളിസി, ഇപ്പോൾ ഹരിത കേരളം മിഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ആളുകളുടെ മനസ്സിലേക്ക് ധാരാളമായിട്ടുള്ള ചെറിയ റിവറുകൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ആദിവരട്ടാർ പോലെയുള്ള നദികളുടെ പിന്നെ എന്താണ് പിന്നെ റിജുവനേഷൻ വളരെ നന്നായിട്ട് നടത്താനായിട്ട് സാധിച്ചു. പക്ഷേ അതിന് ശേഷം അത് നിലനിർത്താനായിട്ട് നമുക്ക് പറ്റുന്നില്ല, അത് നിലനിർത്താനുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ പോരായ്മകളുണ്ട്. പക്ഷേ ഒരു കാര്യങ്ങളിൽ നമ്മൾ മുമ്പോട്ട് പോയിട്ടില്ല എന്ന് നമുക്ക് പറയാനാകില്ലല്ലോ. പിന്നെ എനിക്ക് ഓരോ പലതരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് ലോകത്തിലുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ അങ്ങ് പറഞ്ഞതുപോലെ സ്കൂൾ കുട്ടികളിൽ അത്തരത്തിലുള്ള ഒരു ടോക്കിലേക്ക് എനിക്ക് പോകാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, പൊതു കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയത്. അവസാനത്തെ ചോദ്യം. നമ്മളിപ്പോൾ പച്ചക്കറികൾ, ഇപ്പം വീട്ടുവളപ്പിലെ പച്ചക്കറികളെ കുറിച്ച് പറഞ്ഞായിരുന്നു, പ്രൊമോട്ട് ചെയ്യുന്ന ഇപ്പോൾ കുറഞ്ഞു വരുന്നു എന്ന്. വ്യക്തിപരമായിട്ട് അറിയുന്ന കാര്യമാണ്, പല കൃഷിഭവനുകളിലും ഈ പല ഗവൺമെൻറ് പ്രോജക്റ്റുകൾ, വീട്ടുവളപ്പിൽ കൃഷി ചെയ്യാനുള്ള പ്രോജക്റ്റുകൾ, ഇഞ്ചി കൃഷി, അന്യം നിന്ന് പോകുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സ്കീംസ് വരുന്നുണ്ട്. വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ നേരിട്ട് അറിയുന്ന കാര്യമാണ്, ശരിക്കുള്ള ഇതിനുള്ള സംവിധാനത്തിൽ പോകാതെ അല്ലെങ്കിൽ ഫീൽഡിൽ പോകാതെ സ്ഥിരമായിട്ട് കുറേ പേരുടെ എന്ന് വെച്ചാൽ ഏക്കർ കണക്കിനുള്ളവരുടെ എന്താ പറയുക, അവരുടെ കരം തീർത്ത ഇത് രസീത് വെച്ചിട്ട് ഇതിനെ പലർക്കായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ കേരളത്തിൽ നിലവിൽ വരുന്നത് പല സ്ഥലത്തും. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഏക്കർ കണക്കിനുള്ള സ്ഥലമുള്ള ആൾക്കാർ പോലും അറിയാതെയാണ് നീ ഇത്ര ഏക്കറിൻ്റെ ഇത് കൊണ്ടുപോകാൻ നിനക്കിപ്പോൾ ശരിയാക്കി തരാമെന്ന്. അങ്ങനെ ചിലപ്പോൾ ഈ ഗവൺമെൻറ് സംവിധാനങ്ങൾ കറക്റ്റായിട്ട് വിഭാവന ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ കർഷകരിൽ അല്ലെങ്കിൽ വീട്ടമ്മമാരിൽ പോലും എത്തിപ്പെടാതെ പോകുന്ന സംവിധാനമാണ് നമുക്കുള്ളത്. പിന്നെ അതിനോട് തന്നെ ചേരുന്നതാണ് ഈ വേസ്റ്റ് മാനേജ്. ഇപ്പം വെള്ളനാടിൻ്റെ പ്രശ്നമല്ല ഇത്. ഇതുപോലെ പേപ്പർ, ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് നമ്മൾ പോയാൽ മതി. കേരളത്തിൻ്റെ അങ്ങ് പല മൂലകളിലും ബണ്ടിൽ കണക്കിന് നമ്മുടെ വേസ്റ്റ് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ദുരവസ്ഥയും ഉണ്ട് നമുക്ക്. ഒന്ന്, പ്ലാസ്റ്റിക് തീരെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു റെഗുലേഷൻ ഉണ്ട്. നമ്മൾ ഓരോരുത്തരും എത്രമാത്രം പാലിക്കുന്നു എന്നും ആലോചിക്കണം. അല്ല, നമുക്കൊക്കെ ഉത്തരവാദിത്തമില്ലേ ഒരു റെഗുലേഷൻ? എങ്ങനെയാണ് അല്ലല്ല റെഗുലേഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളുടെ സമ്മർദ്ദം ഇല്ലാതെ ഒരു റെഗുലേഷൻ വരുമോ? അല്ലല്ല ഭരണകൂടം അല്ലല്ല പൗരൻ്റെ ആവശ്യകത ഇല്ലാതെ ഭരണകൂടത്തിന് എന്ത് തീരുമാനം എടുക്കാൻ പറ്റുക? ഇപ്പോൾ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന ഒരു വലിയ സമ്മർദ്ദമായിട്ട് മാറുമ്പോഴല്ലേ പ്ലാസ്റ്റിക് റെഗുലേഷൻ വരുള്ളൂ. ഹരിത കേരള മിഷന്റെ കഴിഞ്ഞ കുറച്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് നാണക്കേട് തോന്നും. അവരുടെ എന്താണ് ഈ പദ്ധതി, ഈ ഹരിത കേരള മിഷൻ എന്ന് പറയുന്ന ആ പേരും ആ സംവിധാനം നടത്തുന്ന പരിപാടികളും എന്താണ് ബന്ധം? ഞാൻ ചോദിക്കുന്നത് പഞ്ചായത്തി രാജ് സംവിധാനത്തെ ഒന്ന്, കാരണം എന്താ വെച്ചാൽ ഞാനും വിമർശനം എനിക്കും സാധ്യമാകുന്ന കാര്യമാണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചില സംവിധാനങ്ങളെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ എന്തിനാണ് വിമുഖത? പഞ്ചായത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഹരിത കേരള മിഷൻ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. പഞ്ചായത്തിൻ്റെ കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ നമുക്ക് വേദികളില്ലേ, നമുക്ക് ഗ്രാമസഭകളില്ലേ? അവിടെ ശരിയായിട്ട് അഭിപ്രായം പറയാൻ എന്തുകൊണ്ടാണ് പറ്റാത്തത്? അത് എന്തുകൊണ്ട് ആളുകൾ അവിടെ പോകുന്നില്ല? സിറ്റിസന്റെ കുഴപ്പം കൊണ്ടല്ല, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഗ്രാമസഭ. അല്ലല്ല, ഗ്രാമസഭ എന്ന് പറയുന്നത് ജനങ്ങളുടെ സഭയാണ്. അതിന് പിന്നെ ഗവൺമെന്റിന്റെ സംവിധാനത്തിലല്ല. എന്നോട് തർക്കത്തിനും കാര്യമില്ല, ഞാനതിന്റെ ഭാഗമല്ല. ഈ കാര്യങ്ങൾ പറഞ്ഞ കാര്യമില്ല. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇത് വളരെ നല്ല ഡിസ്കഷൻ ആയിരുന്നു സാറ്. അദ്ദേഹം ഒരു വളരെ പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് ഇന്ന് ചർച്ച ചെയ്തത്, ക്ലൈമറ്റ് ചേഞ്ച്. നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും ഇതിനെതിരെ എന്ത് പ്രതിവിധി പ്രാക്ടീസസ് നമുക്ക് പ്രൊമോട്ട് ചെയ്യണം എന്നുള്ള വിഷയത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ ചർച്ച ചെയ്തത്. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ ജീവിത രീതിയിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന്
ആണ് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. പ്രത്യേകിച്ച് നമുക്ക് നേരിട്ടറിയാം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ജൂൺ 1-ാം തീയതി മഴ പെയ്യുമെന്ന് വെച്ചാൽ മഴ പെയ്തിരിക്കും. ഇപ്പം ജൂൺ 1-ാം തീയതി ഒരിക്കലും മഴ പെയ്യില്ല. ഏപ്രിലും മെയ്യിലും നന്നായിട്ട് മഴ പെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഓഗസ്റ്റിലും സെപ്റ്റംബറിലും കഴിഞ്ഞ 4 വർഷമായിട്ട് നമുക്ക് വെള്ളപ്പൊക്കമുണ്ട്. ഇതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൽ കേരളത്തിൽ നമുക്കറിയാവുന്ന പ്രധാനപ്പെട്ട കാര്യം. ടെമ്പറേച്ചറും കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതിനുള്ള ഓൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് എന്താണ്, പ്രാക്ടീസസ് എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ നമുക്ക് തർക്കിച്ചിട്ട് കാര്യമില്ല. പ്രശ്നങ്ങളുണ്ട്, എനിക്കറിയാം. ICR സയൻറ്റിസ്റ്റും നമ്മളുടെ സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി പറയുന്നത് ഒന്ന്, നമുക്ക് അതുപോലെ തന്നെ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് നടപ്പിലാക്കാൻ പലപ്പോഴും പറ്റുന്നില്ല. പക്ഷെ നമുക്ക് സയൻറ്റിഫിക് സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അവസരം ഉണ്ടാക്കി ഇതിൽ ഡിസ്കസ് ചെയ്യാം. അതാണല്ലോ നമ്മളുടെ പ്രോജക്റ്റ് തന്നെ, ഗ്രീൻ വെഞ്ചേഴ്സ് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത്. ദാറ്റ് വി ക്യാൻ ഡു. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ അദ്ദേഹം അതിനൊരു ഇൻപുട്ട് തന്നേ ഉള്ളൂ. അദ്ദേഹം നല്ല ഇൻപുട്ടാണ് തന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചർച്ച ചെയ്തത്. അദ്ദേഹം നമ്മുടെ തിരുവനന്തപുരത്തെ കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക കൗൺസിലിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. സജു പരിചയപ്പെടുത്തി കാണും. സെക്സിലെ സയൻറ്റിസ്റ്റ് ആയിരുന്നു. ഹരിത കേരള മിഷന് വേണ്ടി പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും സർവീസും ഗവൺമെൻറ്റിനും സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷനുമായിട്ട് നൽകുന്നു. ഞാൻ അല്ല സാർ, ഗവൺമെൻറ് ഉദ്ദേശിച്ചില്ല. അദ്ദേഹത്തിന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ, ഇവർ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വന്ന സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ മെമ്പേഴ്സാണ്. കാസർഗോഡ് മുതലുള്ള ആൾക്കാരുണ്ട്, തിരുവനന്തപുരം വരെയുള്ള എല്ലാവരുടെയും പേരിൽ ഞാൻ ബഹുമാനപ്പെട്ട അജയ്കുമാർ സാറിന് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. ഉച്ചഭക്ഷണത്തിന് പിരിയാണ്. നമ്മുടെ ഡയറിംഗ് റൂമിലേക്ക് എല്ലാവരും വരണം. ലേറ്റായി വന്ന കുറച്ച് പേരുണ്ട്, രജിസ്ട്രേഷൻ നടത്താത്തവർ. ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രജിസ്ട്രേഷൻ ഉള്ള കാര്യത്തിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഭക്ഷണത്തിലേക്ക് ഇത് ഇത് Okay, good afternoon. Good afternoon. Yeah, please. എല്ലാവരും ഹാളിനകത്തോട്ട് വരുന്ന മുറയ്ക്ക് നമുക്ക് തുടങ്ങാം. 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഈ ടോയ്ലറ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കുക ഇവിടെ മാത്രമല്ല, ഇതിൻ്റെ താഴെ ഉണ്ട്, ഫ്രണ്ടിൽ ഓപ്പൺ, അവിടെയും ടോയ്ലറ്റ് ഉണ്ട്. 2-3 സ്ഥലത്തുണ്ട്, ഇവിടെ മാത്രമല്ല. ജസ്റ്റ് പറയുമായിരുന്നു. അതൊരു കാര്യം. രണ്ടാമത്, ഇന്ന് വൈകിട്ട് എത്ര പേര് ഇവിടെ ഉണ്ടാവും? തിരുവനന്തപുരത്ത് വന്ന ആൾക്കാരൊക്കെ ഇവിടെ കാണുമോ, പോവുമോ? പങ്കജാക്ഷൻ, തിരുവനന്തപുരത്ത് നിന്നവരാരും കാണത്തില്ല. ഇപ്പം വേറെ ദൂരം നിന്ന് വന്നവർ ആരുടെയൊക്കെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ താമസിക്കണം എന്ന് പറഞ്ഞ് എന്നെ ഫോൺ ചെയ്തിരുന്നു, 1-2 പേര്. അപ്പോൾ ഇവിടെ നിൽക്കുന്നവർ എനിക്കൊന്ന് പറഞ്ഞിട്ട് പോകണം എത്ര പേരുണ്ടാവുമെന്ന്. എല്ലാവരും വന്നിട്ട് കൈപോക്കാനല്ലേ പറ്റത്തുള്ളൂ ഇപ്പോഴാണെങ്കിൽ. എന്നാലും ഒരു ഊഹം അറിയാനായിട്ടൊന്ന് കൈപോക്കിക്കുക. വൈകുന്നേരം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18. ഓക്കെ, അപ്രോക്സിമേറ്റ്ലി 25 ആൾക്കാരെ ഉള്ളെന്ന് തോന്നുന്നു. പകുതി പേരൊക്കെ പോകുന്നതാണ് കാണുന്നത്. സാരമില്ല, ഇവിടെ ഉള്ളവരെ പോയിട്ട് വരുന്നവരാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി 7 മണിക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 7 മണിക്ക് കഴിക്കാൻ എല്ലാവരും 7 മണിക്ക് വരണം. 7 മണി പോരെ, നമ്മളിവിടെ 6 മണിക്ക് കഴിയും. റൂമിൽ പോയിട്ട് വരുന്നതാണോ കൺവീനിയൻറ്റ്, അതോ നിങ്ങൾക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് തിരിച്ചു പോകുന്നതാണോ കൺവീനിയൻറ്റ്? പോയിട്ട് വരാം. പോയിട്ട് വന്നാൽ മതിയോ? അങ്ങനെയാണെങ്കിൽ 7 മണിയാക്കണോ 7:30 ആക്കണോ? ഓക്കെ, 7 മണിക്ക് ഡിന്നർ. ഒരു കാര്യം, അപ്പോൾ എല്ലാവരും 7 മണിക്ക് ഇവിടെ വരണം. സജു 2-3 പ്രാക്ടിക്കൽ കാര്യങ്ങളാണ് അനൗൺസ് ചെയ്യുന്നത്. 7 മണിക്ക് ഡിന്നർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് അപ്രോക്സിമേറ്റ്ലി 30 പേരെ കാണത്തുള്ളൂ. ബാക്കി എല്ലാവരും വീട്ടിൽ പോകുന്ന തിരുവനന്തപുരം ബേസ് ചെയ്ത ആൾക്കാരാണ്. അതൊരു കാര്യം. മൂന്നാമത് ഒരു കാര്യം, നിങ്ങളെല്ലാവരും താമസിക്കുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വളരെ അടുത്താണെന്ന് അറിയാമല്ലോ അല്ലേ?
ഇവിടുന്ന് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. ഇത് വെസ്റ്റ് ഫോർട്ടാണ്, ഈസ്റ്റ് ഫോർട്ട് എന്ന് ഉള്ളൂ. ഇത് വെസ്റ്റ് ഫോർട്ടാണ്. ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്ന സിറ്റി, അതിൻ്റെ ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത് ക്ഷേത്രമാണ്, അതിൻ്റെ ഫ്രണ്ട് സൈഡാണ്. വെസ്റ്റ് ഫോർട്ട് ഈ വശത്ത്. ഇവിടെ നിന്നും ക്ഷേത്രത്തിൽ എൻട്രി ചെയ്യാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ഷേത്രത്തിൽ പോകണമെങ്കിൽ അവിടുത്തെ ടൈമിംഗ് ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. പോകുന്നെങ്കിൽ വളരെ നേരത്തെ തന്നെ പോകണം. രാജാവിൻ്റെ കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ആ ഒരു 45 മിനിറ്റ് 1 മണിക്കൂറത്തെ ബ്രേക്കൊക്കെ ഉണ്ടാവും. നിങ്ങളത് സമയം നിങ്ങൾക്ക് വൈകിട്ടും പോയി അന്വേഷിക്കുക. രാവിലെ മുതൽ 8 മണിക്ക് മുമ്പ് എപ്പോഴും വീണ പോയി. 8 മണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഡി ആയിട്ട് ഇവിടെ വരണമല്ലോ, അത് പറഞ്ഞതാണ്. നാളെ രാവിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്ഷേത്രം 4 മണിക്ക് തുറക്കും. അത് മുതൽ നിങ്ങൾക്ക് പോകാം. ഞാൻ പറഞ്ഞത് ഇൻ കേസ് രാജാവിൻ്റെ ഫാമിലിയിൽ നിന്ന് ആരെങ്കിലും വരികയാണെങ്കിൽ ഒരു 45 മിനിറ്റൊക്കെ ചിലപ്പം ബ്രേക്ക് ചെയ്തേക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാലും സാരമില്ല, നിങ്ങൾക്ക് പോകാം. പിന്നെ വേറെ ദൂരെ എങ്ങും പോകാൻ ശ്രമിക്കണ്ട. ഇത് നിങ്ങൾ ഹാർട്ട് ഓഫ് ദ സിറ്റിയിലാണ്, മനസ്സിലായില്ലേ? ശരി, താങ്ക് യു. നമുക്കിനി അടുത്ത നമ്മളുടെ സെഷനിലോട്ട് വരാം. നിങ്ങൾ ആരും ഉറങ്ങരുത്. കാരണം ആഹാരം കഴിച്ചുകൊണ്ടല്ല. ഇത് അടുത്ത സെഷൻ ഫിനാൻസ് മാനേജ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ആ കേൾക്കുന്ന പോലെ ഫിനാൻസ് മാനേജ്മെൻറ്റ് വലിയ ലെവലിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ മിനിമം പാലിക്കേണ്ട മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു തരികയാണ് ഉദ്ദേശം. നിങ്ങളുടെ കയ്യിലൊരു റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് കിട്ടി, അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടി. ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ പെട്ടെന്ന് നോക്കി മനസ്സിലാക്കി പറയാൻ പറ്റണം, അല്ലേ? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, ബാലൻസ് ഷീറ്റിൽ എത്ര അസറ്റ്സ് ഉണ്ട്, എത്ര ലയബിലിറ്റീസ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും പൊതുവായിട്ട് പാലിക്കേണ്ട അക്കൗണ്ടിങ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരും. നമ്മളോടൊപ്പം എല്ലാവരും ഒന്ന് പെട്ടെന്ന് കയറിയിരിക്കുമോ? നമ്മളോടൊപ്പം ഇപ്പോൾ ഉള്ളത് റിസോഴ്സ് പേഴ്സൺ നമ്മളുടെ ഡോക്ടർ BR പ്രസന്നകുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടായിരുന്നല്ലോ അല്ലേ? ഡോക്ടർ BR പ്രസന്നകുമാർ. അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഉദ്യോഗസ്ഥനായിരുന്നു ആദ്യം ഫിനാൻസിൽ. അതിനുശേഷം അദ്ദേഹം IMGയിൽ അറിയാമല്ലോ അല്ലേ? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻ ഗവൺമെൻറ്, തിരുവനന്തപുരത്തുള്ള ഗവൺമെൻറ് ഓഫീസേഴ്സിനെയൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുണ്ട്. അവിടുത്തെ ഫാക്കൽറ്റി ആയിരുന്നു 7 വർഷം. അവിടെ അദ്ദേഹം മറ്റു ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാരെ ഫിനാൻസ് പഠിപ്പിക്കുന്ന റിസോഴ്സ് പേഴ്സൺ ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഫിനാൻസ് ഓഫീസറായിട്ട് പോയി. കേരളത്തിലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡാണ്, നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? അവിടുത്തെ ഫിനാൻസ് ഓഫീസറായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പം വർക്ക് ചെയ്യുന്നത് കേരള കോഓപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടറാണ് അദ്ദേഹം. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇവിടത്തേക്ക് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള റിസോഴ്സ് പേഴ്സൺ ആണ്. നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം 2 പേജിലുള്ള ഒരു ക്വസ്റ്റനെയർ കൊണ്ടുവന്നിട്ടുണ്ട്. പഠിപ്പിച്ചതിന് ശേഷം അത് ആൻസർ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ സാറിനോട് പറഞ്ഞ് അത് അഡ്വാൻസ് ആയിട്ട് തന്നിരിക്കണം. അപ്പോൾ ഇടയ്ക്കെങ്കിലുമൊക്കെ നോക്കി കേൾക്കണ വഴിക്ക് ടിക്ക് ചെയ്യാമല്ലോ എന്ന്. അപ്പോൾ അതിപ്പം തരുന്നുണ്ട് സാർ. അത് കൊടുക്കണം. ഇതിന് ശേഷം കൊടുത്തോളൂ. ഇത് അദ്ദേഹത്തിൻ്റെ പേപ്പറാണ് പുള്ളി തയ്യാറാക്കി തന്ന NGO മാനേജ്മെൻറ്റ്. നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വായിക്കാം, കുഴപ്പമില്ല. ഇവിടെ ഇരുന്ന് നോക്കാം. നിങ്ങളെല്ലാവരും NGOയുടെ ആളല്ലേ? അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറൊക്കെ കളക്ട് ചെയ്ത് വെച്ചേക്ക്. പുള്ളിയെ പിന്നീട് നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഡോക്ടർ BR പ്രസന്നകുമാർ സാറിനെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേരിൽ ഞാൻ ഈ മിത്രനികേതനിലോട്ടും ഈ വർക്ക്ഷോപ്പിലോട്ടും സ്വാഗതം ചെയ്യുന്നു. നൗ ഇറ്റ് ഈസ് അപ് ടു യു സർ, ഇറ്റ്സ് യുവർ ടൈം. ഇത് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം, മൈക്ക് എടുക്കണമെങ്കിൽ മൈക്ക് എടുക്കാം, ഏത് വേണം. എല്ലാവർക്കും നമസ്കാരം. എവിടെ നിന്ന് എൻ്റെ പൊക്കമില്ലായ്മ കൊണ്ട് കാണാൻ തോന്നുന്നു. അപ്പോൾ ഒരു തവണയും കൂടെ എല്ലാവർക്കും ഒന്ന് ഒരുമിച്ച് ഒരു ഗുഡ് ആഫ്റ്റർനൂൺ പറഞ്ഞു നോക്കാം, ഒന്നൊരു ഉണരാൻ. അപ്പോൾ ഐ വിൽ സേ ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവരും പറയുന്നില്ല, കുറച്ചൊരു ഇപ്പോഴേ ഉറങ്ങിയപ്പം എന്നർത്ഥം. എല്ലാവരും പറഞ്ഞ് ഈ പോലെ വൺസ് അഗൈൻ ഐ വിൽ സേ ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ തുടക്കത്തിൽ ആദ്യം ഡോക്ടർ രഘുനാഥ് സാറിന് ഈ ക്ലാസ്സിലേക്ക് എന്നെ വിളിച്ചതിന് വേണ്ടി നന്ദി പറയുകയാണ്. അങ്ങനെ നിങ്ങളുമായിട്ട് എനിക്ക് ഇൻട്രാക്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്.
വർഷങ്ങളായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. പല മേഖലകളുമുള്ള ട്രെയിനേഴ്സിനെയും പഠിപ്പിക്കുന്ന, ഞാൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ റെക്കഗ്നൈസ്ഡ് ട്രെയിനറുടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ മെയിൻ ജോലി. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു സാറിൻ്റെ അടുത്ത്, പക്ഷേ ഈ സിവിൽ സൊസൈറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NGO എന്ന് പറയുന്നതിന് ആദ്യമായിട്ടാണ് ഒന്ന് ക്ലാസ് എടുക്കുന്നത്. ആ ഒരു ഇതെനിക്കുണ്ടത്. അപ്പോൾ ഞാൻ സാറോട് പറഞ്ഞിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു അത് നമ്മുടെ ഞാനും കോമേഴ്സ് MCOM കഴിഞ്ഞ ആളാണ്, MBA കഴിഞ്ഞ ആളാണ്, LLB കഴിഞ്ഞ ആളാണ്, MPhil കഴിഞ്ഞ ആളാണ്, PhD എടുത്ത ആളാണ്. അപ്പോൾ ഇതെല്ലാം എൻ്റെത് ഫിനാൻസാണ്. അപ്പോൾ ഫിനാൻസ് എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഒന്നുമില്ല, ഓൾ അറൗണ്ടാണ്, എല്ലാ ഏരിയയിലോട്ടും പോകാൻ പറ്റും. 35 കൊല്ലം സർവീസ് കഴിഞ്ഞ ആളാണ് ഞാൻ പല ഫീൽഡിലായിട്ട്. അതെല്ലാം തന്നെ ഫിനാൻസിൻ്റെ ഫീൽഡാണ്, ഇൻക്ലൂഡിങ് പ്രാക്ടിക്കൽ. 3 കളക്ടറേറ്റിലെ ഫിനാൻസ് ഓഫീസറായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടീസും ഉണ്ട്. അപ്പോൾ എനിക്കോ അതവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ഇന്നത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ വരുന്നുണ്ട്. അതായത് ഈ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോൾ സാറ് തന്നെ അത് ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു, ഒരു NGO അവരുടെ സാമ്പത്തിക കാര്യങ്ങൾ, ഇപ്പോൾ ഫിനാൻസ് എന്ന് പറയുന്നത് സാമ്പത്തികമാണല്ലോ, സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ, അതിലോട്ട് മാത്രമേ നമ്മളിപ്പോൾ ശ്രദ്ധ കൊണ്ടുവരുന്നുള്ളൂ. പക്ഷേ ഇതിനകത്ത് കുറച്ചൊരു ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് ഇതിന്, ഈ ഫിനാൻസിന്. അതും കൂടെ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലുള്ള ടെക്നിക്കൽ ടേംസും മറ്റൊക്കെ കേൾക്കുമ്പോൾ ഒരു പരിചയസമ്പന്നത തോന്നുള്ളൂ. അല്ലെങ്കിൽ എല്ലാം വളരെ ഇപ്പോൾ സാറ് തന്നെ പെട്ടെന്ന് പറഞ്ഞു അതിനകത്തുള്ള ലൈബിലിറ്റി, അസറ്റ്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്ത് ലൈബിലിറ്റി, എന്ത് അസറ്റ്, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളിൽ കിടന്ന് കറങ്ങും, എന്താണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് ടേംസ് ആവുകൊണ്ട് നമുക്കൊരു പരിചയപ്പെടാനാണ് ഈ ക്ലാസ്സിൽ നമുക്ക് ശ്രമിക്കാൻ പറ്റുന്നത്. പിന്നെ ഫിനാൻസിൻ്റെ ഒരു മീനിങ് എന്താണ്, അത് നിങ്ങൾ എന്താണ് അതിൻ്റെ ഒരു ബ്രോഡർ ഔട്ട്ലുക്ക് എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാനായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിനാൻസ് എന്നുള്ള ടേം എടുക്കാം, പെട്ടെന്ന് പറഞ്ഞു പോകാൻ വേണ്ടി. ആദ്യം ഫിനാൻസ് എന്നുള്ള ടേം എടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഈ സൈഡിനകത്ത് വാട്ട് ഈസ് ഫിനാൻസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാക്ക് കേൾക്കാത്ത ഒരു ആളും ഇതിനകത്ത് ഉണ്ടാവില്ല എന്തായാലും, അല്ലേ? പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് എന്തായിരിക്കും മനസ്സിൽ വരുന്ന ഫിനാൻസ് എന്ന് കേട്ടാൽ? വാട്ട് വിൽ ബി ഇൻ യുവർ മൈൻഡ് ഇഫ് യു ഹിയർ ദിസ് ടേം ഫിനാൻസ്? എക്സാക്ട്ലി, മണി എന്നുള്ള ടേം എല്ലാവർക്കും മനസ്സിൽ വരും. അപ്പോൾ മണി മതിയെങ്കിൽ, മണി മാത്രമാണ് ഫിനാൻസ് എങ്കിൽ, അവിടെയാണ് നമ്മുടെ ആ ഒരു സ്റ്റഡി വരുന്നത്. ആ ഫിനാൻസ് എങ്കിൽ വൈ വി കനോട്ട് കോൾ ഇറ്റ് മണി ഇൻസ്റ്റെഡ് ഓഫ് ഫിനാൻസ്? എന്തിനു വിളിക്കുന്നു? And I am calling it finance management. Why it should be finance management if money management is sufficient? അപ്പോൾ അത് പോരാ. മണി മാനേജ്മെൻറ്റ് മാത്രമല്ല ഫിനാൻസ് എന്ന് പറയുന്നത്, ഇറ്റ് ഇസ് സംതിങ് മോർ. അവിടെയാണ് നമ്മുടെ ഇതിരിക്കുന്നത്. ഫിനാൻസ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങളുണ്ട്, വെറും മണിയിൽ മാത്രം നിൽക്കില്ല, സംതിങ് മോർ. അപ്പോൾ എന്താണ് മോർ? അവിടെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഫിനാൻസ് എന്ന ടേം കേൾക്കുമ്പോൾ അതിൽ വെച്ചോ, അതിനകത്ത് വെച്ചോ, അതിനകത്ത് ഇത് ചെയ്തോ. പക്ഷേ ഇത് വർക്കാവുന്നില്ലല്ലോ. വർക്കാവുന്നില്ല കേട്ടോ ഇതിനകത്ത്. അത് അവിടെ ആ കൊടുത്തിരിക്കുന്ന കണക്ഷൻ കറക്റ്റല്ല. അല്ല, ഈ ഇത് കൊടുത്തിട്ടില്ലേ? അപ്പോൾ കാണാം. നമ്മൾ പെട്ടെന്ന് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ കാണും തിങ്സ് റിലേറ്റഡ് ടു മണി. അത് എല്ലാവരും പറഞ്ഞു, നിങ്ങളെല്ലാം അക്സെപ്റ്റഡ്, ഓക്കെ, വെരി ഗുഡ്. ഇനി മണിക്ക് ഇക്വലൻ്റായിട്ട് വേറെ കൂടെ വാക്കുകളില്ലേ? എന്താണ് ഏതാണ്ട് തോന്നുന്ന വാക്ക്? വേറെ ഏറ്റവും കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് വേർഡ് എന്താണ്? ക്യാഷ്. എക്സാക്ട്ലി, ക്യാഷ് ആണല്ലോ അതിനേക്കാളും. ഇങ്ങനെ ക്യാഷ് എന്ന് പറഞ്ഞൂടെ? ഇനിയൊരു വാക്കുകൂടെ ഇല്ലേ? അതായത് നമ്മളെല്ലാം ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ പറയുമോ നമുക്ക് അതിന് ഫണ്ട്സ് ഇല്ല ഇങ്ങനെ പറയും, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പോൾ ഫണ്ട്സ് എന്ന് പറയുന്നത് വെരി ക്ലോസ്ലി റിലേറ്റഡ് ടു ഫിനാൻസ്. ശരിക്കും പറഞ്ഞാൽ ഫണ്ട്സ്, നോട്ട് ഫണ്ട് ബട്ട് ഫണ്ട്സ്. ഫണ്ടും ഫണ്ട്സും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ പ്രത്യേകിച്ച് NGOകളോട് പ്രത്യേകം പറയണ്ട. ഞാൻ പ്രത്യേകം ഫണ്ട് മാറ്റി വയ്ക്കുക, ഡെഡിക്കേറ്റഡ്, അതാണ് നമ്മൾ പറയുന്നത്. ഫണ്ട് എപ്പോഴും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ ലൈബിലിറ്റി സൈഡിൽ ഇരിക്കുന്ന സാധനമാണ്. പലതിനും ഫണ്ട് ഉണ്ടാവും, ഫണ്ട്സ് ആയിരിക്കില്ല. ഒരു ഡെഡിക്കേറ്റ് ചെയ്ത്, അതിപ്പോൾ നമുക്ക് നാച്ചുറൽ കലാമിറ്റി ഫണ്ട് എന്ന് വിളിക്കുന്ന അങ്ങനെയാണ്, അതിൻ്റെ ഫണ്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ജനറൽ ഫണ്ട് അല്ലെങ്കിൽ ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഫണ്ട്, അതിനകത്ത് പണം ഉണ്ടാവണം. ആ പണത്തിനെയാണ് നമ്മൾ ശരിക്കും ഈ മണി എന്നൊക്കെയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഫണ്ട്സ് എന്നുള്ള ഒരു എസ് കൂടെ ചേർത്തിട്ട് ഉപയോഗിക്കുന്നത്, ഫണ്ട്സ്. ദെൻ വി ആർ യൂസിങ് ക്യാഷ്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ മാത്രമല്ല ഫിനാൻസ്. ഞങ്ങളൊക്കെ ഫിനാൻസ് പഠിക്കുമ്പോൾ ആദ്യം തന്നെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു സബ്ജക്റ്റായിട്ട് പഠിക്കുമ്പോൾ പറയുന്നത് ഫിനാൻസ് ഈസ് നോട്ട് വൺ വേ. ഫിനാൻസിന് 2 വഴികളുണ്ട്. എന്താണ്? ഈ ഷുഡ് കം ആൻഡ് ഗോ. അങ്ങനെയാണ് ഫിനാൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ട്? ഫിനാൻസ് എന്ന് പറയുന്നത്
ഇറ്റ് ഇസ് റെസിറ്റ് ഉണ്ട്, പേയ്മെൻറ്റും ഉണ്ട്. ഇല്ല പറ്റുമോ? ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഫിനാൻസ് അത് രണ്ടും വേണ്ട. അപ്പോൾ റെസീറ്റ്സിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. എങ്ങനെ ഈ ഫണ്ട്സ് വരുന്നു എന്ന് ചിന്തിക്കണം. എന്നിട്ടാണല്ലോ ചിലവാക്കാൻ പറ്റുള്ളൂ, അല്ലേ? അല്ല, ചിലവാക്കണമെങ്കിൽ ഫണ്ട്സ് വരണ്ടേ ആദ്യം. അപ്പോൾ അതും കൂടെ നമ്മുടെ കയ്യിൽ വരണം. അതുകൊണ്ട് റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് വിൽ കം ദെയർ. അപ്പോൾ ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. ഈ ടെക്നിക്കൽ ടേമാണ് ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്നുള്ളത്. നമ്മൾ ഫിനാൻസ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയെന്ന് വെച്ചാൽ only you will get that if you take this term also, income and expenditure. ഇത് തമ്മിൽ കാര്യമായ വ്യത്യാസമുണ്ട്. അതാണ്. അപ്പോൾ റെസീറ്റ് അല്ല ഇൻകം, പേയ്മെൻറ്റ്സ് അല്ല എക്സ്പെൻഡിച്ചർ. അത് ഗെറ്റിംഗ് ദിസ്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഏറ്റവും പ്രധാനമാണ്. ഈ ടേം നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ഫിനാൻസിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ. അതായത് നമ്മുടെ എല്ലാ റെസീറ്റ്സും നമുക്ക് ഇൻകം എന്ന് വിളിക്കാൻ പറ്റില്ല. എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എല്ലാ പേയ്മെൻറ്റ്സും നമുക്ക് എക്സ്പെൻഡിച്ചർ അല്ല. ഇലക്ട്രിസിറ്റി ബില്ല് കൊടുത്താൽ അതൊരു എക്സ്പെൻഡിച്ചറാണ്, പേയ്മെൻറ്റുമാണ്. പക്ഷേ എക്സ്പെൻഡിച്ചർ അല്ല, പക്ഷേ പേയ്മെൻ്റ് ആവുന്ന സാധനങ്ങളില്ലേ? അല്ലെങ്കിൽ എൻ്റെ ഇൻകം അല്ല ബട്ട് ഇറ്റ് ഈസ് എ റെസീറ്റ് എന്ന് പറയുന്ന സാധനമില്ലേ? അതെന്തുവാണ്? അല്ലെങ്കിൽ നിങ്ങൾ NGO, നിങ്ങൾ ഗോ ടു NGO തന്നെ, NGOയിലേക്ക് പോവുക, അല്ലെങ്കിൽ CSOയിലേക്ക് പോവുക. യെസ്, ലോൺ എടുത്താൽ ഇറ്റ്സ് എ റെസീറ്റ് ബട്ട് ഇറ്റ്സ് നോട്ട് എൻ ഇൻകം. യു ഹാവ് ടു റീപേ ഇറ്റ്. അതാണ് എൻ്റെ കാര്യം. അത് തിരിച്ചു കൊടുക്കണം. അതുപോലെ NGOയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഒരു CSOയിലേക്ക് ആരെങ്കിലും ഫണ്ട് തരികയാണെങ്കിൽ, ഒരു പ്രത്യേക ആക്ടിവിറ്റിക്ക് തന്നാൽ, ദാറ്റ് യു കനോട്ട് ട്രീറ്റ് ആസ് സച്ച് എൻ ഇൻകം. ഇഫ് ഇറ്റ് ഇസ് എ വെരി സ്പെസിഫിക്, ഒരു സ്പെസിഫൈ ചെയ്ത് തന്നിട്ടുള്ളതാണെങ്കിൽ ഫണ്ടായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതുപോലെ നിങ്ങളിപ്പോൾ സബ്സ്ക്രിപ്ഷൻ പോലുള്ള സാധനങ്ങൾ മെമ്പേഴ്സിൻ്റെ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്നാൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻകം. പക്ഷേ ഒരു സ്പെസിഫിക് പർപ്പസിന് നിങ്ങൾ കുറച്ച് സബ്സ്ക്രിപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ഷുഡ് ബി കെപ്റ്റ് ആസ് എ നോട്ട് ആസ് എൻ ഇൻകം ബട്ട് ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ആസ് എ ഫണ്ട്, സെപ്പറേറ്റ് ഫണ്ടായിട്ട് കീപ്പ് ചെയ്യണം. ദാറ്റ് ഷുഡ് ഗോ ടു ദി ബാലൻസ് ഷീറ്റ്, ലയബിലിറ്റി സൈഡ്. അങ്ങനെ ബാലൻസ് ഷീറ്റിന് ഒരു പ്രത്യേകത, ഞാൻ ബാലൻസ് ഷീറ്റും കൂടെ പറഞ്ഞു പോവുകയാണ്. ബാലൻസ് ഷീറ്റിന് പ്രത്യേകം എന്താണ്? 2 സൈഡുണ്ട്, അറിയാമല്ലോ. 2 സൈഡുണ്ട് ബാലൻസ് ഷീറ്റിന്. എല്ലാ NGOയുടെയും ബാലൻസ് 2 സൈഡ് വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഫണ്ട് കിട്ടുമ്പോൾ ദേ ഷുഡ് ബി കെപ്റ്റ് ആസ് എ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അസറ്റ് സൈഡിൽ എന്തായിരിക്കും വരുന്നത്? ഈസി ആയിട്ട് പറഞ്ഞാൽ ഫണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതണം അസറ്റ് സൈഡിൽ, അല്ല ലയബിലിറ്റി സൈഡിൽ എഴുതണം ഫണ്ട്. അപ്പോൾ അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതാണ്, വെൻ യു റിസീവ് സം മണി, അവിടെ മണിയായിട്ടാണ് റിസീവ് ചെയ്യുന്നത്. ഫ്രം എ ഫണ്ടിങ് ഏജൻസി ഓർ എ ഡോണർ കിട്ടി, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടി കഴിയുമ്പോൾ 2 ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. എന്താണ് 2 ട്രാൻസാക്ഷൻ? അവിടെയാണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കൊരു കാര്യം കിട്ടുമ്പോൾ അതിൽ 2 എണ്ണം നടക്കുന്നുണ്ട്. വാട്ട് ഈസ് ദ 2? ഒന്ന്, നിങ്ങളുടെ മണി കിട്ടിയല്ലോ, ദാറ്റ് ഇസ് യുവർ അസറ്റ്. നിങ്ങൾക്ക് തൊട്ട് നോക്കാൻ പറ്റും. അസറ്റിന് എപ്പോഴുള്ള ഗുണം എന്താണ്? യു കൻ ടച്ച് ഇറ്റ്. ഫോർ ടൈം ബീങ് യു ഷുഡ് സ്റ്റഡി ഓൺലി ലൈക്ക് ദാറ്റ്. വേറെ അല്ലാത്ത ടച്ച് ചെയ്യാൻ പറ്റാത്ത അസറ്റ്സ് ഉണ്ട്, അതൊക്കെ വിട്ടയക്കുക. അത് കോമേഴ്സ് പഠിച്ചാൽ അറിയാൻ പറ്റും, പെട്ടെന്ന് ഗുഡ് വിൽ എന്നൊക്കെ പറയാം. അപ്പോൾ അസറ്റ് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ടച്ച് ചെയ്യാൻ പറ്റുന്നതാണ് അസറ്റ്. അപ്പോൾ ക്യാഷ് തന്നു നിങ്ങളുടെ കയ്യിൽ, ദാറ്റ് ഇസ് മണി, അല്ലെങ്കിൽ ക്യാഷ് തന്നു, ദാറ്റ് ഈസ് നിങ്ങളുടെ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലേക്ക് പോയി ക്യാഷ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ലയബിലിറ്റി സൈഡിലേക്ക് എന്തായിരിക്കും വരുന്നത്? അപ്പോൾ ആ ഫണ്ടിൻ്റെ പേരാണ് എഴുതുന്നത്. ഇന്ന ഫണ്ട് കിട്ടി, ഫണ്ട് ഫ്രം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ഫണ്ട് ഫ്രം ഇന്ന ഡോണർ തന്നു, അയാളുടെ പേര് എഴുതി. ദാറ്റ് ഈസ് കെപ്റ്റ് ദെയർ അൺലെസ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് എൻ ഇൻകം. നിങ്ങളുടെ ഒരു ഇൻകം അല്ലെങ്കിൽ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ വരേണ്ട ഒരു ഐറ്റം ആണത്. ഇൻകം ആണെങ്കിലോ യു ഷുഡ് ഗോ ടു ദി വേറൊരു അക്കൗണ്ട് ഉണ്ട്. അതിനെന്താ പറയുന്നത്? എവിടെ പോകണം? ഇൻകം ആണെങ്കിൽ നിങ്ങളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാത്രം ചെയ്യുന്ന ട്രാൻസാക്ഷനാണ്. അതിലേക്ക് പോകണം. എന്തോ അതിൻ്റെ പേര് പറയുന്നത്? അതിനാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നത്. അത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അല്ല. പക്ഷേ ക്യാഷ് വരുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിലാണ്. ബിക്കോസ് ഇത് റെസീറ്റ്, അത് ക്യാഷ് ആയിട്ട് വന്നു. പക്ഷേ ഇത് ഇൻകമായിട്ട് ഇരിക്കുന്നത് അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇൻകത്തിൽ എഴുതാതെ അതിനെ ക്യാപിറ്റലിലേക്ക് കൊണ്ടുപോകണം. ബട്ട് ഇഫ് ഇറ്റ് ഇസ് എൻ ഇൻകം, നിങ്ങൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതാൻ വേണം, ഇൻകമായിട്ട് എഴുതണം. അത് അതിൻ്റെ റൈറ്റ് സൈഡിലാണ്, ഇതതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. അതായത് ക്യാഷിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വരണം, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്. ഇതൊക്കെ നമ്മൾ ചെയ്ത് പഠിക്കണം. അത് ഞാൻ വന്നോട്ടെ ഞാൻ സാറിനോട് ചോദിച്ചത്, നിങ്ങളിങ്ങനെ ചെയ്ത് പഠിക്കാൻ തയ്യാറാണോ? അങ്ങനെയാണെങ്കിൽ പ്രോബ്ലംസ് ഉണ്ട്, കൊടുത്ത് ചെയ്യിക്കാം. അതല്ല ഈ തിയറി പറഞ്ഞാൽ മതി. ഓക്കെ, ഇറ്റ് തിയറി ഈസ് ഓൾസോ പോസിബിൾ, എങ്ങനെ ഒന്നും ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ലിമിറ്റഡ് ടൈമിനകത്ത് നമുക്ക് ചെയ്ത് പഠിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ്. അപ്പോൾ ഫണ്ടുമായിട്ട് അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടിയാൽ ദാറ്റ് മേ ബി എൻ ഇൻകം ഓർ ഇറ്റ് മേ ബി എൻ ലൈബിലിറ്റി. 2 രീതിയിലും പോകും. ഒരു ലൈബിലിറ്റി ആയിട്ട് പോകുമ്പോൾ ദാറ്റ് വിൽ ഗോ ടു ദ ബാലൻസ് ഷീറ്റ് ഇൻ ബോത്ത് സൈഡ്സ്. ക്യാഷ് ഒരു സൈഡിൽ പോയിരിക്കും, ഇപ്പുറ സൈഡ് ലൈബിലിറ്റി എന്ന് പറഞ്ഞ് എഴുതിച്ചേക്കും. അസറ്റ് സൈഡും ലൈബിലിറ്റി സൈഡുമാണ് ബാലൻസ് ഷീറ്റിൻ്റെ 2 സൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നടക്കട്ടെ. ഇനിയുണ്ടല്ലോ, ഇത് കഴിഞ്ഞില്ല. ഇന്ന് ഞാൻ വേറെ ഡീറ്റെയിൽ എടുക്കാം, കുറച്ചുകൂടെ പറയാനുണ്ട്. ഇനി നമ്മുടെ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, GST അടയ്ക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള രജിസ്ട്രേഷൻ എടുത്ത് ചെയ്താൽ, ഇൻകം ടാക്സ് കൊടുത്താൽ, എല്ലാം തന്നെ വരേണ്ടത് എവിടെയാണ്? എല്ലാം നമ്മുടെ ഫിനാൻസിൻ്റെ അകത്ത് വരുന്നതാണ്. അപ്പോൾ ഫിനാൻസിൽ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മെനി തിങ്സ് വി കൻ ഡിസ്കസ്. എത്ര ഡിസ്കസ് ചെയ്യാൻ തീരില്ല. എല്ലാ വരവുകളും എല്ലാ ചിലവുകളും, പിന്നെ അതിനകത്തുള്ള കോംപ്ലിക്കേഷൻസ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, ബാങ്കുകൾ, അതെല്ലാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ബാങ്കെല്ലാം അതെല്ലാം ഫിനാൻസാണ് ശരിക്കും. അത് ഫിനാൻഷ്യൽ മാർക്കറ്റാണ് ശരിക്കും ബാങ്ക് വരുന്നത്. എല്ലാം ഇങ്ങനെ നമുക്ക് ഫിനാൻസിന് അനവധി കാര്യങ്ങളുണ്ട്. അക്കൗണ്ട്സ് ഉണ്ട് അതിനകത്ത്,
ഡോക്യുമെൻറ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് CSOയ്ക്ക്. ഡോക്യുമെൻറ്റ് ചെയ്യണമല്ലോ നിങ്ങൾ. അത് ഒരു റെസിപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ഞാൻ വെച്ചാൽ ബോർഡ് വരച്ചിട്ടുണ്ടെങ്കിൽ എഴുതി കാണിക്കാമെന്ന് പറഞ്ഞു. അതായത് ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? നിങ്ങളൊരു ഫണ്ട് വരുമ്പോൾ ഫസ്റ്റ് ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? ഫണ്ട് വരുന്നതിന് മുമ്പേ ഉള്ള ആക്ഷൻ ഉണ്ട്, അത് നമ്മൾ അതിനോട്ട് കാണാൻ പോകാം. പക്ഷെ എന്നാലും ഫണ്ട് വരുമ്പോൾ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു MOU ഉണ്ടാവും, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാവും, അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ നിങ്ങൾ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നുണ്ടാവും, അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. അതിന് മുമ്പേ ബഡ്ജറ്റ് ഉണ്ട്, അത് ഡോക്യുമെൻറ്റ് ചെയ്യണം. ഇതെല്ലാം ഡോക്യുമെൻറ്റ് ചെയ്താൽ പറ്റുള്ളൂ, നമുക്ക് പിന്നീട് നോക്കാൻ വേണ്ടി, കമ്പയർ ചെയ്യാൻ വേണ്ടി. ഇതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്, ഇതെല്ലാം ഓരോ ടൂൾസാണ്. അപ്പോൾ അതാണ് ഇവിടെ ഇന്നിപ്പോൾ കൂടുതലും കാണാൻ പോകുന്നത്. ഇതെങ്ങനെ ഈ ടൂൾസ് നമ്മൾ എല്ലാം ശേഖരിച്ച് വെക്കണം എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രാധാന്യം. അപ്പോൾ ഡോക്യുമെൻറ്റ് ചെയ്യണം. പിന്നെയോ റെസീറ്റും പേയ്മെൻറ്റും ഒക്കെ വരുമ്പോൾ എന്താണ്, ഒരു പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇഫ് ഇറ്റ് ഇസ് എ പർച്ചേസ് ചെയ്യാതെ ആർക്കും നോബഡി ക്യാൻ എസ്കേപ്പ് ഫ്രം ദിസ് വേൾഡ് എന്നാണ് ഞാൻ പറയുന്നത്. ആർക്കും പറ്റില്ല. അത് നിങ്ങൾ ഓർഗനൈസേഷനിൽ ഇരുന്നാലും കൊള്ളാം, ഓർഗനൈസേഷൻ അല്ലാതെ വീട്ടിൽ പർച്ചേസ് ചെയ്താലും കൊള്ളാം. പർച്ചേസ് ചെയ്യാതെ ആർക്കും ജീവിക്കാൻ പറ്റുമോ? പർച്ചേസ് ഈസ് ഫണ്ടമെൻ്റൽ ഇതാണ്, എല്ലാവരും ചെയ്തേ പറ്റുള്ളൂ. പർച്ചേസ് ചെയ്യാന്നുള്ളത് എങ്ങനെ സാധനങ്ങൾ വാങ്ങണ്ടേ, അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പം നമ്മൾ ഇരിക്കുന്ന കസേര മേശയൊക്കെ ഇല്ലേ, ഇതെല്ലാം തന്നെയും എന്താണ് വാസ്തവം പറഞ്ഞാൽ ഒരു പർച്ചേസ് പ്രൊസീജിയർ അനുസരിച്ച് വാങ്ങിച്ചതായിരിക്കും ഇവിടെ എപ്പോഴെങ്കിലും, അല്ലാതെ വാങ്ങാൻ പറ്റുമല്ലോ. അപ്പോൾ ദിസ് ആസ് ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടായിരിക്കാം, ഒരു ഇൻവോയ്സ് ഉണ്ടായിരിക്കാം, ദേർ ഇസ് എ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ടാവാം അതിന്. അപ്പോൾ പേയ്മെൻറ്റ് നടത്തുമ്പോൾ മസ്റ്റായിട്ട് കിട്ടേണ്ട ഒരു സാധനം എന്താണ്? ഒരു പേയ്മെൻറ്റ് കൊടുക്കണം, എന്ത് കിട്ടണം നിങ്ങൾക്ക്? ബില്ല് കൊടുക്കുമ്പോൾ റെസീറ്റ് അല്ല എന്നെ പറയുന്നത്, അതിന് റെസീറ്റ് കിട്ടണം. ഓക്കെ, ഇത് ഫേസ് റെസീറ്റ് കിട്ടണം, ഇങ്ങോട്ട് കിട്ടണം. പക്ഷെ ആദ്യം നിങ്ങൾക്ക് ബില്ലുണ്ടാവും, ബില്ലുണ്ടാവും. ബില്ല് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിന് എന്തായി മാറും? നിങ്ങൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ ഇറ്റ് വിൽ ബിക്കം വൗച്ചർ. അതാണ് ബില്ലും വൗച്ചറും തമ്മിലുള്ള ഡിഫറൻസ്. അതാണ് ബില്ലെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് പെയ്ഡ്, അത് കൊടുത്തിട്ടില്ല. There is no evidence of payment on a bill. If an evidence of payment is affixed on the bill, it will become a voucher. അപ്പോഴാണ് വൗച്ചർ ആവുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡോക്യുമെന്റേഷൻ വരേണ്ടത് ബില്ലല്ല, ഇറ്റ് ഷുഡ് ബി വൗച്ചർ. ബട്ട് ബിഫോർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി ഇൻവോയ്സ്. ഇത് ഇൻവോയ്സ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതിന്റെ പ്രൊസീജിയർ ഇഷ്ടം പോലെ ഉണ്ട് അങ്ങോട്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫിനാൻസ് പീപ്പിളിന് മാത്രമായിട്ട് ഡെലിഗേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉണ്ടായിരുന്നു ഉറങ്ങാൻ പറ്റില്ല. എല്ലാ എക്സിക്യൂട്ടീവ് ഷുഡ് ബി അവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ് ആയിരിക്കണം. അതാണ്. അപ്പോൾ അതാണ് സ്റ്റേജിന്റെ പ്രശ്നം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടാക്സസ്, ഓഡിറ്റ് ഇല്ലാതെ പറ്റുമോ? അതായത് സപ്പോസ് യു ആർ സ്പെൻഡിങ് സംതിങ്, പണം ചിലവാക്കുന്നു. പണം ചിലവാക്കുമ്പോൾ ഇതിൻ്റെ പ്രത്യേകം എന്താണ്? ഇത് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ എന്നാണ് ഇതിനെ വിളിക്കുന്നതെങ്കിലും ഇതിൻ്റെ പ്രശ്നം എന്താണ്? നമ്മൾ ഇതൊരു സോഷ്യലി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഫണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലേ? അതുകൊണ്ട് അതിൽ നിന്നൊരു ഫണ്ട് യൂസ് ചെയ്യുമ്പോൾ ഓഫീസർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ചിലവാക്കുന്ന പേഴ്സൺ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് വിത്ത് വൈ ഐ ആം സ്പെൻഡിങ് ദിസ് മണി ഫോർ ദാറ്റ് പർപ്പസ് ആയിരിക്കണം. ഒരു സംശയം അതില്ല. ബട്ട് ഇറ്റ് ഷുഡ് ഓൾസോ ബി സാറ്റിസ്ഫാക്ടറി ടു ഹും എന്ന് നമ്മൾ ചോദിക്കും. ആർക്കായിരിക്കണം? നിങ്ങൾ പെട്ടെന്ന് പറയും ആർക്കായിരിക്കണം? ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫാക്ടറി ടു ഓഡിറ്റ്. അല്ല നമ്മൾ ചിലപ്പോൾ നമുക്കിപ്പോൾ ഈ സിവിൽ സർവീസ് ഓർഗനൈസേഷനൊക്കെ ചിലപ്പോൾ പറയും ഓക്കെ അത് വേണ്ട, ഞങ്ങൾക്കത് പൊതുജനത്തിനെ അറിയിച്ചാൽ മതിയെന്ന്. പക്ഷേ അത് സോഷ്യൽ ഓഡിറ്റ് എന്നുള്ള വേറൊരു വലിയൊരു ബ്രോഡർ ഇതിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഓഡിറ്റ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് എപ്പോഴാണെങ്കിലും എടുത്തത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് തോന്നണോ ഇത് കറക്റ്റാണ്, ഇത് ചെയ്തിരിക്കുന്ന കുഴപ്പമില്ല. അപ്പോൾ ദേ വിൽ യൂസ് സം മെത്തഡോളജി ഫോർ ഓഡിറ്റിംഗ് ഓൾസോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് നമ്മൾ ഫിനാൻസ് എന്ന് വിളിക്കുന്നത്. ഫിനാൻസ് എന്ന് വെച്ചാൽ ഒരു നാരോ ടേം അല്ല, അത് ഒരു എന്താണ് വാസ്തവം പറഞ്ഞാൽ ഒരു മൂവിങ് ടേമാണ്. ശരിക്കും മൂവിങ് ടേമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് പറഞ്ഞു. ദെൻ വി ആർ മൂവിങ് ടു വാട്ട് എൽസ് ഫിനാൻസ് പീപ്പിൾ ഡു. അപ്പോൾ ഫിനാൻസ് ഈസ് വാട്ട് ഫിനാൻസ് പീപ്പിൾ ഡു എന്ന് പറഞ്ഞാണ് ഏറ്റവും നല്ലത്. എന്തൊക്കെ അവർ ചെയ്യുമ്പോൾ എവറിത്തിങ് വിൽ കം അണ്ടർ ദി ടേം ഫിനാൻസ്. ശരിക്കും നമ്മൾ അടുത്ത് നോക്കുമ്പോൾ വാട്ട് ഈസ് ഫിനാൻസ് മാനേജ്മെന്റ്. ഇനി ഒരു രസകരമായ ഒരു കാര്യമാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. നമ്മൾ ഫിനാൻസ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഫിനാൻസ് മീൻസ് അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ആക്ച്വലി ഐ കുഡ് സേ ലൈക്ക് ദിസ്. ഫിനാൻസിനകത്ത് രണ്ട് കാര്യമുണ്ട്. അതായത് ഒരു ഫണ്ട് ഇങ്ങോട്ട് വരുന്നതിനെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാനേജ് ചെയ്യണം. എങ്ങനെ ഫണ്ട് വരണം, പിന്നെയോ ആ ഫണ്ട് വന്നു കഴിഞ്ഞാലോ അത് എങ്ങനെ ചിലവാക്കണമെന്നതിനെ കുറിച്ചും വേണം. ഇതിനിടയിൽ ഒരു റിട്ടേൺഷൻ ഉണ്ട്. റിട്ടേൺഷൻ ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഫണ്ട് വരുന്നു, അത് റിട്ടേൺ ചെയ്യണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ചുമ്മാ പൈസ വാങ്ങിച്ച് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല. ഇഫ് ഇറ്റ് ഇസ് എ ലോങ് പ്രോജക്റ്റ് ഫോർ 1 year ആണ് കിട്ടുന്നതെങ്കിൽ പണമെല്ലാം കൂടെ മേടിച്ച് കയ്യിൽ പോക്കറ്റ് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് പ്രോപ്പർലി. ആ കീപ്പിംഗ് പ്രോപ്പർലി മീൻസ് ഇറ്റ് ബി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ആ പ്രശ്നം വരും. അപ്പോൾ റിസീവിംഗ് ഫണ്ട്, റിട്ടൈനിങ് ഫണ്ട് ആൻഡ് സ്പെൻഡിങ് മണി, ഈ 3 സ്റ്റേജിലൂടെ ഇത് കടന്നു പോകുന്നുണ്ട് ഈ സാധനം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ശരിക്കും ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി മൊബിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ആണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഇൻക്ലൂഡ് ദി റിട്ടൻഷൻ, ഇഫക്റ്റീവ് റിട്ടൻഷൻ ഓഫ് മണി ഓൾസോ. ആൻഡ് ഓൾസോ ദ വേർഡ് ഈസ് യൂട്ടിലൈസേഷൻ, നോട്ട് ഇഫക്റ്റീവ് പേയ്മെന്റ് ഓർ നോട്ട് ഇഫക്റ്റീവ് എക്സ്പെൻഡിച്ചർ. ആ വേർഡല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഫിനാൻസുകാർ ഉപയോഗിക്കുന്ന യൂട്ടിലൈസേഷൻ ആണ്. യൂട്ടിലൈസേഷൻ ഈസ് എ ബ്രോഡർ ടേം ദാൻ പേയ്മെന്റ് ഓർ എക്സ്പെൻഡിച്ചർ. അതിനേക്കാളും കുറച്ചുകൂടെ വലിയ ടേമാണ്. നിങ്ങൾ നോക്കിയറിയാം. അത് യൂട്ടിലൈസ് ആണ്.
പിന്നെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഫണ്ട് തരുന്ന പല ഏജൻസികളും ആ MOയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടാവും, ആഫ്റ്റർ സ്പെൻഡിങ് ദീസ് ആൻഡ് ആഫ്റ്റർ കംപ്ലൈങ് വിത്ത് ഓൾ ദീസ് തിങ്സ് യു ഹാവ് ടു ഫർണിഷ് എ UC. വാട്ട് ഈസ് ദാറ്റ്? യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിലെ എൻ്റെ എന്ന് പറയുന്നത് അത് വെറുതെ വരില്ലല്ലോ. അപ്പോൾ UC കൊടുക്കുമ്പം തൊട്ട് UC കൊടുക്കണമെങ്കിൽ യു ഷുഡ് ബി വെരി കെയർഫുൾ. പല ടൂൾസുകളും യൂസ് ചെയ്താൽ മാത്രമേ UC കൊടുക്കാൻ പറ്റുള്ളൂ. ആൻഡ് ഓൾസോ യു വിൽ കമ്പയർ UC വിത്ത് വാട്ട്. ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഇരിക്കുമ്പോൾ പല പ്രോജക്റ്റുകൾക്ക് ഇപ്പം നമ്മളിപ്പം ഈ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ NPO എന്നൊക്കെ പറയുന്നവർക്ക് മാത്രമല്ലോ ഫണ്ട് കിട്ടുന്നത്. ഫണ്ട് നമ്മുടെ അവിടെ സയൻറ്റിഫിക് ഇതുകൊണ്ട് റിസർച്ച് നടക്കുന്നുണ്ട്, അവർക്കെല്ലാം ഫണ്ട് ഇഷ്ടം പോലെ നിരവധി ഓർഗനൈസേഷൻസ് ഇൻക്ലൂഡിങ് UGC കൊടുക്കുന്നുണ്ട്. ഇതിനെല്ലാം അവസാനം നമ്മൾ കൊടുക്കണം, UC തിരിച്ചു കൊടുക്കണം, യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ്. യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ ഈ യൂട്ടിലൈസ് സർട്ടിഫിക്കറ്റ് ഞങ്ങൾ എന്ത് വെച്ചാണ് കമ്പയർ ചെയ്യുന്നത്? ഒരു സർട്ടിഫിക്കറ്റ് അടിച്ചുകൊണ്ട് ഓക്കെ അങ്ങ് ഒപ്പിട്ട് കൊടുക്കുമോ? പറ്റില്ലല്ലോ. യു ഹാവ് ടു കമ്പയർ ഇറ്റ് വിത്ത് സം അതർ ടൂൾ. അവിടെയാണ് തുടക്കത്തിൽ നമ്മൾ ബഡ്ജറ്റ് ചെയ്തു, അതുപോലെ അവർക്ക് ഗൈഡ് ലൈൻ ഉണ്ടാവും, ആ ഗൈഡ് ലൈൻ അനുസരിച്ചാണോ അത് യൂസ് ചെയ്യാൻ നമുക്ക് നോക്കേണ്ടി വരും. ഗൈഡ് ലൈൻ മാറിപ്പോകാൻ പാടില്ല, ആ പർപ്പസിനാണോ യൂസ് ചെയ്യുന്നത് നോക്കേണ്ടി വരും. അവരിപ്പോൾ ഒരു സയൻറ്റിഫിക് ഇക്വിപ്മെൻറ്റ് വാങ്ങാൻ പണം കൊടുത്താൽ ആ ഇക്വിപ്മെൻറ്റ് തന്നെയാണോ പണം ചിലവാക്കിയത് നോക്കേണ്ടി വരും. അതിന് വെച്ച പണത്തിനകത്ത് നിന്നോ നോക്കേണ്ടി വരും, അതിനേക്കാൾ ഓവർ ഷൂട്ട് ചെയ്തോ നോക്കേണ്ടി വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നോക്കണം. അപ്പം ബഡ്ജറ്റ് ഭയങ്കര ടൂളാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ട് പോകുന്നത്. ഇതൊക്കെ വെച്ച് നോക്കും. ആദ്യമേ ഫണ്ടിങ് ഏജൻസി എന്താണ് പറഞ്ഞത്. സോ നമ്മൾ എത്ര ഫിനാൻസ് റൂൾ അറിയാമെങ്കിലും ഒരു UC പരിശോധിക്കുമ്പോൾ മോസ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സാധനമുണ്ട്. അതെന്തായിരിക്കും? ആ ഫണ്ടിങ് ഏജൻസിയുടെ ഗൈഡ് ലൈൻ. നിങ്ങൾ അതനുസരിച്ചാണ് യൂസ് ചെയ്യുന്നത് നോക്കേണ്ടത് എനിക്ക്, എന്നാലേ അവർക്ക് യൂസ് തിരിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഗൈഡ് ലൈനിന് അത്രയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. വാട്ട് എവർ ഫിനാൻസ് യു നോ, ദാറ്റ് ഡസ് നോ മീനിങ് അറ്റ് ഓൾ ഇഫ് ദ ഗൈഡ് ലൈൻ ഇസ് സെയിങ് സംതിങ് എൽസ്. ഫണ്ട് തരുന്ന ആൾ പറയുന്നത് ഇതിങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ വിലയുള്ളൂ. അല്ല നമ്മൾ പറയണം അല്ല അങ്ങനെയല്ലല്ലോ ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല, ഒരു രക്ഷയില്ല. അങ്ങനെയാണെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ദി സാങ്ഷൻ ആർ റാറ്റിഫിക്കേഷൻ ഫ്രം ദ ഫണ്ടിങ് ഏജൻസി വാങ്ങണം ഫോർ ദ ഡീവിയേഷൻ. ഇറ്റ് ഡസൻ മീൻ ദാറ്റ് യു കനോട്ട് ഡീവിയേറ്റ് എന്നൊരു അർത്ഥം അതിനകത്തില്ല. പക്ഷേ ഇഫ് യു ഡീവിയേറ്റ് ഫ്രം ദ sanctions or the purpose for which the funding agency has given money, നിങ്ങൾ definitely you have to write for. നിങ്ങൾക്ക് റാറ്റിഫിക്കേഷൻ എഴുതാം. റാറ്റിഫിക്കേഷൻ സാങ്ഷൻ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. സാങ്ഷൻ വെച്ചാൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങുന്നതാണ്. റാറ്റിഫിക്കേഷൻ വെച്ചാൽ ആഫ്റ്റർ ഡൂയിങ് ഇറ്റ് യു ആർ ഗെറ്റിംഗ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റാൻസ് പറയണം, വൈ യു ആർ റാറ്റിഫൈങ് പ്രയർ സാങ്ഷൻ വാങ്ങാതെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ. പ്രയർ സാങ്ഷൻ വാങ്ങിക്കാതെ എന്തുകൊണ്ടായിരിക്കും? നമുക്ക് പ്രയർ സാങ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്താൽ സമയം ചിലപ്പം കിട്ടില്ല, വെയിറ്റ് ചെയ്തിട്ട് സാങ്ഷൻ വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. തിങ്സ് വിൽ ഗോ. നമ്മൾ പറയൂലേ, ഡാം പൊട്ടി പോയിട്ട് പിന്നെ നമ്മൾ തടയണ കെട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞതുപോലെ ഒഴുകേണ്ട വെള്ളം ഒഴുകിയിട്ട് പറ്റുമോ? അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. ആ സർക്കംസ്റ്റാൻസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ റാറ്റിഫിക്കേഷൻ ചോദിക്കുന്നത് ഈ പ്രോജക്റ്റുകൾ പ്രാക്ടിക്കലി. അപ്പോൾ പ്രാക്ടിക്കലി പ്രോജക്റ്റിൽ ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. അപ്പോഴൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഫിനാൻസ് ഫണ്ടമെന്റലി ഫിനാൻസിൻ്റെ വരുന്നത് മൊബിലൈസേഷൻ ഓഫ് റിസോഴ്സസ് വരുന്നു, ആൻഡ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വരുന്നു. ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ വരുന്നു, അതാണ് യൂട്ടിലൈസേഷൻ വരുന്നത്, നോട്ട് ഇഫക്റ്റീവ് സ്പെൻഡിങ്. ആ വാക്ക് യൂട്ടിലൈസേഷനാണ്, ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ആണ്. എന്ന് വെച്ചാൽ നമുക്കത് ഇഫക്റ്റ് ഉണ്ടാവണം. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ദാറ്റ് ഷുഡ് ഓൾസോ കം. അല്ല ചുമ്മാ സ്പെൻഡ് ചെയ്താൽ പോരല്ലോ. ഞാൻ പണമൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, ഒരു കാര്യമില്ല, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം ചെയ്തോ, ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അവിടെയാണ് ഫിനാൻസിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഡെഫിനിഷൻ മാത്രം നമ്മൾ നോക്കുമ്പോൾ മൊബിലൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ റിസോഴ്സസ് ദെൻ ഈസ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ, ഇത് രണ്ടും വരുമ്പോഴും ഫിനാൻസ് ആവും. പക്ഷേ ഇതുകൊണ്ട് ഫിനാൻസ് മാത്രമേ ആയിട്ടുള്ളൂ. ദെൻ വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? ഈ ക്വസ്റ്റ്യൻ കിടക്കുകയാണ്. അല്ലെങ്കിൽ ഈ സബ്ജക്റ്റ് പഠിപ്പിക്കേണ്ടത് നമ്മൾ വേറെ എന്തെങ്കിലും ടോപ്പിക് വെച്ചാണ് പഠിപ്പിക്കുന്നെങ്കിൽ ഓക്കെ, വി നീഡ് നോട്ട് ടോക്ക് അബൌട്ട് മാനേജ്മെൻറ്റ് എങ്കിൽ. പക്ഷേ ഇവിടെ പറയുന്ന എല്ലാവർക്കും പറയണത്, എല്ലാവർക്കും എവരിബഡി ഈസ് ലൈക്കിങ്, വി ടു മച്ച് ലൈക്ക് ദ വേർഡ് മാനേജ്മെൻറ്റ്. എവിടെ സ്ഥലം കിട്ടും അവിടെയൊക്കെ എടുത്ത് മാനേജ്മെൻറ്റ് ഉപയോഗിക്കും ആളുകൾ. മാനേജ്മെൻറ്റ് ഉപയോഗിക്കാത്ത സ്ഥലമുണ്ടോ ഇപ്പോഴും? വി വിൽ യൂസ്. ഇപ്പോൾ നമുക്കിപ്പോൾ സ്ട്രേ ഡോഗ്സിനെ നമുക്ക് പിടിച്ച് കൊണ്ടുപോയി ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ പറയും അത് എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് സ്ട്രേ ഡോഗ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ പറയും നമ്മൾ. എന്തോ വേസ്റ്റ് മാനേജ്മെൻറ്റ് നമ്മൾ പറയും. റോക്കറ്റ് മാനേജ്മെൻ്റ് ഉണ്ട്, സ്പേസ് ഹോസ്പിറ്റൽ മാനേജ്മെൻ്റ് ഉണ്ട്. മാനേജ്മെൻറ്റ് ഇല്ലാത്തൊരു എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ഉണ്ട്, എവരി വെയർ മാനേജ്മെൻറ്റ്, ക്ലാസ് മാനേജ്മെൻറ്റ് ഉണ്ടാവും. ആൻഡ് ഓൾസോ വെൻ വി ആർ ടോക്കിംഗ് അബൌട്ട് മാനേജ്മെൻറ്റ് വിൽ ആസ്ക് എ ജനറൽ ക്വസ്റ്റ്യൻ, ആർ യു എ ഗുഡ് മാനേജർ എന്ന് ചോദിക്കാറുണ്ട് നമ്മൾ ഈ MBA ക്ലാസ്സിലൊക്കെ. നിങ്ങൾ നല്ല മാനേജറാണോ? ഇഫ് യു ആർ എ ഗുഡ് മാനേജർ വാട്ട് ഷുഡ് ബി ദെയർ? ഇതാണല്ലോ എഫക്റ്റ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ മാനേജ്മെൻറ്റിന് ഒരുപാട് ഡെഫിനിഷൻ ഉണ്ട്. പക്ഷേ ഈ ഡെഫിനിഷൻസ് എല്ലാം ഒൺസ് അപ്പോൺ എ ടൈം ദാറ്റ് വാസ് മാനേജ്മെന്റ് എന്ന് IIM പിന്നെ പറഞ്ഞു. IIM പറഞ്ഞതെല്ലാം മാനേജ്മെന്റ് ഒരുപാട് ഡെഫിനിഷൻ ആൾ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് ദിസ് ഡെഫിനിഷൻ വോണ്ട് വർക്ക് നൗ. ഇതൊന്നും ഇപ്പോൾ വർക്ക് ചെയ്യില്ല. യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ആളുകൾ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നു, എന്തുകൊണ്ട് ആളുകൾ സ്പേസ് റോക്കറ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നു, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറയുന്നു, ബാങ്ക് മാനേജ്മെന്റ്, ക്യാഷ് മാനേജ്മെന്റ്, മണി മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെന്റ്. നിങ്ങളുടെ ഇപ്പം CSO മാനേജ്മെന്റ് ആണ് നടക്കേണ്ടത്. എവിടെ മാനേജ്മെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടോം. എന്തുകൊണ്ട്? വൈ? അവിടെയാണ് ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അപ്പോൾ അത് എന്താണ് അതിനകത്ത് നമ്മളെ കീ ടോം? മാനേജ്മെൻറ്റിൽ നമ്മൾ കീ ആയിട്ട് പറയുന്നത് എന്താണ്? എനിബഡി ക്യാൻ പറയാൻ പറ്റുമോ? വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? ആ മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ആർ യു ഗുഡ് മാനേജർ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മറുപടി പറയും. ക്യാൻ ഐ സേ ദാറ്റ് ഐ ആം എ ഗുഡ് മാനേജർ ഓഫ് ദ ക്ലാസ് എന്ന് ചോദിച്ചാൽ എനിക്കൊരു മറുപടി പറയണ്ടേ?
മാനേജ്മെൻ്റ് എന്നുള്ള ടേം വരുമ്പോൾ. അപ്പോൾ മാനേജ്മെൻ്റ് എന്നുള്ള ടേം വരണമെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ അതിൽ ഏറ്റവും കീ എന്ന് പറയുന്നത് ഇഫ് യു ഡു സംതിങ്, നിങ്ങളൊരു കാര്യം ചെയ്യുന്നു. അപ്പോൾ ഡു സംതിങ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ. ഡു സംതിങ് വിത്ത് ആൻ വെരി ക്ലിയർ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ ഇൻ യുവർ മൈൻഡ്. ആൻഡ് ഇഫ് യു ആർ അച്ചീവിങ് ദാറ്റ് ഗോൾ, സ്ട്രൈവിങ് ടു ദാറ്റ് അച്ചീവിങ് ദാറ്റ് ഗോൾ, ദെൻ ഇറ്റ് ഇസ് മാനേജ്മെൻറ്റ്. ഒരു ഗോളും ഇല്ലാതെ നിങ്ങൾ കുറേ പൈസ ചിലവാക്കിയും കാര്യങ്ങളും ചെയ്തുകൊണ്ടെന്ന് വി കനോട്ട് കോൾ ഇറ്റ് മാനേജ്മെൻറ്റ്. അതോടാണ് പറയുന്നത് ഏറ്റവും ഇഫക്റ്റീവ് മാനേജേഴ്സ് എന്ന് പറയുന്നത് അടുക്കളയിൽ ജോലി ചെയ്യുന്ന അമ്മയാണ്. കാരണം കറക്റ്റായിട്ട് റിസോഴ്സസ് അവിടെ കൊണ്ടുവന്ന് കൃത്യസമയത്ത് 10 മണിക്ക് അല്ലെങ്കിൽ 9:30 നമ്മുടെ ടേബിളിൽ ഭക്ഷണം എത്തണമെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യണം, അല്ലാതെ നടക്കില്ല. ആ ടൈം മാനേജ്മെൻറ്റ് കറക്റ്റായിരിക്കണം. തീയോടാണ് കളിക്കുന്നത് അല്ലേ, പിന്നെ ഫുഡിൻ്റെ സാധനത്തിനോടാണ് കളിക്കുന്നത്. ഇതെല്ലാം കൊണ്ടുവരണം. അതെല്ലാം റിസോഴ്സസ് മൊബിലൈസേഷൻ, അത് മാനേജ്മെൻറ്റിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻസ് സാധനമാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ്. ഈ സാധനം എല്ലാം നടക്കുന്ന അടുക്കളയിലാണ്. കാരണം പ്ലാൻ ചെയ്യണം. നാളെ രാവിലെ എന്ത് വേണം ഇന്ന് പ്ലാൻ ചെയ്യണ്ടേ, അല്ലെ രാവിലെ എഴുതി നോക്കി കാണാം അവിടെ എന്തെങ്കിലും അടുക്കളയിൽ ഒന്നും കാണില്ല. ഷീ ഹാസ് ടു പ്ലാൻ ഇൻ അഡ്വാൻസ്. ഇത് തന്നെയാണ് നമ്മൾ നടക്കുന്നത് ശരിക്കും ഇല്ലേ. അഡ്വാൻസ് ആയിട്ട് പ്ലാനിങ്, പിന്നെ എന്ത് വേണം, ഓർഗനൈസ് ചെയ്യണം. ഓർഗനൈസിങ് എന്താണ്, എല്ലാം കൊണ്ടുവരണം, കോർഡിനേറ്റ് ചെയ്യണം, എല്ലാം കൊണ്ടുവരണം. എല്ലാം പൈസയ്ക്ക് പൈസ കൊണ്ടുവരണം, തീക്ക് തീ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഗ്യാസ് വേണം, അരി വാങ്ങണം, എല്ലാ സാധനവും കൊണ്ട് എത്തിക്കണ്ടേ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമ്മൾ പറയൂലേ, എല്ലാം അവിടെ ഉണ്ട്. ഓക്കെ, എല്ലാം എത്തിച്ചു. അപ്പോൾ ഓർഗനൈസേഷൻ നടന്നു. ഇനി ഇത് പ്രോപ്പറായിട്ട് കൺട്രോൾ ചെയ്യണ്ടേ, അല്ല ചുമ്മാ എങ്ങനെയും പറ്റുമോ? അത് പ്രോപ്പറായിട്ട് അതിൻ്റെ അത് കൺട്രോളിങ്ങിന് വേറെ അർത്ഥമൊന്നുമില്ല കേട്ടോ. അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാനോ ഓക്കെയാണ്. അത് പ്രോപ്പറായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തിടണ്ടേ. ഉപ്പിന് ഉപ്പ് കറക്റ്റായിട്ട് ഇടണം, മഞ്ഞളിന് കൃത്യം അത് കൺട്രോൾ ചെയ്തിടണം. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ ഓഫീസിലെ ഈ ഫിനാൻസ് മാനേജ്മെൻറ്റ് നടക്കുമ്പോഴും കൃത്യമായിട്ട് വേണ്ട ഒരു കൃത്യം സാധനങ്ങൾ വാങ്ങണ്ടേ. അല്ല ചുമ്മാ കുറേ എടുത്തങ്ങ് ചെയ്താൽ മതിയോ? കുറച്ച് കൂടുതൽ അരി എടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ പോകും, അതെല്ലാം കൂടെ കരിഞ്ഞു പോകില്ലേ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ട് ചെയ്യണം. ദിസ് ഈസ് കൺട്രോളിങ്. ബേസിക്കലി പഠിക്കാൻ എളുപ്പമാണ്, അതാണ് കൺട്രോളിങ്. അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് കൃത്യമായിട്ട് ഓർഗനൈസ് ചെയ്ത് കൺട്രോൾ ചെയ്തപ്പോഴത്തേ കാര്യം റെഡിയായി വരുന്നു. അവസാനം ഇതെല്ലാവരുടെ മേശപ്പുറത്തൊക്കെ വിളമ്പി ഇതെല്ലാവരും സാറ്റിസ്ഫൈഡ് ആവണമെന്നൊക്കെ നോക്കി, അല്ലെങ്കിൽ നാളെ ഞാൻ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് ആലോചിക്കുന്നതാണ് റിവ്യൂവിങ് അല്ലെങ്കിൽ മോണിറ്ററിങ്. അത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ ഇതാണ് മാനേജ്മെൻറ്റിൻ്റെ സാധനം. അപ്പോൾ ഇതെന്താണ് വിത്ത് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്. അപ്പം നമ്മൾ ഇവിടെ ഫിനാൻസ് മാനേജ്മെൻറ്റ് പഠിക്കുമ്പോഴത്തെ സെയിം തിങ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾ. നമുക്ക് നടക്കേണ്ടത് അടുക്കളയിൽ ആ ഗോളാണ്. അതുകൊണ്ട് ഇത് കിച്ചൺ നോക്കുന്ന മദേഴ്സ് ആർ ദ ബെസ്റ്റ് മാനേജേഴ്സ് ഇൻ ദ വേൾഡ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണ് മാനേജ്മെൻറ്റ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് MBA ഒന്നും പഠിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്ന് നമ്മൾ പറയാറുണ്ട്. നിങ്ങൾക്ക് പ്രാക്ടിക്കലി യു ഹാവ് ടു പ്രാക്ടിക്കൽ. അപ്പോൾ ഇതെല്ലാം ആയി കിട്ടും. ഓക്കെ, നമ്മൾ ആയത് കണക്ട് ചെയ്താൽ മതി തിയറിയായിട്ട്. ഇവിടെ കണക്ട് ചെയ്തു ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ. അപ്പോൾ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യുമ്പോഴാണ് ദാറ്റ് വിൽ ബിക്കം എ മാനേജ്മെൻറ്റ്. സോ ഫിനാൻസ് എന്ന് പറയുന്ന 2 സൈഡുണ്ട്. റിസോഴ്സസ് മൊബിലൈസേഷൻ ഉണ്ട്, അതിൻ്റെ യൂട്ടിലൈസേഷൻ ഉണ്ട്. ദെൻ ഇറ്റ് ഷുഡ് ബി ഫോർ അച്ചീവിങ് ദ നിങ്ങളുടെ CSOയുടെ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള പർപ്പസിന് വേണ്ടിയായിരിക്കണം അത് ചില നടക്കേണ്ടത്. അത് സമയത്ത് നടന്നു നിങ്ങൾ തിരക്കണം. അങ്ങനെ തിരക്കാനുള്ള ആക്ടിവിറ്റീസാണ് നമ്മൾ പറയുന്ന പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കൺട്രോളിങ്, മോണിറ്ററിംഗ് എന്നൊക്കെ പറയുന്ന വാക്കുകളിരിക്കുന്ന അതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മീനിങ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാം ടൂൾസുകൾ ഇതിനകത്ത് വന്ന് ചേരും നമ്മളിപ്പോൾ നോക്കാൻ പോവുകയാണ്. നോക്കിയിട്ട് നമ്മൾ കുറച്ച് ദിവസമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ബാലൻസ് ഷീറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ക്ലാസ് നടത്തുന്നതാണ്. ഓക്കെ, മൂവിങ് ഫോർവേഡ്. ഹൗ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒക്കേഴ്സ്, ഹൗ ഡസ് മൊബിലൈസേഷൻ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ പോസിബിൾ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതെങ്ങനെ പോസിബിൾ ആവും? ഇത് വെറുതെ പറ്റില്ലല്ലോ, നമ്മൾ വെറുതെ പറഞ്ഞുകൊണ്ടൊന്നും നോക്കില്ലല്ലോ. ഇത് പോസിബിൾ ആക്കാനുള്ളത് ബെസ്റ്റ് ടൂളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞല്ലോ തുടക്കം പോലെ പ്ലാൻ ചെയ്യണം. വി ഹാവ് ടു പ്ലാൻ ചെയ്യാനായിട്ടുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ടൂൾ എന്താണ്? ഫിനാൻസ് പ്ലാൻ ചെയ്യുന്ന ടൂൾ എന്താണ്? ഏത് ടൂൾ വെച്ചാണ് പ്ലാൻ ചെയ്യുന്നത് ഫിനാൻസ്? അതായത് നിങ്ങൾക്ക് കുറച്ച് ഒരു CSO ഉണ്ട്, കുറച്ച് ഫണ്ട് അവിടെ നിന്ന് കിട്ടണം. അപ്പോൾ ആദ്യം നിങ്ങൾ എന്ത് കൊടുത്താലേ അവർ തരുള്ളൂ, ഒരു സാധനം കൊണ്ട് കൊടുക്കണ്ടേ? ആ ഒരു പ്രപ്പോസൽ എന്ന് പറയും. പ്രപ്പോസൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് അവരെന്ത് ചോദിക്കും? ഒരു ബഡ്ജറ്റ് അതിനകത്ത് ഉണ്ടാക്കാൻ പറയും. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിൻ്റെ സൈഡാണ് ഫിനാൻസുകാർ സ്ട്രെസ് ചെയ്യുന്നത്. മറ്റേ പ്രപ്പോസൽ അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് സൈഡുകാർ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെയാണ് അത് പോകുന്നത്. അപ്പോൾ ബഡ്ജറ്റിംഗ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാനിങ്ങിൽ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം വന്ന് ചേരുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ മൊബിലൈസേഷൻ ആൻഡ് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഈസ് പോസിബിൾ ഓൺലി ത്രൂ പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ് ആൻഡ് മോണിറ്ററിങ്. റിപ്പീറ്റേഷൻ വേണ്ട. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് വർക്ക് ചെയ്താൽ ഇറ്റ് വിൽ കം ലൈക്ക് ദിസ്. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്, മോണിറ്ററിങ് ആൻഡ് പിന്നെന്താണ് ഫിനാൻഷ്യൽ റിസോഴ്സസ് വിത്ത് എ വ്യൂ ടു അച്ചീവ് ദ ഓർഗനൈസേഷണൽ ഗോൾ എന്ന് പറയുമ്പോൾ ഹോൾ ഈ സാധനം എല്ലാം നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ദിസ് ഇസ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളെ തന്നിട്ടുള്ള ക്വസ്റ്റനിൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ട് അത് ടിക്ക് ചെയ്ത് വയ്ക്കാൻ നോക്കുക. ദെൻ മൂവിങ് ഫോർവേഡ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോസസ് എന്ന് പറയുന്നത് വീണ്ടും ഈ 2 ടേം എടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു റെസീറ്റ്, പേയ്മെൻറ്റ്,
ഇൻകം എക്സ്പെൻഡിച്ചർ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ്, ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ഫിനാൻസ് പഠിക്കുമ്പം കുറച്ചുകൂടെ റിയൽ ടേമാണ്. അതായത് CSO എന്ന് പറയുന്നതിനേക്കാളും ഈ CSO അല്ലെങ്കിൽ NGOയും നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒന്നാണോ? എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും അല്ലെങ്കിൽ NGO അല്ലാത്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറ്റുമോ? അല്ലെങ്കിൽ CSO അല്ലാത്ത നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചൂടെ? അപ്പോൾ ഇത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടില്ല സെക്ഷൻ 8 പ്രകാരം റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള വേർഡാണ്, യൂസേജ് ആണ്. ഇത് ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് കമ്പനീസ് ആക്ടില്ല സെക്ഷൻ 8 വരെ ചെയ്തിട്ടുള്ള. അപ്പോൾ നിങ്ങളുടെ ഈ CSO വേണമെങ്കിൽ അങ്ങനെ രജിസ്റ്റർ ചെയ്യാം. മോർ ദാൻ 7 പീപ്പിൾ വേണമെന്നേ ഉള്ളൂ. അത് കമ്പനീസ് ആക്ട് പ്രകാരം 7 ആളുകൾ പോയിട്ട് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാനുള്ള പ്രൊസീജിയറൊക്കെ സെക്ഷൻ 8 പറയുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്തതിന് ചില ബെനിഫിറ്റ് ഉണ്ട്, ബെനിഫിറ്റ് ഇല്ലായ്മയുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തായാലും ഞാൻ പറയുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനീസ് ആക്ട് റെക്കഗ്നൈസ് ചെയ്യുന്നു. ആൻഡ് ഓൾസോ നമ്മുടെ രഘുറാം സാർ പറഞ്ഞതുപോലെ അത് വേൾഡ് ലെവലിലും അങ്ങനെയാണ് ഇതിനെ ഓർഗനൈസ് ചെയ്യുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. അതിൻ്റെ കാര്യം അത് NGO ആയിക്കൊള്ളണമെന്നില്ല. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ വേണമെങ്കിലും നോൺ പ്രോഫിറ്റ് വേണമെങ്കിൽ വർക്ക് ചെയ്യാം. അതാണ് ഗവൺമെൻറ്റിൻ്റെ പല കമ്പനികളും നോൺ പ്രോഫിറ്റ് അങ്ങനെ ചെയ്യാം. അത് ചാരിറ്റബിൾ കാര്യത്തിന് വേണ്ടി അവർക്ക് നടത്താം. പക്ഷേ കമ്പനി രജിസ്ട്രേഷൻ പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് കമ്പനിയാണ് ശരിക്കും. അത് കുറച്ചുകൂടെ ബ്രോഡർ ഉണ്ട്. അപ്പോൾ അവർക്ക് IPOയ്ക്ക് പോവാം. അതാണ് എൻ്റെ പ്രത്യേകത. അങ്ങനെയൊക്കെ പോയിട്ട് കൊണ്ടുവരാൻ പറ്റും ഫണ്ട്. ആ ഫണ്ട് കൊണ്ടുവരുന്നതിൻ്റെ വേറെ മോഡലാണ്. അപ്പം അതാണ് കമ്പനീസ് ആക്ടിലെ ഒരു പ്രത്യേകത. അതിനകത്തോട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും. ഞാൻ അതുകൊണ്ടൊന്നും പോകുന്നില്ല. അത് ഫണ്ടിൻ്റെ രീതിയായിട്ടത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ ഈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ മാത്രം ചെയ്യുന്ന അക്കൗണ്ടിങ്ങിലാണ് സ്റ്റേറ്റ്മെൻറ്റിൽ വരുന്ന ഒരു സാധനമാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും. ഈ 2 അക്കൗണ്ടും നിങ്ങൾ മാത്രം ഉണ്ടാക്കുന്നതാണ്. അതായത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഉണ്ടാക്കണം, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ഉണ്ടാക്കണം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ നേരത്തെ നമ്മൾ റെസീറ്റും ഇൻകം തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ പറഞ്ഞു. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഓൾ ദ റെസീറ്റ് ഷുഡ് കം ദെയർ. എന്ത് വന്നാലും അത് അതിനകത്ത് ഇവിടെ വരണം. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റിൽ പേയ്മെൻറ്റ് ഓൾ പേയ്മെൻറ്റ് ഷുഡ് കം ദെയർ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എൻ എക്സ്പെൻഡിച്ചർ ഓർ എനി അതർ പേയ്മെൻറ്റ്. എന്ത് വന്നാലും അവിടെ എഴുതണം. അതാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കംപ്ലീറ്റ് അപ്പുറം ഇപ്പുറം വരണം. ബോത്ത് സൈഡ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം എടുത്തു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അതല്ല. അതിൽ കുറേ വിട്ടുകളായി. അതായത് ഒരു പേയ്മെൻറ്റ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനാണെങ്കിൽ അപ്പോൾ അവിടെ ആ പ്രശ്നമുണ്ട്. എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ? ഈ ക്വസ്റ്റ്യൻ അവിടെ ഉടനെ വരും. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ? അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റെസീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ 2 അക്കൗണ്ടിൽ എന്ത് ഇൻകമായിട്ട് എടുക്കണം, എന്ത് ഇൻകമായിട്ട് എടുക്കാൻ പാടില്ല, എന്ത് എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കണം, എന്ത് എക്സ്പെൻഡിച്ചറായിട്ട് എടുക്കാൻ പാടില്ല എന്നറിയാൻ പറ്റും. അതായത് എല്ലാ പേയ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ അല്ല. ആ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഒരു നെറ്റ് റിസൾട്ട് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അല്ല റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അല്ല. ഓക്കെ, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. അത് ഡിഫറെൻറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അതിനകത്തോട്ടൊക്കെ കാണുന്നുണ്ട്. ഒരു കുറച്ച് ഡിഫറെൻ്റ് ആണെന്നേ ഉള്ളൂ. അങ്ങനെയാണ് നിൽക്കുന്നത്. അതുപോലെ അത് ഈക്വലൻ്റ് ടു ക്യാഷ് ബുക്കാണ്. സംടൈംസ് നമുക്ക് വേണമെങ്കിൽ അത് ക്യാഷ് ബുക്കാണെന്ന് പറയാം. ഏതാണ്ട് ക്യാഷ് ബുക്കിന് തുല്യമായിട്ടുള്ളതാണ്. ക്യാഷ് ബുക്ക് എന്ന് പറയുന്നത് പക്ഷേ ഡെയിലി പോസ്റ്റിംഗ് ഉള്ളതാണ്. റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് ഡെയിലി പോസ്റ്റിംഗ് ഇല്ല, അതിൻ്റെ അബ്സ്ട്രാക്റ്റ് ആണ്. ഇനി നിങ്ങൾ എവിടെയെങ്കിലും റിയലായിട്ട് അത് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും. അത് ഇവിടെ ഇപ്പോൾ നമ്മൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പോൾ ഇതിനകത്തൊരു ഡിഫറൻസ് ഉണ്ട്. ഈ ഡിഫറൻസ് ആയിരിക്കാണ് നമ്മൾ വരാനുള്ളത്. ദെൻ മൂവിങ് ഫോർവേഡ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റും ഈ അക്കൗണ്ട്സും ഒക്കെ ചെയ്യുന്നത് ഇതിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഒരു ടൂളുണ്ട്. അത് ബഡ്ജറ്റിംഗ് ആണ്. അത് ബഡ്ജറ്റിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ പ്രോസസ്സിൽ ഈ 3 സ്റ്റേജ് ഉണ്ട്. പ്ലാൻ ചെയ്യുക, അത് നടപ്പാക്കുക, എന്നിട്ട് അതിനെ റിവ്യൂ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ബോർഡിൽ എഴുതട്ടോ. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ ബോർഡ്? ഇതെല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് ഈ 3 വാക്ക്? പ്ലാൻ, ഡു, റിവ്യൂ. ഇതിപ്പോൾ 3 സ്റ്റേജ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ഈ ഫിനാൻഷ്യൽ പ്രോസസ് എൻറ്റയർ പ്രോസസ് ക്യാൻ ബി സമ്മറൈസ്ഡ് ഇൻ ടു 3 സ്റ്റേജസ്. ഇത് ഫിനാൻഷ്യൽ പ്രോസസ്സ് മാത്രമല്ല, നിങ്ങളുടെ ഒരു CSOയുടെ അല്ലെങ്കിൽ ഒരു NGOയുടെ ടോട്ടൽ ആക്ടിവിറ്റീസ് ക്യാൻ ഓൾസോ ബി ക്ലാസിഫൈഡ് ഇൻ ടു ദിസ് 3. ഈ 3 സ്റ്റേജിനും പ്രത്യേകം ടൂൾസ് ഉണ്ട്. അത് ഫിനാൻസിൻ്റെ ടൂൾസ് തന്നെയാണ് നിങ്ങളുടെ മറ്റ് ആക്ടിവിറ്റിക്കും
എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യേണ്ടത്. രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് കുറച്ചുകൂടെ പറയാം. അപ്പോൾ പ്ലാൻ എന്ന് പറയുന്നത് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്, അതായത് എല്ലാം തുടങ്ങുന്നത് പ്രിപ്പറേഷനിലാണ്. അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ യു ഷുഡ് പ്ലാൻ. അപ്പോൾ നമ്മളിതിനെ പറയുന്നത് എന്താണെന്ന് അറിയുന്നത്, വി ഷുഡ് തിങ്ക് ഇൻ അഡ്വാൻസ്. ഏത് കാര്യവും ഒരു അഡ്വാൻസ് ആയിട്ട് ആലോചിക്കണം. ബിഫോർ ഡൂയിങ് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണം, ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണം. അതാണ് തിങ്ക് ഇൻ അഡ്വാൻസ്. ഇതിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ വിളിക്കാം. തിങ്ക് ഇൻ, ഇത് അങ്ങ് അറ്റം വരെ ഇരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോ? തിങ്ക് ഇൻ അഡ്വാൻസ്, അതാണ് പ്ലാൻ. എന്നിട്ട് ഒരു ബഡ്ജറ്റാണെന്ന് വിചാരിക്കുക. ബഡ്ജറ്റ് ആണെങ്കിൽ യു തിങ്ക് ഇൻ അഡ്വാൻസ് ആൻഡ് പ്രിപ്പയർ ദ ബഡ്ജറ്റ്. പ്രിപ്പറേഷനാണ്, പ്രിപ്പറേഷൻ സ്റ്റേജ് ഉണ്ട്, അല്ലാതെ യു കനോട്ട് മൂവ് ഫോർവേഡ്. സ്റ്റാർട്ട് ചെയ്യണം, അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു CSO തുടങ്ങിയെന്ന് വിചാരിക്കുക ഇനീഷ്യൽ സ്റ്റേജിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതുതായിട്ടൊരു ഒരു പ്രോജക്റ്റിൻ്റെ ഫണ്ട് കൊണ്ടുവരണം ഉണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു എന്ത് ചെയ്യും? ആദ്യം നിങ്ങളൊരു മീറ്റിംഗ് വിളിക്കണം. വിളിക്കുമ്പോൾ ദർ വിൽ ബി മിനിറ്റ്സ്. ആ മിനിറ്റ്സ് ഡോക്യുമെൻ്റ് ചെയ്യണം. എന്ത് തീരുമാനം എടുത്തു, അതനുസരിച്ച് അതിലെന്ത് പറഞ്ഞു, അതനുസരിച്ചുള്ളതിനെ നിങ്ങളൊരു പ്ലാൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. തുടങ്ങി പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തിട്ട് അതിനകത്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കേണ്ടി വരും. ഫിനാൻസിംഗ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഒരു പ്രപ്പോസൽ തയ്യാറാക്കേണ്ടി വരും. തയ്യാറാക്കി ആർക്ക് അയക്കണം? ഫണ്ടിങ് ഏജൻസിക്ക് അയക്കണം. അപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെയാണ് സ്റ്റാർട്ടിങ്. ഫണ്ട് അങ്ങനെ വന്നു തുടങ്ങുള്ളൂ. അല്ല അവരെടുത്ത് ഇങ്ങോട്ട് വരില്ല. ഇങ്ങോട്ട് വരുന്ന ഫണ്ടൊക്കെ വളരെ കുറച്ചായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. കൂടുതൽ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്താണ് വാങ്ങുന്നത്. അപ്പോൾ അവിടെയാണ് പ്ലാനിങ് എസ്റ്റിമേറ്റിൻ്റെയൊക്കെ. അപ്പോൾ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് എന്ന് പറയുന്ന ഒരു സാധനം ഈ പ്ലാനിൽ വന്ന് ചെയ്യും. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് പ്രിപ്പറേഷൻ. ഇവിടെ എസ്റ്റിമേറ്റ് എന്നുള്ള വാക്കും കൂടെ ഇടണം. ബഡ്ജറ്റ് എസ്റ്റിമേറ്റ്സ് അങ്ങനെ ഒന്ന് ചെയ്യും. ദെൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. ആ പ്ലാനിങ് സ്റ്റേജ് അവിടെ കൊണ്ട് തീരുന്നില്ല. ഇവിടെയാണ് നമ്മൾ ഇതിൻ്റെ ബ്രോഡർ പ്രോസസ്സിലേക്ക് എടുത്താൽ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഇതിൻ്റെ എന്താണ് വാട്ട് ഈസ് ഫിനാൻസ് പ്രോസസ് എന്നൊക്കെ പറയും മാനേജ്മെൻറ്റ്. ആ മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ സ്റ്റേജ് പ്ലാനിങ് ആണ്. മാനേജ്മെൻറ്റിൻ്റെയും ഫസ്റ്റ് സ്റ്റേജ് പ്ലാനിങ് ആണ്. ഞാൻ ഇവിടെ വീണ്ടും ആ ഒരു ഇതൂടെ ഇവിടെ എഴുതുന്നു, പ്ലാൻ. ഇത് മാനേജ്മെൻറ്റിന് വേണ്ടി എഴുതുന്നതാണ്. ഫിനാൻസ് പ്ലാൻ ചെയ്യുന്നുള്ളൊരു ആദ്യം പ്ലാൻ ചെയ്യണം സാധനം, ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യണം. അതിൻ്റെ ടൂൾ എന്താണ്? അതിൻ്റെ ടൂൾ എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ എഴുതിയാൽ ബഡ്ജറ്റ് ഈസ് ദ മാസ്റ്റർ ടൂൾ. ഇനി പ്ലാൻ ചെയ്യുമ്പോൾ ബഡ്ജറ്റ് മാത്രമല്ലല്ലോ, വേറെ പലതും ഉണ്ട് ടൂളിൽ. അപ്പോൾ പ്ലാനിങ് സ്റ്റേജിൻ്റെ ടൂളുകളാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത്. ഇനി ക്യാഷ് ഫ്ലോ ഉണ്ടാക്കണം. ക്യാഷ് ഫ്ലോ അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇൻ അഡ്വാൻസ് ആയിട്ട്, അതായത് ഓരോ മാസം എത്ര എമൗണ്ട് വന്നു ചേരും, എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്യാം. പിന്നെ നമുക്കിപ്പോൾ മണിയുടെ കാര്യം അറിയാമല്ലോ, 100 രൂപ കിട്ടുമ്പോൾ 150 രൂപ ചിലവാക്കാൻ കൂല അല്ലേ? പിന്നെ പറ്റും ഓവർ ഡ്രാഫ്റ്റ് ഫെസിലിറ്റി വെച്ച് ചെയ്താൽ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാസത്തെ പണം വരുന്നത് എത്ര, അതായത് ഫണ്ടിങ് ഏജൻസി ആ മാസമൊന്നും തരുന്നില്ല, നിങ്ങൾക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. പക്ഷേ ആ മാസം കുറേ എക്സ്പെൻഡിച്ചർ നിങ്ങൾ പ്ലാൻ ചെയ്യണം, പറ്റുമോ? അപ്പം അഥവാ ഇനി അത് കമ്പൾസറി ആണ്, നിങ്ങളെങ്കിൽ അത് എഴുതി ഉണ്ടാക്കി താഴെ അവിടെ ഓവർ ഡ്രാഫ്റ്റ് എന്ന് എഴുതി വെക്കണം ആ മാസത്തിൻ്റെ അവസാനം. എന്നിട്ട് ഈ ഓവർ ഡ്രാഫ്റ്റ് അടുത്ത മാസത്തിൻ്റെ ബിഗിനിങ്ങിൽ കൊണ്ടുപോയി ഓപ്പണിംഗ് ബാലൻസ് ഓവർ ഡ്രാഫ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും അവിടെ എത്ര വന്നു, എത്ര കൊടുത്തു, ഇങ്ങനെ ചെയ്ത് പോകുമ്പോൾ എൻ്റെ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ ഒരു വർഷം ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഓരോ മാസം ഇത്ര അഡീഷണൽ ക്യാഷ് മൊബിലൈസേഷൻ ആവശ്യമുണ്ട്. അത് ക്യാഷ് മാത്രം. അതിനാണ് നമ്മൾ ക്യാഷ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ. അത് പ്ലാനിങ് ആണ്. ഈ ബോർഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് കാണാൻ പറ്റുമല്ലോ, അത് ടൂളാണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഇസ് എ ടൂൾ. അത് ടൂളാണ്, ഞാൻ ടൂളാണ് പറയുന്നത്. ടൂൾ. ഇനി ടൂളുണ്ട്. നിങ്ങളുടെ വലിയ ഓർഗനൈസേഷനാണ്, കുറേ കാലമായിട്ട് നിൽക്കുന്ന ഓർഗനൈസേഷനാണ്. അപ്പോൾ നിങ്ങളുടെ ഒരു ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് 1 ഇയർ ബഡ്ജറ്റ് അല്ല. ബഡ്ജറ്റ് ഇസ് യൂഷ്വലി ഫോർ 1 ഇയർ. അവിടെ നിങ്ങൾക്ക് സ്ട്രാറ്റജിക് പ്ലാൻ ഉണ്ടാക്കണം. കാരണം ആ മൊത്തം അതായത് നിങ്ങളുടെ ഓർഗനൈസേഷൻ്റെ ഗോൾ അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം, അത് സ്ട്രാറ്റജിക് പ്ലാനാണ്. സ്ട്രാറ്റജിക് പ്ലാൻ ഈസ് ജസ്റ്റ് ലൈക്ക് ബഡ്ജറ്റ് ഓർ സംതിങ് ലൈക്ക് ദാറ്റ്, ബട്ട് ഇറ്റ് ഈസ് ഫോർ എ ലോങ്ങർ പീരിയഡ്. അതുകൊണ്ടാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. എന്ന് സ്ട്രാറ്റജി നമ്മൾ പറയാൻ കാര്യം, നിങ്ങളുടെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് ദ ഓർ എയിം എന്നുള്ള വാക്കുണ്ട്. എയിം ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ എയിം ഉണ്ട്, അതിലേക്ക് പോകാനുള്ള ഒരു പ്ലാൻ തയ്യാറാക്കുമ്പോൾ വി കോൾ ഇറ്റ് സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് പറയും. അപ്പോൾ സ്ട്രാറ്റജിക് പ്ലാൻ നിങ്ങൾ അവിടെ എഴുതുക, ഇവിടെ എല്ലാം കൂടെ എഴുതാനുള്ള സമയം ഉണ്ടാവില്ല. സ്ട്രാറ്റജിക് പ്ലാൻ, സ്ട്രാറ്റജിക് അത് തയ്യാറാക്കാം. പിന്നെയോ ഇനി ഈ പ്ലാൻ, ഞാനിപ്പോൾ ഫിനാൻസ് ആണ് പഠിപ്പിക്കുന്നതെങ്കിലും പറയുകയാണ്, ഒരു പ്ലാൻ എന്തിനാണ് ഉണ്ടാക്കുന്ന, ഒരു കുറച്ച് ഫണ്ടം കിട്ടുമ്പോൾ ചിലവാക്കണ്ടേ. അതിന് നിങ്ങൾക്ക് ആക്ടിവിറ്റി പ്ലാൻ യു ക്യാൻ പ്രിപ്പയർ. അതിന് നമുക്ക് ആക്ഷൻ പ്ലാൻ എന്നുള്ള വാക്ക് ഉപയോഗിക്കും.
അപ്പോൾ നല്ല എക്സിക്യൂട്ടീവ്സ് ആണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഒരു സാധനം തുടങ്ങി പറഞ്ഞാൽ തന്നെ ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ട് പറയും ഇതനുസരിച്ച് ചെയ്യാത്ത നാളെ. പ്ലാൻ മീൻസ് എന്താണ്? ടൈം ഉണ്ടാവും അതിനകത്ത്. ഇത്ര സമയത്തിനകത്ത് ഇത് ചെയ്യണം, നാളെ ഇത് ചെയ്യണം, മറ്റന്നാൾ ഇത് ചെയ്യണം, അന്ന് ചെയ്താലൊക്കെ മൂവിയുള്ള സാധനം. അപ്പോൾ ആക്ഷൻ പ്ലാൻ കയ്യിലിരിക്കുകയാണ്. ഇത് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ആളുടെ. അതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ. എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് തീരുമാനം എടുത്തു, ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ. ഇന്ന ഡേറ്റ് ആകുമ്പോഴത്തേക്ക് ഇന്ന തീരണം, ഇന്ന ഡേറ്റ് ആകുമ്പോൾ ഫണ്ട് അവിടെ നിന്ന് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞാൻ അവിടേക്ക് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്, അത് അവിടെ പോയി ഫോളോ അപ്പ് ചെയ്ത് ആ ഫണ്ട് ഇവിടെ വാങ്ങിക്കൊണ്ട് വരണം എന്നൊക്കെ പറയുന്ന എഴുതി വെക്കുന്നതാണ് ആക്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് എഴുതി വെക്കുന്നു. വാട്ട് എവർ ദ ആക്ടിവിറ്റീസ് യു വോണ്ട് ടു ഡു ഫോർ ദ നെക്സ്റ്റ് 1 year or 6 months, അതാണ് ആക്ഷൻ പ്ലാൻ. ആക്ഷൻ പ്ലാൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലാൻ. അതില്ലാതെ ചെയ്താൽ ഒന്നും നടക്കില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ അച്ചീവിങ് ഗോൾ എന്ന് പറഞ്ഞാൽ നടക്കില്ല. അപ്പോൾ ആക്ഷൻ പ്ലാൻ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ടൂൾ. അത് ഇമ്പോർട്ടൻറ്റ് ടൂളാണ് ആക്ഷൻ പ്ലാൻ ഓർ ആക്ടിവിറ്റി പ്ലാൻ. അപ്പോൾ ഈ പ്ലാനിങ് എന്ന് പറയും, ഈ പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ വലിയ പ്രോസസ്സാണ്. അത് നമ്മൾ വിചാരിക്കുന്നത് ലളിതമല്ല. ഇനി നിങ്ങൾ ഒരു എക്സിക്യൂട്ടീവായിട്ട് ഇരിക്കുകയാണ് ഒരു കമ്പനിയുടെ, അല്ലെങ്കിൽ ഇതിൻ്റെ CSOയുടെ എക്സിക്യൂട്ടീവ് പൊസിഷനാണെന്ന് വെച്ചോ, എങ്കിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടി എത്ര സമയം സ്പെൻഡ് ചെയ്യും? നമ്മൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചിന്തിക്കുന്നത്. അതായത് പ്ലാനിങ്ങിന് നിങ്ങൾക്ക് എത്ര സമയം സ്പെൻഡ് ചെയ്യാം? സപ്പോസ് നിങ്ങളിൽ 100 എന്ന് പറയുന്ന ഒരു സാധനം എടുത്തു, ഹൗ മച്ച് പെർസെൻറ്റേജ് ടൈം യു വിൽ സ്പെൻഡ് ഫോർ പ്ലാനിങ് നിങ്ങളുടെ എൻ്റെ അറിയുന്നത് എന്ന് ചോദിച്ചാൽ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഷുഡ് നോട്ട് ബി ലെഫ്റ്റ് ടു ദ ലോവർ പീപ്പിൾ, കൊടുക്കേണ്ടതല്ല. അത് ഏറ്റവും മുകളിൽ ഇരിക്കുന്നവർ ആലോചിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് പ്ലാനിങ്ങിന് യു ക്യാൻ സ്പെൻഡ് അറൌണ്ട് 30% ടൈം. അതാണ് ഏറ്റവും വലിയ തമാശ. 30% ടൈം യു വിൽ സ്പെൻഡ് ഫോർ പ്ലാനിങ്. നിങ്ങൾ സ്പെൻഡ് ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ഫണ്ടൊക്കെ എത്തിച്ചേരുള്ളൂ. എന്താണെന്ന് വെച്ചാൽ പ്ലാനിങ് അപ്പോൾ ചെറിയ കാര്യമല്ല. ആക്ടിവിറ്റി പ്ലാനും ആക്ഷൻ പ്ലാനും എല്ലാം ഇരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം പ്ലാനിങ് നമ്മൾ ഭയങ്കരമായിട്ട് ചെയ്യേണ്ടതാണ്. അതിന് മിനിറ്റ്സ് ഉണ്ടാക്കണം, അത് എങ്ങനെ പോകണമെന്ന് ആലോചിക്കുന്നു. അതിനുവേണ്ടി 30% ഓഫ് യുവർ ഹോൾ ടൈം ക്യാൻ ബി സ്പെൻഡ് അപ്പർ അതോറിറ്റി. അതേസമയത്ത് ഒരു താഴെ ഇരിക്കുന്ന ഒരു സ്റ്റാഫ് പ്ലാനിങ് മാത്രം നടത്തുന്ന ആൾ 100% ഓഫ് ദ ടൈം ദേ ഷുഡ് സ്പെൻഡ് ഫോർ പ്ലാനിങ്. കാരണം അയാൾക്ക് പ്ലാനിങ് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അയാൾ അത് 100% ചെയ്യണം. പക്ഷേ മുകളിലിരിക്കുന്ന ഒരാൾ, ഏറ്റവും ടോപ്പിലിരുന്നെല്ലാം ചിന്തിക്കുന്ന ആൾ ഷുഡ് സ്പെൻഡ് 30% ഫോർ പ്ലാനിങ്. ദെൻ കംസ് ഡൂയിങ്. ഇനിയാണ് ഡൂയിങ് വരുന്നത്. ഡു ഓർ വി വിൽ സേ ഇംപ്ലിമെന്റ്. അപ്പോൾ ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിലോ, ഇംപ്ലിമെന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രോസസ്സിൽ പറയുന്നത് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ചുമ്മാ നടക്കുമോ? ഫണ്ട് വന്നു, ഫണ്ട് വരണമെങ്കിൽ തന്നെയും കുറച്ച് ഈ പറഞ്ഞതുപോലെ പോകണം, അവിടെ അല്ലേ അന്വേഷിച്ച് പോകണം, പൈസ കിട്ടണം, ഇതെല്ലാം ഒരു ഇംപ്ലിമെന്റേഷൻ ഡൂയിങ് പാർട്ടാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ ഫണ്ട് വന്നു, എന്നിട്ട് നമ്മൾ എക്സാക്ട് ഡൂയിങ് വരുമ്പോൾ വരുന്നതാണ് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ നമ്മുടെ മാനേജ്മെന്റ് ടേം ഉപയോഗിക്കുമ്പോൾ പ്ലാൻ, ഓർഗനൈസ്, കൺട്രോൾ, മോണിറ്ററാണ്. അപ്പോൾ ഇവിടെ വരുന്നത് ഓർഗനൈസിംഗ് എന്നുള്ള ടേമാണ്. 2 ടേം വരും. ഓർഗനൈസ് എന്നുള്ള ടേം വരും. ഓർഗനൈസിങ് എന്താണ്? ഇറ്റ് ഈസ് നത്തിങ്. പക്ഷേ എന്താണ് സാധനം? ഇറ്റ് ഈസ് സിംപ്ലി കോർഡിനേറ്റിംഗ്. ഈ സാധനം കൊണ്ട് റിസോഴ്സസ് കോർഡിനേഷനാണ് എല്ലാം കൊണ്ട്. റിസോഴ്സസ് കോർഡിനേഷൻ പണം മാത്രമല്ല, പിന്നെന്തൊക്കെ ഉണ്ട് അതിനകത്ത്? റിസോഴ്സസ് കോർഡിനേഷനിൽ വേറെ എന്തുണ്ട്? പണം മാത്രമാണോ? അതായത് ഓർഗനൈസിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാഫിനെ ഓർഗനൈസ് ചെയ്യണം. നിങ്ങളുടെ അവിടുത്തെ ലാൻഡും അല്ലെങ്കിൽ കെട്ടിടവും ഇതൊക്കെ കൊണ്ട് ഒരു സമയം അനുസരിച്ച് അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്യണം. വെഹിക്കിൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, അല്ലെങ്കിൽ ആളിനെ കൊണ്ടുവരണം, പണം കൊണ്ടുവരണം. എവറിത്തിങ് ഷുഡ് ബി ഓർഗനൈസ്ഡ്. അതാണ് പ്ലാനിങ്. ഓർഗനൈസ് ചെയ്യുക എല്ലാ സമയത്തും അവിടെ കൊണ്ടുവരണം. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് നോക്കണം കറക്റ്റായിട്ട് ആളിലെല്ലാം വന്നോന്ന്. ഇത് നോക്കണമെങ്കിൽ ടൂൾ ഉണ്ടാക്കേണ്ടി വരും ചിലപ്പോൾ. അതായത് വില ബിഗറായിട്ട് നിങ്ങളൊരു കാര്യം ചെയ്യണമെങ്കിൽ യു ഹാവ് ടു പ്രിപ്പയർ മെനി ടൂൾസ്. അപ്പോൾ അതിനെന്താണ് സാധാരണ നമ്മളൊരു ഓർഗനൈസേഷൻ ചാർട്ട്. അത് ഇന്ന ആൾ ഇന്നതാണ്, ഇന്നതാൾ ഇന്നതാണ്, അത് ഡെലിഗേഷൻ ഓഫ് പവേഴ്സ്, ഇന്ന ആൾ ഇന്നത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഇതൊക്കെ അതിൻ്റെ ടൂളാണ്. ജോബ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ ഞാനിവിടെ ടൂൾ എഴുതുന്നു, ജോബ് ഡിസ്ക്രിപ്ഷൻ. പിന്നെ ഓർഗനൈസേഷൻ ചാർട്ട്. അപ്പം നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അങ്ങനെ ചെറിയ ഓർഗനൈസേഷനിൽ പറ്റില്ല കേട്ടോ. അത് ഫ്ലാറ്റ് ഓർഗനൈസേഷൻ, ചെറിയ ഓർഗനൈസേഷൻ ചാർട്ടില്ല. ഒരു വലിയ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഡയറക്ടർ അവിടെ ഇരിക്കുന്നു, അത് കഴിഞ്ഞാൽ തൊട്ട് ഡയറക്ടർ ആർക്കൊക്കെ നിയന്ത്രണം ചെയ്യും, അതിൻ്റെ താഴെ ആളിൽ ഇന്ന ആളിൽ താഴെ ആൾ, അവർ ഇന്നത് ചെയ്യണം, ഇന്നവർക്ക് ഇന്ന ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കൂലേ? അതാണ് ഓർഗനൈസേഷൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇന്ന ആളുണ്ട്, അത് ഇങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. അതായത് ഓർഗനൈസേഷനിൽ എങ്ങനെ വർക്ക് ഫ്ലോ ചെയ്യുന്നു, ദാറ്റ് ഷുഡ് ഓൾസോ കം ദെയർ. ഇതെല്ലാം വരുന്നിടത്താണ് അത് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫിനാൻസ് എങ്ങനെ പോകുന്നു, അതാണ് നമ്മൾ ഫിനാൻസിൻ്റെ സൈഡിൽ നിന്ന് പറയുമ്പോൾ അവിടെ ഇതിനകത്ത് ഓർഗനൈസേഷൻ ചാർട്ടിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിനോടൊപ്പം ചേർന്നിട്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. അത് വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഈ നമ്മൾ പറയുന്ന ഈ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജിൽ തന്നെ നടക്കേണ്ട ഒരു കാര്യമാണ് ഡയറക്റ്റിംഗ് അല്ലെങ്കിൽ കൺട്രോളിംഗ്. കൺട്രോളിംഗ് നടക്കേണ്ടത് അവിടെയാണ്. ഞാനിവിടെ കൺട്രോൾ എഴുതുന്നു.
കൺട്രോൾ എന്ന് വെച്ചാൽ നത്തിങ്. എൻഷ്യൂർ തിങ്സ് ആർ ഗോയിങ് അക്കോർഡിംഗ് ടു ദി പ്രിൻസിപ്പിൾസ്, പ്രൊസീജിയർ, റൂൾസ്, ഇതൊക്കെ അനുസരിച്ചാണോ പോകണമെന്ന് നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ പോകണമെന്ന് നോക്കണമെങ്കിലോ, അങ്ങനെ പോകണമെന്ന് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് CSOയ്ക്ക് ഒരു മാനുവൽ ഉണ്ടായിരിക്കണം, ഫിനാൻസ് മാനുവൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റൂൾസ്, പ്രൊസീജിയർ, ഇതിൻ്റെയൊക്കെ മാനുവൽ ഉണ്ടാക്കണം. അപ്പോൾ അതില്ലെങ്കിൽ ചില ചെറിയ ഓർഗനൈസേഷൻ ഓഫ് കോഴ്സ് പറ്റില്ല. കുറച്ച് വല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ അതിനെ ആൾറെഡി ഇതിനകത്ത് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതൊരു സർക്കുലർ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഇതനുസരിച്ചാണ് പ്രവർത്തിക്കാനുള്ളത്. അത് നമ്മുടെ പ്രൊസീജിയർ ഇതാണ്, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ റൂൾസ് ആൻഡ് പ്രൊസീജിയർ ഉണ്ടാവണം. അതാണ് എൻ്റെ ടൂൾ, കൺട്രോൾ. കൺട്രോൾ കഴിയുന്നു. അപ്പോൾ നമുക്കിപ്പോൾ നോക്കാൻ പറ്റിയ ഈ പ്ലാനിങ്ങിൻ്റെ ഇത് വെച്ച് നമ്മുടെ മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ വെച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് പ്ലാനിങ്, ഓർഗനൈസിങ്, കൺട്രോളിങ്. ഇനി എന്താ വരുന്നത്? ഡയറക്റ്റിംഗ്, കൺട്രോളിങ് എല്ലാം കൂടെ നടക്കുന്നതാണ് ഈ ഇംപ്ലിമെൻറ്റേഷനിൽ. എല്ലാ ഇംപ്ലിമെൻറ്റേഷൻ നടക്കേണ്ടതാണ്. ഇനി നമ്മൾ ഈ കൺട്രോളിങ്ങും അതുമായിട്ട് ബന്ധപ്പെട്ട ടേമാണ് അടുത്തുണ്ട് മോണിറ്ററിങ്. ഈ രണ്ടും കൂടെ ആൾ തെറ്റിക്കും. അതായത് എന്താണ് കൺട്രോളിങ്ങും മോണിറ്ററിങ് തമ്മിൽ ഡിഫറൻസ് എന്ന് വെച്ചാൽ, ഒരു ഓർഡിനറി മാനെ സംബന്ധിച്ചിടത്തോളം അത് കൺട്രോളിങ് തന്നെയാണ്, മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്യുന്നതാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് പറയുള്ളൂ. അവർക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? സാധാരണ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ആളിൽ എന്താ പറയുമോ, കൺട്രോൾ തന്നെയാണല്ലോ മോണിറ്റർ ചെയ്യണം, മോണിറ്റർ ചെയ്യാനാണല്ലോ കൺട്രോൾ ചെയ്യണം. ഇത് ഞാനും ബിഗിനറിൽ ആയിട്ടിരിക്കുമ്പോൾ ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? എന്തിനാണ് ചുമ്മാ ഇതൊക്കെ പ്രത്യേകം പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻ വരും. മോണിറ്റർ ചെയ്യല്ലേ, അത് കൺട്രോൾ ചെയ്യല്ലേ? അപ്പോൾ കൺട്രോൾ എന്ന് ഞാൻ പറഞ്ഞില്ലേ, കൺട്രോളിങ് മീൻസ് എൻഷുറിങ് വെദർ ദ റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്, അതെല്ലാം കറക്റ്റായിട്ട് പോകുന്നു നോക്കുന്നതാണ് കൺട്രോളിങ്. പക്ഷേ റിവ്യൂ എന്ന് പറയുന്ന ലാസ്റ്റ് സ്റ്റേജാണ് ബഡ്ജറ്റിൻ്റെ. അതെപ്പോഴാണ്? ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാൻ റിവ്യൂ. വേണമെങ്കിൽ ഇന്റീരിയർ റിവ്യൂ എടുക്കാം, അതെന്ന് വെച്ചാൽ ഇടയ്ക്ക് എടുക്കാം, എടുത്തിട്ടുണ്ടെങ്കിൽ റിവ്യൂ നോക്കാം അത് ശരിയാണോ, അതൊക്കെ കുഴപ്പമില്ല. പക്ഷേ പ്രോപ്പർലി നമ്മൾ റിവ്യൂ എന്ന് പറയുന്നത് ലാസ്റ്റിലാണ്. എല്ലാം കഴിഞ്ഞു. ദാറ്റ് ഈസ് വി ആർ ഡൂയിങ് ഫോർ എന്തിനാണ്? കറക്റ്റീവ് ആക്ഷനാണ് ചെയ്യുന്നത്. അതായത് അപ്പം ദ പർപ്പസ് ഓഫ് റിവ്യൂ ഈസ് കറക്റ്റീവ് ആക്ഷൻ. അതായത് നമ്മളെല്ലാം ചെയ്ത് കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ പോയതെന്ന് അന്വേഷിക്കുന്നു എന്ന് വെച്ചാൽ അതിനെ പറ്റിയ നമ്മളിപ്പോൾ പറയാൻ പറ്റുന്നത്, അതായത് കൺട്രോൾ മെക്കാനിസം അല്ലത്, അത് ശരിക്കും ഒരു കറക്റ്റീവ് ആക്ഷനാണ്. കറക്റ്റീവ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കുണ്ട്, വി ഹാവ് എ പ്ലാൻ, ഒരു പ്ലാൻ ഉണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബട്ട് ആക്ച്വൽസ് അങ്ങോട്ട് പോകും, മേ ബി ഹയർ ആർ ലോവർ, ഇങ്ങനെ പോവാം. മനസ്സിലായോ? ഇങ്ങനെ പോവാം. ആക്ച്വൽസ് വേണമെങ്കിൽ താഴോട്ട് പോകാം, വേണമെങ്കിൽ മുകളിലോട്ട് പോവാം. അപ്പോൾ ഇതിനിടയ്ക്കൊരു ഗ്യാപ്പ് കിടക്കുന്നുണ്ടോ? അതായത് നമ്മുടെ ആക്ച്വൽസും അതിൻ്റെ പ്ലാനും മേ നോട്ട് കോറിലേറ്റ് ഓർ മേ നോട്ട് കറസ്പോണ്ട്. രണ്ടും ഒരുമിച്ച് യോജിച്ച് പോകില്ല, പലപ്പോഴും തിരിച്ചേ പോവുള്ളൂ. അപ്പോൾ ആ തിരിച്ചു പോകുന്നത് എന്തുകൊണ്ട്, അത് അന്വേഷിക്കലാണ് റിവ്യൂവിൽ നടക്കുന്നത്. ഇവിടെയാണ് യൂട്ടിലൈസേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. യൂട്ടിലൈസേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ വെദർ ദിസ് ഹസ് ബീൻ സ്പെൻഡ് ഫോർ ദ പർപ്പസ് അല്ല, ചെറുതായിട്ട് അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ചെറുതായിട്ട് പണം കുറച്ച് ചിലവാക്കി, കൂടുതൽ ചിലവാക്കി, ടൈം കറക്റ്റായിട്ട് വന്നില്ല, ടൈം കുറച്ച് നേരത്തെ ചിലപ്പോൾ തീർന്നു, അല്ലെങ്കിൽ താമസിച്ച് തീർന്നു. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ റിവ്യൂവിലാണ് എടുക്കുന്നത്. അപ്പോൾ റിവ്യൂവിനുള്ള ടൂൾ എന്ന് പറയുന്നതാണ് ഇവാലുവേഷൻ റിപ്പോർട്ട് എന്നാണ് ഞാൻ വിളിക്കുന്നത്, റിവ്യൂവിൻ്റെ ടൂൾ. ഇനി ഇവിടെ ഇവാലുവേഷൻ റിപ്പോർട്ട് മാത്രമല്ല, ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള AGയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിറ്ററുടെ ഓഡിറ്റ് റിപ്പോർട്ട് പറയാം. ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, ഇന്റേണൽ ഓഡിറ്ററിൻ്റെ റിപ്പോർട്ട് എടുക്കാം. മെനി തിങ്സ് യു ക്യാൻ യൂസ് ഫോർ റിവ്യൂവിങ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും കൂടാതെ ഇനിയും വേണമെങ്കിൽ റിപ്പോർട്ടുകളുണ്ട്. അതായത് നിങ്ങളുടെ ഡോണർ ഓർ ദി പേഴ്സൺ ഹു ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ഫണ്ട് ടു ദി ഏജൻസിക്ക് തരുന്ന ആൾ ചിന്തിക്കുന്ന കുറേ കാര്യമുണ്ട്. ആ ഡോണറിൻ്റെ ഫണ്ട് കറക്റ്റായിട്ട് യൂസ് ചെയ്യുമെന്ന് അവർ ചോദിക്കുമല്ലോ. ചോദിക്കുമ്പോൾ അവർ റിപ്പോർട്ട് ഉണ്ടാക്കും. ആ റിപ്പോർട്ട് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ഇവാലുവേഷൻ. ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് റിവ്യൂ. അത് വെച്ചിട്ട് റിവ്യൂ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നിരവധി ടൂളുകളുണ്ട്. അപ്പോൾ ഈ ടൂളുകളെല്ലാം തന്നെയും ഇൻഡിവിജ്വലായിട്ട് എടുത്ത് നമുക്ക് പഠിക്കാനുള്ളതാണ്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ഇപ്പോൾ അതിനൊന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഇതൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഇവിടെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രോഡർ പിക്ചറാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയാണ് ഇതിനകത്ത് ഈ എൻറ്റയർ ഇതിങ്ങനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മുടെ അക്കൗണ്ട്സ് എന്ന് പറയുന്ന എഴുതുന്നതൊക്കെ വരുന്നത് വാസ്തവം പറഞ്ഞാൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ഹിസ്റ്റോറിക്കൽ ടേമാണ്. ഈ ബഡ്ജറ്റും അക്കൗണ്ട്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ബഡ്ജറ്റ് എന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുന്നു. ആ സെയിം പാറ്റേണിൽ നമ്മൾ ആ എക്സ്പെൻഡിച്ചർ നടന്നതിന് ശേഷം എഴുതുന്നതാണ് അക്കൗണ്ട്സ്. ആ സെയിം പാറ്റേണിൽ തന്നെ എഴുതണം. അല്ലെങ്കിൽ പിന്നെ അതുകൊണ്ട് ബഡ്ജറ്റിലൊന്ന് പറയുന്നു, അക്കൗണ്ട്സിൽ വേറെ ഒന്നും എഴുതി വയ്ക്കാൻ പോലില്ലോ, അല്ലേ? അപ്പോൾ സെയിം പാറ്റേണിൽ എഴുതുന്നതാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അത് ഗെറ്റിംഗ് ദിസ് പോയിന്റ്, ഇത് വേറെ ഇങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എഴുതുന്നത് എന്തിനാണ്? അക്കൗണ്ട്സ് എഴുതിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന 3 സ്റ്റേറ്റ്മെൻ്റ് ആണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ആൻഡ് ബാലൻസ് ഷീറ്റ്. ഈ 3 സ്റ്റേറ്റ്മെൻ്റാണ് ഉണ്ടാക്കുന്നത്. ഇതെന്തിനാണ്? പുറത്തുള്ളവർക്ക് അറിയാൻ നമ്മൾ ചെയ്ത് കറക്റ്റാണോ. അത് പൊസിഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ബാലൻസ് ഷീറ്റ് മീൻസ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. കറക്റ്റായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് എത്ര ലൈബിലിറ്റി ഉണ്ട്, എത്ര അസറ്റ് ഉണ്ട്, എത്ര ക്യാഷ് നിങ്ങളിലുണ്ട്, എല്ലാം അതിനകത്തുനിന്ന് അറിയാൻ പറ്റും. ഫണ്ട് എത്ര ബാക്കിയുണ്ട്, എത്ര അതിനകത്ത് ബാക്കി ഇപ്പോൾ വെച്ചിട്ടുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് പറ്റുന്നതാണ് അതിൽ വരുന്നത്. ഓവർ ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ അത് അതിനകത്ത് കാണിക്കുന്നുണ്ടാവും. എല്ലാം കാണിക്കുന്നതാണ് ഈ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതെല്ലാം തന്നെ ടൂളുകളാണ്, ഇതെല്ലാം തന്നെയും. അതായത് നിങ്ങളുടെ ഈ CSOയുടെ പുറത്തിരിക്കുന്ന ഒരാളിന് നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത് അറിയണമെങ്കിൽ സിംപ്ലി അവർ വന്നിട്ട് നിങ്ങളുടെ ബാലൻസ് ഷീറ്റൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്ര നിങ്ങളെ ഉണ്ട് എന്നുള്ളത്, ലയബിലിറ്റി എത്ര ഉണ്ട്, എത്ര നിങ്ങളുടെ കയ്യിൽ ബാലൻസ് നിൽക്കുന്നു അറിയാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം ടൂൾസാണ്. ഈ ടൂൾസുകൾ നിങ്ങൾ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു CSOയുടെ സ്ട്രെങ്തിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യം. ഗെറ്റിംഗ്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ഇതിനെ വെച്ചിട്ട് ഇനി ഫർദർ വരുന്ന കുറേ സ്ലൈഡുകൾ ഒരുമിച്ച് ചേർത്താണ് ഇവിടെ ഇപ്പം എക്സ്പ്ലെയിൻ ചെയ്തതിനകത്ത്. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം വല്ലതും ചോദിക്കാനുണ്ടോ? കാരണം ഇതിൻ്റെ ബ്രോഡറാണ്, ഞാൻ പറഞ്ഞ ഫിലോസഫി. ഇനി നമ്മൾ കുറച്ച് പ്രാക്ടിക്കലിലോട്ടാണ് വരാൻ പോകണം. ഇതിൻ്റെ ബ്രോഡർ സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുക, ഇത്രയും ടൂൾസുകളുണ്ട്. അപ്പോൾ ബഡ്ജറ്റ് ഈസ് ദ നമ്പർ 1 ടൂൾ. അത് കഴിഞ്ഞാൽ താഴെ വരുന്ന ക്യാഷ് ബഡ്ജറ്റ് അതിൻ്റെ ടൂളാണ്, ക്യാഷ് ഫ്ലോ ടൂളാണ്. പിന്നെ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ആക്ടിവിറ്റി പ്ലാൻ ടൂളാണ്. പ്ലാൻ കഴിഞ്ഞാൽ പിന്നെ ഉള്ള തൊട്ടടുത്ത് വരുന്ന നമ്മളെ ഓർഗനൈസേഷൻ ചാർട്ടും, ഇതെങ്ങനെയാണ് ഈ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ആളിലൊക്കെ എവിടെ ഇരിക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നുള്ളത് കാണുന്നത് ഓർഗനൈസേഷൻ ചാർട്ടുണ്ട്, അതും ഒരു ടൂളാണ്. പിന്നെ അവർക്ക് ഡെലിഗേഷൻ ഉണ്ട്, അവർക്ക് ആർക്കെല്ലാം എന്തെല്ലാം കൊടുത്തിട്ടുണ്ട്, ഓരോരുത്തർ എന്താണ് ചെയ്യുന്ന ഓഫീസ് മാനുവൽ. ഇപ്പോൾ നമ്മൾ സർക്കാരിലൊക്കെ പറയും ഓഫീസ് മാനുവൽ അവരുടെ ഓർഗനൈസേഷൻ ചാർട്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചാർട്ടുകളും കാര്യങ്ങളെല്ലാം അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ കൺട്രോളിംഗ് വരും. കൺട്രോളിംഗ് വരുമ്പോഴത്തേക്കുള്ള ഇമ്പോർട്ടൻറ്റ് ടൂൾ എന്ന് പറയുന്നത് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അതിന് റൂൾസും പ്രൊസീജിയറും ഉണ്ടാവണം. അത് വെച്ച് മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റൂ. കറക്റ്റായിട്ട് റൂൾസ് ഉണ്ടാവണം. എക്സസ് പോയെന്ന് പറയണമെങ്കിൽ റൂൾ വെച്ചിട്ട് പറയാൻ പറ്റും, അല്ല ഇത് എക്സസ് ആയെന്ന് അങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് പലപ്പോഴും ഈ കൺട്രോളിന് ഉപയോഗിക്കുന്നത് ഗൈഡ് ലൈൻ ഓഫ് ദ ഫണ്ടിങ് ഏജൻസിയാണ്. ഫണ്ടിങ് ഏജൻസിയുടെ ഗൈഡ് ലൈൻ കൺട്രോളിങ്ങിന് ഉപയോഗിക്കേണ്ട സാധനമാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കിയിട്ടോ ഇതിങ്ങനെ ആയോ അവരങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് അതിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ ടൂൾ, ആ ടൂളാണ്. അപ്പോൾ ഫണ്ടിങ് ഏജൻസിയുടെ ഗൈഡ് ലൈൻ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ആവശ്യമാണ്, എന്നാലും നമുക്കത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ടൂളാണ് ആ സ്ഥലത്ത് വരുന്നത്. പിന്നെ വരുന്ന ലാസ്റ്റ് ടൂളാണ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട്, ഇവാലുവേഷൻ റിപ്പോർട്ട്, അതിനെക്കുറിച്ച് ഫൈനൽ. അതായത് നമ്മൾ ചെയ്ത കാര്യം വെദർ അത് നമുക്ക് ആ ബെനിഫിറ്റ്സുകൾ നമ്മൾ പറഞ്ഞ ബെനിഫിറ്റ് നമുക്ക് തരുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നത്. ആ ബെനിഫിറ്റ് കിട്ടിയോ, അതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ബെനിഫിറ്റ് ആണല്ലോ എല്ലാത്തിനും, ഒരു ബെനിഫിറ്റ് വേണ്ടിയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ, അതൊക്കെ ചെയ്യുന്നത്, അതൊക്കെ അതിൻ്റെ ടൂളാണ്, ഇതിൻ്റെ ലാസ്റ്റ് ടൂളാണ്. ഇത്രയും ടൂളും ചേർന്ന് ഉള്ളൊരു കാര്യമാണ് ശരിക്കും ഫിനാൻസ് മാനേജ്മെൻറ്റ് ടോട്ടൽ എന്ന് പറയുന്നത്. അതിനകത്ത് ലാസ്റ്റിൽ വരുന്ന ടൂളാണ് ഈ പറഞ്ഞ ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള പഠിക്കുന്നതാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുന്നത്, അതിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റേജ്. ഓക്കെ, മൂവിങ് ഫോർവേഡ് നമ്മൾ ഇതതിൻ്റെ ഇപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ് വാട്ട് ഈസ് ഫിനാൻസ് മാനേജ്മെൻറ്റ് എന്നുള്ളത്. വാട്ട് ഈസ് ദ ടൂൾ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ. ഇപ്പം നിങ്ങൾ തന്നെ മറുപടി പറയാം, എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ? അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും എന്താണ് വാട്ട് ഈസ് ദ ആൻസർ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൂൾ അതാണ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താനുള്ള. എല്ലാ സ്റ്റേജിലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റും. ആദ്യത്തെ ഫസ്റ്റ് ടൂൾ എന്താണ്? ബഡ്ജറ്റാണ് ഫസ്റ്റ് ടൂൾ. ബഡ്ജറ്റ് ഇല്ലാതെ നമുക്ക് മൂവ് ചെയ്യാൻ നോക്കില്ല. ബഡ്ജറ്റ് ഈസ് ദ ഫസ്റ്റ് ടൂൾ. ദെൻ മൂവിങ് ഫോർവേഡ് ബഡ്ജറ്റ്. ഇറ്റ് കണ്ടെയ്ൻസ് ആൻറ്റിസിപ്പേറ്റഡ് റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ. അതിൽ റെസീറ്റും എക്സ്പെൻഡിച്ചറാണ് എഴുതുന്നത്. ഇനി ഞാൻ അതിൻ്റെ വലിയ ഒരു തിയറി പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിൽ കൊണ്ട് എത്തിക്കുന്നില്ല. റെസീറ്റും പേയ്മെൻറ്റും അല്ല, ഒരു കാര്യം ജസ്റ്റ് ഞാൻ പറയുന്നുള്ളൂ, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. അതായത് ബഡ്ജറ്റ് റെസീറ്റും എക്സ്പെൻഡിച്ചറുമാണ്, അല്ലാതെ റെസീറ്റും പേയ്മെൻറ്റും അല്ല. അതുപോലെ ഇൻകവും എക്സ്പെൻഡിച്ചറും അല്ല. ഡെബിറ്റും ക്രെഡിറ്റും കേൾക്കുന്നത് ആര് പറയും? ഡെബിറ്റും ക്രെഡിറ്റും ഒന്ന് പറയണമെന്ന്. പിന്നെ ഡെബിറ്റും ക്രെഡിറ്റും തീർച്ചയായിട്ടും അക്കൗണ്ട്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് സാധനമല്ലേ, അതാണല്ലോ സയൻസ്. അതായത് നമ്മൾ ഈ അക്കൗണ്ടിങ്ങിൻ്റെ സയൻസ് എന്ന് വെച്ചാൽ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് തിയറിയാണ്. ആ 4 ഇത് വെച്ചിട്ടാണ് അവർ പോകുന്നത്. പക്ഷേ ഞാനിപ്പോൾ അതൊന്നും ഇവിടെ അങ്ങനെ പറയുന്നില്ല. പക്ഷേ സാറ് പോയി ഡെബിറ്റും ക്രെഡിറ്റും എന്താണെന്ന് പറയാൻ ചോദിച്ചപ്പെട്ടെന്ന് പറയാം. അതായത് ഇപ്പോൾ ക്യാഷ് നമുക്ക് കിട്ടുന്നു, ഞാൻ പറഞ്ഞല്ലോ. അതായത് നമ്മളിങ്ങനെ ചോദിക്കും എന്താണ് ഡെബിറ്റും ക്രെഡിറ്റും എന്ന് വെച്ചാൽ അത് ഒന്നുമില്ല. അത് എന്താണ് സിമ്പിൾ, ഫോർ എവറി ട്രാൻസാക്ഷൻ ദർ ആർ 2 ആസ്പെക്ട്സ്. അതാണ് 2 ആസ്പെക്ട് ഉണ്ട്. ഒരാൾ കൊടുത്താലേ ഒരാൾ വാങ്ങിക്കാൻ പറ്റൂ, അങ്ങനെയാണുള്ള സാധനം പോകുന്നത്. അതുകൊണ്ട് എവറി ട്രാൻസാക്ഷൻ ദർ ഈസ് 2 ആസ്പെക്ട് എന്ന് പറയും. ഒരു കൊടുക്കലും ഉണ്ട്, ഒരു വാങ്ങലും ഉണ്ട്. ഒരാൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നു, ഒരിടത്ത് നഷ്ടം വരുന്നു. അതാണ് ഫണ്ടമെൻ്റലായിട്ട് ലൂക്കോ പസിയോളി എന്ന് പറയുന്ന ആൾ 1561 ചെയ്ത ഒരു തിയറിയാണ്. അയാൾ കപ്പലിൽ ഇതായിരുന്നു. അപ്പോൾ ആ കച്ചവടത്തിൽ എങ്ങനെ ഇത് അക്കൗണ്ട്സ് കറക്റ്റായിട്ട് എഴുതുമെന്ന് ആലോചിച്ചാണ് ഈ ഡെബിറ്റും ക്രെഡിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡെബിറ്റും ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ഒന്ന് ഡെബിറ്റ് ചെയ്യുമ്പോൾ മറ്റൊരെണ്ണം ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഇയാൾ പറഞ്ഞു എൻ്റെ ഓഫീസിൽ കുറേ അക്കൗണ്ട് ഇരിപ്പുണ്ട്, കുറേ അക്കൗണ്ട് ബുക്കുകൾ ഉണ്ടാക്കി വെച്ചു. ഒരു അക്കൗണ്ട് ബുക്കിൽ ഞാൻ ക്രെഡിറ്റ് ചെയ്താൽ വേറൊരു അക്കൗണ്ട് ബുക്കിൽ ഡെബിറ്റ് ചെയ്യണം. വേറെ ഒന്നിൽ ഞാൻ ഡെബിറ്റ് ചെയ്താൽ അതിനകത്ത് ക്രെഡിറ്റ് ചെയ്യണം. അത് ഏതൊക്കെയാണെന്ന് തീരുമാനിച്ചാൽ മതി. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാകുന്ന ക്യാഷ് വന്നു. ഓക്കെ, ഒരാൾ ക്യാഷ് കൊണ്ടുവന്നു. ഓക്കെ, ഞാൻ അക്കൗണ്ടന്റിന് ചോദിക്കുകയാണ് ഈ ക്യാഷ് കൊണ്ടുവന്നല്ലോ, അപ്പം ക്യാഷ് നിങ്ങളിൽ കിട്ടിയല്ലോ, ക്യാഷ് അക്കൗണ്ട് എടുത്തു, അതിനകത്ത് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ അകത്തോട്ട് വന്നു. അപ്പോൾ അതിന് നമ്മളതിൻ്റെ തിയറി പഠിച്ചാൽ ഇനി അത് പറയാൻ പറ്റും. അപ്പോൾ ക്യാഷ് വരുന്നത് ഡെബിറ്റ് ചെയ്യണം. ഓക്കെ, ക്യാഷ് ഡെബിറ്റ് ചെയ്തു. അത് വാട്ട് കംസ് ഇൻ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ എന്നുള്ള റൂൾ ഇപ്പോൾ കോമേഴ്സ് പഠിച്ചുകൊണ്ടെങ്കിൽ അറിയാൻ പറ്റും. വാട്ട് കംസ് ഇൻ എഴുതി, ഓക്കെ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ ക്യാഷ് ബുക്ക് ഡെബിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഒരു ക്രെഡിറ്റ് അവിടെ കൊടുക്കും, വേറൊരു സ്ഥലത്ത് ക്രെഡിറ്റ് കൊടുക്കണ്ടേ?
അപ്പോൾ ഉടനെ ചോദിക്കുന്നു, നിങ്ങൾ ഈ പണം തന്നത് തിരിച്ച് കൊടുക്കേണ്ട പണമാണോ അല്ലെങ്കിൽ ലൈബിലിറ്റി ഉള്ള പണമാണോ, നിങ്ങൾക്ക് അൾട്ടിമേറ്റ് ആയിട്ട് കിട്ടിയ പണമാണോ നിങ്ങൾക്ക്? അപ്പോഴാണ് ഇൻകം ഇതൊക്കെ ഞാൻ പറഞ്ഞൊക്കെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ പറയണത് അല്ല, ഇതെനിക്ക് കിട്ടിയത് എൻ്റെ സാലറി അക്കൗണ്ടിൽ കിട്ടിയതാണ്. ഓക്കെ, അങ്ങനെ കിട്ടിയതാണ് അല്ലേ? അപ്പോൾ നമ്മൾ നീ സാലറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യാം, എൻ്റെ സാലറി കിട്ടിയാണെങ്കിൽ. പക്ഷേ ഞാനിവിടെ സാലറി അക്കൗണ്ട് അവിടെ ഇല്ല, അവിടെ ഇൻകം ഉണ്ടെന്ന് വെച്ചോ. എനിക്ക് റെൻറ്റ് കിട്ടി, അതായത് ഞാൻ എൻ്റെ ഈ CSOയിലുള്ള ഒരു സ്ഥലം വാടകയ്ക്ക് കൊടുത്തു, അതിന് റെൻറ്റ് മേടിച്ചു എന്നാണെങ്കിൽ ഞാൻ ആദ്യം ക്യാഷ് കിട്ടിയതുകൊണ്ട് ഞാൻ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു, റെൻറ്റ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ആ റെൻ്റ് എന്ന് പറയുന്നത് എൻ്റെ ഇൻകമാണ്. അപ്പോൾ അതിനെ ഞാൻ ഇൻകം അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ അത് ഇൻകം അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകും. ഈ ക്യാഷ് എന്ന് പറയുന്നത് അസറ്റാണ് അവിടെ കീപ്പ് ചെയ്ത് വെച്ചേക്കും. ഇനി ഞാനിപ്പോൾ ഈ ക്യാഷിൽ നിന്ന് കുറച്ച് പൈസ എടുത്തു, ഒരു ഫർണിച്ചർ വാങ്ങിക്കാൻ പോയി, ഒരെണ്ണം ഫർണിച്ചർ വാങ്ങിച്ചു, ഫർണിച്ചർ ക്യാഷ് എടുത്ത് കൊടുത്തില്ലേ, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു, ക്യാഷ് പോയി. വാട്ട് ഗോസ് ഔട്ട്, അതെന്നുവെച്ചാൽ റിയൽ അക്കൗണ്ട് എന്നാണ് ഈ ക്യാഷ് അക്കൗണ്ട് വിളിക്കുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചാലേ അതിനകത്തോട് വരുള്ളൂ. ഇനി ഉടനെ വാങ്ങിച്ചിരിക്കുന്ന വീണ്ടും റിയൽ അക്കൗണ്ടിലോട്ടാണ്. അപ്പോൾ ക്യാഷ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തിട്ട് ഫർണിച്ചർ അക്കൗണ്ടിനെ ഞാൻ ഡെബിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ ക്ലിയർ ആയി. ഓക്കെ, വീണ്ടും വന്നു അപ്പോൾ രണ്ട് അസറ്റ്, ഇപ്പം ഒരു അസറ്റിൽ നിന്ന് വേറെ അസറ്റിലോട്ട് മാറ്റി വെച്ചതാണ്. അത് റിയൽ അക്കൗണ്ട് ഫംഗ്ഷൻ ചെയ്തതാണ് ഇവിടെ രണ്ടും. ഇനി നേരത്തെ ആണെങ്കിൽ ഒന്ന് നോമിനൽ അക്കൗണ്ട് ആയിരുന്നു, റെന്റ്. ഇനി നിങ്ങൾക്ക് ഇത് അക്കൗണ്ടൻസി ഇങ്ങനെ പഠിക്കണം, ഞാൻ ഇനിയിപ്പോൾ കുറച്ച് പറഞ്ഞു പറ്റും. സാറിന്റെ ക്വസ്റ്റ്യൻ എക്സാക്ട്ലി അതാണ് നമ്മൾ കോമേഴ്സുകാർ ചോദിക്കുന്ന ചോദ്യം. കാര്യം നമ്മുടെ പാസ്ബുക്കിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും, അതാണ് ക്വസ്റ്റ്യൻ. പാസ്ബുക്കിൽ നമ്മൾ പറയുന്നത് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിക്കുമല്ലോ. അപ്പൊ നമ്മൾ ആലോചിച്ചിട്ട് ഇത്രേ ഉള്ളൂ, ഞാൻ കൊണ്ട് ബാങ്ക് അക്കൗണ്ടിൽ പൈസ ഇട്ടപ്പോൾ അത് ബാങ്കുകാരന്റെ കണക്കാണ്, അതാണ് നമുക്ക് തരുന്നവൻ. അവിടെ രണ്ട് കണക്കുണ്ട്. എന്താണെന്നറിയാം, ഒന്ന് സാറിന്റെ പേരിലുള്ള ഒരു അക്കൗണ്ട് അയാൾ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ, പിന്നെ അയാളുടെ ക്യാഷും ഉണ്ട്. അപ്പൊ ഞാൻ ക്യാഷ് കൊണ്ടും കിട്ടും. ഞാനിപ്പോൾ കൊണ്ട് 1000 രൂപ ഇട്ടു, ഉടനെ അവർ പറയും ഞാൻ ബാങ്കിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥൻ, ഞാൻ പറയുന്നത് 1000 രൂപ ഡെബിറ്റ് ചെയ്തു. ക്യാഷ് കിട്ടിയില്ലേ, അതിന്റെ ക്രെഡിറ്റ് ആർക്ക് കൊടുക്കണം? സാറിന് കൊടുക്കണം. സാറിന്റെ പേരിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ക്രെഡിറ്റ് എന്ന് എഴുതും. ദാറ്റ് ഈസ് യുവർ പാസ്ബുക്ക്. ആ സാറിന് ക്രെഡിറ്റ് തന്നു. അപ്പോൾ സാറിന് ക്രെഡിറ്റ് കിട്ടി. ഇനി സാറ് പൈസ എടുത്താലോ, സാറിനെ ഡെബിറ്റ് ചെയ്യും. ഡെബിറ്റ് ചെയ്തിട്ട് എൻ്റെ ക്യാഷിൽ നിന്ന് പൈസ എടുത്ത് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ റിയൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ടും, അത് പേഴ്സണൽ അക്കൗണ്ടാണ് സാറിൻ്റെ. അപ്പോൾ ഈ രണ്ട് അക്കൗണ്ട് ഇരിക്കുന്നവിടെയാണ്, ബാങ്കിൽ ഇരിക്കുകയാണ്. അപ്പോൾ ബാങ്കിൽ തന്നെ സാറിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് ആണ് നമ്മുടെ പാസ്ബുക്ക്. അതുകൊണ്ടാണ് ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് പറയുന്നത്. ക്യാഷ് കൊണ്ട് ഇടുമ്പോൾ ബാങ്കുകാരനെ സംബന്ധിച്ചുള്ളവർക്ക് ഡെബിറ്റും, സാറിനെ സംബന്ധിച്ചുള്ള ക്രെഡിറ്റും തരികയാണ്. സാറിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് എഴുതിയിട്ട് അതിനകത്താണ് ക്രെഡിറ്റ് ഇടുന്നത്. രണ്ട് അക്കൗണ്ടും ബാങ്കിൽ ഇരിക്കുകയാണ്. അവർക്ക് ക്യാഷ് അക്കൗണ്ടും ഇരിക്കുന്നു, സാറിൻ്റെ പേരിൽ ഒരു അക്കൗണ്ടും ഇരിക്കുന്നു. ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു, സാറിൻ്റെ പേരിൽ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. തീർന്നു. അപ്പോൾ എന്ത് ചെയ്യും, ബാങ്കിന് ഈ ബാലൻസ് ഷീറ്റ് എഴുതുകയാണെങ്കിൽ സാറിൻ്റെ ഈ ക്യാഷിനെ എടുത്ത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു, സാറിൻ്റെ പേരിലുള്ള അക്കൗണ്ടിനെ എടുത്ത് ലൈബിലിറ്റി സൈഡിൽ എഴുതുന്നു. എന്തിനാണ്? സാറിന് പണം തിരിച്ചു തരാനുണ്ട്, ലൈബിലിറ്റി. പാസ്ബുക്കിലുള്ള പണം സാറിന് തിരിച്ച് തരാനുണ്ട്, ലൈബിലിറ്റിയാണ്. പക്ഷെ അവിടെ ക്യാഷോടെ ഇരിക്കുന്നതുകൊണ്ട് അത് അസറ്റ് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ടാലി. ഡേബുക്കും എന്ത് സംശയം എന്താണ് ചോദിക്കണമെന്ന് ചോദിച്ചത്? ഇല്ല, അങ്ങനെയല്ലോ. ഓഡിറ്റ് ചെയ്യുന്നത് നിങ്ങൾ നേരെ ചെയ്തോ എന്ന് നോക്കുന്നതാണ് ഓഡിറ്റ്, അല്ലാതെ ഓഡിറ്റർ ചെയ്യാൻ പറഞ്ഞാൽ പറ്റില്ലല്ലോ. ഈ ചെയ്തിരിക്കുന്നത് നേരെയാണോ, അതായത് ഈ പറഞ്ഞ ഡേ ബുക്കും ക്യാഷ് ബുക്കും ഒക്കെ എഴുതുന്നത് നേരെയാണോ എന്ന് നോക്കുകയാണ്. ക്യാഷ് ബുക്ക് എന്ന് പറഞ്ഞാൽ ലെഡ്ജറാണ്, അപ്പോൾ അത് ലെഡ്ജറായിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ഡേ ബുക്കിൽ നിങ്ങൾ എല്ലാ ഡെയിലി ഉള്ള ട്രാൻസാക്ഷൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നു. അപ്പോൾ ഒരു ഡേയുടെ എടുത്ത് ടോട്ടൽ എടുത്തിട്ട് എഴുതുന്നതാണ് ലെഡ്ജറിലോട്ടങ്ങ് എഴുതുന്നു. അപ്പോൾ അത് പ്രത്യേകം ഇതില്ല. അതെന്താണ് ചോദ്യം എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഓഡിറ്റർ അല്ല ചെയ്യുന്നത്, ഓഡിറ്റർ ഈസ് ഓൺലി ചെക്കിങ് ഇറ്റ്. ആ സർട്ടിഫിക്കറ്റ് തരുന്നത്.
ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും. ഞാൻ ഓഡിറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ആ കറക്റ്റ് ടൈം വെച്ചാൽ ഈസ് എ ചെക്കർ, ഈസ് ചെക്കിങ് ഇറ്റ് വെദർ ഇറ്റ് ഈസ് ഗോയിങ് കറക്റ്റ് ഓർ നോട്ട് എന്ന് നോക്കുന്ന ആളാണ്. അല്ല അങ്ങനെ എഴുതാൻ പറയുന്നത് ശരിയല്ല. കാരണം ഇതെന്ന് വെച്ചാൽ ഇത് ബൈഫർക്കേറ്റ് ചെയ്തിരിക്കുകയല്ലേ, സെപ്പറേഷൻ വേണ്ടേ. ചെയ്യുന്ന ആൾ തന്നെ ഓഡിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, ഉണ്ടാക്കി കൊടുക്കണം. ചിലപ്പോൾ എനിക്ക് വേണമെങ്കിൽ സൗകര്യത്തിന് വേണ്ടി ഓഡിറ്ററെ വെച്ച് നമ്മൾ എഴുതി, അത് വേറെ കണ്ട ആ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പോസ്റ്റ് ചെയ്ത ഓഡിറ്റർ ആയിരിക്കും. അത് അങ്ങനെ അത് അക്കൗണ്ടന്റിന് തുല്യമുള്ളൂ, അതിനെ ഓഡിറ്റർ ഒന്നും വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അയാൾ തന്നെ നോക്കുന്നത് ഇന്റേണൽ ഓഡിറ്റർ, അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. ശരിയായിട്ടുള്ള ഓഡിറ്റ് വെച്ചാൽ എക്സ്റ്റേണലിൽ നിന്ന് വരുന്ന ആളാണ് ശരിയായിട്ടുള്ള ഓഡിറ്റ്. അവരും അങ്ങനെ എല്ലാം റെഡിയാക്കി തരും, കണക്കൊക്കെ എഴുതി ഉണ്ടാക്കി തരും. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഓഡിറ്റർ അല്ല ശരിക്കും. അത് ഓഡിറ്റർ അല്ല, ചാർട്ടേഡ് അക്കൗണ്ട് ഓഡിറ്റർ അല്ല, അയാൾ എഴുതി തരുന്നതാണത്. ഇങ്ങനെ കണക്കെഴുതി തരുന്നു, ഇങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ അതിങ്ങനെ പോസ്റ്റ് ചെയ്യണം. പക്ഷേ നിങ്ങൾ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടിനെ പോസ്റ്റ് ചെയ്യണം എന്ത് അറിയാമോ, അയാൾ വന്ന് നിങ്ങളുടെ അക്കൗണ്ട് എല്ലാം പരിശോധിച്ചിട്ട് റിപ്പോർട്ട് എഴുതി തന്നിട്ടു ഇത് തെറ്റാണ്, ഇന്ന കറക്റ്റ് ചെയ്യണോ. അത് വ്യത്യാസമാണ്, രണ്ടാണ്. മറ്റേ നിങ്ങളുടെ അക്കൗണ്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ചേക്കുന്നുണ്ട്, അങ്ങനെ അക്കൗണ്ട്സ് ഉണ്ടാക്കി തരും. ദാറ്റ് ഇസ് ഡിഫറൻറ്റ്, രണ്ടാണ്. അതായത് ചാർട്ടേഡ് അക്കൗണ്ട് ക്യാൻ ബി പോസ്റ്റഡ് ആസ് എൻ അക്കൗണ്ടന്റ് ആസ് എൻ ഓഡിറ്റർ, രണ്ട് രീതിയിലും പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ ഒരു പക്ഷേ അക്കൗണ്ടന്റ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് അയാളെ കൊടുത്തൊക്കെ എഴുതി മേടിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ, ആ അർത്ഥത്തിൽ എടുക്കാൻ പറ്റുള്ളൂ. അത് ഡിഫറൻ്റ് ആണ് അത് തമ്മിൽ. ഓക്കെ, അതോടെ പോട്ടെ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എവിടെയാണ്, കട്ടായി പോയോ? സമയമല്ലേ ഉള്ളൂ. ഓക്കെ, ബഡ്ജറ്റിൽ നമ്മളെത്തി. ഇനി ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഇതിനകത്ത് നമ്മൾ വരുമ്പോൾ ഇതിൽ നമ്മൾ പെർസെൻറ്റേജ് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പം ഡൂയിങ് ഫംഗ്ഷൻ ഈ ഇംപ്ലിമെൻറ്റിങ് 40% ആണ് ടൈം യൂസ് ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ആലോചിച്ചു. അപ്പോൾ ഇത് 40% ടൈം ഉപയോഗിക്കുമ്പോൾ ഇവിടെ 20% ടൈമാണ് ഇതിന്. അതായത് എല്ലാം ഓർഗനൈസ് ചെയ്ത് സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഒപ്പിച്ച് വെക്കുക എന്നുള്ളത്. എന്നിട്ട് അത് റൂൾ പ്രകാരം നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് 20% ടൈമാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ അക്കൗണ്ട്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് പറയാണ് ഈ റിവ്യൂവും. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന മാനേജ്മെന്റ് ഒരുപാട് സമയം കൊടുക്കേണ്ടതാണ്. ഇതിന് 30% സമയം കൊടുക്കണം റിവ്യൂവിന്. റിവ്യൂ എന്ന് വെച്ചാൽ മോണിറ്ററിംഗ് ആണ്, മോണിറ്ററിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ നോക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ സമയം, അതായത് 30+20 പോകുന്നത് റിവ്യൂവിനും കൺട്രോളിനുമാണ്. അപ്പോൾ കാര്യങ്ങൾ നേരെ നടക്കുന്നതെന്ന് അന്വേഷിക്കാണ് മുകളിലിരിക്കുന്നവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. മനസ്സിലായില്ല, അതാണ് ഞാൻ ഈ പറയുന്നത്. മുകളിലോട്ടിരിക്കുന്നവർ, താഴോട്ടിരിക്കുന്നവർ 100%. ഇപ്പോൾ ഇവിടെ അക്കൗണ്ടന്റ് ആണെങ്കിൽ 100% അക്കൗണ്ടിങ് ചെയ്താൽ മതി, വേറെ ഒന്നും അയാൾ ചെയ്യേണ്ട. ആ സമയത്ത് ഒരു സൂപ്പർവൈസറി ഹെൽം ഓഫ് അഫയേഴ്സ് എന്ന് നമ്മൾ പറയുന്ന അവിടെ ഇരിക്കുന്ന ഒരാൾ ദേ ഷുഡ് സ്പെൻഡ് മോർ ടൈം ഫോർ റിവ്യൂവിങ്, കൺട്രോളിങ്. പിന്നെ 20% ഫോർ ഓർഗനൈസിങ് ആൻഡ് 30% ഫോർ പ്ലാനിങ് ഫോർ ദ നെക്സ്റ്റ് ഇയർ. പ്ലാനിങ് ഈസ് ഓൾവേസ് ഫോർ നെക്സ്റ്റ് ഇയർ, അങ്ങനെയാണ്. എന്നിട്ട് അതനുസരിച്ച് നടന്നോ നോക്കുന്നതാണ് കൺട്രോളിങ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ പറയുന്നത് ഒരു സൂപ്പർവൈസറി കാഡറിലുള്ളവർ ശ്രദ്ധിക്കേണ്ട സാധനമാണ് പറയുന്നത്. താഴോട്ടുള്ളവർ അതനുസരിച്ച് ഇപ്പോൾ എനിക്ക് ഒരു ജോലി ചെയ്തിട്ടുള്ളൂ, അത് മാത്രം മൊത്തം സമയം സ്പെൻഡ് ചെയ്യണം. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് തിങ്സ്. അതുകൊണ്ടാണ് പിന്നെ ആ പെർസെൻറ്റേജ് അവിടെ എഴുതിയത്. ഇനി ഇവിടെ വരും പോട്ടെ. ദെൻ മൂവിങ് ഫോർവേഡ്, പ്രോസസ് ആൻഡ് ടൂൾസ്. ഇവിടെ നമ്മളിവിടെ കണ്ടല്ലോ, അതിവിടെ ഒന്ന് വെച്ചിട്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് ഓടിച്ച് നോക്കി പോവാം. കൺട്രോളിങ്, മോണിറ്ററിങ്, ഇതിൻ്റെ ടൂൾസ് എല്ലാം കൂടെ എഴുതിയിരിക്കുകയാണ്. ഇത് വളരെ ഒരു ആക്ടിവേറ്റ് ചെയ്തിട്ടുള്ളൊരു സ്ലൈഡാണ്. ലുക്കിംഗ് എഹെഡ് ഓഫ് ഡൂയിങ്, അതാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് ബഡ്ജറ്റാണ് അതിൻ്റെ ടോപ്പ് ടൂള്. ആക്ടിവിറ്റി പ്ലാൻ, ബിസിനസ് പ്ലാൻ, ക്യാഷ് ഫ്ലോ, ഫിസിബിലിറ്റി സ്റ്റഡി, സ്ട്രാറ്റജിക് പ്ലാൻ, ഇതെല്ലാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ വേറെ പറയുന്നില്ല, ജസ്റ്റ് ഈ സ്ലൈഡിങ്ങനെ കാണിച്ചിട്ട് പോവുക. ഓർഗനൈസിംഗ് എന്ന് പറയുന്നത് കോർഡിനേറ്റിംഗ് ദ റിസോഴ്സസ്. അപ്പോൾ ഇനി ഇത് നോക്കിയിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ടായി ചോദിക്കാം. കോർഡിനേറ്റിംഗ് ദ റിസോഴ്സസ്, സ്റ്റാഫ്, പ്രോപ്പർട്ടി, മണി, വെഹിക്കിൾസ്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുക. അത് 20% ടൈമാണ് അതിന് കൊടുക്കേണ്ടത് നമ്മുടെ ഓഫീസിൽ, 20% ടൈം. ദെൻ ഇറ്റ് ഈസ് ഓർഗനൈസേഷൻ ചാർട്ട്, ജോബ് ഡിസ്ക്രിപ്ഷൻ, ഓഫീസ് മാനുവൽ, ദെൻ ബഡ്ജറ്റ് മാനുവൽ, അതാണ് അതിനകത്ത് വരുന്നത്. ഇത്രയും സാധനങ്ങൾ അവിടെ ഉപയോഗിക്കും അതിൻ്റെ പർപ്പസിന്, ഈ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി കാര്യങ്ങൾ. ദെൻ മൂവിങ് ഫോർവേഡ്, എൻഷ്വർ ആപ്ലിക്കേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയറാണ് ശരിക്കും കൺട്രോളിംഗ് എന്ന് പറയുന്നത്. കൺട്രോൾ ചെയ്യുക എന്ന് വെച്ചാൽ ഈ റൂളും പ്രൊസീജിയറൊക്കെ അനുസരിച്ച് നടപ്പാക്കുന്നുണ്ട്. 20% ടൈമാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ദെൻ അതിൻ്റെ ടൂളെന്ന് പറയുന്നത് ഡെലിഗേറ്റഡ് അതോറിറ്റി, പ്രൊക്യൂർമെൻറ്റ് പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതായത് സാധനങ്ങൾ വാങ്ങുന്നതിൻ്റെ പ്രൊസീജിയർ. ദെൻ റിക്കൺസിലിയേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ബാങ്കിൻ്റെ, അതൊക്കെ നടത്തണം. എന്നാലേ നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ നടക്കണമെന്ന് അറിയാൻ പറ്റും. ബാങ്കിൻ്റെ റിക്കൺസിലിയേഷൻ കേട്ടുണ്ടാവും നിങ്ങൾ. അതായത് അങ്ങോട്ട് ഇട്ടാൽ പോകണം, അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ, അതിന് വേറെ ആളുടെ പേരിലാണ് നിങ്ങളുടെ ഓർഗനൈസേഷൻ ഇട്ടത് വേറെ ആളുടെ ഓർഗനൈസേഷൻ്റെ പേരിൽ കൊണ്ട് ക്രെഡിറ്റ് ചെയ്ത് വയ്ക്കും. ഇപ്പോൾ സാറ് ചോദിച്ച ചോദ്യമാണ്, ക്രെഡിറ്റ് ചെയ്യും. കാരണം അവർക്ക് ക്യാഷ് ഡെബിറ്റാണ്, അവരുടെ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യും. അത് അക്കൗണ്ട് മാറി ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നോക്കണ്ടേ? അല്ല, നോക്കാതെ വർഷാവസാനം എടുത്ത് വെച്ചിട്ട് ഈ ബാങ്ക് നോക്കി കഴിഞ്ഞാൽ എല്ലാം ഇവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ മന്ത്ലി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണം, റിക്കൺസിലിയേഷൻ. അത് ടൂളാണ് അതിൻ്റെ. ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ, വെഹിക്കിൾ രജിസ്റ്റർ, ഇതെല്ലാം ഉണ്ടാക്കണം. ദെൻ മോണിറ്ററിംഗ് എന്ന് പറയുന്ന കമ്പയർ പ്ലാൻ വിത്ത് ആക്ച്വൽ ഫോർ കറക്ഷന് വേണ്ടി അത് കമ്പയർ ചെയ്യുക. ദെൻ ദാറ്റ് ഈസ് അത് ഇവാലുവേഷൻ, ഡോണർ റിപ്പോർട്ടുകളുണ്ട്, ക്യാഷ് ഫ്ലോ ഉണ്ട്, പിന്നെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ട്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നതാണ് ബാലൻസ് ഷീറ്റും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഇതൊക്കെ വരുന്നത്. ഓക്കെ,
ഇനി നമ്മൾ ഇവിടെ എടുക്കുമ്പോഴത്തേനെ 3 kinds ഓഫ് ബഡ്ജറ്റ്സ് ഉണ്ട്. റെസീറ്റ്, എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ ബഡ്ജറ്റ്. ഇതെല്ലാം വലിയ കാര്യമില്ല, ഞാൻ കട്ട് ചെയ്ത് പോവാം. ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ റെസീറ്റും ഇതും കൂടെ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും അല്ലേ? റെസീറ്റും എക്സ്പെൻഡിച്ചർ ഈക്വൽ ആയിരിക്കും, പേയ്മെൻ്റ് അല്ല, മനസ്സിലല്ലേ? എക്സ്പെൻഡിച്ചർ ഈക്വൽ ആയിരിക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് പഠിക്കാനുണ്ട് പ്രത്യേകം, കുറച്ച് സമയം എടുത്താലേ അത് പറയാൻ പറ്റും. അതുകൊണ്ട് ഞാൻ അത് മൂവ് ചെയ്യുന്നില്ല അങ്ങോട്ട്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറയുന്നത് റെസീറ്റ് ഈസ് മോർ ദാൻ എക്സ്പെൻഡിച്ചർ. ദെൻ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ റെസീറ്റ് ഈസ് ലെസർ ദാൻ എക്സ്പെൻഡിച്ചർ. ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഡെഫിസിറ്റ് ബഡ്ജറ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലാതെ പറ്റില്ല കേട്ടോ. വളരെ സിമ്പിളായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ ഇപ്പോൾ. കഴിഞ്ഞ പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഡെഫിസിറ്റ് ബഡ്ജറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഭയങ്കരമായിട്ട് ഡെഫിസിറ്റ് ഫിനാൻസിങ് ഒക്കെ വലിയ ഡീറ്റെയിൽഡ് പഠിക്കാനുള്ളതാണ്. നമ്മളുടെ സിമ്പിളായിട്ട് ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചു. കാരണം നിങ്ങൾക്ക് ഡെഫിസിറ്റ് ഫിനാൻസിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അതിലോട്ട് നമ്മൾ പോകുന്നില്ല. മൂവിങ് ഫോർവേഡ്, പോയിന്റ്സ് ഇൻ ബഡ്ജറ്റ് എസ്റ്റിമേഷൻ ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് പ്രോജക്റ്റ് നിങ്ങൾക്ക് ഒരു പ്രോജക്റ്റ് കൊടുക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയുന്നത് ഫിനാൻസിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ ആദ്യം നിങ്ങൾ പ്രോജക്റ്റ് പ്രപ്പോസൽ കൊടുക്കണം വിത്ത് ജസ്റ്റിഫിക്കേഷൻ ഫോർ ഫണ്ടിങ്. അപ്പോൾ ഞാൻ ഫണ്ടിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മൾ ഈ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഫണ്ട് കിട്ടാനും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്ന് ചോദിച്ചാൽ ശരിക്കും ഒരു മീറ്റിംഗ് കൂടണം. നമുക്കൊരു പ്രത്യേക ഒരു ഫണ്ടിങ് ഏജൻസി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നു മീറ്റിങ്ങിൽ. ആ ഫണ്ടിങ് ഏജൻസിയോട് നമ്മൾ ഫണ്ട് ചോദിക്കുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ള റിസോഴ്സസ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് അതിനുള്ള സ്റ്റാഫുണ്ട്, അതിനുള്ള മറ്റ് വേറെ വിത്തൽസ് എന്ന് വെച്ചാൽ അതിൻ്റെ റിസോഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് മിനിറ്റ്സ് ഉണ്ടാക്കി അതനുസരിച്ച് നമ്മളൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഉണ്ടാക്കുന്നു. അതിനകത്ത് ഫണ്ടിങ് ഏജൻസിക്ക് കൊടുക്കാനുള്ള ഫണ്ടിൻ്റെ കറക്റ്റായിട്ട് റിക്വയർമെൻറ്റ് ഉണ്ടാക്കണം. റിക്വയർമെൻറ്റ് ഷുഡ് ഓൾവേസ് ബി ജസ്റ്റിഫൈഡ്. അല്ല ചുമ്മാ ഇപ്പോൾ എനിക്കൊരു 1 കോടി ചെയ്ത് തീർക്കാൻ പറ്റുന്ന കാര്യത്തിന് 5 കോടി ചോദിച്ചാൽ പറ്റുമോ? അതാണ് ജസ്റ്റിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇരിക്കുമ്പം അവിടെ പ്രോജക്റ്റിനൊക്കെ വേണ്ടി ഇങ്ങനെ ഫണ്ട് ചോദിക്കുന്നുണ്ട്. ടീച്ചേഴ്സൊക്കെ നമ്മുടെ CST അങ്ങനെ ഒരുപാട് ഏജൻസി പറയാൻ തുടങ്ങിയാൽ പറ്റില്ല. അപ്പോൾ ഇവർക്കെല്ലാം നമ്മൾ അയക്കുമ്പോഴത്തേനെ ഈ ഫണ്ടിങ് ഏജൻസിക്ക് നമ്മൾ പറയും നമ്മൾ പറയും ഒരു 50 ലക്ഷം വേണം. പക്ഷേ ഒരു കാര്യം നമുക്ക് 1 കോടി ചോദിക്കാം, എന്നാലേ അവർ 50 ലക്ഷം തരുള്ളൂ. ഇങ്ങനെ ഒരു സാധനമുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങൾ? 1 കോടി ചോദിച്ചാലേ 50 ലക്ഷം തരുള്ളൂ. ഇങ്ങനെ ഒരു സാധനം പൊതുവെ ആളുടെ കയ്യിലുണ്ട്, എല്ലാവരുടെ കയ്യിലുണ്ട്. അതായത് അതുകൊണ്ട് നമ്മൾ 1 കോടി ചോദിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റിഫിക്കേഷൻ കറക്റ്റായിട്ട് എഴുതാൻ പറ്റില്ല. അത് ഇതിനകത്തുള്ളൊരു പ്രശ്നമാണ്. അത് ഞാൻ മറ്റേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് എത്ര കമ്പ്യൂട്ടർ വേണമെന്ന് പണ്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്നുവെച്ചാൽ അൽഫോൺസ് കണ്ണന്താണ് സാറ് ലാൻഡ് റവന്യൂ കമ്മീഷണറായിട്ടിരുന്നപ്പോൾ ഞാൻ അവിടുത്തെ ഫിനാൻസ് ഓഫീസറായിരുന്നു. അപ്പോൾ സാറ് ചോദിച്ചു ഓരോ സെക്ഷനിൽ എത്ര കമ്പ്യൂട്ടർ ആവശ്യമുണ്ട് ചോദിച്ചു. ഉടനെ ഓരോ സെക്ഷനിൽ ഇരിക്കുന്ന ഡെപ്യൂട്ടി കളക്ടേഴ്സാണ് അവിടെ ലാൻഡ് റവന്യൂ കമ്മീഷനിൽ സെക്ഷനൊക്കെ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ അവരൊക്കെ എഴുതി കൊടുത്ത് എൻ്റെ സെക്ഷനിൽ 10 കമ്പ്യൂട്ടർ വേണം, എൻ്റെ സെക്ഷനിൽ 5 കമ്പ്യൂട്ടർ വേണം, എൻ്റെ സെക്ഷനിൽ ഇത്ര വേണം അല്ല കമ്പ്യൂട്ടർ സെക്ഷൻ ലാൻഡ് റെക്കോർഡ്സ് അതിൻ്റെ വന്നപ്പോഴാണ് പണം വന്നു. 1 കോടി രൂപ പണം വന്നു. ഇതെങ്ങനെ ചിലവാക്കും? അപ്പോൾ നമ്മൾ പറഞ്ഞാൽ ചോദിക്കണം നിങ്ങൾ എത്ര എഴുതി തരണം. ഞാൻ ആ ഒരു പോയിന്റ് ജസ്റ്റിഫിക്കേഷൻ്റെ പ്രശ്നം പറയാണ്. എഴുതി തരണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഡെപ്യൂട്ടികളുടെ എഴുതി എൻ്റെ സെക്ഷനിലേക്ക് 10 കമ്പ്യൂട്ടർ വേണം, എൻ്റെ അടുത്ത് 5 വേണം എന്നൊക്കെ എഴുതി. നമ്മളിൽ 1 കോടി ഫണ്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം വന്നു. അപ്പോൾ സാറെല്ലാം കൂടെ എടുത്ത് കൂട്ടി വെച്ചു. എന്നിട്ട് അൽഫോൺസ് കണ്ണൻ സാർ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇങ്ങനെ പല സെക്ഷനിലും നമ്പറൊക്കെ ഭയങ്കര മാറ്റമുണ്ടല്ലോ സാർ. അങ്ങനെ ആയിരിക്കുമല്ലോ അവരുടെ റിക്വയർമെൻറ്റ് എല്ലാം എഴുതി തരുന്നത്. സാർ അതിൽ ചോദിച്ചത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എഴുതി തരാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതുന്നു. അപ്പോൾ സാർ ഞാൻ മറ്റേ ആ ലാൻഡ് റെക്കോർഡ്സിൻ്റെ സെക്ഷനിൽ ആൾറെഡി അവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിരിക്കുകയാണല്ലോ. പിന്നെ അവിടെ ഇനിയിപ്പോൾ ഇത്ര 7 കമ്പ്യൂട്ടർ വേണം. ഇതെങ്ങനെ 7 അവിടെ അതിൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം സാർ, എന്നാൽ പിന്നെ ആ ഡെപ്യൂട്ടി കളക്ടറെ വിളിക്കാൻ വന്ന് അവർ ഡെപ്യൂട്ടി കളക്ടറോട് വിളിച്ചു പറഞ്ഞ ഡെപ്യൂട്ടി കളക്ടർ പറഞ്ഞു അത് നിങ്ങൾ അവിടെ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ടില്ല, പിന്നെ നിങ്ങൾ എന്ത് 7 എഴുതണം. അത് സാറേ ഇത് 7 ചോദിച്ചാലേ സാറ് 2 തരുള്ളൂ നമുക്ക്. ഓ അത് ശരി, അതാണ് പ്രശ്നം. അപ്പോൾ ഈ തന്നതെല്ലാം പോയി, ഇതൊന്നും വെച്ച് നമുക്കൊന്ന് വാങ്ങിക്കാൻ പോയി നമ്മൾ വീട്ടിലാവും. ഇവിടെയാണ് പ്രശ്നം. അപ്പോൾ ഈ ഫണ്ടിങ് ഏജൻസി തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ 5 കോടി ചോദിക്കും. അപ്പോൾ അവരായിരിക്കും അവർ നേരിടാണ് 5 കോടി വെച്ചാൽ 1 കോടി കൊടുത്താൽ മതി. ഞാൻ ചുമ്മാ ചോദിക്കുന്നതായിരിക്കും 5 കോടി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചുമ്മാ ചോദിച്ചുകൊണ്ടിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ജസ്റ്റിഫിക്കേഷൻ. അപ്പോൾ നമ്മൾ ഉടനെ തന്നെ സാറ് ഓർഡർ ഇട്ടു എല്ലാവരും ഈ നിങ്ങളുടെ വായിച്ച ജസ്റ്റിഫിക്കേഷൻ ടോട്ടൽ എത്ര സെക്ഷൻ ഉണ്ട്, അല്ല ആൾറെഡി എത്ര ഉണ്ട്, അതിൽ ഇനി എത്ര എണ്ണമാണ് ഇനി അടുത്ത് കമ്പ്യൂട്ടർ എസെൻഷ്യലായിട്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് ബാധിക്കുന്ന വർക്ക് എന്താണ്, അത് ശകലം തരണം. ദറ്റ് ഈസ് ജസ്റ്റിഫിക്കേഷൻ. ഇത് വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അത് സകലം എഴുതി തരണം. അപ്പോൾ കാണാൻ എല്ലാവരും തിരിച്ചെടുത്തോണ്ട് പോയി, എടുത്തോണ്ട് ഒന്നേന്ന് എഴുതി തുടങ്ങി. ദിസ് ഈസ് ദ തിങ്. അത് എല്ലാവരും അങ്ങനെയാണ്. എപ്പോഴും നമ്മൾ ഫണ്ട് ചോദിക്കുമ്പോൾ ഇരിക്കട്ടെ, ഒരു 2 കോടി 5 കോടി ചോദിച്ചേക്കാം. സ്വപ്നം കാണുമ്പോൾ ഇതിന് കുറയ്ക്കണം എന്ന് പറഞ്ഞ പോലെ കൂട്ടിയൊക്കെ ചോദിച്ചേക്കാം. സ്വപ്നം ഡ്രീമാണല്ലോ ബഡ്ജറ്റ്. നമ്മളങ്ങനെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യല്ലേ, ആ കൂടി ചോദിക്കാം, ഒരു കുറച്ചെങ്കിലും കിട്ടും. പക്ഷെ നമ്മൾ വി ഷുഡ് ബി ഏബിൾ ടു ജസ്റ്റിഫൈ. അപ്പം നിങ്ങൾക്ക് കാര്യം ചെയ്യാം. ഇപ്പം ഞാനവിടെ വൈസ് ചാൻസലർക്ക് എന്നോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഇതിനെ സ്റ്റേജ് വൈസ് ആക്കാം. അപ്പം നിങ്ങൾക്ക് 5 കോടിയുടെ വലിയ പ്രോജക്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ചോദിച്ചാൽ ഒരുമിച്ച് കിട്ടൂല. അപ്പം നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് സ്റ്റേജിൽ മോസ്റ്റ് എസെൻഷ്യൽ, ഇത് ഇല്ലെങ്കിൽ അങ്ങോട്ട് മൂവ് ആവൂല. അതെല്ലാം നിങ്ങൾ പറഞ്ഞു ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് ഒരു 50 ലക്ഷം ചോദിച്ചു. പിന്നെ നിങ്ങൾ പറഞ്ഞ അടുത്ത സ്റ്റേജിൽ ഇത്ര, അങ്ങനെ സ്റ്റേജ് വൈസ് ഒക്കെ ആക്കിയിട്ട് ഒരു 5 കോടി കൊടുക്കുമ്പോഴത്തേനും അവർക്കും കാണുക. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് 50 ലക്ഷത്തിലേക്ക് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതിനാണ് ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അപ്പോൾ അത് പൂർത്തിയാക്കി എടുത്തത് മതി. അല്ല 5 കോടി ഞാൻ ഒരുമിച്ച് ചോദിക്കുന്നില്ല. അപ്പം നമ്മൾ സ്റ്റേജ് വൈസ് ആക്കി. അപ്പം നമ്മൾ വി ഹാവ് ടുക്ക് സം എഫർട്ട്.
എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു ജെന്യൂൻ അത് കാണുമ്പോൾ തന്നെ തോന്നിയോ എല്ലാം അതിൻ്റെ ഡീറ്റെയിൽഡ് സാധനമുണ്ട്, ഇന്നതിൻ്റെതാണ്. ഇത് ചെയ്തില്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണ്, ഇത് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ഇതാണ്, അതാണല്ലോ കോസ്റ്റ് ബെനിഫിറ്റ്. ഇതെല്ലാം വ്യക്തമാക്കി എഴുതിക്കൊണ്ട് പ്രപ്പോസൽ ഉണ്ടാക്കലാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മൂവിങ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് എക്സ്പെൻഡിച്ചറാണ് അടുത്ത്. നിങ്ങൾ അതാണ് എക്സ്പെൻഡിച്ചറിനെ ക്ലാസിഫൈ ചെയ്യണം. അത് ചുമ്മാ കയറി 5 കോടി ചോദിച്ചാൽ പറ്റില്ലല്ലോ. ഇപ്പോൾ നമ്മളെ ഫിനാൻസുകാർ പറഞ്ഞാൽ പറയുന്നത് ക്ലാസിഫൈ ചെയ്യണം. നിങ്ങൾ അതിന് റെക്കറിങ്, നോൺ റെക്കറിങ് ഇങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷൻ ഉണ്ട്. എന്താണ് റെക്കറിങ് എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറയുന്നത്? വേണ്ട, റിക്കറിങ്, സാലറി, കൺസ്യൂമബിൾ. എന്തുകൊണ്ട് റെക്കറിങ് എന്ന് വിളിക്കുന്നു? നിങ്ങൾ കുറച്ച് സ്റ്റാഫിനെ വെച്ചിട്ട് ഈ പ്രോജക്റ്റ് നടപ്പാക്കിക്കൊണ്ട് പോകുമ്പോൾ ആ സ്റ്റാഫിന് 1 മാസം ശമ്പളം കൊടുക്കണം, അടുത്ത മാസം ശമ്പളം കൊടുക്കണം, ആ പ്രോജക്റ്റ് തീരുന്നവരെ എല്ലാ മാസം കൊടുക്കണ്ടേ? ദാറ്റ് ഇസ് ഇറ്റ് ഇസ് റിക്കറിങ്. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അല്ല ഒരു വൺ ടൈം കൊടുത്തിട്ട് പിന്നെ നിർത്താൻ പറ്റുമോ? അതുകൊണ്ടാണ് റിക്കറിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതിന് പ്രത്യേകം ചോദിക്കണം. അത് ക്യാപിറ്റൽ അല്ല, മനസ്സിലായി? അതാണ് റിക്കറിങ് എന്ന് പറയുന്നത്. റിക്കറിങ് എക്സ്പെൻഡിച്ചേഴ്സ്, കണ്ടിജൻസി, പിന്നെ അതുപോലെ ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഈ ചില പ്രോജക്റ്റുകൾ പറയും, നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന പോലെ എനിക്ക് അറിഞ്ഞൂടാ. ഓവർ ഹെഡ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പെസിഫിക് ആയിട്ട് അസൈൻ ചെയ്യാൻ പറ്റില്ല. അതായത് ഇന്ന ആവശ്യത്തിന് ഈ പണം എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ നിങ്ങളുടെ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ CSO ഒരു നടന്നുകൊണ്ടിരിക്കുന്നു, അവിടെ നിങ്ങൾ ലൈറ്റ്, വെള്ളം, പിന്നെ റൂമിൻ്റെ തറവാടക, അല്ലെങ്കിൽ ഓഫീസസിൻ്റെ അവിടെ നിങ്ങളുടെ ഈ എക്സിക്യൂട്ടീവ്സിൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം, ഇങ്ങനെയൊക്കെ ഒരുപാട് തുകയുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അപ്പോർഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഒരു പ്രോജക്റ്റിന്. കാരണം ഒരുപാട് പ്രോജക്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഒരു പ്രോജക്റ്റിൽ നിന്ന് മൊത്തം നിങ്ങളുടെ ശമ്പളം എടുക്കേണ്ട ആവശ്യമില്ല, കുറച്ചെടുത്താൽ മതി. പക്ഷേ എത്രയും നടഞ്ഞൂടാ. ഇവിടെ നടക്കുന്ന കറണ്ടിൻ്റെ ചിലവ് മൊത്തം അയാളുടെ ഒരു പ്രോജക്റ്റിൽ ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല, പല പ്രോജക്റ്റിനും കൂടെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ടതായിരിക്കും. അപ്പോൾ ഇങ്ങനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കേണ്ട പല എക്സ്പെൻഡിച്ചറും നിങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ നടക്കുന്നുണ്ടാവും. എന്തുകൊണ്ട്? ഒരുപാട് പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. ഒറ്റ പ്രോജക്റ്റ് നടക്കണമെങ്കിൽ എല്ലാം കൂടെ കൊടുത്താൽ മതി. അപ്പോൾ ദർ ഇസ് നോ ക്വസ്റ്റൻ ഓഫ് ഈ ഓവർ ഹെഡ് പോലെ വരുന്നില്ല. അപ്പോൾ നിങ്ങൾ തന്നെ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു എമൗണ്ട് അതിനകത്ത് ഇട്ടിട്ട് അത് ഇതിലേക്ക് ചാർജ് ചെയ്യാനുള്ള തുകയാണ്, അതിലേക്ക് ഞങ്ങൾ എടുക്കും എന്ന് പറയുന്നു. അതാണ് ഓവർ ഹെഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എൻ ഇൻഡയറക്റ്റ് എക്സ്പെൻഡിച്ചർ, നോട്ട് ഡയറക്റ്റ്. ഡയറക്റ്റായിട്ട് പറയാനൊക്കില്ല എന്തിനാണ് ഉപയോഗിക്കണം എന്നുള്ളത്. ഇത് പക്ഷേ ഇത് അപ്പോർഷൻ ചെയ്ത് പലതിനും പോകാനുള്ളതാണ്. ഇപ്പം നമുക്ക് കറണ്ടായിട്ട് പറയാനൊക്കില്ല. അങ്ങനെ ഒരു സാധനം കൊടുക്കുന്നു. ദെൻ മൂവിങ് നോൺ റെക്കറിങ് എക്സ്പെൻഡിച്ചർ. നോൺ റെക്കറിങ് എന്ന് പറയുമ്പോൾ എന്താണ്? റെക്കറിങ് കഴിഞ്ഞിട്ട് പിന്നെ നോൺ റെക്കറിങ് ഉണ്ട്. അത് നമ്മൾ വൺ ടൈം എക്സ്പെൻഡിച്ചറാണ്. അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എല്ലാം വൺ ടൈം എക്സ്പെൻഡിച്ചറാണ്, ഒറ്റ തവണ കൊടുക്കുന്നുണ്ടാവും. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് നിങ്ങൾക്ക് ഫണ്ടിങ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് പ്ലാൻ, നോൺ പ്ലാൻ എന്നുള്ളൊരു ക്ലാസിഫിക്കേഷൻ ചിലപ്പോൾ ഉണ്ടാവും. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ തീർച്ചയായിട്ടും എക്സ്പെൻഡിച്ചർ ഫോർ ക്രിയേറ്റിംഗ് അസറ്റ്സ്, അത് പോകുന്നത് ബാലൻസ് ഷീറ്റിലാണ്. അത് എക്സ്പെൻഡിച്ചർ ഒന്നും എടുക്കില്ല. അതായത് ഇപ്പം നിങ്ങളുടെ ഈ ക്വസ്റ്റ്യൻ തന്നതിനകത്ത് ഒരെണ്ണം എഴുതിയിട്ടുണ്ട് അങ്ങനെ. അതായത് കുറേ എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്. ഇതിൽ ഏത് എക്സ്പെൻഡിച്ചറാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാത്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. കുറേ എക്സ്പെൻഡിച്ചർ എഴുതിയിട്ട് ഏത് എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കില്ല എന്ന് ചോദിക്കുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ എടുക്കില്ല. കാരണം അത് എക്സ്പെൻഡിച്ചർ അല്ല, അത് ക്യാപിറ്റലാണ്. അങ്ങനെ എടുക്കാൻ പറ്റില്ല. അത് പോകേണ്ടത് അവിടെയാണ്, ബാലൻസ് ഷീറ്റിലാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ എടുക്കാൻ പാടില്ല. അപ്പോൾ അത് ക്യാപിറ്റലും ഇതുപോലുള്ളതൊക്കെ വേർതിരിച്ച് അറിയേണ്ടത് ആവശ്യമാണ്. അറിഞ്ഞിട്ടോ നിങ്ങളുടെ പ്രോജക്റ്റ് പ്രപ്പോസലിൽ ഇത് അങ്ങനെ തന്നെ കൊടുക്കുകയും വേണം. ഇതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്, ഇതൊക്കെ അസറ്റ് ക്രിയേഷൻ ഉള്ളതാണ്, ഇതൊക്കെ നമ്മൾ അല്ലാതെ നോൺ റിക്കറിങ് എക്സ്പെൻഡിച്ചറാണ്, ഇതൊക്കെ റിക്കറിങ് എക്സ്പെൻഡിച്ചറാണ് എന്നൊക്കെ പറഞ്ഞ് വേർതിരിച്ച് എഴുതി കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് അത് അവിടെ വെച്ചേക്കുന്നത്. ദെൻ ലാസ്റ്റിൽ നിങ്ങൾ വരുന്നത് യൂട്ടിലൈസ് ബിഫോർ ദ പീരിയഡ് ഓഫ് ദ പ്രോജക്റ്റ്. അതിന് മുമ്പേ ഉപയോഗിച്ച് തീർക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോജക്റ്റുകൾക്കും ഒരു പീരീഡ് ഉണ്ടാവും. അല്ല ഒരു പീരീഡ് ഇല്ലാതെ ഇത് ഇൻഡെഫിനിറ്റായിട്ട് നീണ്ടു പോകുന്ന ഒരു പ്രോജക്റ്റാണ്. അങ്ങനെ ഒരു പ്രോജക്റ്റും ലോകത്തില്ല. എങ്കിൽ അതുകൊണ്ടാണ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മാനേജ്മെന്റ് എന്ന് വെച്ചാൽ അങ്ങനെ ഇല്ല. മാനേജ്മെന്റ് ഇന്ന ടൈമിനകത്ത് തീരണം, ഇന്ന സാധനം ഉണ്ടാവണം. അതുകൊണ്ടാണ് മാനേജ്മെന്റ്, പ്രോജക്റ്റ് മാനേജ്മെന്റ് എന്നുള്ള വാക്ക് അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ടൈം ഉണ്ടാവും, അതിനൊരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും, അതിനകത്ത് തീർന്നിട്ടുണ്ടാവണം. അത് തീർന്നാൽ ഈ ഫണ്ടിങ് ഏജൻസിയുടെ ഗൈഡ് ലൈൻ പ്രകാരം നിങ്ങൾ ഉണ്ടാക്കേണ്ട സാധനമാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ. അത് അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് ആണ്. അതായത് ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. ഇത് സർട്ടിഫൈ ദാറ്റ് ഇത് ഇങ്ങനെയാണെന്ന്. ഈ ഫണ്ടിങ് ഏജൻസിക്ക് ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ തിരിച്ചു കൊടുക്കണം. ഇതിൻ്റെ എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റർ എന്ന് പറയുന്ന ആൾ, PI, പ്രിൻസിപ്പൽ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് വിളിക്കുന്ന അങ്ങനെ ഒരു വാക്കുണ്ട്, ആ ആൾ കൊടുക്കണം. ഓക്കെ, മൂവിങ് ഫോർവേഡ്. കൈൻഡ്സ് ഓഫ് റവന്യൂ റെസീറ്റ്സ്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാവുന്ന റവന്യൂ സൈഡിൽ കിട്ടാവുന്ന റെസീറ്റ്സുകൾ. അത് സബ്സിഡി ആയിട്ട് തരാം, ഗ്രാൻഡ് എയ്ഡ് തരാം, കോൺട്രിബ്യൂഷൻ തരാം, ഇതിനകത്തൊരു പ്രത്യേകം അറിയാം. ഇത് റവന്യൂ റെസീറ്റായിട്ടും വരാം, ക്യാപിറ്റൽ റെസീറ്റായിട്ടും വരാം. ഇത് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് പർപ്പസിനല്ലാതെ നിങ്ങൾക്ക് ജനറലായിട്ട് കിട്ടിക്കൊണ്ടിരുന്നാൽ ഇതെല്ലാം നിങ്ങളുടെ ഇൻകമാണ്. പക്ഷേ ഒരു ഗ്രാൻഡ് ഈ സ്പെസിഫിക് പർപ്പസിന് ഇന്ന ഗ്രാൻഡ് തരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുക്കാൻ പാടില്ല. ദാറ്റ് വിൽ ഗോ ടു ദി ബാലൻസ് ഷീറ്റ്. അതിൻ്റെ ഫണ്ടിങ്ങിൻ്റെ അത് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. പിന്നീട് ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് എന്നാണ് ആ വാക്ക്. ഒരുപാട് വാക്കുകളുണ്ട്. ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് എന്നാണ് NBOയുടെ അക്കൗണ്ടിനെ പറയുന്നത്. ഫണ്ട് ബേസ്ഡ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ ഓരോ ഫണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് ഉണ്ടാക്കണം. അങ്ങനെയാണ്. ഒരുപാട് ഫണ്ടുകളുണ്ടെങ്കിലും ഓരോ അക്കൗണ്ടിനും സെപ്പറേറ്റ് ഉണ്ടാക്കണം. ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ഫണ്ട് വന്നതിന് മാത്രം വെച്ചുകൊണ്ട് ഒരു ബാലൻസ് ഷീറ്റും, അതിന് മാത്രം ഒരു റെസീറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടും, അതിന് മാത്രം ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ഉണ്ടാക്കണം. ഓരോ ഫണ്ടിനും സെപ്പറേറ്റ് ആയിട്ട്. എന്നിട്ട് അതാണ് അത് UC ആയി മാറുന്നത്. പിന്നെ അതിൻ്റെ ഒരു ഫോർമാറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചെറിയ ഒരു റിലാക്സിറ്റി ഒക്കെ ഉണ്ടാവും. ചെറിയ ഫണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ 1 കോടി അങ്ങനെയൊക്കെ വലിയ ഫണ്ട് വന്നാൽ ഭയങ്കര വലിയ എമൗണ്ട് ആയിരിക്കും.
അല്ല വലിയതായിട്ടുള്ള കോംപ്ലിക്കേറ്റഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണം, ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം, UC-യുടെ കൂടെ അങ്ങനെയൊക്കെ വരും. ചെറിയ ഫണ്ട് ഒരു 5 ലക്ഷം കിട്ടി, ചിലപ്പോൾ ഒരു ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും അത് ചോദിക്കില്ല, അല്ലാതെ തന്നെ അതിൻ്റെ യൂട്ടിലൈസേഷൻ കൊടുത്താൽ മതി, സർട്ടിഫൈ ചെയ്താന്നൊക്കെ പറയും. ചെറിയ എമൗണ്ടാണ്. പക്ഷേ നിങ്ങളിപ്പോൾ എങ്ങനെ ഇത്ര ബിഗർ എടുക്കുന്നു എന്നുള്ള സെൻസിൽ നമ്മൾ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കണം. UC എന്ന് പറഞ്ഞാൽ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ് ആണ് ശരിക്കും. അവരെന്തോ ചെയ്യുന്ന, ദേ വിൽ ഓൾവേസ് കമ്പയർ വിത്ത് ദ ഒറിജിനൽ പ്രപ്പോസൽ ബഡ്ജറ്റ്. ഫണ്ടിങ് ഏജൻസി തന്നതിനെ വെച്ചിട്ടായിരിക്കും അവർ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ കമ്പാരിസൺ വിൽ ഓൾവേസ് ഹാപ്പൻ അക്കോർഡിംഗ് ടു ദ ഗൈഡ് ലൈൻ ആൻഡ് ഓൾവേസ് അക്കോർഡിംഗ് ടു ദ ബഡ്ജറ്റ് പ്രപ്പോസൽ. അതനുസരിച്ചാണ് നടക്കുന്നത്. സാങ്ഷൻഡ് ബഡ്ജറ്റ് പ്രപ്പോസൽ എന്നാണ് നമ്മൾ അങ്ങോട്ട് കൊടുത്തതല്ല, സാങ്ഷൻഡ് ബഡ്ജറ്റ് പ്രപ്പോസൽ. അത് വെച്ചിട്ടാണ് എപ്പോഴും നമ്മൾ കമ്പാരിസൺ നടക്കുന്നത്. അതനുസരിച്ചാണ് UC ഫൈനലൈസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ബാങ്ക് ഇൻട്രസ്റ്റ്, സെയിൽസ്, ട്രെയിനീസ് ഫീ, ഫ്രീ ബീസ്, സാമ്പിൾസ്, ഇങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ ഈ NGOസിന് കിട്ടും. ഇതെല്ലാം തന്നെ നമ്മുടെ റെസിറ്റാണ്. സാമ്പിൾസ് ഓൾസോ ഇൻക്ലൂഡഡ്. കാരണം വെച്ചാൽ അതൊക്കെ നമ്മൾ ഒരു ഇതായിട്ട് വരുന്നത് നിങ്ങൾ റെക്കോർഡ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. റെക്കോർഡ് ചെയ്തിട്ട് എടുക്കാം. ഒരു സാമ്പിൾ ഒരു NGO കിട്ടിയാൽ അത് സാമ്പിളായിട്ട് കൊണ്ടുവന്നതാണ്, അതൊന്നും വലിയ കാര്യമില്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതെല്ലാം റെക്കോർഡ് ചെയ്ത് ദേ ഷുഡ് ബി ബ്രോട്ട് ഇൻ ടു ദ അസറ്റാണെങ്കിൽ അസറ്റ് കൊണ്ടുവരണം. അല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ അതിൻ്റെ റെസിറ്റും കാണിക്കണം, അതിൻ്റെ എന്താ പറയുന്ന അത് എൻ്റെ ഡിസ്ബഴ്സ്മെൻറ്റ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് കുറച്ച് പുസ്തകങ്ങൾ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് തുണികൾ കിട്ടി, ആ തുണികൾ നമ്മൾ എടുക്കണം, റെസിറ്റും കാണിക്കണം, അതിൻ്റെ അത് എങ്ങോട്ടാണോ അത് ഇഷ്യൂസ് എന്ന് പറയുന്ന സൈഡിലും കാണിക്കണം. അപ്പോഴാണ് നിങ്ങൾ പ്രോപ്പർ അക്കൗണ്ട് വയ്ക്കണം എന്ന് പറയുന്നത്. അല്ലാതെ നിങ്ങളോട് ഇവിടെ കുറേ തുണികൾ കളക്ട് ചെയ്ത് ഞാൻ കൊടുത്തിട്ടൊക്കെ പറഞ്ഞാൽ ഒന്നും പറ്റില്ല, മനസ്സിലായില്ലേ? അത് കളക്ട് ചെയ്യുന്നതിനും അക്കൗണ്ട് ഉണ്ടാവണം, കൊടുത്തതിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനും അക്കൗണ്ട് ഉണ്ടാവണം. അപ്പോൾ അത് എങ്ങനെയാണോ അത് ഇഷ്യൂ പോയെന്നുള്ള അവിടെ നിങ്ങൾ കാണിച്ചു വെക്കണം. ഇന്ന ഡേറ്റുകളിൽ ഇന്ന സ്ഥലങ്ങളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നു, ഇങ്ങനെ ചെയ്തിരിക്കുന്നു ഉള്ളത് കാണിക്കണം. ദാറ്റ് ഈസ് റെക്കോർഡ് കീപ്പിംഗ്. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ളത്. ഫ്രീ ഫീസൊക്കെ നിങ്ങൾക്ക് അറിയാം, ട്രെയിനിങ് ഫീസ്, സെയിൽസ് ഇതെല്ലാം അറിയാം. പിന്നെ സബ്സിഡിയും ഗ്രാൻഡ് എയ്ഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഡിഫറൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കോൺട്രിബ്യൂഷൻ, ഡൊണേഷൻ, ഈ വാക്കൊക്കെ നിങ്ങൾ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഒന്നല്ല. ഗ്രാൻഡ് എയ്ഡ് എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പർപ്പസിന് വരുന്നതായിരിക്കും പലപ്പോഴും, അല്ലാതെ വരില്ല. അത് മാത്രമല്ല അത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് തിരിച്ചു കൊടുക്കുന്നതാണ് എല്ലാ ഗ്രാൻഡ് എയ്ഡുകളും. അതിന് UC കൊടുക്കാൻ പറയും. 2 ടൈപ്പിൽ വരും. അത് റവന്യൂ ഗ്രാൻഡ് എയ്ഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ശമ്പളമൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ഗ്രാൻഡ് എയ്ഡ് തരും. അത് ഇത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ മറ്റേ പേയ്മെൻറ്റ്, ഡെയിലി റുട്ടീൻ പേയ്മെൻറ്റ്, റിക്കറിങ് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി ഗ്രാൻഡ് എയ്ഡ് തരാം. ബട്ട് അറ്റ് ദ സെയിം ടൈം യു ഹാവ് ടു ഗീവ് ബാക്ക് UC. അതിന് കൊടുത്തേ പറ്റുള്ളൂ, അത് ഇൻകം ആണെങ്കിലും. പിന്നെ ഗ്രാൻഡ് എയ്ഡ് തരാം ഒരു പ്രത്യേക ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ, അപ്പോഴും UC തിരിച്ചു കൊടുക്കണം. 2 ടൈപ്പിലും ഗ്രാൻഡ് എയ്ഡ് തരാം. എന്തായാലും UC അതിനകത്ത് മസ്റ്റാണ്. അത് ടൈഡ് ഫണ്ട്സ് എന്ന് പറയും. അതായത് അതിനകത്ത് ഒരു ചരടും കൂടെ അതിൻ്റെ കൂടെ വെച്ചേ തരുള്ളൂ, മനസ്സിലായില്ലേ? ഇനി കോൺട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് പലപ്പോഴും അങ്ങനെ തിരിച്ചു വയ്ക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് തന്നു, നിങ്ങൾക്ക് ഇഷ്ടം പോലെ യൂസ് ചെയ്യാം എന്നായിരിക്കും കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡൊണേഷനിലൊക്കെ പലപ്പോഴും പറയുന്നത്. അതേസമയത്ത് നമ്മുടെ സബ്സിഡി എന്ന് പറയുന്നത് നിങ്ങളൊരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടിവിറ്റി, അതിനകത്ത് ലോസ് ഉണ്ട്, ബട്ട് ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദി വെൽഫെയർ ഓഫ് ദ സൊസൈറ്റി എന്ന് കണ്ടുപിടിച്ചതുകൊണ്ട് ഗവൺമെൻറ് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ തരുന്നതാണ് സബ്സിഡി എന്ന് പറയുന്നത്. അതായത് ലോസ് ഉണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള ഇൻകം കിട്ടുന്നില്ല. അപ്പോൾ അതിനകത്ത് ഗ്യാപ്പ് ഫില്ല് ചെയ്യണം. ദറ്റ് ഈസ് സബ്സിഡി, സബ്സിഡൈസ്ഡ് എന്ന് പറയുന്ന ആ അർത്ഥത്തിലാണ്. എന്നിട്ട് ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറയുന്നത് പോലെ എൻഡോമെന്റ് ഫണ്ട്സ് ഉണ്ട്, ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ്, ഗ്രാൻഡ്, എല്ലാം സ്പെസിഫിക് പർപ്പസ് ആകുമ്പോഴത്തേനെ നമ്മുടെ റെസീറ്റുകളെല്ലാം തന്നെ എന്തായി മാറും? ക്യാപിറ്റലായി മാറും. കണ്ട, സ്പെസിഫിക് പർപ്പസ്. ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട്, ഇൻട്രസ്റ്റ് സാധാരണ രീതിയിൽ റവന്യൂ റെസീറ്റാണ്. പക്ഷേ ഒരു സ്പെസിഫിക് പർപ്പസിന് ഒരു ഫണ്ട് വെച്ചിട്ട് അതിനകത്ത് ഇൻട്രസ്റ്റ് വന്നാൽ അത് അതിലോട്ട് തന്നെ കൊണ്ട് ക്രെഡിറ്റ് ചെയ്യണം, അല്ല വേറെ തൊട്ട് ഇടാനായിട്ട് പറ്റില്ല. ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വന്നാൽ ഇൻട്രസ്റ്റ് ഓൺ സ്പെസിഫിക് ഫണ്ട്സ്. സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, സബ്സ്ക്രിപ്ഷൻ ഫോർ എ സ്പെസിഫിക് പർപ്പസ്. അപ്പോൾ എല്ലാ സാധനവും തിരിഞ്ഞു വരും. മുകളിൽ എഴുതിയ വാക്കുകളെല്ലാം തന്നെയും ഇഫ് ഇറ്റ് ഈസ് ഫോർ സ്പെസിഫിക് പർപ്പസ് ഇറ്റ് ഷുഡ് ബി ടേക്കൺ ആസ് ക്യാപിറ്റൽ റെസീറ്റ്സ്. ലൈഫ് മെമ്പർഷിപ്പ്, അല്ലാതെ ഇപ്പം ഓരോ മാസം മെമ്പർഷിപ്പ് ഫീസ് അടച്ചുകൊണ്ട് ഒരാൾ ഇരുന്നാൽ അതൊക്കെ നിങ്ങളുടെ റവന്യൂ റെസീറ്റ് ആയിരിക്കാം. പക്ഷേ അയാളുടെ ജീവിതം മുഴുവനുള്ള ഒരുമിച്ചെടുത്താൽ ദറ്റ് ഈസ് ക്യാപിറ്റലൈസ് ചെയ്യുകയാണ്. പിന്നെ അതിൽ നിന്നൊരു പോർഷൻ വേണമെങ്കിൽ സബ്സിക്വൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ കൊണ്ടുവന്ന് ഇൻകമായിട്ട് കണക്കാക്കാം. ഒരു പോർഷൻ മേ ബി ഡീറ്റെയിൽസ്. അതൊക്കെ നിങ്ങൾ അതിൻ്റെ അക്കൗണ്ടിങ് പ്രൊസീജിയർ പഠിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്കത് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരുപാട് ഡീറ്റെയിൽഡ് അക്കൗണ്ടിങ് ഉള്ളതാണ്, ഈ കോമേഴ്സിൽ പഠിക്കാനുള്ളതാണ്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഇപ്പം അത് മറ്റേ നമ്മുടെ എന്താ പറഞ്ഞ GFR, ജനറൽ ഫിനാൻഷ്യൽ റൂൾസിൽ അങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നു. അത് ശരിക്കും പറഞ്ഞാൽ ജനറൽ ഫിനാൻഷ്യൽ റൂൾ 2017 അമെൻഡ് ചെയ്തു. 17 അതുവരെ അതാത് ഇതിൽ കിട്ടുന്ന, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജനറൽ ഫിനാൻഷ്യൽ റൂൾ 2017 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് അതുവരെ കിട്ടുന്ന, അന്ന് വരെ, അതായത് 17 മുമ്പ് വരെ കിട്ടുന്ന ഫണ്ടുകളുടെ എല്ലാം നമ്മൾ കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് അതിനകത്ത് തന്നെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൽ തന്നെ യൂസ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൂടെ യൂസ് കൊടുത്താൽ മതി. അതായത് ദാറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദി നമ്മുടെ തരുന്ന ഗ്രാൻഡ് എയ്ഡ് ആയിട്ട് കണക്കാക്കും എന്ന് പറഞ്ഞിരുന്നു. ഈ 2017 കഴിഞ്ഞപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷനാണ് വന്നത്. ഞാൻ യൂണിവേഴ്സിറ്റിയിലും കൂടെ ഇരിക്കുകയായിരുന്ന സമയത്ത്, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ എല്ലാ ഇൻട്രസ്റ്റും അപ്പം തന്നെ തിരിച്ചു നടക്കണം.
ഇൻട്രസ്റ്റ് നിങ്ങളുടെ ഇതിലിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സമ്മതിക്കില്ല. ഇൻട്രസ്റ്റ് ഷുഡ് ബി റീഫണ്ടഡ്. എനിക്കൊന്നും നിങ്ങളുടെ ഈ ചാരിറ്റബിൾ പർപ്പസ് തരുന്നതും അങ്ങനെ തന്നെ ആയിരിക്കും അവർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നത്. പക്ഷേ ബാക്കി ഓർഗനൈസേഷൻ അങ്ങനെ പറയണമെന്നില്ല. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, നോട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്, അവരോട് ബന്ധപ്പെട്ടുള്ള സകല ആളുകളുടെയും എന്തെങ്കിലും ഇൻട്രസ്റ്റ് കിട്ടിയാൽ ദേ ഷുഡ് ബി റീഫണ്ടഡ് ബാക്ക് ടു ദി, അവരൊരു ഹെഡ് ഓഫ് അക്കൗണ്ട് പറയും, അതിനകത്ത് തിരിച്ചടയ്ക്കാൻ പറയും. അതങ്ങനെ കൊടുത്താലും അവർ എടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ ഇൻട്രസ്റ്റ് കനോട്ട് ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് ഇറ്റ് ഈസ് ഗിവൺ എന്നുള്ള ആ പഴയ സാധനത്തിലേക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇൻട്രസ്റ്റ് തിരിച്ചടക്കുക അത് GFRൻ്റെ പ്രൊവിഷനാണ്, 2017 അത് വളരെ ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷനാണ്. കാര്യം നമുക്ക് റൂൾസുകൾ, ഗവൺമെൻറ്റിൻ്റെ റൂൾസുകൾ മൊത്തത്തിൽ കാറ്റിൽ പറത്തി നമുക്ക് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഗവൺമെൻറ്റൽ എന്ന് പറയുന്നെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഫണ്ട്സ് വന്നു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫോളോ GFR. അത് യാതൊരു മാറ്റം അതിനകത്തില്ല. GFR ഫോളോ, ജനറൽ ഫിനാൻഷ്യൽ റൂൾ അങ്ങനെ പറയുന്ന ആ റൂളിൻ്റെ എക്സാക്റ്റ് അത് ഏത് നമ്പർ ഞാൻ പറഞ്ഞു, 112 അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. ഓക്കെ. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. കൺസ്ട്രക്ഷൻ ഓഫ് ബിൽഡിംഗ്, അതായത് വൺ ടൈം എക്സ്പെൻഡിച്ചർ, നോൺ റിക്കറിങ്, ഒറ്റ തവണ ചെയ്താൽ മതി എന്ന് പറഞ്ഞാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എന്ന് വെച്ചാൽ ഒറ്റ തവണ ചെയ്താൽ മതി, കഴിഞ്ഞു, ആ പർപ്പസ് കഴിഞ്ഞു, അതാണ്. പിന്നെ അത് ചെയ്യണ്ട, റിപ്പീറ്റ് ചെയ്യണ്ട. അത് ഫോർ എക്സാമ്പിൾ ഈ ബിൽഡിംഗ് വെക്കുന്നു, ഒരു തവണ ചെയ്താൽ മതിയല്ലോ, വീണ്ടും വീണ്ടും ചെയ്യണ്ടല്ലോ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതിനെ റിനോവേറ്റ് ചെയ്ത് ഒരു അഡീഷണൽ ബിൽഡിംഗ് കൂടെ ഇങ്ങനെ ഉണ്ടാക്കുകയോ റിനോവേഷൻ നടത്തിയാൽ എഗെയിൻ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. നിങ്ങൾക്ക് തന്ന ക്വസ്റ്റനിൽ അതുണ്ട്, ആ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വേർതിരിക്കുന്നത്. ഇപ്പോൾ അതിനകത്തുള്ള 12 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ വാസ്തവം പറഞ്ഞാൽ നമ്മളിവിടെ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നർത്ഥം, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ല. ഓക്കെ. ദെൻ വെഹിക്കിൾസ്, ഓഫീസ് ഫർണിച്ചർ, എക്യുപ്മെൻറ്റ്, കമ്പ്യൂട്ടർ എക്യുപ്മെൻറ്റ്, മെഡിക്കൽ എക്യുപ്മെൻറ്റ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നമുക്ക് പറയാം. വാട്ടർ ആൻഡ് സാനിറ്റേഷൻ എക്യുപ്മെൻറ്റ്, ഇതെല്ലാം വാങ്ങുന്നതൊക്കെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. ദെൻ സി എൻ എക്സാമ്പിൾ ഓഫ് ബഡ്ജറ്റ്. ഇങ്ങനെയാണ് ബഡ്ജറ്റിൻ്റെ ഒരു എക്സാമ്പിൾ ഉള്ളത്. ഇത് നിങ്ങളുടെ മറ്റേ ആ നോട്ട്സിലുള്ളതാണ് ഇത് സാധനം. അത് നോക്കി നിങ്ങൾ വേണമെങ്കിൽ എടുക്കാം. ഇപ്പോൾ ഡിഫിഡ് ഇപ്പോൾ ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു. അതിന് പകരം ഇപ്പോൾ പറയുന്ന വേറൊരു പേരാണ്, എനിക്ക് തോന്നുന്നു ഫോറിൻ കോമൺവെൽത്ത്, ഇത് ഇംഗ്ലണ്ടിൻ്റെ ഫണ്ടാണത്. കോമൺ ഫോറിൻ വെൽത്ത് ഡെവലപ്മെൻറ്റ് ഓഫീസ് എന്ന ഓഫീസാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉള്ളത് അങ്ങനെയല്ല, ഈ ഡിഫിഡ് എന്നായിരുന്നു. സ്മൈൽ ട്രസ്റ്റ് ഉണ്ട്, ഇങ്ങനെ പലയിടത്തും കിട്ടിയതൊക്കെ അത് എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ആ എക്സാമ്പിളിലുണ്ട്, അത് നോക്കിയാൽ മതി. ഞാനിവിടെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നേ ഉള്ളൂ. എക്സ്പെൻഡിച്ചർ അഡ്മിനിസ്ട്രേഷൻ, സ്റ്റാഫ്, വെഹിക്കിൾ, ഇതൊക്കെ ഒരുപാട് ഐറ്റംസ് ആണ് വെച്ചേക്കുന്നത്. ഓക്കെ. മൂവിങ് ഫോർവേഡ്, ഇതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ശരിക്കും ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നമുക്കങ്ങനെ പ്രോബ്ലം ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ഒഴിവാക്കുന്നത്. ഇത് ശരിക്കും ചെയ്യണം, വേണ്ട പ്രോബ്ലമാണ്. ഇത് നിങ്ങൾ ഇതിനകത്ത് എഴുതി എടുത്തിട്ട് ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ചെയ്താൽ യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ക്യാഷ് ഫ്ലോ, എങ്ങനെയാണ് ക്യാഷ് മാനേജ് ചെയ്യണമെന്നൊക്കെ ഇത് മനസ്സിലാവും. അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അല്ല, ഇത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കേണ്ട ഡീറ്റെയിൽസ് ആണ്. ഇതിൻ്റെ താഴെ ഇനി എഴുതി ചേർക്കണം. അത് നിങ്ങളുടെ മറ്റേ ആ തന്ന നോട്ട്സിനകത്ത് ഉണ്ടെന്ന് തോന്നും ആ സാധനം. ഓക്കെ. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഇനി പഠിച്ചോണ്ടാൽ മതി. ഇതാണ് ഒരു ക്യാഷ് ഫ്ലോയുടെ സമ്മറി. ഇത് ആ നോട്ട്സിൽ ഉണ്ടാവും തോന്നുന്നു, അതിൽ നിന്നൊക്കെ എടുത്തതാണ് ഞാനത്. ഓക്കെ. ദെൻ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നുള്ളത്, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റേജ്, കണ്ടീഷൻസ് ഓഫ് എക്സ്പെൻഡിച്ചർ, കൺട്രോൾ, ഇതൊക്കെ വിട്ടേക്ക്, അതൊന്നും വലിയ ഇതായിട്ട് നോക്കണ്ട. പിന്നെ നമ്മൾ ഇനി എത്ര സമയമുണ്ട്, ഇനി ഒരു 5 മിനിറ്റ് നിർത്തണമല്ലോ. കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചർ, കൺട്രോൾ ഓഫ് എക്സ്പെൻഡിച്ചറിന് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫണ്ട് എക്സീഡ് ചെയ്ത് പോകുന്നുണ്ടോ നോക്കണം. പിന്നെ അതുപോലെ ഈ അലോക്കേഷൻ നടത്തിയതിനെ ആ പർപ്പസിന് ചിലവാക്കി നോക്കണം. ഗ്രാൻഡ് വേസ്റ്റ്, നമ്മൾ വേസ്റ്റും പിന്നെ അത് ഒരു വലിയ കാര്യമാണ് ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. അതായത് നമ്മളിതൊക്കെ പറയുമ്പോൾ എല്ലാം നല്ല രീതിയിൽ നല്ല പിള്ളകളെന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞു പോകുന്നത്. പക്ഷേ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എപ്പോഴും ഒരു കാര്യമുണ്ട്, വി ഷുഡ് എക്സ്പെക്ട് സം ഫ്രോഡ്, ഇല്ലേ? അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യണമല്ലോ, ഫ്രോഡ്. അതുപോലെ 3 വേർഡുണ്ട് അതിനകത്ത്. ഒന്നെന്ന് പറഞ്ഞാൽ ഫ്രോഡ്, അതാണ് ഹയസ്റ്റ് ആയിട്ടുള്ള കുഴപ്പം. ദാറ്റ് വിൽ അട്രാക്ട്, വാസ്തവത്തിൽ എന്ത് അട്രാക്ട് ചെയ്യും? ഇന്ത്യൻ പീനൽ കോഡ് അട്രാക്ട് ചെയ്യും, ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അട്രാക്ട് ചെയ്യും. ഞാൻ പറയാറുണ്ട്, നമ്മുടെ ഡിസിപ്ലിനറി പ്രൊസീഡിങ്സിൽ പലതും എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് എല്ലാ ഓഫീസിലും ഇതുപോലത്തെ ഒരു ഇതുണ്ട്, കോഡ് ഓഫ് കോണ്ടക്റ്റ് ഒക്കെ ഉണ്ട്, അതൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ പണിഷ് ചെയ്യുമെന്നൊക്കെ പറയും. പക്ഷേ മാക്സിമം പണിഷ്മെൻറ്റ് ഒരു ഓഫീസിൽ കൊടുക്കാമെന്ന് പറയുന്നത് ഒരാളിനെ ഡിസ്മിസ് ചെയ്ത് കളയാന്നുള്ളതാണ്. ദറ്റ് ഈസ് ദ മാക്സിമം. അയാൾ ഒരിക്കലും സർവീസിൽ എടുക്കില്ല എന്ന് പറഞ്ഞാൽ ഡിസ്മിസ് ചെയ്ത് കളയുന്നതാണ്. പക്ഷേ നമ്മൾ ഫ്രോഡ് കാണിച്ചു കഴിഞ്ഞാൽ, സാമ്പത്തിക കാര്യങ്ങളിൽ ഫ്രോഡ് കാണിച്ചാൽ അതുകൊണ്ട് കഴിയില്ല. ദറ്റ് വിൽ അട്രാക്ട് ദി, എന്തിനെ അട്രാക്ട് ചെയ്യും? പുറത്തുള്ള പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട്, അതെല്ലാം പുറത്തുള്ള ആക്ടാണ്, ഓഫീസിലല്ല, മനസ്സിലല്ലേ? പോലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ്, അങ്ങനെയുള്ള പല ആക്ടുകളും പുറത്തേക്ക് നിന്ന് വന്ന് നമ്മളെ അട്രാക്ട് ചെയ്യും. പിന്നെ ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ പോലുള്ള കാര്യങ്ങൾ അറിയാലോ, ഇതൊക്കെ വെച്ച് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കും. ഇതൊന്നും നമ്മൾ ഈ ഗവൺമെൻറ് ഫണ്ട് കിട്ടുന്നവർക്കൊന്നും ഇതൊന്നും ഒഴിവായി പോകാൻ. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം പറയുന്നതാണ് നമ്മൾ വാസ്തവം പറഞ്ഞാൽ ഫ്രോഡുകൾ നടക്കാം. ഫ്രോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് വരുന്ന സാധനങ്ങളാണ്. അത് വന്നു ചേരാം. പിന്നെയോ അതിനേക്കാൾ കുറച്ചുകൂടെ താഴ്ന്ന ഒരു സാധനം, നെഗ്ലിജൻസ്. ചില നെഗ്ലിജൻസ് കൊണ്ട് ചില കുഴപ്പമുണ്ടാവാം. നമ്മൾ നെഗ്ലിജൻ്റായിട്ട് ചെയ്തു, അപ്പോൾ നമുക്കത് പറ്റിപ്പോയി. അപ്പോൾ അതിന് നമുക്കൊരു ആൻസർ എന്ന് വെച്ചാൽ നമ്മളത് റിക്കവറി നടത്തണമെന്നില്ല. അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. ചെറിയ ചെറിയ വാർണിംഗ് ഒക്കെ കൊടുത്ത് നിർത്തേണ്ട സാധനം ഉണ്ടാവും നെഗ്ലിജൻ്റ് ആയിരിക്കുന്ന. പിന്നെ ഇനിയും നെഗ്ലിജൻറ്റിനേക്കാളും കുറഞ്ഞൊരു സാധനമുണ്ട്. അതാണ് നമ്മൾ സാധാരണ ഫിനാൻസ് ഒക്കെ കൈകാര്യം ചെയ്തൊരു അവകാശപ്പെടുന്ന സാധനം. അത് ഹോണസ്റ്റ് ഇറർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഹോണസ്റ്റ് ഇറർ ഓഫ് ജഡ്ജ്മെൻറ്റ്.
ഈ 3 സാധനമാണ്. ഹോണസ്റ്റ് എറർ ഓഫ് ജഡ്ജ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഒരു ഇറർ സംഭവിച്ചു, ഞാൻ വളരെ ആലോചിച്ചും കൃത്യമായിട്ടും ചെയ്തതാണ്, ഫിനാൻസ് കൃത്യമായിട്ട് ചെയ്തു, പക്ഷേ അവിടെ ഒരു ചെറിയൊരു തെറ്റ് പറ്റിയതുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റ് ഇപ്പോൾ നഷ്ടം വന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം എക്സസ് എക്സ്പെൻഡിച്ചർ ആയിപ്പോയി. അത് എൻ്റെ ഒരു ഹോണസ്റ്റ് എററിൽ നിന്ന് വന്നതാണ്. ഹോണസ്റ്റ് എറർ എന്നുള്ളത് പോലെ അപ്പം ഇതാണ് ഓഡിറ്റിൻ്റെ റിപ്ലൈറ്റ് നമ്മൾ പലപ്പോഴും കൊടുക്കുന്നത്. എന്തുകൊണ്ട് ഈ സാധനം വെറും അതായത് ഒരു 50,000 രൂപയ്ക്ക് വാങ്ങിക്കാവുന്ന സാധനം നിങ്ങൾ 75,000 രൂപ കൊടുത്ത് വാങ്ങിച്ചു, അല്ലെങ്കിൽ 1 ലക്ഷം ഇരട്ടി പണം കൊടുത്ത് വാങ്ങിച്ചു, അത് തെറ്റാണല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യോ അത് ഞാൻ അന്ന് ടെൻഡർ വിളിച്ചു, അല്ലെങ്കിൽ കൊട്ടേഷൻ വിളിച്ചു, അതിനെ ലോസ്റ്റിനെ ഞാൻ ഫൈനലൈസ് ചെയ്തു, അങ്ങനെ ലോസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത്, അതിൻ്റെ പ്രൊസീജിയർ എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം അവർ ഓഡിറ്റർ സമ്മതിക്കില്ല. അപ്പോൾ അവരുടെ പ്രശ്നം എന്താണ്? നമ്മൾ ചെയ്തിരിക്കുന്ന ഫ്രോഡാണോ, അതേ നമ്മുടെ നെഗ്ലിജൻസ് കൊണ്ട് സംഭവിച്ചതാണോ, അതേ നമ്മുടെ ഹോണസ്റ്റ് എറർ ഓഫ് ജഡ്ജ്മെന്റ് ആണോ? ഈ 3 സാധനം കിടപ്പുണ്ട്. ഇഫ് യു ക്യാൻ പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ഒക്കേഡ് ബിക്കോസ് ഓഫ് യുവർ ഹോണസ്റ്റ് എറർ ഓഫ് ജഡ്ജ്മെന്റ്, യു ക്യാൻ എസ്കേപ്പ് പണിഷ്മെന്റ്. അതാണ്. വിത്തൗട്ട് നോ പണിഷ്മെന്റ് ഇല്ല. അതാണ് നമ്മളത് പഠിക്കുന്നത്. അതില്ല. ഇത് പണിഷ്മെന്റിന്റെ സൈഡാണ് ഞാൻ പറയുന്നത്. അതേ സമയത്ത് അതൊരു നെഗ്ലിജൻസ് ആണെങ്കിൽ യു വിൽ ബി പണിഷ് ചെയ്തില്ലെങ്കിലും നിങ്ങളടുത്ത് പറയാം അത് നിങ്ങൾ ചെയ്ത് തെറ്റാണ്, നിങ്ങൾ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെയുള്ള വാർണിംഗ് ചിലപ്പോൾ തരും. പിന്നെ വേണമെങ്കിൽ അതിനകത്തൊരു എന്താണ് റിക്കവറി ചിലപ്പോൾ പറഞ്ഞു വരും. പക്ഷെ ഫ്രോഡ് വന്നാൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു പേ ബാക്ക്. ഫ്രോഡ് കൊണ്ടാണ് നിങ്ങൾ ഫ്രോഡ് നടത്തിയിരിക്കുന്നു, 50,000 രൂപയുടെ സാധനം 1 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നു, ഇറ്റ്സ് എ ഫ്രോഡ് എന്ന് പറഞ്ഞാൽ പോയി. അപ്പോൾ അങ്ങനത്തെ ആക്ടിവിറ്റിയും കൂടെ നടക്കാം. ഇതാണ് ഗോഡ് അഗൻസ്റ്റ് വേസ്റ്റ് ആൻഡ് ഡിറ്റക്ഷൻ ഓഫ് ഇറഗുലാരിറ്റീസ്. ലാപ്സ് ഓഫ് സാങ്ഷൻ, ടൈം ലിമിറ്റൊക്കെ പോയി ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതുപോലെ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പർച്ചേസ് ചെയ്യാതെ ആർക്കും ഒരിടത്ത് രക്ഷപ്പെടാക്കില്ല, ഞാൻ പറഞ്ഞില്ലേ. അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ചെയ്ത് പർച്ചേസ് ചെയ്യാതിരിക്കാം, പക്ഷേ ഒരു ഓർഗനൈസേഷൻ നടത്തുമ്പോൾ നോബഡി ക്യാൻ എസ്കേപ്പ് ഫ്രം ഇല്ലേ ബൈയിങ് സംതിങ്. പറ്റില്ല, വാങ്ങിച്ചേ പറ്റൂ ഓർഗനൈസേഷൻ നടത്തണം. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തന്നെ ചില കാര്യങ്ങൾ ഫിനാൻഷ്യൽ പ്രൊപ്പറേറ്റി ഫോളോ ചെയ്യണം. അതിന് പ്രൊപ്പറേറ്റി എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പ്രൊപ്പറേറ്റി മര്യാദ എന്ന് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ അത് റൂളൊന്നുമല്ല, അത് ശരിക്കും കണ്ടായിരുന്നു. അത് നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ ഡോണ്ട് സ്പെൻഡ് ദ മണി മോർ ദാൻ ദ ഒക്കേഷൻ ഡിമാൻഡ് എന്ന് പറയുന്നതാണ് എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ പ്രൊപ്പറേറ്റിയുടെ. ഇത് പറഞ്ഞൊക്കെ നിർത്താതിരിക്കും ഏതാണ്ട്. അതായത് ഇതിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു പ്രോജക്റ്റിൻ്റെ പാർട്ടായിട്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഒരു ലാപ്രോസ്കോപ്പിക് മെഷീൻ മേടിച്ചു. ലാപ്രോസ്കോപ്പിക് മെഷീനിൻ്റെ 2 കോടിയൊക്കെ വില വരുന്ന സാധനമാണ്. അത് വാങ്ങിയോടെ വെച്ചു. ഒരു പ്രോജക്റ്റിൻ്റെ ഫണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തതിൻ്റെ പാർട്ടായിട്ട് വാങ്ങിയതാണ്. മെറ്റേണിറ്റി യൂണിറ്റൊക്കെ ബന്ധപ്പെട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ്. ഒരു 2 കോടി രൂപ ചിലവായി. അപ്പോൾ ആ പ്രോജക്റ്റ് അവിടെ നടപ്പാക്കി, പണം കൊടുത്തു. അപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്നു, ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ടെൻഡറൊക്കെ വിളിച്ചു പ്രോപ്പറായിട്ട്. അതായത് നമ്മൾ പറയുകയാണെങ്കിൽ 3 ഇപ്പോൾ അത് നമ്മളിപ്പോൾ അടുത്ത സ്ലൈഡിൽ വരുന്നു, അതിപ്പോഴും ഞങ്ങൾ പറഞ്ഞു തീർക്കുകയാണ്. അതായത് 3 ടൈപ്പ് ചെക്കിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമ്മൾ ഈ ഓഡിറ്റുകാരുടെ ഓഡിറ്റ് ചെക്കിംഗ് എന്ന് പറയുന്നത് 3 ടൈപ്പാണ്. ഈ പബ്ലിക് ഫണ്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പബ്ലിക് ഫണ്ടാണ്, നോട്ട് പ്രൈവറ്റ് ഫണ്ട്. മനസ്സിലായില്ലേ? പ്രൈവറ്റ് ഫണ്ട് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ വീട്ടിലെ സ്വന്തം പണം അങ്ങനെയൊക്കെ ഉള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾ സ്വന്തം പണം ചിലവാക്കുന്നത് പോലെ ചിലവാക്കണം എന്ന് ആവശ്യപ്പെടുന്നതാണ് പ്രൊപ്പറേറ്റി. മനസ്സിലായില്ലേ? നമ്മൾ പബ്ലിക് ഫണ്ടാണ് ചിലവാക്കണമെങ്കിലും സ്വന്തം പണം പോലെ ചിലവാക്കണം എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഒരാൾ പറയും എൻ്റെ ഇപ്പോൾ 1 കോടി ഇപ്പോൾ ലോട്ടറി അടിച്ച ആളിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ പേപ്പറിൽ നിന്നുണ്ടായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അത് നിങ്ങൾ വായിച്ചാണല്ലോ ലോട്ടറിയുടെ ഒന്ന് വായിച്ചിട്ടുണ്ടല്ലോ, അയാളുടെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അല്ലേ? സ്വന്തം പണം ചിലവാക്കുന്നതിൻ്റെ പ്രശ്നം അത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ലോട്ടറി അടിച്ച ഓട്ടോക്കാരൻ എഴുതിയ അനുഭവമാണ് അതിനകത്ത് എടുക്കാനുള്ളത്. കാരണം അയാളിപ്പോൾ കുത്തുപാടെടുത്ത് അയാളെ കൊണ്ട് വയ്യ, അയാൾക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഉണ്ടാക്കിയാണ്. അപ്പോൾ ലോട്ടറി അടിച്ചുള്ള പ്രശ്നം ഞാൻ പറഞ്ഞു, സ്വന്തം പണം ചിലവാക്കാൻ പറഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, 1 കോടി ചിലവാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, ചുമ്മാ കൊണ്ടുപോയാണെങ്കിൽ അടിച്ചങ്ങ് തീർക്കാം, ആൾക്കാർക്ക് ചുമ്മാ എടുത്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ സ്വന്തം പണം ചിലവാക്കുന്നത് എങ്ങനെ? എ പ്രൂഡൻറ്റ് പേഴ്സൺ ഹൗ ഈ സ്പെൻഡ് ദ ഓൺ മണി. അപ്പോൾ പ്രൂഡൻ്റ് എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവുള്ള ആളാണ്, അല്ല വെളിവില്ലാത്ത ആളല്ല പ്രൂഡൻറ്റ് പേഴ്സൺ. അപ്പോൾ പ്രൂഡൻറ്റ് പേഴ്സൺ എന്ന് പറയുമ്പോൾ അങ്ങനെ ചുമ്മാ 1 കോടി എടുത്ത് ചുമ്മാ കൊടുക്കുമോ? ഇല്ലല്ലോ, സ്വന്തം പണം കൊടുക്കാൻ പറഞ്ഞാൽ അയാൾ എല്ലാം ആലോചിച്ച് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്ന ആ ഒരു പണമുണ്ട്, നമ്മുടെ കയ്യിൽ പണമുണ്ട്, അതുകൊണ്ട് ഞാൻ ചിലവാക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതാണ് അപ്രോപ്രിയേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അതിന് അപ്രോപ്രിയേഷൻ ചെക്കിംഗ് ആണ്. അപ്രോപ്രിയേഷൻ ചെക്കിംഗ് വെച്ചാൽ പണമുണ്ട്, ആ പർപ്പസിനാണ് ഞാൻ ചിലവാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചിലവാക്കുന്നു എന്ന് പറയാൻ പാടില്ല. അതായത് പണം എൻ്റെ ഇരിക്കുന്നു, 5 കോടി രൂപ എൻ്റെ ഉണ്ട്, അത് ഞാൻ ചിലവാക്കുന്നു. അപ്പോൾ അതൊരു കറക്റ്റല്ല. അപ്പം നമ്മൾ ആ 5 കോടി ഇതേപോലത്തെ ഒരു ഒക്കേഷനിൽ നിങ്ങൾ ചിലവാക്കുമോ? അവിടെയാണ് ഈ ഒരു ഒക്കേഷനിൽ നിങ്ങൾ 5 കോടി ചിലവാക്കുമോ? അപ്പോൾ ഇവിടെ ട്രെയിനിങ് നടക്കുന്നുണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ CSOs ഒക്കെ ട്രെയിനിങ് ഒക്കെ അതുപോലെ സംഘടിപ്പിക്കും. അപ്പോൾ നമുക്ക് ഒരു ട്രെയിനിങ് നമ്മൾ നടക്കുമ്പോൾ അതിനകത്തൊരു പ്രൊപ്പറേറ്റി ഉണ്ട്. എത്ര രൂപ ചിലവാകും? ഞാൻ ട്രെയിനിങ് നടത്തി, പക്ഷേ ഞാൻ ചിലവാക്കിയത് ഒരു 50 ലക്ഷം രൂപ ട്രെയിൻ. അത് നമ്മൾ അന്തം വിട്ടു 50 ലക്ഷം രൂപയ്ക്ക് ട്രെയിനിങ് നടത്തിയത്. അപ്പോൾ അതാണ് പ്രൊപ്പറേറ്റി എന്ന് പറയുന്നത്. അവിടെ പ്രൊപ്പറേറ്റി ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇത്രയും ചിലവാക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ സ്വന്തമായിരുന്നു നിങ്ങൾ ചിലവാക്കുമായിരുന്നു. അപ്പോൾ ഫണ്ട് ഉണ്ടെങ്കിൽ ചിലവാക്കാൻ പാടില്ല. അതാണ് അവിടെയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ലാപ്രോസ്കോപ്പിക് മെഷീൻ മേടിക്കുന്ന സ്ഥലത്ത് അവർ മെഷീൻ മേടിച്ചു, ഓക്കെ, അത് കറക്റ്റ്, അവിടെ ഇരിപ്പുണ്ട്.
ഓഡിറ്റ് നോക്കാൻ പോയി പറയാണ്. അപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. ഒരു റീസൺ. അപ്പോൾ അത് ഓക്കെ, ഫണ്ട് വെച്ച് മാത്രം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റില്ല, ഫണ്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ദെൻ അവർ പറഞ്ഞു റെഗുലാരിറ്റി ഓഡിറ്റ് എന്നൊരു ഓഡിറ്റ് ഉണ്ട്. അതായത് റൂൾസും റെഗുലേഷൻസ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്തോ? ഞങ്ങൾ ടെൻഡർ ചെയ്തു, ഓക്കെ, കൊട്ടേഷൻ വിളിച്ചു, അല്ലെങ്കിൽ ടെൻഡർ ചെയ്തപ്പോൾ ഇത് കിട്ടി, അതിനെ നമ്മൾ ലോവസ്റ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് കള്ളത്തരം കാണിക്കാൻ പറ്റും. അപ്പോൾ പറഞ്ഞു അല്ല അത് കുഴപ്പമില്ല, അതെല്ലാം കറക്റ്റാണ്, നോക്കിയപ്പോൾ റെഗുലർ എല്ലാ റൂളൊക്കെ നോക്കിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഫണ്ട് ഉണ്ടായിരുന്നു, റൂള് നോക്കിയാണ് വാങ്ങിയത്. എന്നാലും നിങ്ങൾ ഒരു കുഴപ്പം കാണിച്ചു. അതെന്തിനാണ്? അതാണ് പ്രൊപ്രൈറ്റി. അതെന്ത് കുഴപ്പം? അത് ഓഡിറ്റ് നോക്കുന്നത്. അതെന്ന് വെച്ചാൽ നിങ്ങളുടെ ആ ഒക്കേഷനിൽ ഈ ഒക്കേഷനിൽ നിങ്ങൾ വാങ്ങിക്കാമായിരുന്നോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ലാപ്രോസ്കോപ്പിക് മെഷീൻ മേടിച്ചത് 2 കൊല്ലമായിട്ട് ഉപയോഗിക്കാതെ അവിടെ ഇരിക്കുകയാണ് ഒരു മൂലയിൽ. അപ്പോൾ ഓഡിറ്റ് പറഞ്ഞ് 2 കൊല്ലമായിട്ട് ഇരിക്കണമല്ലോ. അപ്പോൾ അല്ല സാറേ, ഇത് കറക്റ്റ് ഫണ്ട് ഉണ്ടായിരുന്നു, ഇത് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് എന്നിട്ട് ഇപ്പം മേടിക്കണം പറഞ്ഞ് ഉടനെ കൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ അവർക്ക് വാങ്ങിച്ചിരിക്കാൻ പറ്റില്ല, ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്നൊക്കെയാണ് വാങ്ങിച്ചത്, കമ്മിറ്റി കൂടി. അപ്പോൾ നിങ്ങൾ റൂൾസ് എല്ലാം എല്ലാ റൂൾസും നോക്കി തന്നെയാണ് വാങ്ങിച്ചത്. 2 കൊല്ലം കൊണ്ട് ഉപയോഗിക്കുന്നില്ല, അതെന്ന് പറ്റി? അതാണ് ചോദിച്ചത്. അപ്പോൾ 2 കൊല്ലം കൊണ്ട് ഉപയോഗിക്കായിരുന്നു എന്താണ്? അപ്പോൾ പറഞ്ഞു അത് സാറേ അതിനകത്ത് ഓപ്പറേറ്റർ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല സർക്കാർ, പോയി. അല്ല, ഡോക്ടറുടെ അടുത്ത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ അവർ ഉടനെ ഏജിക്കാരെന്ത് പറഞ്ഞു? ദിസ് ഈസ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പെൻഡിച്ചർ, ഫ്രൂട്ട്ഫുൾ അല്ല. നിങ്ങൾ വാങ്ങിച്ചുമ്പോൾ 2 കോടി രൂപ സർക്കാരിൻ്റെ തുടച്ച്. അപ്പോൾ നിങ്ങൾ സ്വന്തം പൈസക്കാണെങ്കിൽ വാങ്ങിക്കുമെന്ന് ചോദിച്ചാൽ ഡോക്ടർ സ്വന്തം പൈസക്കാണെങ്കിൽ ഞാൻ വാങ്ങിക്കില്ല, അതിവിടെ ഇതിങ്ങനെ വാങ്ങിച്ച് വയ്ക്കുവാരെങ്കിലും. അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ടൊരു ഹോസ്പിറ്റലിൽ നടത്തിയിരുന്നെങ്കിൽ അവിടെ ഇത് വാങ്ങിച്ച് വയ്ക്കുമോ? ഇല്ല. അവിടെയാണ് ആ സാധനം. ആ ചോദ്യം എന്ന് വെച്ചാൽ മനസാക്ഷിയോട് ചോദിക്കുന്ന ചോദ്യമാണ്. ദിസ് ഈസ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ആക്ച്വലി ഈ ഓഡിറ്റിൽ. നിങ്ങൾ സ്വന്തമായിട്ടാണ് ഇതിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. ഒക്കേഷൻ ഡിമാൻഡ്സ്, അതുപോലെ നമ്മുടെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്ന ചില റൂൾസ് ആണ് അതിനകത്തിരിക്കുന്നത്. ഡു നോട്ട് സ്പെൻഡ് മണി ഫോർ ഓൺ ബെനിഫിറ്റ്, എടുക്കാൻ പാടില്ല, ഒരു പ്രൂഡൻ്റ് ആയിട്ടുള്ള ആൾ ചിലവാക്കണം എന്നൊക്കെ പറയുന്ന കാര്യം. അപ്പോൾ ഇതാണ് ഇതിനകത്ത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതും കൂടെ ഇവിടെ കാണിച്ചിട്ട് നിർത്തും. ഇതിൻ്റെ റിവ്യൂ ആണ്, അതാണ് യൂട്ടിലൈസേഷൻ അവസാനമുള്ളത്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. വെൻ മൂവിങ് ഫോർവേഡ് വാട്ട് ആർ ടു ബി സാറ്റിസ്ഫൈഡ് ബൈ പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഞാൻ ഒരിക്കൽ ചോദിച്ചു, പബ്ലിക് എക്സ്പെൻഡിച്ചറാണ് നിങ്ങൾ നടത്തുന്നത്, അപ്പോൾ ഇതിൻ്റെ ഫണ്ടമെന്റൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മാത്രം കിട്ടിയാൽ പോരാ, ഈ ഷുഡ് ഓൾസോ ബി സബ്ജക്റ്റ് ടു ഓഡിറ്റ്. ഓഡിറ്റിനായിട്ട് വരണം, ഓഡിറ്റിൽ നിങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫണ്ടുണ്ടെന്നുള്ളത് അപ്രോപ്രിയേഷൻ ഓഡിറ്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. പിന്നെ ഒന്ന് റെഗുലാരിറ്റി ഓഡിറ്റ്, റൂൾസ് എല്ലാം കറക്റ്റാണ്. ഇതെല്ലാം ആണെങ്കിലും പ്രൊപ്രൈറ്റിയിൽ കറക്റ്റ് അല്ലെങ്കിൽ, പ്രൊപ്രൈറ്റി മീൻസ് ഈ ഷുഡ് ബി, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ലാപ്രോസ്കോപ്പി മെഷീൻ എൻ്റെ എക്സാമ്പിൾ അങ്ങനെയാണ് പറഞ്ഞത്, അത് പ്രൊപ്രൈറ്റി ഫോളോ ചെയ്തില്ല. എന്ന് വെച്ചാൽ ആ ആളിനെ കൂടെ പോസ്റ്റ് ചെയ്തിട്ട് വാങ്ങണം, അല്ലെങ്കിൽ ആളിനെ പോസ്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കണം, തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉടനെ ചെയ്യണം. അത് ചെയ്യാതെ നമ്മൾ എല്ലാ റൂളും ഒക്കെ ഫോളോ ചെയ്ത് സാധനം മേടിച്ച് അവിടെ ഇട്ടിട്ട് നടന്നാൽ പറ്റുമോ? ഇങ്ങനെ പലതും സർക്കാരിൻ്റെ പലതും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പലയിടത്തും, ഹോസ്റ്റലുകളും അതും ഇതൊക്കെ പണിതിക്കുമ്പോൾ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും റീസൺ കാണും. അവർ പറയാതെ അങ്ങനെ അന്ന് കുറേ വർഷമായി ഒരു പാലം കെട്ടി ഇങ്ങനെ ഇട്ടാക്കും, അത് ഇതുവരെ ഒന്നും ഓപ്പൺ ആയില്ല, പിന്നെ എന്തിനോട് കെട്ടിയിട്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ പല കൊച്ചു തൊടു ന്യായങ്ങൾ പറയുന്നതിലല്ല ഇരിക്കുന്നത്. എക്സാക്റ്റ് ആയിട്ട് നമ്മൾ എൻ്റെ ആൻസർ ഉണ്ടാവണം. അതാണ് നമ്മൾ പറയുന്ന പ്രൊപ്രൈറ്റി എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത്. അതാണ് ഇനി ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റും. റെഗുലാരിറ്റി, പ്രൊപ്രൈറ്റി പ്രിൻസിപ്പിൾസ്, നോ ഇറഗുലാരിറ്റി, ഫിനാൻഷ്യൽ പ്രൊപ്രൈറ്റി, വേസ്റ്റ്ഫുൾ എക്സ്പെൻഡിച്ചർ, ജസ്റ്റിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾ കൊടുക്കാൻ പറ്റും. ബട്ട് ദർ ഈസ് നോ പ്രൊപ്രൈറ്റി. പെർഫോമൻസ്, ഇങ്ങനത്തെ ഒരു ഓഡിറ്റ് ഉണ്ട്. നിങ്ങളുടെ ഇതിലൊക്കെ സിസ്റ്റം ഓഡിറ്റ് നടക്കും. നിങ്ങളുടെ ഈ CSO മൊത്തം എടുത്തിട്ട് ഓഡിറ്റ് ചെയ്യുന്നതാണ് സിസ്റ്റം ഓഡിറ്റ് എന്ന് പറയുന്നത്. ഈ 3 സ്റ്റേറ്റ്മെൻറ്റാണ് നിങ്ങളുടെ ഇവിടെ കൊണ്ടാക്കി കൊടുക്കുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ സ്റ്റേക്ക് ഹോൾഡർ ഔട്ട്സൈഡ്, പുറത്തുള്ളവർ കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഇത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞതാണ്. ബാലൻസ് ഷീറ്റ്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ്, ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. എന്നിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഇത് വർക്കൗട്ട് ചെയ്യാനുള്ള എക്സാമ്പിളാണ്. ഇത് നമ്മളിവിടെ ഇപ്പോൾ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല. ഇതിന് പകരം നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, ആ ക്വസ്റ്റ്യൻ യു ഹാവ് ടു ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ദെൻ വി ആർ മൂവിങ്. താങ്ക്സ് ഫോർ പേഷ്യൻസ്. അതുകൊണ്ട് എത്ര മനസ്സിലായി കാണും എനിക്ക് അറിയാം. PPT വേണോ? ണ്ടല്ലോ ശ്രീകണ്ഠൻ, നിങ്ങൾക്ക് ഇമെയിൽ ചെയ്ത് തരാം. പക്ഷെ ഒരു കാര്യം കൂടെ, ഇതുപോലത്തെ ട്രെയിനിങ് പ്രോഗ്രാംസ് മറ്റു സംസ്ഥാനങ്ങളിൽ നടന്നെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ യൂട്യൂബ് വീഡിയോ ഉണ്ട്. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് തന്ന വാട്സപ്പിലുണ്ട്, കമ്പ്യൂട്ടറിൽ കിടപ്പുണ്ട്. നിങ്ങൾക്കത് അയച്ചു തരാം. ചിലപ്പോൾ ചിലർക്ക് ആക്സസ് ഉണ്ടാവും. ഇത് വീണ്ടും ഇത് കാണാം നമുക്ക്. അപ്പോൾ ഇതും ഇവിടെ ലൈവ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇപ്പോഴത്തെ ഒരു സെഷൻ വളരെ നല്ല സെഷനായിരുന്നു. പക്ഷേ അത് ഈ BCom ഇപ്പോൾ പഠിച്ച് അക്കൗണ്ടിങ്ങും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് മനസ്സിലാവും. ശരിക്കും അദ്ദേഹം ഒരാഴ്ച കൊണ്ട് പഠിപ്പിച്ച് മനസ്സിലാക്കി തരേണ്ട ക്ലാസ്സാണ് ഈ ഒരു 2 മണിക്കൂർ കൊണ്ട് പഠിച്ചത്.
കോയമ്പത്തൂരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒരു ജർമ്മൻ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഞാൻ അവിടെ പോയിട്ട് 2 ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഈ ഫിനാൻസ് മാനേജ്മെൻറ്റ്. അതാണ് ഈ 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹം പറഞ്ഞു തന്നത്. അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട സൂപ്പർവൈസറി കേഡറിലുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലായി കാണും, അല്ലാത്തവർക്ക് ഈ ലിങ്ക് വീണ്ടും വായിച്ചിട്ട് മനസ്സിലാക്കുക. സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. യു ഹാവ് ഞാൻ ഒരാഴ്ചയ്ക്ക് മുമ്പേ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞാണ്, അദ്ദേഹം നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ട് വന്നതാണ്, ഇൻക്ലൂഡിങ് അദ്ദേഹം അത്രയും കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ് നമുക്കൊരു മനസ്സിലായോ എന്ന് അറിയാൻ വേണ്ടി ആ ഫീഡ്ബാക്ക് ഫോം കൊണ്ടുവന്നത്. നിങ്ങൾ എന്തായാലും ആ ഫീഡ്ബാക്ക് ഫോം ഫില്ല് ചെയ്തിട്ട് ഞങ്ങൾക്ക് അവസാനം തരണം. സർ, താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം. താങ്ക് യു. നിങ്ങളെല്ലാവരും സഹകരിക്കണം. വളരെ പെട്ടെന്ന് ചായ കുടിച്ചിട്ട് തിരിച്ചു വന്നാൽ 1 മണിക്കൂറിൻ്റെ ഒരു സെഷനുണ്ട്. CTCRI സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സയൻറ്റിസ്റ്റ് വന്നിട്ടുണ്ട്. അദ്ദേഹം ട്യൂബർ ക്രോപ്സ് ബേസ് ചെയ്ത വാല്യൂ ആഡഡ് പ്രോഡക്ട്സ്, അതിൻ്റെ എൻ്റർപ്രൈസസ് പ്രൊമോട്ട് ചെയ്യുന്നതിനെക്കുറിച്ച് പറയും. അദ്ദേഹം നിങ്ങളെ CTCRIയിലോട്ട് ക്ഷണിക്കും, നിങ്ങൾക്ക് അവിടെ പോകാം. അവിടെ അവർക്ക് വലിയ കോമൺ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. തിരുവനന്തപുരത്തുള്ളവർക്കൊക്കെ അറിയാം, മറ്റുള്ളവർക്കും എല്ലാം അതിൻ്റെ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. പ്ലീസ് വളരെ ക്വിക്കായിട്ട് ചായ കുടിച്ചിട്ട് തിരിച്ചു വരണം. താങ്ക് യു. ത്തുള്ളവരെല്ലാം പോയിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ട്, പോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ലയോള കോളേജിൻ്റെയും ലയോള സ്കൂളിൻ്റെ അടുത്താണ്. CTCRI പ്രധാനമായിട്ടും സ്കൂളിൻ്റെ അടുത്താണ്. CTCRI പ്രധാനമായിട്ടും ട്യൂബർ ക്രോപ്സ് റിലേറ്റ് ചെയ്ത റിസർച്ച് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്. നമ്മളോടൊപ്പം CTCRIയിലെ സയൻറ്റിസ്റ്റ് ഡോക്ടർ സജീവാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ ഡിവിഷൻ, ക്രോപ്പ് ഡിവിഷൻ, യെസ്, ക്രോപ്പ് യൂട്ടിലൈസേഷൻ ഡിവിഷനാണ്. അതാണ് വാല്യൂ അഡീഷൻ ഡിവിഷൻ. നമ്മൾ ബനാന കൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ടാകും, ചക്ക കൊണ്ട് ഒരുപാട് സാധനങ്ങളുണ്ടാകും. പക്ഷേ നിങ്ങൾ കുറച്ച് പേര് കേട്ട് കാണും, ട്യൂബർ ക്രോപ്സ് കൊണ്ട് ഒരുപാട് വാല്യൂ ആഡഡ് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാം. പക്കോട, അതുമാതിരിയുള്ള ഒരുപാട് പ്രോഡക്റ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. നൂഡിൽസ്, ഇതെല്ലാം CTCRI ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. CTCRIയിലൊരു പ്രത്യേകം കോമൺ ഫെസിലിറ്റി സെൻറ്ററും ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷനും ഉണ്ട്, ഇതിൻ്റെ ഇക്വിപ്മെൻറ്റ്സും മെഷീൻസും ഒക്കെ ആയിട്ട്. അവർ ഫ്രീ ആയിട്ട് ഒരുപാട് പേർക്ക് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. ഗ്രൂപ്പായിട്ട് നമ്മൾ അവിടെ ചെന്നാൽ അതിൻ്റെ യൂട്ടിലൈസേഷനെ കുറിച്ചെല്ലാം നമ്മൾക്ക് പറഞ്ഞു തരികയും പഠിപ്പിക്കുകയും സ്വന്തമായിട്ട് എൻ്റർപ്രൈസസ് ഉണ്ടാക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. അതിനുള്ള എല്ലാ ടെക്നിക്കൽ സപ്പോർട്ടും CTCRIയിൽ നിന്ന് കിട്ടും. നമ്മളുടെ ഇന്ന് രാവിലെ ഇവിടെ സംസാരിച്ച ട്രക്ക് സ്റ്റെപ്പിൻ്റെ അവരുടെ ഗ്രൂപ്പിലുള്ള ചില ഈ ഇൻക്യുബേറ്റേഴ്സ്, പ്രൊമോട്ടേഴ്സ്, സോഷ്യൽ വെഞ്ചേഴ്സ് ഒക്കെ ട്യൂബർ ക്രോപ്സ് ബേസ് ചെയ്തതാണ്. അതുകൊണ്ടാണ് നമ്മളിത് പ്രത്യേകിച്ച് വിളിച്ചത്. സാധാരണ നമ്മൾ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ബേസ്ഡ് വാല്യൂ അഡീഷനെ കുറിച്ചേ കേട്ടിട്ടുള്ളൂ. ഇന്നിപ്പോൾ നമ്മളോട് ട്യൂബർ ക്രോപ്സ് വാല്യൂ അഡീഷനെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ സജീവ്, സീനിയർ സയൻറ്റിസ്റ്റ്. അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. 22 വർഷമായിട്ട് CTCRIയിൽ വർക്ക് ചെയ്യുന്നു. മിത്രനികേതനുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. നമ്മുടെ KVK ആയിട്ട് ചേർന്നിട്ട് ഒരുപാട് പ്രോഡക്ട്സിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എൻ്റർപ്രൈസസ് ഒക്കെ സ്മോൾ ലെവൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെയാണ് ഇന്ന് ക്ഷണിച്ചത്. ഡോക്ടർ സജീവിനെ നമ്മളുടെ എല്ലാവരുടെയും പേരിൽ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹം ഒരുപാട് മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് ഈ വാല്യൂ അഡീഷൻ. ഏതെങ്കിലും ചെറുപ്പക്കാർ, യങ്സ്റ്റേഴ്സ്, ബോയ്സ് ഒരാളിങ്ങോട്ട് വന്നാൽ ഇതെല്ലാവർക്കും ഓരോന്ന് കൊടുക്കാം. യു ക്യാൻ ഡു ദാറ്റ്. So good afternoon. ഇപ്പോൾ ഏതായാലും സമയം ഇത്ര 4 മണിയായി. എല്ലാവരും വീട്ടിലേക്ക് പോകാനോ അല്ലെങ്കിൽ കാലത്തെ തുടങ്ങിയിരിക്കുന്നതല്ലേ അല്ലേ? വളരെ നമ്മൾ ലിറ്ററലി പറയുകയാണെങ്കിൽ അക്ഷമരായിരിക്കുന്നൊരു സമയമാണ്. അതുകൊണ്ട് ഇത് എത്രത്തോളം എഫക്റ്റീവ് ആവും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയണം. അത് പക്ഷെ നമുക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു. നാളെ സാറ് ശരിക്കും പറഞ്ഞാൽ നാളെയാണ് ഈ ക്ലാസ് പറഞ്ഞിരുന്നത് ശരിക്കും. പക്ഷെ നാളെ ഞങ്ങൾക്ക് വേറെ അവിടെ ട്രെയിനിങ് ഉള്ളതുകൊണ്ട് നമുക്ക് നാളത്തെ നമ്മൾ ഇന്നൊക്കെ ആക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ക്ഷമിക്കുക, 1 മണിക്കൂർ നേരം അനുഭവിക്കുക, ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ കിഴങ്ങ് വിളകളിലുള്ള സംസ്കരണവും അതുപോലെ തന്നെ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിനുള്ള സാധ്യതകൾ എന്തൊക്കെയുണ്ടെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ സംരംഭകത്വ സാധ്യതകൾ എന്തൊക്കെയാണ്. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നമ്മൾ ഈ ഒരു 1 അവറിൻ്റെ ഉള്ളിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ മൂല്യവർധന അല്ലെങ്കിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിൻ്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ്?
നമുക്ക് പ്രാദേശികമായി കിട്ടുന്ന വിളവുകളെ സംസ്കരിച്ചിട്ട് അല്ലെങ്കിൽ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തിലൂടെ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു വികസനം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ വാല്യൂ അഡീഷൻ എന്നോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 4-5 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അല്ലെങ്കിൽ എന്തെല്ലാം വിളവുകളാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ആ ഏരിയയിൽ നമുക്കുള്ളത്, അതേപോലെ തന്നെ അത് ഏത് സമയത്ത് കിട്ടുന്നു അല്ലെങ്കിൽ ഏത് സ്ഥലത്ത് കിട്ടുന്നു എന്നുള്ളതാണ് അത്. കാരണം എല്ലാ വിളകളും നമുക്ക് എല്ലായ്പ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. അത് ഉദാഹരണമായിട്ട് ചക്കയെക്കുറിച്ച് അല്ലെങ്കിൽ ചക്ക അധിഷ്ഠിതമായിട്ടുള്ളൊരു സംസ്കരണ യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ 3-4 മാസമായിരിക്കും ചക്ക കിട്ടുന്നത്. അപ്പോൾ ബാക്കിയുള്ള സമയത്ത് എന്താണെന്നുള്ളതാണ്. അപ്പം നമ്മളൊരു വെഞ്ചർ ഏത് ലെവലിലായാലും അത് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരു സിംഗിൾ പ്രോഡക്റ്റ് എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടാക്കിയിട്ട്, അതായത് മൾട്ടിപ്പിൾ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ് വെച്ചുകൊണ്ട് മൾട്ടിപ്പിൾ പ്രോസസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എങ്കിൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഏത് സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് സമയത്ത് ഏതെല്ലാം വിളവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അത്രയും നമ്മുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പം നമുക്കറിയാം ഒരുപാട് ഫാമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം നിങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ NGOs റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. പക്ഷേ ഇതിൽ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്യാവുന്ന രീതിയിലുള്ള FPOs ഇപ്പോൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇതിലാണ് ഇപ്പോൾ FPOs ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷത്തിൻ്റെ ഉള്ളിൽ 10,000-15,000 FPOs ഡെവലപ്പ് ചെയ്യണം എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെൻറ് ഒരു നയം തന്നെയുള്ളത്. അതായത് ആ FPOസിൻ്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആ പ്രാദേശിക ലെവലിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രാദേശിക വികസനം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ളതാണ് നമ്മളിതുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 2 രീതിയിലാവാം. ഒന്നുകിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടിയിട്ടാവാം, അതായത് ഉൽപ്പാദനം കൂട്ടുക, അല്ലെങ്കിൽ ഉള്ള ഉൽപ്പാദനത്തെ അല്ലെങ്കിൽ ഉള്ള ഉൽപ്പന്നങ്ങളെ നമ്മൾ വൈവിധ്യവൽക്കരണത്തിലൂടെ അല്ലെങ്കിൽ വാല്യൂ അഡീഷനിലൂടെ നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാം. എന്തായാലും ഇതിൻ്റെയൊക്കെ ഫൈനലായിട്ടൊരു ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർ വരുമാനം അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ഉൽപ്പാദകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെയൊക്കെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അപ്പോൾ അതിനായിട്ട് ഏറ്റവും എന്താ പറയുന്നത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്. നമുക്കറിയാം നമ്മുടെ കേരളമൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഇപ്പോൾ LSG ഒക്കെ ഉണ്ട്, ലോക്കൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. നമ്മളത് പ്രൂവ് ചെയ്തതാണ്. ലോകത്തിന് തന്നെ നമ്മൾ മാതൃകയാക്കി കൊടുക്കുന്നതാണ് നമ്മുടെ ഈ കുടുംബശ്രീ, അതുപോലെ തന്നെ മറ്റ് ലോക്കലായിട്ടുള്ളത് ലോക്കൽ LSG ഇതൊക്കെ വഴിയുള്ള എന്താ പറയുന്നത് വികസനം അത് എത്രത്തോളം സാധ്യമാക്കാൻ പറ്റും, അത് ഇനി എങ്ങനെ നമ്മൾ മറ്റ് ഫീൽഡിൽ എങ്ങനെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു, അതിന് ഇനി എങ്ങനെ നമ്മൾ ഈ കാർഷിക ഉൽപ്പന്ന രംഗത്ത് അല്ലെങ്കിൽ കാർഷിക വൈവിധ്യവൽക്കരണ രംഗത്ത് നമുക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുന്ന ഈ FPOസിൻ്റെയൊക്കെ അവരുടെ ഇതിലൂടെ നമ്മൾ സാധ്യമാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുന്നത് വൈവിധ്യവൽക്കരണത്തിന് സാധ്യതകളുണ്ട്. പക്ഷെ അതേക്കാളും തന്നെ വളരെയധികം കടമ്പകളുണ്ട് നമുക്ക്. കാരണം നമ്മൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ എങ്ങനെ ഒരു നീളനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ നമുക്കിപ്പോൾ ആ നീളനായിട്ടുള്ള സ്ഥലത്തിന്റെ ഏറ്റവും ഉദാഹരണമായിട്ട് ഇപ്പോൾ പേപ്പറിലൊക്കെ ഉണ്ടായിരുന്നില്ലേ, രാഹുൽ ഗാന്ധി 18 ദിവസം കേരളത്തിലൂടെ കടന്നു പോകുന്നെന്ന്. ബാക്കി വലിയ സൈറ്റുകളിലൊക്കെ 4 ദിവസത്തേക്ക് കടന്നുള്ളൂ. എന്തുകൊണ്ടാണ് അത്? കേരളം എന്ന് പറഞ്ഞാൽ വീതിയില്ല, നീളമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഒരു 600 കിലോമീറ്ററാണ് ഇങ്ങനെ വീതിയായിട്ട് കിടക്കുന്നത്. അപ്പൊ അത്രയും സ്ഥലത്ത് നമ്മൾ ഇപ്പൊ അത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്, ഇതായിട്ട് ബന്ധമല്ല. പക്ഷെ അത്രയും സ്ഥലത്താണ് നമ്മൾ ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം ഒരു 30-38% നമ്മൾ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്പൈസസ് വരുന്നു, അതുപോലെ തന്നെ ഫുഡ് ഗ്രെയിൻസ് വരുന്നു, അങ്ങനെയുള്ള പല ക്രോപ്സും ഉണ്ട്. അതിലിപ്പോൾ തന്നെ ട്യൂബർ ക്രോപ്സിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 6-6.5% വരെ നമ്മുടെ മൊത്തം ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ ഒരു 6-6.5% വരെ ട്യൂബർ ക്രോപ്സ് കിഴങ്ങ് വരുന്നുണ്ട്. ഇപ്പം പറഞ്ഞാൽ നമ്മൾ ട്യൂബർ ക്രോപ്സും കിഴങ്ങും രണ്ട് രീതിയിലാണ് നമ്മുടെ കണക്കുകളിൽ വരുന്നത്. പക്ഷെ ട്യൂബർ ക്രോപ്സിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന കിഴങ്ങുവിളകളിൽ ഏകദേശം ഒരു 70-80% ശരിക്കും പറഞ്ഞാൽ കപ്പയാണ് അല്ലെങ്കിൽ മരച്ചീനിയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ഒരു ഇത്രയും ഏരിയയിൽ നിന്നാണ് നമുക്ക് ഇത്രയും പ്രൊഡക്ഷൻ കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ആലോചിക്കാവുന്നതാണ് ഇത് എത്രത്തോളം നമുക്ക് പ്രോസസ് ചെയ്യാനായിട്ട് കിട്ടും എന്നുള്ളതാണ് അത്. കാരണം നമ്മളെല്ലാവരും പറയും വാല്യൂഡീഷൻ ആണ്, ഭയങ്കര സ്കോപ്പാണ്, അങ്ങനെയാണ് ചേനയാണെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷെ അതിന് ഒരുപാട് കടമ്പകളുണ്ട് അത്. അപ്പം ഏത് രീതിയിൽ ഏത് സ്കെയിലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും, അത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള റോ മെറ്റീരിയൽ നമുക്ക് എവിടുന്ന് കിട്ടും,
അതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി. അല്ലാതെ ചുമ്മാ എടുത്തിട്ടിട്ട് ഇപ്പോൾ നമുക്കറിയാം, പിന്നെ മാർക്കറ്റ്, അത് ഏറ്റവും അതിലും വലിയൊരു പ്രശ്നമുള്ള ഒരു സംഗതിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് അഫോർഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ക്രോപ്സിനെ അല്ലെങ്കിൽ കാർഷിക വിഭവങ്ങളെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് ഉള്ള ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം, അതിലാണ് നമ്മൾ കൂടുതലായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇത് കേരളത്തിലെ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ മൊത്തത്തിലുള്ള ഉൽപ്പാദനമാണ്. ഇനിയിപ്പോൾ ഒരു ക്രോപ്പ്, ഒരു ബനാന എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 14 ജില്ലകളിൽ കണ്ടില്ലേ, ഇപ്പം ഏറ്റവും കൂടുതലുള്ളത് പാലക്കാട്, അതുപോലെ വയനാട്, മലപ്പുറം ജില്ലകളിലാണ് ബനാന ഏറ്റവും കൂടുതലുള്ളത്. അതേസമയം കപ്പയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം, അതുപോലെ തന്നെ കൊല്ലം, ഈ ജില്ലകളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കോട്ടയം, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് വരുന്നത്. അപ്പോൾ ഈ 14 ജില്ലകളിലാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കപ്പ നമ്മൾ ഏകദേശം 10-23 ലക്ഷം ടണ്ണ് നമ്മൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അത്രയും ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര സ്ഥലത്തു നിന്നാണ്? 10-62,000 ഹെക്ടർ സ്ഥലത്തു നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം നമുക്കതിൻ്റെ അവൈലബിലിറ്റി നമുക്ക് നോക്കാൻ പറ്റും. അപ്പം അത് ഏത് സ്ഥലത്താണ്? ഇപ്പം തിരുവനന്തപുരത്തും കൊല്ലത്തും നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ഒരു 10-11 ബ്ലോക്ക് ഉണ്ടായിരിക്കും. ഇപ്പം തിരുവനന്തപുരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്കല, ചിറയൻകീഴ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അപ്പോൾ ഈ ഉൽപ്പാദനം കണ്ടില്ല, ഞാൻ പറഞ്ഞില്ല, ഏകദേശം 10-62,000 ഹെക്ടറിൽ നിന്ന് ഏകദേശം ഒരു 23 ലക്ഷത്തോളം ടൺ നമ്മൾ മരച്ചീനി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് 14 സ്റ്റേറ്റിൽ നിന്നാണ് ഇത്രയും നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉൽപ്പാദന ക്ഷമതയും അത് 10-36 ടണ്ണ് നമുക്കൊരു ഹെക്ടറിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മൾ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ജില്ലകളിൽ വന്നിപ്പോൾ നമ്മൾ മൊത്തം ഉൽപ്പാദനം കണ്ട്, ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ കണ്ട്, ഇനി അതിൽ തന്നെ പല ബ്ലോക്കുകളിലുണ്ട്. ഇനി അതിന് താഴേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഞ്ചായത്ത് ലെവലിൽ വ്യത്യാസം വരും. ഇപ്പോൾ നോക്കും, കൊല്ലം ജില്ലയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരം ജില്ലയിലുള്ള നോക്കുക, ഇപ്പം പലയിടത്തും പല രീതിയിലാണ് അതിൻ്റെ ഉൽപ്പാദനം വരുന്നത്. തിരുവനന്തപുരം ജില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിളിമാനൂര്, വർക്കല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്, പല ചിറയൻകീഴ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതേസമയം കൊല്ലം ജില്ലയിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ അഞ്ചൽ, ചടയമംഗലം, ശാസ്താംകോട്ട അങ്ങനെയുള്ള സ്ഥലങ്ങളുമായി, വെട്ടിക്കാവല അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു യജ്ഞച്ചുരുക്കം എന്ന് പറഞ്ഞാൽ ഇതാണ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഇല്ല. അത് ഉണ്ടെങ്കിൽ തന്നെയും അത് പല സ്ഥലങ്ങളിലായിട്ടാണ് വ്യാപിച്ചെടുക്കുന്നത്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വർക്കലയിൽ എന്ന് പറഞ്ഞു, വർക്കലയിൽ തന്നെ ഒരുപാട് വേറെ സ്ഥലങ്ങൾ, പഞ്ചായത്തുകൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വില്ലേജുകൾ ഉണ്ടായിരിക്കും. അതിലെവിടെയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്? അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഒരു ചെറിയൊരു യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ലോജിസ്റ്റിക് കോസ്റ്റ്, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലൊരു യൂണിറ്റ് ഇപ്പോൾ ഇവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്നത് കൊല്ലം ജില്ലയിൽ നിന്നുള്ള മെറ്റീരിയലാണ് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ ലോജിസ്റ്റിക് കോസ്റ്റിന് എത്ര വരുന്നത്? ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്, അതൊക്കെ എല്ലാം ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് കോമ്പറ്റൻ്റ് ആയിട്ട് നമുക്ക് സാധനം കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അപ്പോൾ ആ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമുക്ക് നമ്മുടെ ചുറ്റുപാടും അല്ലെ നമ്മൾ എന്തെല്ലാം വിളവുകളുണ്ട്, അതിൽ നിന്നെല്ലാം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു കാര്യങ്ങൾ നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് നല്ല വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇനി നമ്മുടെ ഈ ഒരു വാലിഡേഷൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സീറോ വേസ്റ്റ് പ്രോസസ്സിംഗ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മളിപ്പോൾ ഒരു സാധനം പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സാധനവും വേസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. കേരളത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം നമുക്കറിയാം ഇത് എവിടെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും വളരെ ഇടതെങ്ങി നിൽക്കുന്ന ഒരു ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അത്രയും പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ളതാണത്. അപ്പം നമുക്ക് ഈ തമിഴ്നാട്ടിനെ പോലെയോ അല്ലെങ്കിൽ ആന്ധ്രയെ പോലെയോ അത്രയും വേസ്റ്റ് ലാൻഡ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. അത് അപ്പം നമ്മൾ ഒരു സാധനവും നമുക്ക് അങ്ങനെ കൂടിയിട്ട് അതിനിങ്ങനെ വെറുതെ വേസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പൊള്യൂഷൻ്റെ പ്രശ്നം വരും, പിന്നെ അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് വരും. അപ്പം നമ്മുടെ ഇപ്പോൾ വാഴയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വാഴയുടെ നമുക്ക് എല്ലാ ഭാഗങ്ങളും നമ്മളൊന്ന് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ പച്ചക്കായ എടുത്തിട്ട് നമുക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, പഴുത്തത് എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലവർ എടുത്തിട്ട് നമുക്ക് പലതും ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇല വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇല അല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ തന്നെ ബയോ പ്ലേറ്റ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പിന്നെ തണ്ട്, അതിൻ്റെ ഫൈബർ, നാര് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്ലേറ്റും അതുപോലെ തന്നെ ഈവൻ വസ്ത്രങ്ങൾ വരെ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റെം ഉപയോഗിച്ചുകൊണ്ട്, പിണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല ഫുഡ് പ്രോഡക്ട്സും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ ഭാഗവും നമുക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേസമയം കപ്പയുടെ കേസാണെങ്കിൽ നമ്മളിപ്പോൾ മെയിനായിട്ട് നമ്മൾ എന്താണ് ട്യൂബറാണ് എടുക്കുന്നത് അല്ലേ. ആ ട്യൂബർ അതിൻ്റെ ഫ്ലഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം. സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്യാം, പൊടി ഉണ്ടാക്കിയിട്ട് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റ്, ആ തൊലി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാറ്റിൽ ഫീഡായിട്ട് അല്ലെങ്കിൽ പൗൾട്രി ഫീഡായിട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ വരുന്ന പറഞ്ഞാൽ ഇലയാണ്. ഇലയെന്ന് പറഞ്ഞാൽ ഭയങ്കര കട്ടുള്ള ഒരു സംഗതിയാണ് അത്.
അപ്പോൾ ആ കട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ബയോ പെസ്റ്റിസൈഡായിട്ട് ജൈവ കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ തന്നെ നന്മ, മേന്മ, ശ്രേയ എന്ന് പറഞ്ഞിട്ടുള്ള പല ജൈവ കീടനാശിനികളുണ്ട്. അത് പല ഇൻസെക്ട്സിനും അഫിഡ്സ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വാഴയ്ക്കുമൊക്കെ ഉപയോഗിക്കാവുന്ന സംഗതിയാണ് അത്. അതുപോലെ തന്നെ പിന്നെ തണ്ടാണ് വരുന്നത്. തണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ ഒരു പ്ലാന്റിങ് മെറ്റീരിയൽ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് മുഴുവൻ വേണ്ട. ഇപ്പോൾ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ എങ്ങനെയാലും ഒരു 2 തണ്ടുണ്ടായിരിക്കും. ആ 2 തണ്ടിൽ ഒരു പീസ് മതി നമുക്ക് അവിടെ നടാനായിട്ട്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒന്നുകിൽ അതിനെ ഉണക്കി പൊടിച്ച് നമുക്ക് ഈ പാർട്ടീഷൻ ബോർഡ്സ് ഇല്ലേ, ഇപ്പോൾ അതേപോലത്തെ ബോർഡ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പാർട്ടിക്കിൾ ബോർഡ് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മറ്റു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗവും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി ട്യൂബർ ക്രോപ്സിന് ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്, ശരിക്കും പറഞ്ഞാൽ കപ്പ ആദ്യമായിട്ട് കൃഷി ചെയ്ത സ്ഥലത്താണ് നിങ്ങളിവിടെ ഇരിക്കുന്നത്. ഇദ്ദേഹമാണ് എനിക്കത് പറഞ്ഞു തന്നത്. നമ്മളെപ്പോഴും പറയുന്നത് കൊട്ടാരം എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വരുന്നത് അത്. അപ്പോൾ അദ്ദേഹം ഇത് ശ്രീ വിശാഖം തിരുനാൾ ഇപ്പം നമ്മൾ ഇരിക്കുന്നതൊക്കെ പണ്ടത്തെ കൊട്ടാരത്തിൻ്റെ വകയായിട്ടുള്ള സ്ഥലങ്ങളിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനും ഒരു ഭാഗ്യം വേണം ശരിക്കും പറഞ്ഞാൽ അത്. കാരണം ഇപ്പോൾ ഈ കപ്പ ഉണ്ടായ സ്ഥലത്ത് തന്നെ ഇരുന്ന് നമ്മൾ കപ്പയെക്കുറിച്ചുള്ള കഥ കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു ഇതല്ലേ അത്. അപ്പോൾ ഈ ശ്രീ വിശാഖം തിരുനാൾ ഇപ്പോഴും നല്ല 1880-85 കാലഘട്ടങ്ങളിലാണ് ഇത് കപ്പ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത് അദ്ദേഹം. കാരണം അന്ന് ഇദ്ദേഹത്തിൻ്റെ ചേട്ടൻ ചിത്തിര തിരുനാളാണെന്ന് തോന്നുന്നു. അദ്ദേഹം 1860 കാലഘട്ടങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു ഫുഡ് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അന്നേ തുടങ്ങിയതാണ് ഒരു ആലോചന. കാരണം ഈ ഭക്ഷ്യക്ഷാമം വരുമ്പോൾ എങ്ങനെ നമ്മുടെ പ്രജകളെ രക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അതായത് നമ്മൾ അരിക്കും ഗോതമ്പിനും സമാനമായിട്ടുള്ള ഒരു പദാർത്ഥത്തെ തേടിയുള്ള ഒരു യാത്ര അന്നേ തുടങ്ങിയതാണ്. അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹം ഒരു ബോട്ടണിസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. ഒരു ബോട്ടണി ബിരുദധാരിയായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത് വെച്ചുകൊണ്ട് അദ്ദേഹം ബ്രസീലിൽ നിന്ന് ഈ സാധനം ഇവിടെ കൊണ്ടുവരികയും ഇവിടെ ഈ കൊട്ടാര വളപ്പിൽ, അന്നത്തെ ഒരു കൊട്ടാരത്തിൻ്റെ ഇതായിരുന്നു ഇവിടെ. അപ്പോൾ ഈ കൊട്ടാര വളപ്പിൽ തന്നെ കൃഷി ചെയ്യുകയും ചെയ്തിട്ട് അതിനെ പിന്നെ പോപ്പുലറൈസ് ചെയ്യാനുണ്ടായത്. കാരണം അന്ന് ഇന്നത്തെ പോലെ നമ്മൾ ഒരു സാധനം കൊടുത്തിട്ട് മറ്റുള്ളവരെ കൊണ്ട് തീറ്റിക്കുക എന്നുള്ളതല്ല. അന്ന് രാജകുടുംബം തന്നെ തങ്ങളുടെ ഭക്ഷ്യക്രമത്തിൽ ഒരു പ്രമുഖ സ്ഥാനം ഇതിന് നൽകുകയുണ്ടായി. അതായത് അവർ ഭക്ഷിച്ച് നോക്കിയിട്ട് ഇത് ഓക്കെ ആണെന്ന് കണ്ടിട്ടാണ് പിന്നെ അത് പുറത്തേക്ക് പോയത് അത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം 1880-85 കാലഘട്ടങ്ങളിൽ ഇത് കൊണ്ടുവന്നത്. പക്ഷെ അതിന് ശരിക്കും അതിൻ്റെ ആ ഗുണം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നല്ല ശരിക്കും. അതിൻ്റെ ശരിക്കും ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അതിൻ്റെ ഗുണം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ആ 2ാം ലോക മഹായുദ്ധകാലം. അത് നമുക്കറിയാമെന്ന ഒരു ബംഗാൾ ക്ഷാമം എന്ന ഇപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ നമുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. അതായത് ആ 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ലോകരാഷ്ട്രങ്ങൾ പല ചേരിയിലായിട്ട് തിരിഞ്ഞു. ഇപ്പം നമുക്കറിയാലോ, ഇപ്പം നമുക്ക് നേരിട്ട് കണ്ടതാണ് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള ഒരു യുദ്ധം വന്നില്ലേ. അതേപോലെയായിരുന്നു പണ്ടത്തെ ആ ഒരു യുദ്ധത്തിൽ വന്നപ്പോൾ ഇന്ത്യ ഒരു ചേരിയിൽ വന്ന് മറ്റു രാജ്യങ്ങളൊക്കെ വേറൊരു ചേരിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വരവ്, പ്രത്യേകിച്ചും അരി, ഗോതമ്പ് എന്നിവയുടെയൊക്കെയുള്ള വരവ് വളരെയധികം കുറഞ്ഞു പോയി അത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബംഗാളിലാണ് ഏറ്റവും കൂടുതലായിട്ട് അനുഭവിച്ചത്. കാരണം അന്നൊക്കെ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ അരി ഉണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ക്ഷാമം മാത്രമല്ല, വേറെയും കുറേ ഈ രോഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടുത്തെ അരി ഉൽപ്പാദനം വളരെയധികം കുറഞ്ഞു. അപ്പോൾ ആൾക്കാർ ഭക്ഷ്യക്ഷാമം നേരിടുന്ന ഭയങ്കരമായിട്ടുള്ളൊരു ഭക്ഷ്യക്ഷാമം നേരിടുക, ആഹാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുന്ന ഒരവസ്ഥ. അതിപ്പോൾ നമ്മൾ 2 വർഷം മുന്നേ നമ്മൾ അനുഭവിച്ചതാണ് അതല്ലേ. ആ കോവിഡിൻ്റെ സമയത്ത് കണ്ടില്ലേ, തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള വരവ് നിന്നപ്പോഴാണ്. ഇപ്പം അതല്ല, തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള വരവ് നിലച്ചപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ്റൊക്കെ വളരെയധികം ഇതായിപ്പോയി അത്. കാരണം ഒരു ഭക്ഷ്യക്ഷാമം, അല്ലെങ്കിൽ ഈ കോവിഡ് വഴി ഒരുപാട് പേര് അന്ന് മരിച്ചു പോകുന്നുണ്ടായി. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു ഭക്ഷ്യക്ഷാമം കൂടി വന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷ്യക്ഷാമം നേരിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്ന അവസ്ഥ വന്നു. പിന്നെ അതുമാത്രമല്ല, ഇങ്ങനെ തളർന്ന് വഴികളിലൊക്കെ മരിച്ചു പോകുന്നൊരവസരം. ദശലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഉത്തരേന്ത്യയിലും അതുപോലെ തന്നെ ഈ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ മരിച്ചത്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ അതിൻ്റെ യാതൊരു പ്രശ്നവും ഉണ്ടായില്ല അത്. കാരണം അന്ന് നമുക്ക് താങ്ങും തണലുമായി നിന്നതെന്ന് പറഞ്ഞാൽ മരച്ചീനിയായിരുന്നു അത്. അപ്പോൾ അന്നത്തെ ശരിക്കും പറഞ്ഞാൽ അതിന് ഇത് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശ്രീ വിശാഖം മഹാരാജാവാണ്. പക്ഷെ പിന്നെ അത് 1943 50 കാലഘട്ടങ്ങളിൽ 60 കാലഘട്ടങ്ങളിലുള്ളതാണത്. പിന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് മരച്ചീനിയുടെ പ്രസക്തിക്ക് വളരെയധികം കുറഞ്ഞു. കാരണം നമ്മുടെ നാട്ടിൽ ഭയങ്കര ഗൾഫ് ബൂം ഉണ്ടായി. ഒരുപാട് ആൾക്കാർ നമ്മുടെ ഓരോ വീട്ടിൽ നിന്നും ഒരാൾ എന്നുള്ള രീതിയിൽ ഗൾഫിലേക്ക് പോയി. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഈ ഹരിത വിപ്ലവം ഉണ്ടായി 1967-70 കാലഘട്ടങ്ങളിൽ.
അപ്പോൾ നമ്മുടെ ഇവിടെ തന്നെ ആവശ്യത്തിനുള്ള അരിയും ഗോതമ്പൊക്കെ ഉൽപ്പാദിപ്പിച്ചു അതും വളരെ എഫക്റ്റീവായിട്ട് പൊതുവിതരണ സമ്പ്രദായങ്ങളിലൂടെ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ റേഷൻ ഷോപ്പിലൂടെയൊക്കെ നമുക്കെല്ലാം കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗൾഫ് പണം ഒരുപാട് വരുമ്പോൾ നമ്മുടെ എന്താ പറയുന്ന ഒരു ലിവിങ് സ്റ്റൈലും മാറും അത് അല്ലേ. ഒരു കാലത്ത് നമ്മളത് രക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും കഴിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചപ്പാത്തി ആയിരുന്നു നമ്മുടെ ഒരു സിമ്പിൾ. ഗോതമ്പ് വാങ്ങിക്കുക, പൊടിക്കുക, ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ആ രീതിയിലേക്ക് വന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇങ്ങനെയുള്ള വിളവുകൾക്കൊക്കെ വളരെയധികം എന്താ പറയുന്ന ഒരു സൈഡ് ലൈൻ ആയ ഒരവസ്ഥയുണ്ടായി അത്. പക്ഷെ വീണ്ടും അത് കുറേ കാലം അങ്ങനെ പോയി അത്. പക്ഷെ ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഭക്ഷ്യവസ്തു എന്ന നിലയിൽ കേരളത്തിൽ ഇതിന് സാധ്യതകൾ വളരെ കുറഞ്ഞു വരികയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യാവസായിക അസംസ്കൃത വസ്തു എന്ന നിലയിൽ ഇതിന് വളരെയധികം സാധ്യതകളുണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഇതിനെ ഒരു ഇൻഡസ്ട്രിയൽ റോ മെറ്റീരിയൽ ആയിട്ട് നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ഹ്യൂമൻ കൺസംഷനിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ തന്നെയും നേരിട്ടിട്ട് വേറെ രീതിയിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ അതിന് കിഴങ്ങുകളുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജസ് എന്താണെന്ന് വളരെ എന്താ പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇപ്പോൾ നമ്മൾ കൃഷി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കറിയാം. വല്ലവരും ഇപ്പോൾ വാഴ കൃഷി ചെയ്യുന്ന പോലെയോ നെല്ല് കൃഷി ചെയ്യുന്ന പോലെ ആരെങ്കിലും ഇതിനെ കപ്പ കൃഷി ചെയ്യുന്നുണ്ടോ? ഒരു മനുഷ്യനും അങ്ങനെ കൃഷി ചെയ്യുന്നില്ല അല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്ലസ് പോയിൻ്റാണ് അത്. അതായത് ഇപ്പോൾ കേരളത്തിൽ നല്ല ഒരു ക്ലൈമറ്റ് സ്മാർട്ടായിട്ടുള്ള ഒരു ക്രോപ്പ് കൂടിയാണ് അത്. ഇപ്പം നമുക്കറിയാം അന്തരീക്ഷ വ്യതിയാനം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. അപ്പോൾ ഓരോ ഡിഗ്രി സെൻറ്റിഗ്രേഡും നമ്മൾ അന്തരീക്ഷത്തിലെ താപനില വരുമ്പോഴും ഓരോ പ്രൊഡക്ഷനും ബനാനയാണെന്നുണ്ടെങ്കിലും അരിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നെല്ലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഏകദേശം ഒരു 5 മുതൽ 10% വരെ പ്രൊഡക്ഷൻ കുറവുണ്ടായിരിക്കും. പക്ഷേ ഇതൊന്നും നമ്മുടെ ഈ കിഴങ്ങുവിളകൾ സാരമായിട്ട് ബാധിക്കാറില്ല. അത് കാരണം ഇത് ഭൂമിക്ക് അടിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്ലൈമറ്റ് സ്മാർട്ടായിട്ടുള്ള ക്രോപ്പ് വേണമെന്നുണ്ടെങ്കിൽ പറയാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി സ്മാർട്ടാണത്. ഇപ്പോൾ ഒരു ഭക്ഷ്യാവശ്യങ്ങൾക്കും വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ വളരെയധികം അനുയോജ്യമായിട്ടുള്ളൊരു അസംസ്കൃത വസ്തുവാണ്. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ തമിഴ്നാട്ടിലേക്ക് പോയാൽ മതി. ഇന്ന് ഇന്ത്യയിലുള്ള മരച്ചീനി ഉൽപ്പാദനത്തിൻ്റെ ഏകദേശം ഒരു 60% തമിഴ്നാട്ടിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. പണ്ട് ഇത് നേരെ വിപരീതമായിരുന്നു, കേരളത്തിലായിരുന്നത്. കാരണം തമിഴ്നാട്ടിൽ ഇതൊരു വ്യാവസായിക അസംസ്കൃത വസ്തുവാണ്. ഈ സ്റ്റാർച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ചൊവ്വരിയില്ലേ, നമ്മൾ പായസമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ലേ, ചൊവ്വരി അങ്ങനെയുള്ള സാധനമൊക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടെ ഏകദേശം ഒരു 300-400 ഫാക്ടറികൾ തന്നെയുണ്ട്. അത് സീസൺ ആകുമ്പോൾ ഒരു 3-4-5 മാസം ഇത് പ്രവർത്തിച്ചിട്ട് പിന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഈ സാഗോ ഉണ്ടാക്കാനും സ്റ്റാർച്ച് ഉണ്ടാക്കാനായിട്ടുള്ളതുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു ഇൻഡസ്ട്രി സ്മാർട്ടായിട്ടുള്ള ക്രോപ്പാണ് അത്. അപ്പോൾ ക്ലൈമറ്റ് സ്മാർട്ടാണ്, അതുപോലെ ഇൻഡസ്ട്രി സ്മാർട്ടാണ്. പിന്നെ എന്താ പറയുന്നത് ന്യൂട്രീഷൻ സ്മാർട്ടാണ്. ഇപ്പോൾ ചില കിഴങ്ങുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് മധുരക്കിഴങ്ങ്, ഈ ഓറഞ്ച് കളറുള്ള മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ട്. വയലറ്റ് കളറിലുള്ള മറ്റേ കാച്ചിലല്ലേ, നീല കാച്ചിലൊക്കെ, അതൊക്കെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റ് സാധനങ്ങളുള്ളതാണ്. അത് നിരോക്സാരികൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന സംഗതികളാണ്. അപ്പോൾ അങ്ങനെ ന്യൂട്രിയൻ സ്മാർട്ടായിട്ടും വേണമെന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരുപാട് സ്മാർട്ട്നെസ് ആയിട്ടുള്ള ക്രോപ്പുകളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് സ്മാർട്ട്, അതായത് ഈ അന്തരീക്ഷത്തിലുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളൊന്നും, എനിക്ക് മഴ പെയ്ത് വെള്ളം കെട്ടിയെന്നാൽ പോകുന്നുണ്ട്, അതല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കാനായിട്ടുള്ള കഴിവുള്ള വിളകളാണ് ശരിക്കും പറഞ്ഞാൽ ഈ കിഴങ്ങുകൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഇതിനെ 3-4 രീതിയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒന്ന് പച്ച കപ്പ അല്ലെങ്കിൽ പച്ച ആയിട്ടുള്ള കിഴങ്ങുവിളകൾ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ രണ്ടാമത് വരുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഉണക്കി പൊടിച്ചിട്ട് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതിനെ സ്റ്റാർച്ച് എക്സ്ട്രാക്ട് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ വേസ്റ്റ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ പച്ചക്കപ്പ നമുക്കറിയാം എത്ര ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും? എത്ര ദിവസം സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും? ഇനി നമ്മൾ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നത് ഇനി ഒരു ഇൻട്രാക്റ്റീവ് ആയിരിക്കും. കാരണം നിങ്ങളൊക്കെ ഉറങ്ങി തുടങ്ങിയെന്ന് എനിക്കറിയാം. എത്ര ദിവസം ഇരിക്കും? ഒരാഴ്ച ഇരിക്കും. എത്ര? ശരി, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഒരാഴ്ച ഇരിക്കും. എങ്ങനെ? അതെ ആ വെട്ടിയെടുത്ത പോലെ ആ കമ്പോട് കൂടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച ഇരിക്കും, കുഴപ്പമൊന്നുമില്ല അത്. അപ്പോൾ സാധാരണ നമ്മളൊക്കെ പറയുന്നത് പറഞ്ഞാൽ 48 മണിക്കൂർ, 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം. അപ്പോൾ അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഈ 3 ദിവസം കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അത് ഇപ്പം എല്ലാവരും 3 ദിവസം കഴിഞ്ഞിട്ടാണ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ലേ? എന്താ അതിൻ്റെ പ്രശ്നം വരുന്നത്? എന്താണ്? അതിൻ്റെ ഞരമ്പൊക്കെ അങ്ങനെ ഒരു നീല കളറായിട്ട് വരില്ല. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് ഫിസിയോളജിക്കൽ ഡിറ്റീരിയറേഷൻ ആണ്. അതിൻ്റെ നാച്ചുറലായിട്ടുള്ളൊരു സംഗതിയാണ് അത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ക്വാളിറ്റി ഇതാവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും, ഫ്രീസ് ചെയ്ത് വെച്ചേക്കും. ഇപ്പം നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് കപ്പ നമ്മൾ വെളിയിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കപ്പലിലൊക്കെയാണ് കയറ്റി അയക്കുന്നത്.
അതിനെ കപ്പലിൽ കയറ്റി അയക്കുമ്പോൾ തന്നെ 1 മാസത്തോളം എടുക്കും അത് അങ്ങോട്ട് എത്താനായിട്ട്. അപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ -20°C തണുപ്പിച്ചിട്ട് ആ ഒരു -20°C അവിടെ എത്തുന്നത് വരെയും മെയിൻറ്റെയിൻ ചെയ്യണം. ഇപ്പം നമ്മളിവിടെ -20° സൂക്ഷിച്ച് വെച്ചാൽ പോരാ. അപ്പോൾ ആദ്യം -40° ആക്കി കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ അതെടുത്തിട്ട് -20°. ഇപ്പോൾ ഇങ്ങനെയുള്ള റൂം ഉണ്ടായിരിക്കും -20° വെക്കുന്നത്. അതിനാണ് ഈ കോൾഡ് റൂം എന്നൊക്കെ പറയില്ലേ, കോൾഡ് സ്റ്റോറേജ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ മീനൊക്കെ വെക്കുന്നില്ലേ, അതേപോലെയുള്ളൊരു സംഗതിയാണ് അത്. എന്നിട്ട് അവിടെ വെച്ചിട്ട് പിന്നെ അത് അങ്ങോട്ട് പോകുമ്പോഴും ആ കപ്പലിലേക്ക് പോകുമ്പോഴേക്കും ആ ലോറി ആ കണ്ടെയ്നറും ഇതേപോലെ ആയിരിക്കും -20°C വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കപ്പ 40 രൂപയ്ക്ക് കിട്ടുന്ന കപ്പ അവിടേക്ക് എത്തുമ്പോഴേക്കും 400 രൂപയ്ക്ക് കിട്ടും. അതിൻ്റെ ഈ പ്രോസസ്സ് എല്ലാം കൂടി വരുമ്പോൾ ഇതിൻ്റെ ഒരു 50 രൂപ 60 രൂപ വരും. എങ്കിൽ തന്നെയും നമുക്ക് നല്ല ഇതിലായിട്ട് അവിടെ വിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഒരു 6 മാസം വരെ വേണം തന്നെ സൂക്ഷിക്കാം. ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ കപ്പ ഇത് റെഡി ടു കുക്കാണ്. കപ്പ തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കുന്നു, അത്രേ ഉള്ളൂ. ഇപ്പം നമ്മൾ കപ്പ തന്നെ നമ്മൾ ഫ്രീസറിൽ വെച്ച് കുറേ തവണ ഇരിക്കും അല്ലേ. അപ്പോൾ അതേപോലെ ഇതാക്കും. നമ്മുടെ ഫ്രീസറിൽ -20° ഒന്നും കിട്ടത്തില്ല. പക്ഷെ -20° ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് പറ്റും അത്. പിന്നെ വരുന്ന എന്താണ്, നമ്മുടെ റെഡി ടു കുക്കാണ് അത്. ഇനി വരുന്നതാണ് റെഡി ടു ഈറ്റ് ആണ്. അതെന്താണ് റെഡി ടു ഈറ്റ് എന്ന് പറഞ്ഞാൽ ഇതാ അല്ലേ, കപ്പ പുഴുക്ക്, നമ്മൾ കപ്പ മീൻ, കപ്പ ഇറച്ചി, കപ്പ ഇത് അല്ലേ, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷൻ നമ്മൾ പണ്ട് തൊട്ടേ ഉപയോഗിച്ച് വരുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ് നമ്മൾ കപ്പയും സാമ്പാർ ഉപയോഗിക്കാത്തത്? കപ്പയും പരിപ്പ് കറി ഉപയോഗിക്കാറില്ലല്ലോ. പ്രോട്ടീൻ്റെ അംശം വളരെ കുറവാണ്. അത് കപ്പയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. അത് നമ്മൾ ഈ കപ്പ സ്ഥിരമായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ആഫ്രിക്ക, നൈജീരിയ അതിലൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളത്. അപ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺസെപ്റ്റ് എന്താണ്, നമ്മളൊരു വയറൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് പോയി അല്ലേ, ഇവിടെ എല്ലൊക്കെ ഇങ്ങനെ കാണിക്കുന്നൊരു ഇതാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് കഴിക്കുന്നത് കപ്പ കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നമാണ്. ആ പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ട് പല അസുഖങ്ങളും ഉണ്ടാവാനായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കപ്പയും മീനും അല്ലെങ്കിൽ കപ്പയും ഇറച്ചി എന്നുള്ളൊരു കൺസെപ്റ്റ് തന്നെ വന്നത് അത്. പക്ഷേ കപ്പ മുളകിൽ പ്രോട്ടീൻ ഉണ്ടോ? പിന്നെ അതിനെ മുളക് കഴിക്കുന്നത് ടേസ്റ്റ് അതന്നെ പറയുന്നത്. കാന്താരി മുളക് തന്നെ വേണമെന്നും പറയുന്നത് നമ്മളത് അല്ലേ, കപ്പയും കാന്താരി മുളകും വേണമെന്ന് പറയുന്നത്. എന്തുകൊണ്ടാ? ഇതിൽ വേറൊരു സാധനം ഉണ്ട് ഈ കപ്പയിൽ, നമുക്ക് ആരോഗ്യത്തിന് നല്ലതല്ലാത്തൊരു സാധനം കൂടി ഉണ്ട് ഇതിൽ. ഇത് ഒരു കട്ടുണ്ട് അല്ലേ, ആ കട്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ സയനൈഡാണ്. അത് ഹൈഡ്രോസൈനിക് ആസിഡാണ് അത് ശരിക്കും പറഞ്ഞാൽ. അത് അപ്പോൾ അതിൻ്റെ നിർവീര്യമാക്കാനായിട്ടുള്ള സംഗതികൾ ഈ കാന്താരി മുളകിലുണ്ട്. അത് ഒരു നൈട്രജൻ കോമ്പൗണ്ടാണ് അത്. അപ്പോൾ അത് രണ്ടും പ്രവർത്തിച്ചിട്ട് കട്ടുള്ളതിനെ മാറ്റിയത്. ഇപ്പം നമ്മൾ കട്ടുണ്ടാകുമ്പോൾ എന്താ ചെയ്യുന്നത്, വീട്ടിലെന്താ ചെയ്യാറ്, സാധാരണ തിളപ്പിച്ച് 2-3 പ്രാവശ്യം ഊറ്റിക്കളയല്ല, അപ്പം തന്നെ ഏകദേശം പോവും. ഇപ്പം ഒരു പ്രശ്നമില്ല, ഇപ്പം അങ്ങനെ കട്ടുള്ള കപ്പയൊന്നും ഇല്ലാതെ. അതുകൊണ്ടാണ് കപ്പ എല്ലാവരും കപ്പ പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് കുക്കറിലിട്ടിട്ടല്ലേ ഇപ്പോൾ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിലുള്ള കട്ട് ഉണ്ടെങ്കിൽ തന്നെ അത് വീണ്ടും അതിലേക്ക് തന്നെ വരുന്നത് അത്. അതുകൊണ്ട് കപ്പ ഒരിക്കലും നമ്മൾ കുക്കറിലിട്ട് കുക്ക് ചെയ്യരുത്. ഇപ്പോൾ 2 മിനിറ്റ് അല്ലെ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കുക്ക് ചെയ്യുന്ന അതേസമയം ഒരു 10 മിനിറ്റ് പുറത്ത് വെച്ചാൽ മതി. കാരണം ഇതുണ്ടെങ്കിൽ തന്നെ ഇത് ആവിയായിട്ട് പൊക്കോളും. അത് കപ്പ ഒരു കാരണവശാലും കുക്കറിലിട്ട് കുക്ക് ചെയ്യരുത്. കാരണം ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്നല്ല, ഇപ്പം ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര ദിവസം ഇരിക്കും? അത് ഒരു ദിവസം ഇരിക്കും അല്ലേ. കാലത്ത് വെച്ച് വൈകുന്നേരം ആകുമ്പോഴേക്കും തന്നെ അതെല്ലാം മണക്കം വരും. അത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതെല്ലാം 2 ദിവസം ഇരിക്കും. പക്ഷേ ഇത് നമുക്ക് 6 മാസം വരെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും നമുക്കത്. അതിനുള്ളൊരു പ്രോസസ്സാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പാക്ക് ചെയ്തിട്ട് ഒരു പ്രത്യേക മെഷീനിൽ ഇങ്ങനെ പ്രോസസ്സ് ചെയ്ത് വെക്കുക. അതായത് നമ്മൾ കുക്കർ പോലെ തന്നെയുള്ള ഒരു മെഷീനാണ് റിട്ടോർട്ട് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഈ കപ്പ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നേരത്തെ കാണിച്ചിട്ടുള്ള സാധാരണ പാക്കറ്റ് പറ്റത്തില്ല, ഇതേപോലെയുള്ള ഒരു 4-5 ലെയറുള്ള ഒരു പാക്കറ്റായിരിക്കും വരുന്നത്. അപ്പോൾ അതേപോലെയുള്ള പാക്കറ്റുകളിലാക്കിയിട്ട് സീൽ ചെയ്തിട്ട് ഇതേപോലെയുള്ള മെഷീനിൽ പ്രോസസ്സ് ചെയ്യുക. അതായത് ഹൈ ടെമ്പറേച്ചറിലും അതുപോലെ തന്നെ ഹൈ പ്രഷറിലായിരിക്കും അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 മാസം വരെ നമുക്ക് ഇരിക്കും റിട്ടോർട്ട് പ്രോസസ്ഡായിട്ട്. അത് റെഡി ടു കുക്ക്. ഇന്ന് നമുക്ക് മാർക്കറ്റിലൊക്കെ കിട്ടും ഈ ഒത്തിരി പ്രൊഡക്റ്റുകളുണ്ട്. MTRൻ്റെ പായസം അല്ലേ, അങ്ങനെയുള്ള പല മിക്സുകൾ കിട്ടും. അതുപോലെ തന്നെ കപ്പയും പുഴുക്കും കപ്പയും മീനും അങ്ങനെയുള്ള പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാനായിട്ട് പറ്റും. ഒരു 6 മാസം വരെ 6 മാസം വരെ ഇത് നമുക്ക് സാധാരണ കണ്ടീഷനിൽ ഇതിന് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, വെറുതെ പുറത്ത് വെച്ചാൽ മതി, ഒന്നും സംഭവിക്കില്ല അത്. അപ്പോൾ അങ്ങനെ ഉള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഷെൽഫ് ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് അതേസമയം തന്നെ റെഡി ടു ഈറ്റ് ആണ്. ഈ സാധനം വാങ്ങിക്കുക, ഒന്ന് ചൂടാക്കി കഴിക്കുക, അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ.
പിന്നെന്താണ് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ചിപ്സാണ് അല്ലേ? ഇപ്പോൾ കപ്പയുടെ ചിപ്സും അതുപോലെ തന്നെ പൊട്ടാറ്റോ ചിപ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് നമ്മുടെ കുട്ടികളൊക്കെ ഏതാ ഇഷ്ടപ്പെടുക? കപ്പ ചിപ്സാ ഏതാ ഇഷ്ടപ്പെടുക? പൊട്ടാറ്റോ ചിപ്സ്. എന്തുകൊണ്ടാണ്? കാണാൻ ഭംഗിയുള്ള ലേസിൻ്റെ പാക്കറ്റ് കൊണ്ടാണോ ഭംഗിയുള്ളതുകൊണ്ടാണ്? അതാണ് പാക്കറ്റ് ഒന്ന്. രണ്ടാമത്തെ നമ്മൾ തുറന്നു കഴിഞ്ഞാൽ തിന്നെ തന്നെ അതേപോലെ ഇതും നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതല്ല തിന്നല്ല. ഏതാ ഏതാ ടേസ്റ്റ് തന്നെ ഫ്ലേവർ അത് നമുക്ക് ആഡ് ചെയ്യാം, കപ്പയിൽ ആഡ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അല്ല അതുണ്ട്, അത് കണ്ടതിന് ശേഷം നമ്മൾ വാങ്ങിക്കുന്നത്. അതിപ്പോൾ കപ്പ അതേപോലെ പാക്കറ്റിലൊക്കെ ആയിട്ട് കൊടുക്കാം നമുക്ക്. പക്ഷെ അതല്ലാതെ തന്നെ വേറെ വ്യത്യാസമുള്ളത് എന്താണ്? പ്രോഡക്റ്റിൽ എന്താ വ്യത്യാസമുള്ളത്? കപ്പ ചിപ്സും പൊട്ടാറ്റോ ചിപ്സും സോഫ്റ്റ് ആണ് അത് അല്ലേ? അതിൻ്റെ ടെക്സ്ചർ നമുക്ക് കടിക്കുമ്പോൾ കണ്ടില്ലേ? കപ്പ കടിക്കുന്നതും അതുപോലെ തന്നെ പൊട്ടാറ്റോ കടിക്കുന്നതും തമ്മിൽ വ്യത്യാസമല്ലേ ഇത്? അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതാണ് കപ്പയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് കാരണം അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു ഇൻഡസ്ട്രി സ്മാർട്ടായിട്ടുള്ള ക്രോപ്പാണ്. സ്റ്റാർച്ച് കൂടുതലുണ്ട്. ഇപ്പം പൊട്ടാറ്റോയിലാണെന്നുണ്ടെങ്കിൽ ഒരു 15 മുതൽ 1 കിലോ പൊട്ടാറ്റോ വാങ്ങിക്കണമെങ്കിൽ നമുക്ക് ഒരു 150 ഗ്രാം 200 ഗ്രാം സ്റ്റാർച്ച് ഉണ്ടാവുള്ളൂ. ഇതങ്ങനെയല്ല, ഇത് മിനിമം 250 ഗ്രാം ഉണ്ടായിരിക്കും അത്. അപ്പോൾ ആ സ്റ്റാർച്ച് അതുപോലെ തന്നെ ഷുഗർ ഇവിടെ പ്രശ്നമാണ് അത് ഈ ചിപ്സ് ഉണ്ടാക്കാനായിട്ട്. അതേസമയം നമ്മൾ അതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് ആക്കി എടുക്കാനായിട്ട് പറ്റും നമുക്ക്. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാവരുടെ വീട്ടിലും മറ്റേ ഇതില്ലേ, വിനീഗറില്ലേ, സുർക്ക, നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ളത്, അത് നമ്മൾ എടുത്തിട്ട് ഒരു ഗ്ലാസ് സുർക്ക എടുത്തിട്ട് 40 ഗ്ലാസ് വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്യുക. എന്നിട്ട് അതിൽ കപ്പ നമ്മൾ എങ്ങനെയാണ് ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്, അത് അരിഞ്ഞിട്ട് ഒരു 3/4 മണിക്കൂർ നേരം 1 മണിക്കൂർ നേരം ഇതിൽ ഈ വെള്ളത്തിലിട്ട് വയ്ക്കുക. ഈ വിനാഗിരി സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കുക. അത് അപ്പോൾ ആ 1 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചവർപ്പ് രസം ഉണ്ടാവും. അപ്പോൾ അത് കളയാനായിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് തിളച്ച വെള്ളത്തിലെടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുക. 1 മിനിറ്റ് 2 മിനിറ്റ് വാട്ടിയാൽ മതിയോ. പുഴുങ്ങിയെടുക്കല്ല, ജസ്റ്റ് ആ കളറൊന്ന് മാറുന്ന രീതിയിലുള്ള വാട്ടിയെടുത്തിട്ട് അഗെയിൻ ഒന്ന് വാഷ് ചെയ്തിട്ട് ആ പുറത്തുള്ള വെള്ളം ഒന്ന് കളഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തേക്ക് ഇതേപോലെ നല്ല മനോഹരമായിട്ടുള്ള കപ്പ ചിപ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്ന സംഗതി. എല്ലാവരുടെ വീട്ടിലിപ്പോൾ വിനാഗിരി ഉണ്ടാവും അല്ലേ? അത് എടുത്തിട്ട്, പക്ഷേ വിനാഗിരി ആസ് എടുക്കാൻ പാടില്ല. 1:40 എന്നുള്ള രീതിയിൽ, അതായത് ഒരു 0.25%. അതായത് 1 ഗ്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 40 ഗ്ലാസ് വെള്ളം വേണം അത്. എന്നിട്ട് അതിലൊരു 3/4 മണിക്കൂർ നേരം ഇട്ട് വെച്ച് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് തിളച്ച വെള്ളത്തിലെടുത്തിട്ട് വാട്ടിയെടുക്കുമ്പോൾ എന്താ ഒരു പശ ഉണ്ടാവില്ലേ, പൊട്ടിപ്പിടിച്ചിരിക്കുക. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. പക്ഷേ വെള്ളമൊക്കെ കൂടുതൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ നേരം ഒന്ന് ജസ്റ്റ് വെയിലത്തിട്ടിട്ട് ആ പുറത്തുള്ള വെള്ളം കളഞ്ഞതിന് ശേഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കിട്ടും. അതിപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാ കപ്പയും അങ്ങനെ ചെയ്യണമെന്നില്ല. നല്ല നൂറുള്ള കപ്പയൊക്കെയാണ് ഈ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ ഇപ്പം നല്ല മഴക്കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് കുറവായിരിക്കും. അത് നേരിട്ടിട്ട് ഫ്രൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല അത്. പക്ഷെ മറ്റ് കിഴങ്ങുകളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് നടത്തിയേ പറ്റുള്ളൂ. ഇപ്പം മധുരക്കിഴങ്ങായാലും അതുപോലെ തന്നെ ചേമ്പ് പ്രത്യേകിച്ചും ഈ മറ്റേ എന്താ പറയുക നീളമുള്ള ചേമ്പില്ലേ, എന്താ പറയുന്നത്, ചീമച്ചേമ്പില്ലേ, പാൽച്ചേമ്പ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള ചേമ്പ്, അതുപോലെ തന്നെ ചേന. ഇപ്പം മധുരക്കിഴങ്ങ് നിങ്ങൾ കട്ട് ചെയ്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും എന്താ കളർ മാറും അത്. അതുപോലെ തന്നെയാണ് ചേനയുടെ പ്രശ്നം അത് തന്നെയാണ്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ പല ട്രീറ്റ്മെൻറ്റും നടത്തണം. ഇപ്പോൾ മധുരക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഈസ്റ്റിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് വയ്ക്കുക. അതുപോലെ ചേമ്പാണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം സിട്രിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. അതുപോലെ തന്നെ ഈ ചേനയും അതെ സിട്രിക് ആസിഡ് അല്ലെങ്കിൽ അസിറ്റിക് ആസിഡിൽ ഇട്ട് വയ്ക്കുക. അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാത്രമേ ഇത് ഇങ്ങനെ പോവുള്ളൂ. ഒരു 3/4 മണിക്കൂർ നേരം ഇട്ട് വെച്ചാൽ കപ്പയ്ക്ക് ട്രീറ്റ് ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ട്രീറ്റ് ചെയ്താലേ നമുക്ക് നല്ല കളറിലുള്ള ചിപ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തന്നെ മധുരക്കിഴങ്ങിൻ്റെ നമുക്ക് പല കളറിലുള്ള മധുരക്കിഴങ്ങ് കിട്ടും. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ നാച്ചുറൽ കളറിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്യുന്നതിന് വാക്വം ഫ്രൈ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. ഇപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ പറഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുമ്പോൾ എത്ര ചൂടുണ്ടെന്നറിയോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്കൊക്കെ? എത്ര ചെയ്തിട്ടുണ്ട്? അല്ലെങ്കിൽ തൊട്ട് നോക്കാൻ പറ്റത്തില്ല ഏതായാലും. 100 ഡിഗ്രി വെള്ളം തിളയ്ക്കുന്നതാണ്. എണ്ണയുടെ വോയിലും എന്തായാലും കൂടുതലാണ്. ഒരു 170-180 ഡിഗ്രിയിലാണ് നമ്മൾ സാധാരണ നമ്മൾ പപ്പടം വറക്കുന്നതൊക്കെ ആ ഒരു ടെമ്പറേച്ചറിലാണ് അത്. അപ്പോൾ ആ ഒരു ടെമ്പറേച്ചറിൽ ഇങ്ങനെയുള്ള കളറുള്ള സാധനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും അത് കളർ ഇത് ചെയ്യും, അത് കളർ പോവും അതിൻ്റെ അത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ വാക്വം ഫ്രൈ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അതിൽ നമ്മൾ ഒരു 100 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രിയിലായിരിക്കും അത് ചെയ്യുന്നത്. അത് അതുപോലെ തന്നെ വാക്വം കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ഇതാവും അത്.
അപ്പം നല്ല കളറുള്ള സാധനങ്ങൾ. അതുപോലെ തന്നെ ഇപ്പം നമുക്കറിയാം മാർക്കറ്റിൽ ഈ ബനാന ഇതല്ലേ, പഴുത്ത ബനാനയൊക്കെ കിട്ടുന്നില്ലേ, അതൊക്കെ വാക്വം ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല കളറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വാക്വം ഫ്രൈ എന്ന് പറഞ്ഞ ടെക്നോളജി ഉണ്ട്. അത് വെച്ചിട്ട് അതുപോലെ തന്നെ നമ്മൾ വാക്വം ഫ്രൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ബീൻസ്, ക്യാരറ്റ്, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, അതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതേ കളർ നമുക്ക് റിട്ടൈൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഷുഗർ കൂടുതലുള്ളത് അതല്ലെങ്കിൽ കളറിങ് മെറ്റീരിയൽ കൂടുതലുള്ള സംഗതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ഇതാക്കിയിട്ടെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഇതാണ് പറഞ്ഞത് ആ ട്രീറ്റ്മെൻറ്റിൻ്റെ അത്യാവശ്യം കാണിക്കാനുള്ള ഒരു സ്ലൈഡാണിത്. ഇപ്പോൾ നമ്മൾ കാച്ചിൽ നമ്മൾ നേരിട്ടിട്ട് ഇതാക്കണം ഇങ്ങനെ കിട്ടുന്നത്. അതേസമയം നമ്മൾ ഈ വിനീഗറിൽ അസിറ്റിക് ആസിഡ് ഇടുകയാണെന്നുണ്ടെങ്കിൽ കണ്ട കളർ മാറുന്നു കണ്ടത്. അപ്പോൾ മറ്റുള്ള കിഴങ്ങ് വിളകൾ, കപ്പയിൽ ഇതില്ലെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ മറ്റു കിഴങ്ങ് വിളകളിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊരു അത്യാവശ്യമാണ്. ട്രീറ്റ്മെൻറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു അത്യാവശ്യമായിട്ടുള്ള സംഗതിയാണ്. ഇനി അതുപോലെ തന്നെ മരച്ചിനി റവ, ഇപ്പം നമ്മൾ ഗോതമ്പിൽ നിന്നല്ല റവ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതേപോലെയുള്ള റവയും നമുക്ക് ഉണ്ടാക്കാം. വേറെ പ്രത്യേകതയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ അധികം വേവാത്ത കപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് അതിനെ വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ കേസരി പോലുള്ള പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പറ്റും. അതിന് വലിയ മുതൽ മുടക്കിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലാതാണ്. അത് ജസ്റ്റ് ഉണക്കി, അതായത് ഒന്ന് വാട്ടിയെടുത്ത് ഉണക്കി പൊടിച്ചെടുക്കണം, അത്രയേ ഉള്ളൂ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഉണക്കക്കപ്പ അല്ലെങ്കിൽ വാട്ടുകപ്പ അല്ലേ, നമ്മളെല്ലാവർക്കും അറിയുന്നത്. വാട്ടുകപ്പയ്ക്ക് എത്ര നാളിരിക്കും? ഒരു വർഷം എന്നല്ല, അതിലും കൂടുതൽ ഇരിക്കില്ലേ? കോട്ടയത്ത് നിന്ന് ആരെങ്കിലും ഉണ്ടോ? കോട്ടയം, ഇടുക്കിയിലൊക്കെ ഉള്ള ആൾക്കാർ 2 വർഷമായിരിക്കും അല്ലേ? ഏതാ? അതന്നെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടുക എന്നുള്ളതാണ് അത്. അപ്പോൾ നമുക്കിപ്പോൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഇത് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇതിന് തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു സംരംഭം എന്ന നിലയിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് ഡ്രൈയിങ് യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾ കപ്പ കൊണ്ട് ചെല്ലുന്നു, അവർ നിങ്ങൾക്ക് ഉണക്കി തരുന്നത്. ഇപ്പോൾ ഈ കോട്ടയത്തും ഇടുക്കിയിലൊക്കെ ചെയ്യുന്നുണ്ട്. 10-15 രൂപ, 10 രൂപ തൊട്ട് 15 രൂപ ഒരു കിലോയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സാധനം കൊണ്ടെടുത്ത്, നമ്മളിപ്പോൾ മില്ലിൽ അരി പഠിപ്പിക്കാൻ പോകുന്നില്ലേ, അതേപോലെ നിങ്ങളിപ്പോൾ 100 കിലോ അല്ലെങ്കിൽ ഒരു ടണ്ണൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവരൊരു ദിവസം, പിറ്റേ ദിവസം ചെന്നാൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റായിട്ട് തരും അത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എൻ്റർപ്രണറിയൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ്. അതായത് ഡ്രൈയിങ്ങിന് വേണ്ടി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ആ ഡ്രൈയിങ് യൂണിറ്റ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. അത് ഇനിയിപ്പോൾ ഈ വാട്ടിക്കപ്പയുടെ ഏറ്റവും പ്രശ്നം എന്താണ്? അത് കുക്ക് ചെയ്യാൻ എങ്ങനെയാണ്? അത് ഒരുപാട് സമയം എടുക്കില്ലേ? അപ്പോൾ സാധാരണ തലേദിവസം വെള്ളത്തിലിട്ട് വയ്ക്കണം അതല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് നമ്മൾ എത്ര ചെയ്യുന്നത്? 2 മിനിറ്റ് 3 മിനിറ്റില്ലേ, അതിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും നമുക്ക്. വാട്ടിക്കപ്പ തന്നെ വളരെ ക്യുക്കായിട്ട് കുക്ക് ചെയ്യാൻ, അതിപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്ന സംഗതിയാണ്. ഇപ്പോൾ നമ്മൾ കപ്പയൊക്കെ കൂടുതലായിട്ട് പുഴുങ്ങിയിട്ട് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ കളയാതെ അത് ഫ്രീസറിൽ വെക്കുക. -20 ഡിഗ്രിയിൽ വെക്കണം അത്. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലെങ്കിലും സാധാരണ ഫ്രീസറിൽ 2 ദിവസം വെച്ചാൽ മതി അത്. അപ്പോൾ 2 ദിവസം വെച്ച് കഴിയുമ്പോഴേക്കും അതൊരു ഐസ് പോലെ ആയിട്ടിരിക്കും അല്ലേ. അപ്പോൾ അതിനെ പുറത്തേക്ക് എടുത്തിട്ട് പുറത്ത് വെച്ച് ഒരു 2 മണിക്കൂർ നേരം പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് ഉണക്കി നോക്കുക, നിങ്ങൾ ഡ്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഒന്ന് കുക്ക് ചെയ്ത് നോക്കിക്കേ. 2 മിനിറ്റിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് തിളച്ച വെള്ളത്തിൽ 2 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഇട്ടാൽ മതി. അത് ക്യുക്ക് കുക്കിംഗ് എന്ന് പറയുക. അതായത് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നോക്കിയത് പച്ചക്കപ്പയാണ്. പച്ചക്കപ്പ പുഴുങ്ങിയത് ഇങ്ങനെ കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ ഉണക്കിയിട്ട് കണ്ടില്ലേ, നല്ല കളറും നല്ല ഭംഗിയായിട്ടുള്ള കളറിൽ തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് പറ്റും. അത് ഉണക്കിയെടുത്തിട്ട് ഇതേപോലെ അത് ഉണക്കി പുഴുങ്ങിയെടുക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറിലൊന്നും വലിയ വ്യത്യാസം ഉണ്ടായിരിക്കില്ല. അതേപോലെ തന്നെ ചേനയും. ഇപ്പോൾ ചേന പച്ച ചേനയാണത്. പച്ച ചേന പുഴുങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഉണക്കിയിട്ടാണെന്നുണ്ടെങ്കിൽ പുഴുങ്ങിയാൽ കണ്ടില്ല, 2 ഏകദേശം ഒരേ ഇതിലുണ്ടെങ്കിൽ. ചേനയ്ക്ക് പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ചേന ഇവിടെ ആകുമ്പോൾ ഒരു 5 മിനിറ്റ് എടുക്കും. കപ്പയാണെന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റിനുള്ളിൽ നമുക്കത് വേവിച്ചെടുക്കാനായിട്ട്. അതായത് ക്യുക്കായിട്ട് നമുക്ക്, അതായത് വാട്ടിക്കപ്പ 1 മണിക്കൂർ, ആ 1 മണിക്കൂർ ആണെങ്കിൽ തന്നെയും നമ്മൾ പച്ചക്കപ്പയുടെ ആ ഒരു ഫീല് നമുക്ക് കിട്ടില്ല അല്ലേ. ഒരു മരം കടിക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് പറ്റും. അതേസമയം തന്നെ കുക്കിംഗ് ടൈമും വളരെയധികം കുറയ്ക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ മരച്ചീനി പൊടി, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, പുട്ടുപൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കറിയാം മരച്ചീനി പുട്ട് എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റ് ഉള്ളൊരു സംഗതിയാണ്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണ്? മരച്ചീനി പുട്ടിൻ്റെ കുറച്ച് കഴിയുമ്പോഴേക്കും എന്താവും, അതൊരുമാതിരി കടിക്കുമ്പോൾ റബ്ബർ പോലെ ഇരിക്കും അല്ലേ അത്. അപ്പോൾ അതിന് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളത് എന്താ പറയുന്നത്, കുറച്ച് അരിപ്പൊടി ചേർത്തിട്ട് ഒരു 25%.
ഇപ്പോൾ 1 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 250 ഗ്രാം 300 ഗ്രാം അരിപ്പൊടി കൂടി കൂട്ടിച്ചേർത്തിട്ട് നമുക്ക് നല്ല പുട്ടായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. വേറെ ഇതൊന്നുമില്ല, ജസ്റ്റ് നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് നന്നായിട്ട് കഷ്ണാക്കിയിട്ട് ഉണക്കിയെടുക്കുക, അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷെ ആ ഉണക്കലാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ മരച്ചീനി പൊടി ഉപയോഗിച്ചിട്ടുള്ള വേറെ ഒരുപാട് സ്നാക്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ മാർക്കറ്റിൽ കിട്ടുന്ന, അതായത് ചെറിയ പെട്ടിക്കട തൊട്ട് വലിയ വലിയ മാളുകളിൽ കിട്ടുന്ന തരത്തിലുള്ള എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇത് വെച്ചിട്ടുണ്ടാക്കും. ഒരു 50 മുതൽ 70% വരെ കപ്പപ്പൊടി ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാനാണ്. പിന്നെ ചിലപ്പോൾ അരിപ്പൊടി ആയിരിക്കും, പിന്നെ മൈദയായിരിക്കും, പിന്നെ ഈ കടലമാവായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രോഡക്റ്റ് അനുസരിച്ചിട്ടും ഓരോന്ന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെയുള്ള ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ മാർക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. ഇതെല്ലാ പ്രോഡക്റ്റുകളും ഇതേപോലുള്ള എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നത്. ഒരു 50 മുതൽ 70% വരെ നമുക്ക് കപ്പപ്പൊടി ഇതിൽ ചേർക്കാനായിട്ട് പറ്റും. ഇവിടുത്തെ പ്രശ്നമൊന്നല്ല, ഇപ്പം നമ്മുടെ ഏറ്റവും വലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കപ്പ മാത്രമല്ല, കാച്ചിലോ അല്ലെങ്കിൽ ചേനയോ ചേമ്പോ വെച്ചിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പം ഇതിൻ്റെ പ്രശ്നം നല്ല എന്ത് നല്ല പ്രോഡക്റ്റ് ആയാലും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ ചിപ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെ നമ്മൾ പാക്കറ്റ് നോക്കിയിട്ടാണ് നമ്മൾ വാങ്ങിക്കുന്നത് അല്ലേ. ഏതൊരു സാധനവും നമ്മൾ എന്ന് നോക്കുന്നത് അതിൻ്റെ ഗുണം നോക്കിയിട്ടൊന്നല്ല. ഇപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ ഒരു എക്സിബിഷനെ കാണുമ്പോൾ നിങ്ങൾ ആദ്യം നോക്കുന്നത് എന്താണ്? പാക്കറ്റിൻ്റെ ഭംഗിയാണ്. പിന്നെന്താ നോക്കുന്നത്? ഡേറ്റ് പിന്നെയല്ലേ നോക്കുകയുള്ളൂ. അതിന് മുന്നേ എന്താ നോക്കുന്നത്? വിലയല്ലേ നോക്കുക. വില നോക്കും, പിന്നെ ഡേറ്റ് നോക്കും. അത് കഴിഞ്ഞിട്ട് അപ്പം ഈ പറഞ്ഞ ഗുണമൊന്നും അതിൽ വരുന്നില്ല. ഈ 2-3 കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധനം വാങ്ങിച്ച് നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. പിന്നെ വീട്ടിൽ പോയിട്ട് എന്താ നോക്കുന്നത്? ഗുണം. എന്ത് ഗുണമാണ് നോക്കുക? ടേസ്റ്റാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളൊരു സാധനം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിച്ചത് നിങ്ങളൊരു അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ടേസ്റ്റും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷെ ആ സാധനം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും വാങ്ങിക്കാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന എന്താണ്? അതിൻ്റെ ബാക്കിയുള്ള ഗുണങ്ങൾ. ടേസ്റ്റാണ് ഫസ്റ്റ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ നോക്കും ഇതിൽ ബാക്കിയുള്ള എന്തെല്ലാം ഉണ്ടെന്നുള്ളത്. ഇതിൻ്റെ ബാക്കി ഗുണഗണങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പാക്കറ്റിൻ്റെ ബാക്കിൽ എന്തെല്ലാം സാധനങ്ങൾ അപ്പോൾ എഴുതിയിരിക്കുന്നത്? ന്യൂട്രിയൻ ഫാക്ട്സ് ഉണ്ടായിരിക്കും. അതിലെത്ര ഫാറ്റ് ഉണ്ട്. ഇപ്പോൾ ഒരു കപ്പയല്ല, ഇപ്പോൾ ഒരു ചിപ്സ് അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ വയ്ക്കുമ്പോൾ എത്രത്തോളം ഓയിൽ ഉണ്ടെന്ന് അറിയോ നിങ്ങൾക്ക്? ഇപ്പോൾ 1 കിലോ നമ്മൾ ചിപ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ഓയിൽ നിങ്ങളകത്ത് പോകുന്നുണ്ടെന്ന് അറിയോ? 1 കിലോ ചിപ്സ് നിങ്ങൾ അകത്താക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു 100 ഗ്രാം ചിപ്സ് നിങ്ങൾ കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു 25 ഗ്രാം 30 ഗ്രാം ഓയിൽ നിങ്ങളകത്തേക്ക് പോകുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇത് ആ ചിപ്സിൻ്റെ മാത്രമല്ല, ഏത് ഫ്രൈ ഐറ്റംസ് ആയാലും 25 മുതൽ 35% വരെ ഓയിൽ നമ്മളകത്ത് പോകുന്നുണ്ട്. അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും. എത്രത്തോളം ഓയിൽ കണ്ടന്റ് ഉണ്ട്, അതുപോലെ എത്രത്തോളം ഷുഗർ കണ്ടന്റ് ഉണ്ട്. കാരണം കുറേ പേര് ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ന്യൂട്രിയൻ ഫാക്ട്സിൻ്റെ ഒരു ഗുണം ഇത് വരുന്നത്. അത് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തിന് എത്രത്തോളം ഗുണം ചെയ്യും, അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രോഡക്റ്റിന് മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളും ഈ വിലയേക്കാളും അല്ലെങ്കിൽ ടേസ്റ്റിനേക്കാളും വളരെയധികം പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. അത് കണ്ടില്ലേ? ഇതിൻ്റെ ആ പാക്കിങ്ങിൻ്റെ ഇത് വരുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ഈ സെയിം സാധനം തന്നെയാണ് മറ്റേലും വരുന്നത്. അത് പക്ഷേ ആ പാക്കിങ് എങ്ങനെയാണ് ആൾക്കാർ മാറുന്നത്? ഇത് 10 രൂപയ്ക്ക് കൊടുക്കുക, ഫസ്റ്റിൽ കാണുന്നത് 10 രൂപയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 12 രൂപ, താഴേക്ക് വരുമ്പോൾ 15 രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പാക്കിങ് തന്നെ നമുക്ക് അതിൻ്റെ വാല്യൂ ആഡ് ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളിപ്പോൾ ഈ ഒരു വാല്യൂ അഡീഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രോഡക്റ്റിനേക്കാളും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അത് എങ്ങനെ നമ്മൾ ആകർഷകമായ രീതിയിൽ മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അത് പിന്നെ അതുപോലെ തന്നെ പപ്പടം പോലെയുള്ള പ്രൊഡക്റ്റുകൾ ഇപ്പോൾ തിരുവനന്തപുരത്തൊക്കെ അത് വളരെ ഡെലിക്കസി ആയിട്ടുള്ളൊരു സാധനമാണ്. ഒരു 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റൊക്കെ വാങ്ങിക്കണത് 60 രൂപ 70 രൂപ കൊടുക്കണം. അതേസമയം നമ്മൾ മറ്റേ പപ്പടാണെന്നുണ്ടെങ്കിൽ 10 രൂപ 15 രൂപ 20 രൂപയ്ക്ക് നമുക്ക് കിട്ടും. അത് അപ്പോൾ അത്രയും ഇതായിട്ട് ചെയ്യുന്നത്. വെറുതെ കപ്പ വേണമെന്നുണ്ടെങ്കിൽ അരച്ചിട്ട് പച്ച കപ്പ അരച്ചെടുത്തിട്ട് പുഴുങ്ങിയിട്ട് ഇങ്ങനെ വേവിച്ചെടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ പൊടി ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ കപ്പ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു മൈദയോ അല്ലെങ്കിൽ സാധാരണ കടലമാവ് മറ്റേ മാവുണ്ടല്ലോ ബ്ലാക്ക് ഗ്രാം നമ്മൾ പപ്പടത്തിനൊക്കെ ഉപയോഗിക്കുന്നില്ലേ, അതും അല്ലെങ്കിൽ മൈദ വേണമെന്നുണ്ടെങ്കിൽ 25% കൂട്ടിച്ചേർത്തിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഈ ചൊവ്വരി പൊടി കിട്ടും. നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന അപ്പളമല്ലേ, അതൊക്കെ തന്നെ കപ്പപ്പൊടിയും അതുപോലെ തന്നെ ചൊവ്വരിയൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് അപ്പോൾ അതേപോലെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. പിന്നെ ലേസ് പോലെയുള്ള എക്സ്ട്രൂഡഡ് പ്രൊഡക്ട്സ് എന്ന് പറയും. ഇപ്പം ലേസൊക്കെ കണ്ടിട്ടില്ലേ നമ്മൾ? അങ്ങനെയുള്ള ചെറിയ നല്ല എക്സ്പാൻഡഡ് ആയിട്ടുള്ള റെഡി ടു ഈറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ പാസ്ത അതുപോലെ തന്നെ നൂഡിൽസ്,
പാസ്സൊക്കെ പല ഷേപ്പിലുള്ള പാസ് നമുക്ക് കണ്ടിട്ടില്ലേ. അപ്പോൾ ഏകദേശം ഒരു 60% വരെ 70% വരെ കപ്പപ്പൊടിയും ചേർത്തുള്ള ഒരു ഫങ്ഷണൽ പാസ്ത എന്നുള്ള രീതിയിൽ. കാരണം കപ്പപ്പൊടിയിൽ പ്രോട്ടീൻ്റെ അംശം വളരെ കുറവാണത്. അപ്പോൾ അതിനെ നമ്മൾ പ്രോട്ടീൻ കൂട്ടാനായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റും ഇതിൽ കൂടെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു 10 മുതൽ 12% വരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നൂഡിൽസ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ സ്നാക്സിൻ്റെ ബേക്കറി ഉൽപ്പന്നങ്ങൾ നമ്മളിപ്പോൾ കഴിച്ച ഈ സ്നാക്സിനുള്ള ബിസ്ക്കറ്റ്, കുക്കീസ്, അതുപോലെ ബ്രെഡ്, പിന്നെ റസ്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളെല്ലാം നമുക്ക് ഉണ്ടാക്കി, മഫിൻസ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമുക്കൊരു 50% അല്ലെങ്കിൽ 60% വരെ കപ്പപ്പൊടി ചേർത്തുകൊണ്ട് പിന്നെ ബാക്കി ആട്ടയോ അല്ലെങ്കിൽ മൈദയോ അങ്ങനെയുള്ള സാധനങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ മധുരക്കിഴങ്ങിൻ്റെ പല കളറിലുള്ള മധുരക്കിഴങ്ങ് കിട്ടും. അപ്പോൾ അത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള പല പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാം, ചിപ്സ് ഉണ്ടാക്കാം, അതുപോലെ തന്നെ ജാം, സ്ക്വാഷ് അങ്ങനെയുള്ള സാധനം. അതായത് പുറത്തുനിന്നുള്ള കളറിങ് പദാർത്ഥങ്ങളൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ന്യൂട്രി ബാർ തന്നെ നമ്മൾ കപ്പലണ്ടി മിഠായി പോലെയുള്ളത്, അതിലൊക്കെ എന്ന് പറഞ്ഞാൽ കപ്പലണ്ടിയിൽ എന്താണുള്ളത്, കപ്പലണ്ടി അതുപോലെ ഷുഗർ അങ്ങനെയുള്ള സാധനങ്ങളല്ല കൂടുതലായിട്ടുള്ളത്, അത് എനർജി റിച്ച് ആയിട്ടുള്ളതാണത്. അപ്പോൾ അങ്ങനെയുള്ള എനർജി ബാറുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് സമോസ, കട്ട്ലറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതികളാണ്. നമുക്ക് അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സ്റ്റാർച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചൊവ്വരി, സാഗോ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സാഗോ പപ്പടം, സാഗോ വെച്ചിട്ട് തന്നെ അതിൻ്റെ വാഫേഴ്സ്, നമുക്ക് നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് ഒത്തിരി സാധനങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട്. അത് പിന്നെ അതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ളതാണ്. അതിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കാലിത്തീറ്റയായിട്ടോ അല്ലെങ്കിൽ കോഴിത്തീറ്റയായിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും നമുക്കത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനവും നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ആയിട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷെ ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല. ഇനി ഒരു സംരംഭം എന്ന നിലയിലേക്ക് വരുമ്പോൾ ആദ്യം എന്താ വേണ്ടത്, നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ള ഇതിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലെങ്കിൽ നമുക്ക് അറിയണം. നമുക്കത് അതിന് നമുക്കുള്ള പോകാൻ വഴി എന്താണ്, അതാണ് നമ്മൾ ഇനി അടുത്ത് കാണാൻ പോകുന്നത്. നമ്മൾ ഇതിൻ്റെ മാർക്കറ്റ് സ്റ്റഡി ചെയ്യാനായിട്ട്, അതായത് നിങ്ങളെ മുതൽ മുടക്കാതെ തന്നെ നിങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റണം. നമുക്ക് അതാണ് ഈ ടെക്നോ ഇൻക്യുബേഷൻ സെൻറ്റർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളെ സംരംഭകത്വം വികസിപ്പിക്കാൻ സ്കില്ലും ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എങ്ങനെ നമുക്ക് ഈ ഫെസിലിറ്റി യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇത് നമ്മൾ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ധനസഹായത്തോടുകൂടി തുടങ്ങിയതാണ്. അവിടുത്തെ മെയിനായിട്ടുള്ളൊരു പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഈ ഉൽപ്പന്ന വൈവിധ്യവൽക്കരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ വാലിഡേഷനെ കുറിച്ചുള്ള ഒരു കോമൺ ആയിട്ടുള്ള അറിവ് നൽകുക എന്നുള്ളതാണ് മെയിനായിട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ അതിനുള്ള ഒരു പ്രാക്ടിക്കലായിട്ട് ഹാൻഡ്സ് ഓൺ, ഇപ്പം ഞാൻ ഈ കാണിച്ച സംഗതികളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരും, വർക്ക് ചെയ്ത് കാണിച്ചു തരും ഞാൻ. ഇപ്പോൾ ഇവിടെ നമ്മളിതിൻ്റെ നിങ്ങൾക്കൊരു ഇമാജിനേഷനാണ്, മറ്റേന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ടിട്ട് വന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു സ്ലൈസ് ചിപ്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിന് എത്ര തരത്തിലുള്ള സ്ലൈസർ ഉണ്ട്. ഒരു 500 രൂപ തൊട്ട് അല്ലെങ്കിൽ 600 രൂപ തൊട്ടുള്ള സ്ലൈസർ തൊട്ട് 5 ലക്ഷം വരെയുള്ള സ്ലൈസേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനുള്ള പ്രായോഗികമായിട്ടുള്ളൊരു പരിപാടിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു തരും നിങ്ങൾക്ക്. അതായത് നിങ്ങളിപ്പോൾ ഇതിൽ കുറേ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷേ ഇത് മാർക്കറ്റ് അറിയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രോഡക്റ്റ് ഉണ്ടാക്കും. നിങ്ങൾ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നിട്ട് കുറച്ചൊരു 100 പാക്കറ്റോ അല്ലെങ്കിൽ 50 പാക്കറ്റോ നിങ്ങൾക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾക്കത്. അതായത് എന്നിട്ട് നിങ്ങൾ മാർക്കറ്റ് ചെയ്ത് നോക്കിയാൽ ഒരു 50 പാക്കറ്റിൽ ഒരു 40 പാക്കറ്റും വിറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, അത് ഓക്കെ, ആൾക്കാർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പാക്കിംഗ് ഒക്കെ ഇഷ്ടമായി എന്നുള്ളതാണത്. പിന്നെ നിങ്ങൾ ഈ 50 പാക്കറ്റിൽ കുറച്ചുകൂടി കൂടി കൊണ്ടുപോയിട്ട് അവിടെ തന്നെ വിറ്റാണ് പിന്നെ ആൾക്കാർ വന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, നിങ്ങളുടെ സാധനത്തിൻ്റെ ടേസ്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അത് പിന്നെയും വന്നിട്ട് പിന്നെ നമുക്ക് അപ്പോൾ കൂടുതൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെയും കുറച്ചുകൂടി കൂടുതൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക്, അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ ഒരു സാധാരണ ഒരു കൺസ്യൂമറിന് എന്താണ് താല്പര്യം അതിനുള്ള എല്ലാ സംഗതികളും നിങ്ങളുടെ പ്രോഡക്റ്റിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതേസമയം ഈ 50 പാക്കറ്റിലാകെ 10 പാക്കറ്റാണ് വിറ്റ് പോയെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, നിങ്ങളുടെ ഫസ്റ്റിലെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഫ്ലോപ്പായി എന്നുള്ളതാണ്. അത് ആ പാക്കിങ് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ല പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്നാലും അവരാരും കാണാൻ പോകുന്നില്ല അത്. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളൊരു 5 ലക്ഷം മുതൽ മുടക്കിയിട്ട് അല്ലെങ്കിൽ 10 ലക്ഷം മുതൽ മുടക്കിയിട്ടാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നഷ്ടത്രേ വരുന്നത്. അതേസമയം ഞങ്ങളുടെ ഈ ഫെസിലിറ്റി ഉപയോഗിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നഷ്ടത്രേ വരുന്നത്, നിങ്ങൾക്ക് ആയിരങ്ങളുടെ നഷ്ടം വരുന്നുള്ളൂ. മേ ബി 1000 രൂപ അല്ലെങ്കിൽ 2000 രൂപ നഷ്ടം. മറ്റേതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു നവസംരംഭകർക്ക് ഉണ്ടാകുന്ന ഒരു മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു അനിശ്ചിതാവസ്ഥ അത് ഒഴിവാക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ നിങ്ങൾക്ക് തുടങ്ങാൻ നേരിട്ടിട്ട് ഈ പ്രോഗ്രാം തുടങ്ങാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മാർക്കറ്റ് ഇല്ല, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങളെ കുറിച്ച് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ഇൻക്യുബേഷൻ ഫെസിലിറ്റിയുടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്.
ഇതാണ് ചെറിയൊരു ഇതാണ്, അത് ഏകദേശം ഒരു 10,200 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണത്, അല്ല 2000 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. എല്ലാ ഫെസിലിറ്റിയും നമുക്കുണ്ട് അതിൽ. ഈ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കാനായിട്ടുള്ള സംഗതികളുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതേപോലെ നിങ്ങളെപ്പോലുള്ള SHGs ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ NGOs ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പുകൾക്ക് ട്രെയിനിങ് കൊടുക്കും. അതെല്ലാം തന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കും. എന്നിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കപ്പ അവിടെ കൂടി, ഇപ്പോൾ ലോക്കലായിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കപ്പ അവിടെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാം. ഉണക്കി ഇതാക്കിയിട്ട് അവിടുത്തെ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്ത് ഉണക്കി പൊടിച്ച് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണക്കി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും. എന്നിട്ട് നിങ്ങളുടെ ലാബിൽ തന്നെയാണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് അതിൽ യാതൊരു ഇതുമില്ല. ഞങ്ങൾ അവിടുന്ന് പ്രോഡക്റ്റ് ഉണ്ടാക്കി തരുക ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ ലാബിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും. ഇതേപോലെ പാക്കറ്റുകളിലാക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ FSSAI നമ്പർ, ഇപ്പോൾ ഫുഡ് സേഫ്റ്റിയാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു സംഗതിയാണ്. നിങ്ങളിപ്പോൾ ഒരു ചെറുകിട യൂണിറ്റ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം വേറെ ഒരു ലൈസൻസ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആദ്യം വേണ്ടത് തന്നെ ഭക്ഷ്യസുരക്ഷാ ലൈസൻസാണ് വേണ്ടത്. അത് ലൈസൻസ് എടുക്കാം, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ 100 രൂപ വരെയുള്ള ലൈസൻസ് എടുക്കുകയാണെങ്കിൽ 3000 രൂപ വരും അത്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒന്ന് എടുത്തേ പറ്റുള്ളൂ അത്. പിന്നെ നമ്മുടെ ഇതിനനുസരിച്ചിരിക്കും, നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച്. ഇപ്പോൾ ഒരു 5 HP താഴെയുള്ള മോട്ടറുകൾ ഇതാണ് മെഷീനറീസ് ഉപയോഗിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് വേറെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട, ഇവരുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. അതേസമയം 5 HP കൂടുതലായിട്ടുള്ള മെഷീനറി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മറ്റേ ഇവരുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ KSCBയുടെ ഒക്കെ ലൈസൻസിൻ്റെ ആവശ്യം വരും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ പാക്കറ്റ് നിങ്ങളുടെ ബ്രാൻഡിലാണ് നിങ്ങൾ കൊടുക്കുന്നത്. അപ്പോൾ ആ പാക്കറ്റുകളിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ പേര് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എവിടെയാണ് മാനുഫാക്ചർ ചെയ്തത് എന്നൊക്കെ ഉപയോഗിക്കാനായിട്ട് ഞങ്ങളുടെ FSSAI നമ്പർ നിങ്ങൾക്ക് അതിൽ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അതും ഒരു വാല്യൂ ആഡ് ചെയ്യുന്നൊരു സംഗതിയാണ്. നിങ്ങളുടെ പാക്കറ്റിൽ ഇപ്പോൾ CTCRയുടെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ KVKയുടെ ഒക്കെ പേരുണ്ടാവും. ടെക്നോളജി പ്രൊവൈഡ് ചെയ്യുന്ന ഇവരാകുമ്പോൾ ഒരു വിശ്വാസ്യത കുറച്ചും കൂടി കൂടും. അപ്പോൾ ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോൾ സ്ലൈസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 500 രൂപ തൊട്ട് 5 ലക്ഷം രൂപ വരയ്ക്കുള്ള മെഷീനറീസ് നമുക്ക് അവിടെ അവൈലബിൾ ആണ്. അതുപോലെ എല്ലാത്തിനുള്ള മെഷീനറി, ഇപ്പോൾ സ്നാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച സ്നാക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള മെഷീനറീസ് ഉണ്ട്. അതുപോലെ പാസ്ത, നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട്, എക്സ്ട്രൂഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കാനായിട്ട്, പിന്നെ പലതരത്തിലുള്ള പാക്കിംഗ് മെഷീൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ വരുന്നത് പറഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫണ്ടുള്ള ആൾക്കാരായിരിക്കും. ചിലർ 1 ലക്ഷം ആയിരിക്കും, ചിലർ 50,000 രൂപയായിരിക്കും വരുന്നത്, ചിലർ 10 ലക്ഷം ചിലവഴിക്കാനായിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. മെഷീനറി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്കിപ്പോൾ പാക്കിംഗ് മെഷീൻ 2000 രൂപ തൊട്ട് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപ വരയ്ക്ക് തരത്തിലുള്ള പാക്കിംഗ് മെഷീനറീസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഇത് വെറുതെ നമുക്കത് ഫെസിലിറ്റിക്ക് നമുക്കൊരു യൂസർ ഫീ നമ്മൾ ഈടാക്കും. വളരെ നോമിനൽ ആയിട്ടുള്ളൊരു ഫീ ആണ്. നമ്മളിപ്പോൾ അരിയൊക്കെ പഠിപ്പിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? നമ്മൾ ഫ്ലോർ മില്ല് നമ്മളിപ്പോൾ ഒരു 5 രൂപ 6 രൂപയ്ക്ക് കൊടുക്കണ്ടേ? ഇപ്പോൾ നമ്മളവിടെ ആകെ നമ്മൾ ഈടാക്കുന്ന പറഞ്ഞാൽ 18 രൂപയാണ് ഒരു മണിക്കൂറിൽ നമ്മൾ ഈടാക്കുന്നത്. ഒരു മണിക്കൂറിൽ അത് നിങ്ങൾ പുറത്ത് 3 കിലോ അല്ലെങ്കിൽ 2 കിലോയ്ക്ക് കൊടുക്കുന്ന പൈസ കൊണ്ട് നമുക്കൊരു 50 കിലോ പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. വളരെ നോമിനൽ ആയിട്ടുള്ള ഒരു പൈസ അവിടെ നമുക്ക് തന്നിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നത്. എന്നിട്ട് വൺസ് നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, നിങ്ങളിപ്പോൾ ഇങ്ങനെ മാർക്കറ്റ് സ്റ്റഡി ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളായിട്ട് MOU സൈൻ ചെയ്യാനായിട്ട് പറ്റും. ഒരു 10-12 പ്രോഡക്റ്റൊക്കെ ഉള്ള സ്നാക്സിന് വരുന്നത് ഒരു 10-25,000 രൂപയാണ് വരുന്നത്. അതുപോലെ മറ്റേ പാസ്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 50,000 രൂപയാണ് അതിന് വരുന്നത്. അപ്പോൾ MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി വളരെ ഇതായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടും. അതുപോലെ തന്നെ മെഷീനറി സെലക്ട് ചെയ്യാനും നിങ്ങൾക്ക് യൂണിറ്റ് തുടങ്ങാനായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ചെയ്തു തരും. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം തന്നെ എന്താണ്, നമ്മൾ പരിശീലനത്തിൽ നമ്മൾ ഒതുങ്ങുന്നില്ല. അത് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടാക്കുക എന്നുള്ള, ഒരു ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറയുന്നത്. അത് നിങ്ങളിപ്പോൾ പരിശീലനം കഴിഞ്ഞ് ഇതേപോലെ വന്നു കഴിഞ്ഞ് നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾ പ്രായോഗികമായിട്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതൊക്കെ അത്രേ ഉള്ളൂ. നമുക്കിപ്പോൾ ഞാൻ പറയുന്ന എക്സ്ട്രൂഡർ ഉണ്ട്, പാസ്ത മെഷീൻ ഉണ്ട്, സ്നാക്ക് ഫുഡ് മെഷീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു കൺസെപ്റ്റും ഇല്ല നമ്മളിതൊക്കെ എങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിക്കുന്നുള്ളതാണത്. പക്ഷേ ഇവിടെ നമുക്ക് തന്നെ നിങ്ങൾക്ക് നേരിട്ട് കാണാനായിട്ടുള്ളൊരു വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ്, ഒരു ധൈര്യം ഉണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പ്രോഡക്റ്റ് നമ്മൾ ഓൾറെഡി നിങ്ങൾ മാർക്കറ്റ് സ്റ്റഡി നടത്തിയിട്ടാണ് നിങ്ങൾ പോകുന്നത്. അത് അപ്പോൾ നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. അതായത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ നമുക്കത്. അതല്ലെങ്കിൽ തുടങ്ങേണ്ട, രണ്ടിനും ആത്മവിശ്വാസം വേണം അല്ലേ? നമുക്കില്ലാത്തതും അത് തന്നെയാണ്. അത് തുടങ്ങണോ വേണ്ടേ എന്നുള്ളത് നമ്മൾ ഒരു ആത്മവിശ്വാസം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അത്. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല, ഒന്നുകിൽ തുടങ്ങാതിരിക്കാനുള്ളൊരു ആത്മവിശ്വാസം, അതായത് നെഗറ്റീവായിട്ടുള്ളതാണ് അത്. അല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയകരമായിട്ട് മുന്നോട്ട് പോയി. അല്ലാതെ ഈ രണ്ടും കെട്ട രീതിയിൽ നമ്മൾ ഇതാക്കില്ല. അത് നമുക്ക് തന്നെ അറിയാം. നിങ്ങളിപ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ട് പിന്നെ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. അതേസമയം 2-3 പ്രാവശ്യം വരുന്നുണ്ടെങ്കിൽ നമ്മളെ എൻകറേജ് ചെയ്യുക. അത്
നിങ്ങൾ ഇനി ഇവിടെ വന്നിട്ട് വലിയ ബുദ്ധിമുട്ടാണെന്നില്ല, നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഒരു 2 ലക്ഷമോ 3 ലക്ഷം രൂപ കൊടുത്ത് ഒരു ചെറിയൊരു യൂണിറ്റ് തുടങ്ങണം, നിങ്ങൾക്ക് വിജയകരമായിട്ട് പോകാൻ പറ്റുമെന്നുള്ളത്. ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഒരു നവസംരംഭകരെ സംബന്ധിച്ച് നമുക്കൊരു ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ടാണ് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളത്. നമുക്ക് ലോൺ കിട്ടാനായിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ ലേഡീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളവിടെ ചെന്നാൽ മതി, വിളിച്ചു തരും നിങ്ങൾക്കത്. അപ്പോൾ ഇപ്പം നമുക്കറിയാം ഓരോ പഞ്ചായത്തിലും ഒരു സംരംഭം എന്നുള്ള രീതിയിൽ ഒരു 10,000 സംരംഭങ്ങൾ ഒരു വർഷം തുടങ്ങാൻ ഈ 2022-23 പറഞ്ഞാൽ ഒരു സംരംഭക വർഷമായിട്ട് കേരള ഗവൺമെൻറ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോ പഞ്ചായത്തിലും ഓരോ ആൾക്കാരെ നിയമിച്ചിരിക്കുകയാണ്, ഇൻറ്റേൺസിനെ നിയമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്നാൽ മതി, പിന്നെ അവർ നിങ്ങളെ വിടില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു, നമ്മൾ അവരെ പിന്നാലെ നടക്കേണ്ട അവസ്ഥയാണ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പം അവർ നമ്മളെ പിന്നാലെ നടക്കും. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് മാറിയിരിക്കുകയാണ് അത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡിങ് സപ്പോർട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ CTC അറേഞ്ച് ചെയ്യുന്നത്. അതിനായിട്ടുള്ള ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസും ഉണ്ട് നമുക്കത്. നിങ്ങൾക്കിപ്പോൾ ഒരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇപ്പോൾ ഒരു പൊടിയുള്ളൊരു യൂണിറ്റ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്കും തുടങ്ങാം, അതേപോലെ നിങ്ങൾക്ക് 10 ലക്ഷത്തിനും തുടങ്ങാം. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു പൊടി ഉണ്ടാക്കുന്ന ഒരു ഇതാണ് അത്. ഇത്രയും മെഷീനറി ഇട്ടെങ്കിലും തുടങ്ങാം നിങ്ങൾക്കത്. ഇതൊന്നും ഇല്ലെങ്കിലും ഒരു കത്തി ഉണ്ടായാൽ മതി, ഒരു ഉണക്കാനുള്ള ഒരു പായ ഉണ്ടായാൽ മതി, അങ്ങനെയും ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞതെന്നല്ല, നിങ്ങളുടെ എന്താ പറയുന്നത് ആ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങളുടെ ആ മുതൽ മുടക്കാനുള്ള ശേഷിക്ക് അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി തരും നമുക്കത്. ഇതൊക്കെ തന്നെ മോസ്റ്റ് ഐഡിയലാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് ചിലവാക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കപ്പയുടെ ഒരു ഇതുണ്ടാക്കാനാണ് ട്യൂബർ വാഷർ, അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിന് 50,000 രൂപയാണ്. അപ്പോൾ അതൊന്നും ഇല്ലാതെ നമുക്ക് വേണമെങ്കിൽ കൈകൊണ്ടും കഴുകിയെടുക്കാവുന്നുള്ളൂ, ഒരു ബക്കറ്റിലിട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ കഴുകിയെടുക്കാവുന്നുള്ളൂ. അപ്പോൾ അത് തന്നെ, അപ്പോൾ അവിടെ പോയില്ലേ അത്. അതുപോലെ തന്നെ സ്ലൈസർ 25,000 രൂപയ്ക്കുള്ള സ്ലൈസർ കിട്ടും നമുക്ക്. വേണ്ട, നമുക്കൊരു കത്തി ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒരു 50 കിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ലൈസറിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതും വേണ്ട നമുക്കത്. പിന്നെ അതുപോലെ ഡ്രയർ, മിനിമം ഒരു 500 കിലോ ഉണക്കണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപ ഡ്രയറിന് വരും. അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നല്ല വെയിലുള്ള സമയത്ത് ഉണക്കിയെടുത്താൽ മതി. അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉണക്ക കപ്പ 6 മാസം 1 വർഷം വരെ സുഖമായിട്ട് സൂക്ഷിക്കാനും പറ്റും. കാരണം ഈ കപ്പ എല്ലാപ്പോഴും ഹാർവെസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മിക്കവാറും ഈ നല്ല വെയിലുള്ള സമയത്തായിരിക്കും ഹാർവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് പല സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിലും കാര്യം നടക്കും എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടുള്ളതാണ്. പിന്നെ കസാവ ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ഫ്രൈഡ് ചിപ്സ്, ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുന്ന 4ാമത്തെ ഐറ്റം ഫ്രൈയിങ് യൂണിറ്റ് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ 2 ലക്ഷത്തിൻ്റെ ഫ്രൈയിങ് യൂണിറ്റ് കിട്ടും. ഇതില്ലാതെ തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ബർണറും ഒരു ചീനച്ചട്ടിയും മതി. ഒരു 15,000 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വറുത്തെടുക്കാനായിട്ട് പറ്റും അത്. അപ്പോൾ അങ്ങനെ നമുക്ക് എന്താ പറയുന്നത് ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിലും ചെയ്യാവുന്ന രീതിയിലുള്ള ബിസിനസ് മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ സ്നാക്ക് ഫുഡ്, അതുപോലെ ചിപ്സും സ്നാക്ക് ഫുഡ് ഉണ്ടാക്കാം, പാസ്ത ഉണ്ടാക്കാം, ബേക്കറി ഉണ്ടാക്കാം. ഇതെല്ലാം കൂടി വരുമ്പോഴും നമുക്ക് 30 ലക്ഷം വരുന്നുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ചിപ്സ് മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ 10 ലക്ഷം വരും, അല്ലെങ്കിൽ പാസ്ത മാത്രം ഉണ്ടാക്കുകയാണെങ്കിൽ 17 ലക്ഷം വരും. പക്ഷേ ഇതെല്ലാം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ മൊത്തത്തിൽ വരുന്നത് 30 ലക്ഷം മാക്സിമം. ഇതിലും പലതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിലുണ്ടത്. അപ്പോൾ അതിൽ അങ്ങനെ താല്പര്യമുള്ളവർ ഞങ്ങളായിട്ട് ബന്ധപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഏതെല്ലാം മെഷീനറീസ് വേണം. ഇപ്പോൾ ചിലർ വരും 1 ലക്ഷം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ 2 ലക്ഷം ഉണ്ടായിരിക്കും, ചിലർ വരും 12 ലക്ഷം ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള മെഷീനറി നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തൊരു ഇത് വരുന്നതാണ് ഇതിൻ്റെ എക്കണോമിക്സ് ആണ്. അത് നിങ്ങൾ 1 രൂപ മുതൽ മുടക്കിയാൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും എന്നുള്ളതാണ്. അത് വലിയൊരു ക്വസ്റ്റ്യൻ ആണ് അത്, അല്ലേ? 1 രൂപ മുതൽ മുടക്കിയിട്ട് 75 പൈസ കിട്ടുന്നതിൽ അർത്ഥമില്ല അത്. അപ്പോൾ നമ്മളെപ്പോഴും നമ്മൾ ആ രീതിയിൽ നമ്മളിപ്പോൾ ഒരു 500 കിലോ കപ്പ നമ്മളൊരു ദിവസം പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു 4-5 പ്രോഡക്റ്റുകൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴുള്ള 4-5 പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 1 രൂപയ്ക്ക് നമുക്ക് 1 രൂപ 36 പൈസ നമുക്ക് കിട്ടുന്ന രീതിയിലാണ് നമുക്കിത് ലാഭം വരുന്നത്. അത് ഡിപ്പെൻസ് നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നത്. കാരണം ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ഇതും വരുന്നുണ്ട്. മറ്റേ ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, പ്ലാന്റിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്, ഈവൻ വണ്ടി സാധനങ്ങൾ കൊണ്ടുപോകാനുള്ള വണ്ടി, 3-4 ലേബർ, ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു ഇതാണ് അത് തുടങ്ങിയിരിക്കുന്നത്. അതായത് ഏറ്റവും മാക്സിമം കോസ്റ്റ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളൊരു സംഗതിയാണിത്. അതുപോലെ അപ്പോൾ ഏകദേശം 1 രൂപ വരുന്നു. അതായത് 1 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മുടക്കിയ മുതൽ നമുക്ക് തിരിച്ചെടുക്കാവുന്ന രീതിയിലേക്ക് വരും. പ്രൊവൈഡഡ് ഈ സാധനത്തിന് മാർക്കറ്റ് ഉണ്ടാവണം. അല്ലാതെ ചുമ്മാ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മാർക്കറ്റ് ഉണ്ടെങ്കിൽ ഇതാണത്. അപ്പോൾ ആ മാർക്കറ്റ് ഉണ്ടോ ഇല്ലെന്ന് അറിയാനാണ് ഞാൻ പറഞ്ഞത് ആദ്യം അങ്ങോട്ട് വരണം എന്ന് പറയുന്നത്. അത് അതുപോലെ പാസ്ത ആണെന്നുണ്ടെങ്കിലും ഏകദേശം 1 രൂപ 1 രൂപയ്ക്ക് 1 രൂപ 30 പൈസ കിട്ടുന്ന രീതിയിലായിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ കപ്പയ്ക്കാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കാരണം വേറെ ഒന്നുകൊണ്ടല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം കിഴങ്ങുകളിൽ ഏകദേശം ഒരു 80% നമ്മൾ കപ്പയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ കപ്പയിൽ നിന്ന് തന്നെയാണ് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രൊഡ്യൂസ് ഉണ്ടാക്കാനായിട്ട് പറ്റും നമുക്കത്. പിന്നെ അത് മാത്രമല്ല പ്രോസസ്സ് ചെയ്യാനായിട്ട് എളുപ്പമാണ്.
ഇപ്പോൾ കാച്ചിൽ തൊലി കളയാനും കപ്പ തൊലി കളയാനും നമ്മളെ വ്യത്യാസം നമുക്കറിയാമല്ലോ അത്. അപ്പോൾ അങ്ങനെയുള്ളത് കൊണ്ട് നമ്മളെപ്പോഴും കപ്പയ്ക്കാണ് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് സംഗതികൾ, ഒരുപാട് സ്കീമുകൾ നമുക്കുണ്ട്. നമുക്കിപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സ്കീമുണ്ട്, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ സ്കീമുകളുണ്ട്. അങ്ങനെ ഒരുപാട് സ്കീമുകൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് ബന്ധപ്പെടാം, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് ബന്ധപ്പെടാനായിട്ട് പറ്റും. അപ്പോൾ ട്രെയിനിങ് നമ്മൾ കൊടുക്കും ഇതിൻ്റെ. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു അവയർനെസ് ആയിട്ടുള്ള ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ 1 ഡേ ട്രെയിനിങ് ആയിട്ട് നമുക്ക് അവിടെ ഉണ്ട്. ഏകദേശം 200 രൂപ ആണ് ട്രെയിനിങ് ഫീസായിട്ട് വരുന്നത്. പിന്നെ ഒരു 150 രൂപ നിങ്ങളുടെ റിഫ്രഷ്മെൻറ്റ് ചാർജായിട്ട് വരുന്നത്. ഒരു 350 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ സംഗതികളെല്ലാം നിങ്ങൾക്ക് നേരിട്ടിട്ട് വർക്ക് ചെയ്ത് കാണിച്ചു തരും. മെഷീൻ കാണിക്കുകയല്ല, നേരിട്ടിട്ട് ഇതെല്ലാം വർക്ക് ചെയ്ത് കാണിച്ചു വരുന്ന രീതിയിലുള്ളൊരു സ്കീമാണ്, ഒരു പ്രോഗ്രാമാണ് ഞങ്ങളുടേത്. അത് കംപ്ലീറ്റ്ലി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് ഉദ്ദേശിച്ചതാണ്, നമ്മൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമുക്കത്. അപ്പോൾ അത് നല്ല രീതിയിൽ തുടങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ ഒരു ആത്മവിശ്വാസമുള്ള തുടക്കമാണ്. നമ്മൾ ഏതൊരു ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവണം, അല്ലേ? ആ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഇൻക്യുബേഷൻ സെൻ്റർ കൊണ്ട് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഫോൺ നമ്പറാണ്, നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് ട്രെയിനിങ് ആണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ മതി. നിങ്ങൾക്ക് അത് 9446102911 വാട്സപ്പ് നമ്പറാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്താലും മതി. ടെക്നോളജിക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്ടറുടെ ഇമെയിലിലേക്ക് ഒരു മെയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. ഞങ്ങളപ്പോൾ നിങ്ങൾക്ക് മെയിൽ ഐ ഡിയും ഇതൊക്കെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾക്കത് ഫ്രയർ ഏതാ? ഓയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് അതിൻ്റെ ടെമ്പറേച്ചർ മാത്രം വ്യത്യാസമുള്ളൂ. മറ്റേത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 150 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 100 ഡിഗ്രിയിൽ നമുക്ക് വറുത്തെടുക്കാനായിട്ട് പറ്റും. നമുക്കത് ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള സമയമില്ല, കാരണം നമുക്ക് 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതെല്ലാം കവർ ചെയ്യാന്ന്. സാധാരണ 3 hours അല്ലെങ്കിൽ 2.5 മണിക്കൂർ നേരത്തെ പ്രോഗ്രാമാണത് ശരിക്കും പറഞ്ഞാൽ. ഒരു മോർണിംഗ് സെഷനാണത് ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്നത്. അപ്പോൾ ആ കിട്ടിയ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതാക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഉണ്ട്. നിങ്ങൾക്ക് ഇൻക്യുബേഷൻ സെൻറ്റർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടിയിട്ട് നമ്മൾ ഡേറ്റ് ഫിക്സ് ചെയ്യണം. നമ്മൾ ഇപ്പോൾ നിങ്ങൾ പൊടി ഉണ്ടാക്കി അല്ലെങ്കിൽ കപ്പ ഉണക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചാൽ മതി. അപ്പോൾ നമ്മളൊരു ദിവസം തരും നിങ്ങൾക്കത്. അപ്പോൾ ആ ദിവസം വന്നാൽ മതി. അത് നമുക്ക് കാലത്ത് വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ പ്രോഡക്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് പോകാം. ഇപ്പോൾ നിങ്ങളൊരു 10-25 കിലോ 30 കിലോ ഉണക്ക കപ്പ, അതായത് 100 കിലോ ഒക്കെ പച്ച കപ്പയാണെങ്കിൽ ഒരു 3-1 നമുക്ക് കപ്പ ഉണക്കിയേ കിട്ടുള്ളൂ. അപ്പോൾ 100 കിലോ ഉണ്ടെങ്കിൽ 30-35 കിലോ പൊടി കിട്ടും നിങ്ങൾക്കത്. അപ്പോൾ അത്രയും കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഒരൊറ്റ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റും നിങ്ങൾക്ക്. ഇല്ല, ഇത് തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. കാസർഗോഡ് നിന്ന് വരുന്നത്, കണ്ണൂരിൽ നിന്ന് വന്നിട്ട് ആൾക്കാരുണ്ട്, കോഴിക്കോട് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ കോട്ടയം, പാല, ഇടുക്കി എന്നൊക്കെ. എന്നിട്ട് അവരൊക്കെ സുഖമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. കാണാൻ പറ്റും, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്നാൽ കാണാൻ പറ്റും, ഒരു പ്രശ്നമില്ല. നിങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് സാധാരണ ഞങ്ങൾ പറയുന്നത് അതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വായിട്ടടിക്കുന്നേക്കാൾ നല്ല നിങ്ങൾ ഇതൊക്കെ അവിടെ വന്നാൽ 1 മണിക്കൂർ നേരം കണ്ടാൽ നിങ്ങൾക്ക് ഇത് വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഇവരുടെ ഷെഡ്യൂൾ അത് ഇല്ലാത്തതുകൊണ്ട് വേറെന്താ അതാണ് പറഞ്ഞത്. മാർക്കറ്റിങ്ങിനെ എങ്ങനെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതിനെ നമ്മൾ പറഞ്ഞു തരും. അല്ലാതെ നമുക്ക് വേറെയുള്ള ഇതൊന്നും നമുക്കില്ല. ഇല്ല, നമ്മുടേന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനത്തെ ഒരു ഓർഗനൈസേഷൻ അല്ല. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു R&D ഓർഗനൈസേഷനാണ്. റിസർച്ചാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അല്ലാതെ നമുക്കൊരു മാർക്കറ്റിംഗ് വിങ് നമുക്ക് അവിടെ ഇല്ല. അല്ല, അങ്ങനെ നിങ്ങൾക്ക് ആൾക്കാരൊക്കെ നിങ്ങൾക്ക് സംഘടിപ്പിക്കാനായിട്ട് വരും. ഇപ്പോൾ ഒരു എക്സ്പോർട്ട് ചെയ്യണം, ഇപ്പോൾ പ്രോഡക്റ്റ്, ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ക്വാളിറ്റി പോരാ. അപ്പോൾ അത് എവിടെയൊക്കെ ചെയ്യാൻ പറ്റും, ആ സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ്, അതിൻ്റെ ടെസ്റ്റ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും നമുക്കത്. അല്ല, ഇവിടെ ചെയ്യുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അത്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ അനലൈസ് ചെയ്തിട്ട് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. FSSAI ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ടൊന്നും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇല്ലല്ല. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഗൾഫിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ UK കൊടുക്കുന്ന, അമേരിക്ക കൊടുക്കുന്ന, യൂറോപ്യൻ കൺട്രീസിൽ കൊടുക്കുന്ന എല്ലാം വ്യത്യാസമുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് നമുക്ക് മീറ്റ് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് റിസൾട്ട് അതിൽ വെച്ചാലേ പറ്റില്ല. അല്ലെങ്കിൽ അവിടം വരെ എത്തും, പക്ഷെ അവർ സ്വീകരിക്കില്ല. നേരെ ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. അത്
ഇല്ല, ഞങ്ങളുടേത് വലിയ പ്രശ്നമല്ല. പക്ഷേ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഇങ്ങനെയല്ല ആവശ്യം വരും നമുക്കത്. ഇത് ഞങ്ങളുടെ ടെസ്റ്റ് കൊണ്ട് വെച്ചുകൊണ്ട് ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ന്യൂട്രിയൻ ഫാക്ട്സ് ആയിരിക്കും തരുന്നത്. പക്ഷേ മൈക്രോബയോളജിക്കൽ ഇത്ര ബാക്ടീരിയ, ഇത്ര ഈസ്റ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം പുറത്തോട്ട് ചെയ്യിപ്പിച്ചിട്ട് നമുക്കിത് സാധനം അയക്കാൻ പറ്റും. നമ്മുടെ പ്രോഡക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും, അത് വേറെ പ്രശ്നമില്ല. കാരണം നമ്മൾ മെഷീനറി അത്രയും ഹൈജീനിക് ആയിട്ട് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ നാട്ടിൽ കൊടുക്കുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് അതിന് ഒത്തിരി വിഗറസ് ട്രെയിനിങ് ടെസ്റ്റുകളുണ്ട്. അത് ആ ടെസ്റ്റിലൊക്കെ നോക്കിയിട്ട് അത് പോകാൻ പറ്റത്തുള്ളൂ. ആ ഇല്ല, അതാ പറഞ്ഞത്. നമ്മളിപ്പോൾ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 20 പേര് മിനിമം വേണം, 20-25 പേരെ മിനിമം വേണം നമുക്കത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് 20 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മ്യൂച്വലായിട്ട് നിങ്ങൾ വിളിച്ചാൽ മതി. നമ്മളെ സൗകര്യം അനുസരിച്ച് ഡേറ്റ് തരും നിങ്ങൾക്ക്. നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വന്നാൽ മതി. അത് അപ്പോൾ ട്രെയിനിങ് ഫീ എന്ന് പറഞ്ഞാൽ പെർ ഹെഡ് എന്നുള്ള രീതിയിലാണ് 200 രൂപയാണ്. അതെന്ന് പറഞ്ഞാൽ വളരെ മുന്നേ ഫിക്സ് ചെയ്തത്, ഞങ്ങൾ പിന്നെ മാറ്റിയിട്ടില്ല. ഇപ്പോൾ ഒരിക്കലും ഒരിടത്തും ഈ 200 രൂപയ്ക്കൊന്നും ഒരു ഫുൾ ഡേ ട്രെയിനിങ് ഇല്ല. പിന്നെ നിങ്ങളുടെ ഫുഡിനുള്ള ചാർജും കൂടി വരും, ഉച്ചയ്ക്കുള്ള ഫുഡും അതുപോലെ കാലത്ത് ചായയും വൈകിട്ടുള്ളതും കൂടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 125-150 രൂപ അങ്ങനെ വരും അത്. അപ്പോൾ നമുക്ക് നേരിട്ടിട്ട് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് അങ്ങനെ ഇപ്പോൾ നമ്മൾ പലതും ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ജസ്റ്റ് ഒരു ഒഫീഷ്യലായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ മതി ഇത്ര ഡേറ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. വിസിറ്റ് വരാം. വിസിറ്റ് വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് അരമണിക്കൂർ കണ്ടുപോകുന്നതിൽ കാര്യമില്ലല്ലോ നിങ്ങൾക്ക്. നമ്മളെപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ പ്രോഗ്രാം എന്നുള്ള രീതിയിൽ നമ്മളൊരു 9:30 to 3:30 വരെ അല്ലെങ്കിൽ 4 മണി വരെ മിനിമം ഉണ്ടായിരിക്കും നമ്മളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരു ഐഡിയ കിട്ടും. നിങ്ങൾ പ്രത്യേകിച്ചും FPS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഡയറക്ടർ ലെവലിൽ തന്നെ 10-12 പേരുണ്ടാവും അത്. അപ്പോൾ അവരും പിന്നെ അത്യാവശ്യമുള്ള ആൾക്കാർ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതേപോലെ വന്ന് നിങ്ങളിപ്പോൾ 4-5 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഇവിടെ വന്ന് KVK പോകുന്നു, അങ്ങനെ വന്നാൽ ഒരു മണിക്കൂർ നേരം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്നല്ലാതെ ഉള്ള ഓപ്പറേഷണലായിട്ട് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അത്. ഓപ്പറേഷൻ ഓപ്പറേഷൻ വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു ഫുൾ ഡേ ആവശ്യം വരും നമുക്കത്. കാരണം ഇതെല്ലാം നമ്മൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചിരുന്നെങ്കിൽ. ഏതാ പ്രോഡക്റ്റ് ഉണ്ടാക്കാന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല. ഞങ്ങളുടെന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് ഇതല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ല അത്. നമ്മൾ ഓക്കെ വന്നാൽ മതി നിങ്ങൾ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കൊണ്ടുവന്നാലും മതി. അല്ല, നിങ്ങൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഇതൊന്നും കൊണ്ടുവരണ്ട. അല്ലല്ല, പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലാണ് അത്. ട്രെയിനിങ്ങിന് വേറെ ഒരു സാധനം നിങ്ങൾ കൊണ്ടുവരണ്ട. 200 രൂപ നമ്മൾ വാങ്ങിക്കുന്നൊക്കെ അതിന് വേണ്ടിയിട്ടാണ് അത്. നിങ്ങൾ ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ആണെങ്കിൽ ഇത് നിങ്ങൾ സാധനം കൊണ്ടുവരണ്ട. അല്ലാതെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ അതിലൊന്നും വേണ്ട, വേറെ മെറ്റീരിയൽ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഒരു സാധനം കൊണ്ടുവരണ്ട അതിൽ. വേണ്ട 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 അതിനാണ് ഈ പൈസ വാങ്ങിക്കുന്നത് നിങ്ങളുടെ ട്രെയിനിങ്ങിന് അങ്ങനെയില്ല. ട്രെയിനിങ് നമ്മളിപ്പോൾ ഒരു ജനറലായിട്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 പേരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മ്യൂച്വലായിട്ട്, അതല്ല ഇപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വലായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്കവാറും മാസ്റ്ററിനുണ്ടായിരിക്കും. ഇങ്ങനെ പല ആൾക്കാരും ഇങ്ങനെ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ മിക്കവാറും 3rd വീക്ക് അല്ലെങ്കിൽ 4th വീക്കിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യും. ആദ്യം രജിസ്റ്റർ ചെയ്തിട്ട് കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ നോട്ട് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നിങ്ങളൊരു 10 ദിവസം മുന്നേ നമ്മൾ അറിയിക്കും. ഈ മാസത്തിൽ 24-ാം തീയതി ഈ മാസം നാളെ തൊട്ടുണ്ട്. അതെല്ലാം ഓൾറെഡി ഇതായതാണ്. 24-ാം തീയതി നമ്മൾ ജനറൽ ആയിട്ടുള്ള 2 FPS മലപ്പുറത്തു നിന്നും കണ്ണൂരിൽ നിന്നുള്ള 2 FPS ഉണ്ട്. പ്ലസ് അതിൻ്റെ കൂടെ കുറച്ച് പേര് 25 പേരെ വരെ മാക്സിമം പോകാം നമുക്കത്. 24-ാം തീയതി ഉണ്ട് നമുക്ക്. അതല്ലെങ്കിൽ അടുത്ത മാസം ഉണ്ടാവുള്ളൂ. അക്കോമഡേഷൻ്റെ ഉണ്ട് നമുക്ക്. പക്ഷേ ഇതേപോലെ നമുക്ക് അത്ര അല്ല, 500 രൂപ പെർ ബെഡിന് വാങ്ങിക്കുന്നുണ്ട്. അതാണ് അടുത്ത പ്രശ്നം. 24-ാം തീയതി ശനിയാഴ്ച താല്പര്യം വന്നോളൂ. ഈ ശനിയാഴ്ച നാളെ നമുക്കൊരു 3 days അല്ലല്ല, നമ്മുടെ മൊത്തത്തിലുള്ളതൊക്കെ എല്ലാം കാണിച്ചു തരുന്നത്. നമ്മുടെ ട്രെയിനിങ് തന്നെ പ്രോഡക്റ്റ് വൈസ് അല്ല. അപ്പോൾ അവിടെയുള്ള, അതായത് നിങ്ങൾക്ക് കപ്പയുടെ ഒരു യൂണിറ്റ് തുടങ്ങണമെന്ന് എന്തൊക്കെ ആവശ്യമുണ്ട്, അപ്പോൾ അത് ആ കപ്പ അരിയുന്നത് തൊട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വരയ്ക്കുള്ള പാക്ക് ചെയ്യുന്ന വരയ്ക്കുള്ള എല്ലാം കാണിച്ചു തരും നിങ്ങൾക്കത്. ജനറൽ ആയിട്ടുള്ള എല്ലാ ഇതും കാണിച്ചു തരുന്നത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് വരാതെ. അത് പിന്നത്തെ ഇതിൽ വരുന്നതാണ്. സ്റ്റേയിൽ 24 കാലത്ത് വന്നാൽ മതി. നിങ്ങൾ എവിടെ നിന്നാണ്? തിരുവനന്തപുരത്തല്ലേ? ഒരു 9:30 9:45 വന്നാൽ മതി. 3:30-4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് പോവാം. ഒറ്റ ദിവസത്തെ പ്രോഗ്രാമാണ് വരുന്നത്. അല്ല, 150 വരുന്നത്. ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാവും, കാലത്ത് ചായയും ഒരു സ്നാക്സ് ഉണ്ടാവും, അതുപോലെ വൈകിട്ട് ഇതുപോലെ ചായയും സ്നാക്സും.
ഒരു ഫിഷ് കറി മീൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലുമൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രെയിനിങ്ങിന് പങ്കെടുക്കാം. ഒരു ഗ്രൂപ്പായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് നടത്താം. അതല്ല ഇൻഡിവിജ്വൽ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ വിളിച്ചാൽ മതി. 24-ാം തീയതി അല്ലേ? 4 അതെ അടുത്തല്ലേ? ഓക്കെ ഓക്കെ. അല്ല അവിടെ ഉണ്ട്, താമസ സൗകര്യം ഉണ്ട്. പക്ഷേ 500 രൂപയാണ് പെർ ബെഡിൽ എന്നുള്ള രീതിയിലായിരുന്നു. അതാ AC റൂമാണ്. AC റൂമാണ്. ഇനി ആരെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ താങ്ക് യു. ഇത്രയും നേരം ഈ സമയത്ത് ഇത്രയും നേരം വളരെ ക്ഷമയോടുകൂടി കേട്ട എല്ലാവർക്കും CTCRയുടെ പേരിലുള്ള ഒരു നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ സാറിനും ഇങ്ങനെ ഈ ഒരു അസമയത്താണെങ്കിലും നിങ്ങൾ ക്ഷമയോടുകൂടി കേട്ടിരുന്നു. സാറിനും വളരെ താങ്ക്സ്. ഒരു ഗ്രീൻ എൻ്റർപ്രൈസസ് തുടങ്ങാനുള്ള ഒരു നല്ല അവസരമാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. CTCRയിലെ സൗകര്യം ഉപയോഗിക്കാം. CTCRI ശരിക്കും അതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സെൻ്ററാണ്. അതിൻ്റെ ഒരു ഡിവിഷനാണ് സാറ് ഹെഡ് ചെയ്യുന്നത്. വേറെ ക്രോപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരുപാട് ഡിവിഷനുണ്ട്. ഒരുപാട് എല്ലാ ട്യൂബർ ക്രോപ്സിൻ്റെയും പ്ലാന്റിങ് മെറ്റീരിയൽസും എല്ലാം കിട്ടും. അഗ്രികൾച്ചർ ബേസ് ചെയ്ത് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള റിസർച്ച് സെൻ്ററാണ്. ഇത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. നിങ്ങൾക്ക് അവിടുത്തെ ഫെസിലിറ്റി ഉപയോഗിക്കാം. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ അവർ മിനിമം ചാർജ് ചെയ്യും. പിന്നെ താമസ സൗകര്യമൊന്നും പേടിക്കേണ്ട. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ താമസിക്കാം. അവിടെ 500 രൂപയാണെങ്കിൽ ഞങ്ങൾ 150 രൂപ ചാർജ് ചെയ്യുള്ളൂ ഇവിടെ ഒരു ദിവസം താമസിക്കുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കുക. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നിങ്ങളിൽ ഒരാൾ അവിടെ പോയിട്ട് അത് കാണണം. അല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞാണെങ്കിൽ അവിടെ പോയിട്ട് 1 ഡേ ട്രെയിനിങ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഞങ്ങൾ KVK നിന്ന് ഫാമേഴ്സിനെ 20 പേരുള്ള ഒരു ഗ്രൂപ്പിനെ സംഘടിപ്പിച്ചിട്ട് അവിടെ പല ട്രെയിനിങ് പ്രോഗ്രാമിനും പോകാറുണ്ട്. ഒരുപാട് പേര് ചെറിയ ചെറിയ എൻ്റർപ്രൈസസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് ആദ്യം പോവുക, നേരിട്ട് കാണുക, മനസ്സിലാക്കുക. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബോധ്യം വരും. അതിനുശേഷം നിങ്ങളൊരു ഗ്രൂപ്പ് 20 ഫാമേഴ്സിനെ ഓർഗനൈസ് ചെയ്ത് ട്രിവാൻഡ്രത്ത് വരുമ്പോൾ നിങ്ങൾ ആ CTCRയെ മാത്രം നോക്കി വരരുത്. മിത്രനികേൻ്റെ KVK പോവാം, അതുപോലെ കാർഷിക സർവകലാശാലയിൽ പോകാം. പല പ്രോഗ്രാമായിട്ട് വരിക. നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യം തരാം. ഞങ്ങളിവിടെ മിനിമം ഞാൻ പറഞ്ഞ കണക്ക് 150 രൂപ ചാർജ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഈ ക്ലോത്തും മെറ്റീരിയൽസൊക്കെ വാഷ് ചെയ്യാനുള്ള ചാർജ് ഞങ്ങൾ ചാർജ് ചെയ്യാറുള്ളൂ കേട്ടോ. അതായത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും. നമ്മൾക്ക് വാല്യൂ അഡീഷൻ മറ്റു പല ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിലല്ലേ ചെയ്യുന്നത്. ട്യൂബർ ക്രോപ്സിലുള്ള നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളിത് യൂട്ടിലൈസ് ചെയ്യണം. ഇന്നിവിടെ നമ്മൾ ഗ്രീൻ വെഞ്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞതിൽ ഏറ്റവും ബെസ്റ്റ് ഒരെണ്ണമാണ്. സജീവ് സാറിന് എപ്പോഴും അവൈലബിൾ ആണ്. ഈസി ആയിട്ട് ആക്സസ് ചെയ്യാം. ഒരുപാട് ഫാർമേഴ്സൊക്കെ അദ്ദേഹത്തെ നേരിട്ട് വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ആക്സസ് ഉള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും മിത്രനികേതൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. മിത്രനികേതൻ KVK ആയിട്ട് വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സയൻറ്റിസ്റ്റാണ്. മിത്രനികേതൻ്റെ KVKയിൽ വാല്യൂ അഡീഷൻ്റെ ഒരു പ്രത്യേക ഡിവിഷനുണ്ട്. അതിൽ ഒരു ഭാഗം ട്യൂബർ ക്രോപ്സാണ്. അപ്പോൾ സാറുമായിട്ട് വളരെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. താങ്ക് യു. ഇനി രണ്ടു മൂന്ന് പ്രാക്ടിക്കൽ കാര്യങ്ങൾ പറയാം. നാളത്തെ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും സാർ സജു താങ്ക് യു. കാണാം സാർ. അപ്പോൾ ഇന്ന് ഡിന്നർ 7 മണിക്കാണ്. ഉച്ചയ്ക്ക് ഭക്ഷണം നിങ്ങൾക്ക് സെർവ് ചെയ്തില്ല, അവിടെ തന്നെയാണ്. നിങ്ങൾക്ക് റൂമിൽ പോയിട്ട് 7 മണിക്ക് ഇവിടെ വരാം. ദൂരെയെങ്ങും പോയിക്കളരുത്. ഇന്ന് നിങ്ങൾ ക്ഷീണിച്ചൊക്കെ വന്നവരല്ലേ. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെയൊക്കെ സ്റ്റേ ചെയ്യുക. നാളെ രാവിലെ നിങ്ങൾക്ക് ഇവിടെ പോകാനുള്ള അവസരം ഞാൻ പറഞ്ഞല്ലോ. ടെമ്പിളും പിന്നെ ഇത് സിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗമാണ്. നാളെ രാവിലെ നമ്മൾ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും. ഇവിടെ തന്നെയാണ്. 8 മണി കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ നിങ്ങൾ ഏതാണ്ട് റെഡി ആയിട്ട് വരിക. നമ്മളുടെ കുടുംബശ്രീയുടെ ഡയറക്ടർ അദ്ദേഹം വരുന്നത് 9:30-ക്കാണ്. പക്ഷേ 9 മണി തൊട്ട് 9:30 വരെ നമ്മുടെ സജു ഇവിടെ നിന്നില്ലേ, സജു രവീന്ദ്രൻ ഈ മിത്രനികേതൻ്റെ ഈ സിറ്റി സെൻറ്ററിനെ കുറിച്ച്, ഇതിൻ്റെ പേര് തഞ്ചാവൂർ അമ്മ വീടെന്നാണ്. താഞ്ചൂർ അമ്മ വീടെന്ന് പറയും. ഈ തഞ്ചാവൂർ അമ്മ വീട് വളരെ ഫേമസ് ആണ്. മഹാരാജാവ് തഞ്ചാവൂരിലുള്ള ഡാൻസേഴ്സിനെ കൊണ്ടുവന്ന് പാറ്റർനൈസ് ചെയ്ത് പാർപ്പിച്ച സ്ഥലമാണിത്. ഈ കെട്ടിടം നിങ്ങൾ കണ്ടോ? ഇതൊരു 16 കെട്ട് ബിൽഡിങ്ങിലാണ്. കേരളത്തിലെ റെയറായിട്ടുള്ള ബിൽഡിങ്ങാണ് 16 കെട്ട്. നിങ്ങൾ മണിച്ചിത്രത്താഴ് കണ്ടിട്ടുണ്ടല്ലോ, അതുപോലെ ഹിസ്റ്ററിയുള്ള മറ്റൊരു കേന്ദ്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ഹിസ്റ്ററിയെക്കുറിച്ച് സജു നിങ്ങൾക്ക് നാളെ പറഞ്ഞു തരും. അതുകൂടാതെ സജു പറഞ്ഞ പോലെ മരിച്ചേനിയുടെ കൃഷി ഇവിടെയാണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല. അതുപോലെ മോഹിനിയാട്ടത്തിൻ്റെ ഒറിജിനും ഇവിടെയാണ്. മോഹിനിയാട്ടം സ്വാതി തിരുനാളിൻ്റെ ഈ ബിൽഡിങ്ങാണത്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ച് ഞങ്ങൾ ഇടയ്ക്ക് കൺസേർട്ട്സൊക്കെ നടത്താറുണ്ട്. നിങ്ങൾക്ക് അതിനെ
നെറ്റ്വർക്കിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നാളെ ഒരു 15-20 മിനിറ്റ് സജു പറഞ്ഞുതരും. നിങ്ങളിവിടെ താമസിക്കുന്നതുകൊണ്ട് 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇവിടെ 9 മണിക്ക് വരാമല്ലോ. അപ്പോൾ 9 തൊട്ട് 9 വരെ, അങ്ങനെയും 9:30 കഴിഞ്ഞ ഉടനെ നമ്മളുടെ ശരിക്കുള്ള സെഷൻസൊക്കെ തുടങ്ങാം. സോ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇന്ന് എൻജോയ് എന്ന് വിചാരിക്കുന്നു. യാത്ര ചെയ്തൊക്കെ ക്ഷീണിച്ച് വന്നെങ്കിലും താങ്ക് യു വെരി മച്ച്.